നമ്മളെ സപ്പോർട്ട് ചെയ്ത ഇൻവെസ്റ്റേഴ്സ്, ആ ഇൻവെസ്റ്റേഴ്സിന് ഈ ക്രൈസിസ് അഫക്റ്റ് ചെയ്തിട്ടില്ലെന്ന് വെച്ചാൽ ഓഫ് കോഴ്സ് അഫക്റ്റ് ചെയ്തിട്ടുണ്ട്. 10,000 വീടുണ്ട് അവിടെ, 40,000 കമ്മ്യൂണിറ്റി മെമ്പേഴ്സ് ഉണ്ട്. ഇവർക്ക് എന്ത് സർവീസോ പ്രൊഡക്റ്റോ വേണമെങ്കിലും അതിൻ്റെ ഒരു ടച്ച് പോയിന്റ് ആയിട്ട് നമുക്ക് വില്ലേജ് പാർക്കുകളെ മാറ്റാൻ പറ്റും. അപ്പോൾ ആശയം വലുതാണ്. ആ എത്തിയത് കൊണ്ട് തന്നെ നമുക്കിത് ചെയ്തേ പറ്റുള്ളൂ. അപ്പോൾ ഈ വാർ ക്രൈസിസ് ഭയങ്കരമായിട്ട് സ്ട്രഗിൾ ചെയ്തിട്ടില്ലെന്ന് വെച്ചാൽ ഓഫ് കോഴ്സ് ഉണ്ട്. കാര്യം കമ്മിറ്റ്മെന്റുകൾ പലതും തെറ്റി. അപ്പോൾ നമ്മളൊരു വാർ വരുമ്പോൾ എവിടെയോ കിടക്കുന്ന ഒരു കമ്പനി എഫക്ട് ചെയ്താൽ ആ കമ്പനിയുടെ ഓർഡർ കിട്ടാത്ത കമ്പനി, ആ കമ്പനി എന്ത് ചെയ്യും? ലേ ഓഫ് ചെയ്യും. അത് എവിടെ വരെ അത് ചെയ്യും? അവിടുത്തെ എംപ്ലോയി വാങ്ങുന്ന പച്ചക്കറി വാങ്ങുന്ന കടയിനെ ഉൾപ്പെടെ എഫക്ട് ചെയ്യുന്ന പറയുമ്പോൾ ചെയിൻ ഓഫ് ആക്ഷൻ ആണ്. ഇതിങ്ങനെ കണക്ട് ആയി വരും. ട്രാൻസിഷൻ സംഭവിച്ചേ പറ്റൂ. ഈ ട്രാൻസിഷൻ ഓരോ ഇൻഡിവിജ്വൽ ബേസിലേക്ക് മാറിയേ പറ്റൂ. ഓരോരുത്തർ അവരവരുടെ ക്യാപിറ്റലിലേക്ക് പോയേ പറ്റുള്ളൂ. പക്ഷേ ഒക്ടോബർ കഴിയുമ്പോൾ ഇപ്പോൾ എത്ര സ്റ്റാഫ് ഉണ്ടോ അതിൻ്റെ 4 ഇരട്ടി സ്റ്റാഫ് ഉണ്ടാവും. ഈ ബിസിനസ്സിനെ തോക്കാനുള്ള പെർമിഷൻ ഇല്ല. കാര്യം പാവപ്പെട്ടവരുടെ ക്യാഷാണ്. അവർ കഷ്ടപ്പെട്ടുണ്ടാക്കി വെച്ച 1 ലക്ഷമാണ്, കഷ്ടപ്പെട്ടുണ്ടാക്കി വെച്ച 10 ലക്ഷമാണ്, അല്ലെങ്കിൽ ഒരു 50 ലക്ഷം രൂപയാണ്. ഇത് ബിസിനസ് ക്രൈസിസ് വന്നു, സ്ട്രഗിൾ വന്നു, വാർ വന്നു പോയി എന്ന് പറയത്തില്ല. ഈ ക്യാഷ് തോൽക്കാനുള്ള പെർമിഷനേ ഇല്ല. ഇനി ഇതെല്ലാം കൂടെ എടുത്തിട്ട് വേറെ ഏതെങ്കിലും രാജ്യം വിട്ടു. ഇതാണല്ലോ ട്രെൻഡ്. ആളുകളിൽ നിന്ന് പൈസ വാങ്ങുന്നു, എന്നിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്? എന്നിട്ട് ഏതെങ്കിലും രാജ്യത്ത് പോയി സെറ്റിൽ ആവും. അതല്ല, നമുക്ക് വേറെ ഒരു രാജ്യത്തും വിസയില്ല, ഒരു സംവിധാനമില്ല. ഇവിടെ തന്നെ ഉണ്ടാവും. മനസ്സിലല്ലേ? എന്തായാലും ഇവിടെ തന്നെ ഉണ്ടാവും. ഹലോ, അൺടോൾഡ് സ്റ്റോറീസിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഈ അൺടോൾഡ് സ്റ്റോറീസ് എന്ന സീരീസ് തുടങ്ങിയത് തൊട്ടിട്ട് ഒരു എപ്പിസോഡ് ആങ്കർ ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹം എപ്പോഴും പറയുമായിരുന്നു. അപ്പോൾ ഇന്ന് ഈ എപ്പിസോഡോടെ അത് നമ്മൾ സാധിക്കുകയാണ്. അപ്പോൾ എല്ലാവരും സഫീർ സാർ എന്ന് വിളിച്ചാണ് നമ്മൾ മെയിൻ ടീമിൽ എല്ലാവരും കയറിയിട്ടുള്ളത്. പക്ഷേ ഗ്രാജുവലി അത് സഫീർ കൈക്ക എന്നുള്ളൊരു വിളിയിലേക്കാണ് പിന്നെ മാറാറുള്ളത്. ഞാനും അതേപോലെ വന്ന ഒരാളാണ്. അപ്പോൾ നമ്മളിപ്പോൾ കമ്പനി ഏറ്റവും വലിയ ഒരു ട്രാൻസിഷനിലാണുള്ളത്. നമ്മൾ 7.0 എന്നുള്ളൊരു എക്സൈറ്റിംഗ് വേർഷനിലേക്ക് നമ്മൾ കടക്കുകയാണ്. അപ്പോൾ ഈ ഒരു ട്രാൻസിഷൻ നടക്കുമ്പോൾ എന്തൊക്കെയാണ് ഇക്കാടെ മനസ്സിലുള്ളത്, എന്തൊക്കെയാണ് നമ്മളായിട്ട് ഷെയർ ചെയ്യാനുള്ളത്? അതായത് നമ്മുടെ കമ്പനിയുടെ ഏറ്റവും വലിയ ട്രാൻസിഷനാണ്. അപ്പോൾ സാധാരണ നമ്മളിപ്പോൾ എവറി 3 ഇയേഴ്സ് ഒരു ഭയങ്കര ട്രാൻസിഷൻ ഉണ്ടാവാറുണ്ട്. ലാസ്റ്റ് നടന്നത് 2023 ഒരു ബിഗ്ഗസ്റ്റ് ട്രാൻസിഷൻ ഉണ്ടായത്. നമ്മുടെ 4.0 3യിൽ നിന്ന് 4ലേക്ക് വരുമ്പോൾ ഏകദേശം 183 പേരന്ന് പോയി, പുതിയ ടീം വന്നു. നമ്മുടെ ഇന്ന് കാണുന്ന ഈ വളർച്ചയിലൊക്കെ പിന്നിൽ അന്നത്തെ ഒരു ട്രാൻസിഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ അന്നൊക്കെ ഭയങ്കര എക്സൈറ്റിംഗ് ആയിരുന്നു അന്നത്തെ ട്രാൻസിഷൻ. പക്ഷേ ഇപ്പോൾ നമ്മൾ നോക്കുമ്പോൾ അന്നത്തെ ട്രാൻസിഷൻ ഒന്നുമല്ലായിരുന്നു എന്നൊരു തോന്നലുണ്ട്. കാര്യം ഇപ്പോഴാണ് നമ്മുടെ ഏറ്റവും ബിഗ്ഗസ്റ്റ് ട്രാൻസിഷൻ നടക്കുന്നത്. കാര്യം ഈ ഒരു ട്രാൻസിഷൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബേസിനെ മൊത്തത്തിൽ ചേഞ്ച് ചെയ്യാം. കാര്യം ടാൽറോപ്പ് എന്നുള്ള ഒരൊറ്റ ബ്രാൻഡും നമ്മുടെ ഒരു ലീഗൽ എൻറ്റിറ്റി ടെക്കി സ്പാർക്ക് ഇൻഫ്രാസ്ട്രക്ചേഴ്സ് LLP എന്നുള്ള ഒരു ലീഗൽ എൻറ്റിറ്റിയുമാണ് ഇവിടെ ഗ്രൗണ്ടിൽ നിന്നിട്ടുണ്ടായിരുന്നത്. ബാക്കി എല്ലാം ഇതിൻ്റെ സബ്ബായിട്ട് വളർന്നതിന് ഇപ്പോൾ 100ഓളം എൻറ്റിറ്റികൾ, 89 ലീഗൽ എൻറ്റിറ്റീസ് ഉണ്ട് നമ്മുടെ എക്കോസിസ്റ്റത്തിൽ. പക്ഷേ ഇതെല്ലാം നിൽക്കുന്നത് ഒരൊറ്റ ബ്രാൻഡാണ്. ടാൽറോപ്പ് എന്നുള്ളൊരു ബ്രാൻഡും ഒരൊറ്റ ക്യാപിറ്റൽ കമ്പനിയാണ്. 250 കോടി ക്യാപിറ്റലിൽ ടെക്കി സ്പാർക്ക് ഇൻഫ്രാസ്ട്രക്ചേഴ്സ് LLP എന്നൊരു കമ്പനിയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് അതിൻ്റെ ഒരു എക്സ്ട്രീം സാച്ചുറേഷനിലെത്തി. ഇനി ഒരു ഇഞ്ച് പോലും ഇതുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയില്ല. അപ്പോൾ സ്വാഭാവികമായ ഒരു മാറ്റം, ഒരു അനിവാര്യമായ മാറ്റത്തിലേക്ക് നമ്മൾ പോവാം. അപ്പോൾ കഴിഞ്ഞ ഒരു വർഷത്തെ പ്രിപ്പറേഷനാണ്. കഴിഞ്ഞൊരു 6 മാസം നല്ല ഹാർഡായിട്ട് നമ്മുടെ ആനിവേഴ്സറി കഴിഞ്ഞിട്ട് പിന്നെ ഇത് തന്നെയാണ് ഈ ട്രാൻസിഷന് വേണ്ടിയിട്ടുള്ള ഒരു പ്രിപ്പറേഷൻ. അപ്പോൾ ആനിവേഴ്സറിക്ക് എല്ലാവരും വന്നു, കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ മൊത്തവും വന്നു. ഒരു ഭയങ്കര എക്സൈറ്റിംഗ് ആയിട്ട് എല്ലാവരും പോയി. പക്ഷെ അന്നത്തെ ആനിവേഴ്സറി കഴിഞ്ഞിട്ട് നമ്മുടെ അടുത്ത മീറ്റിങ്ങിൽ ഞാൻ ഷെയർ ചെയ്യുന്ന ഒരു സംവിധാനം തന്നെയുണ്ട് ടീമിലേക്ക്. നമ്മളിത് സ്റ്റോപ്പ് ചെയ്യാൻ പോകണം. അപ്പോൾ ഞാൻ കണ്ടു എല്ലാവരും എൻ്റെ കൂട്ടത്തിൽ ഒരു എക്സൈറ്റഡ്, സ്റ്റോപ്പ് ചെയ്യാൻ, എന്ത് സ്റ്റോപ്പ് ചെയ്യാൻ, എങ്ങനെ സ്റ്റോപ്പ് ചെയ്യാൻ. അപ്പോൾ 2023 ട്രാൻസിഷനൊക്കെ എല്ലാവർക്കും അറിയാം. പക്ഷെ ആ ട്രാൻസിഷന് ഒരു അഡ്വാൻറ്റേജ് നല്ല രീതിക്ക് ഉണ്ടായിരുന്നു. കാര്യം ആ ട്രാൻസിഷൻ നമുക്ക് വളരെ കെയർഫുള്ളി കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ ഓൾമോസ്റ്റ് അതേ ഒരു ക്ലാരിറ്റിയോട് കൂടി തന്നെയാണ് ഇപ്പോഴത്തെ ട്രാൻസിഷൻ തുടങ്ങിയെങ്കിലും അതിൻ്റെ ഇടയ്ക്ക് വെച്ച് നമുക്കൊരു വാർ ക്രൈസിസും കൂടി വന്നതോടുകൂടി ട്രാൻസിഷൻ കുറച്ചും കൂടി കോംപ്ലിക്കേറ്റഡ് ആയി, അല്ലെങ്കിൽ ട്രാൻസിഷൻ കുറച്ചും കൂടി ഹാർഡായിട്ട് മാറി. പക്ഷേ അതൊരു കണക്കിന് നല്ലതാണ്. കാര്യം ഒരു ഹാർഡ് ബേസിൽ നിന്നുകൊണ്ട് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു അഡ്വാൻറ്റേജ് ഉണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞുകൊണ്ട് April 1 മുതൽ September 30 വരെയുള്ള ഒരു 6 മാസം, ഈ 6 മാസം എല്ലാവരും ഫുള്ളി ഫോക്കസ്ഡ് ആയിട്ട് നിന്ന് കംപ്ലീറ്റ് ചെയ്യപ്പെടേണ്ട ഒരു ട്രാൻസിഷൻ. അത് കഴിഞ്ഞിട്ട് October 1 കയറുന്നു. അടുത്ത October 31 നമ്മുടെ 11ാമത്തെ ആനിവേഴ്സറിക്ക് ആളുകൾ വരുമ്പോൾ ഒരു എക്സൈറ്റഡ് ആയിട്ട്, അതായത് അവർ ഇന്നേ വരെ കണ്ടിട്ടില്ലാത്തൊരു ടാൽറോപ്പ് എന്ത് ചെയ്യണം, അവർ കാണണം. പക്ഷേ ഈ 6 മാസം എന്ന് പറഞ്ഞാൽ എക്സ്ട്രീം സ്ട്രഗിൾ ആയിരിക്കും. കാരണം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ അത് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ നമ്മുടെ നാഷണൽ ഹൈവേയുടെ എക്സാമ്പിൾ തന്നെ നോക്കിയാൽ ഇപ്പോൾ ഒരു 6 വരി പാതയാക്കാൻ പോകണം. നമുക്കൊന്നും പോകാൻ കഴിയാത്തൊരു സാഹചര്യമാണ്. എവിടെ പോയി ഇപ്പോൾ നമ്മളിപ്പോൾ പോകുമ്പോഴും ആലപ്പുഴ വഴി പോകില്ല, തിരുവനന്തപുരം, കോട്ടയം പിടിച്ചൊക്കെ ഇങ്ങനെ പോകുന്ന സംവിധാനം. കാര്യം ഒരു അനിവാര്യമായൊരു മാറ്റമാണ്. അപ്പോൾ നമ്മുടെ കേരളത്തിൻ്റെ ഒരു വികസനമാണ് ഈ ഒരു 6 വരി പാത എന്ന് പറഞ്ഞാൽ. അപ്പോൾ അതിൻ്റെ എന്തെല്ലാം സ്ട്രഗിളും ബുദ്ധിമുട്ടുണ്ട്. പക്ഷെ എന്തിനു വേണ്ടിയിട്ടാണെന്നൊരു സംഭവമുണ്ട്. ഇത് ചെയ്യാതിരുന്നു കഴിഞ്ഞാലുള്ള പ്രശ്നം,
നമ്മുടെ ട്രാവൽ ടൈം കുറയ്ക്കാനും നാട് ഡെവലപ്പ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു അനിവാര്യമായ മാറ്റമാണ് ഈ ആറോരി പാത എന്ന് പറയുന്നത് പോലെ ഈ ഒരു ചേഞ്ചാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ വേണമെങ്കിൽ നമുക്ക് ചെയ്യാതിരിക്കാം, പക്ഷെ എത്ര കാലം ചെയ്യാതിരിക്കും? നമ്മൾ തന്നെ നാഷണൽ ഹൈവേ എത്ര വർഷമായി ഇത് അനൗൺസ് ചെയ്തിട്ട് ഇത്രയും കാലം ഇത് ചെയ്തിട്ടില്ല എന്ന് പറയും. അപ്പം ചെയ്തേ പറ്റൂ. പക്ഷെ ചെയ്യുമ്പോൾ ഒരുപാട് സ്ട്രഗിൾ ഉണ്ടാവും, ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും. അത് എത്രത്തോളം മിനിമലൈസ് അല്ലെങ്കിൽ എന്താണ് ലഘൂകരിക്കാം എന്നുള്ളതിനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഫോക്കസ് ചെയ്യുന്നത്. പക്ഷെ ചെയ്തേ പറ്റൂ എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. അപ്പോൾ ഞാൻ ടീമിലേക്ക് പറയുമ്പോഴും 2023 ട്രാൻസിഷൻ ഓർമ്മയുള്ളത് കൊണ്ട് തന്നെ ടീമിന് എന്താണ്, ഓക്കെ നമുക്ക് ചെയ്യാം. അന്ന് ചെയ്തതും ഒരു മെച്ചപ്പെട്ട വേർഷനിലേക്ക് വന്നിട്ടേ ഉള്ളൂ. അന്ന് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടായിരുന്ന കാര്യം 183 പേരൊക്കെ ഈ കമ്പനിയിൽ നിന്ന് റിസൈൻ ചെയ്ത് പോവുക, പുതിയ ടീം വരിക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഡിഫിക്കൽട്ടാണ്. പക്ഷേ എന്നിരുന്നാൽ പോലും അതിന് ശേഷമുള്ള ടാൽറോപ്പിൻ്റെ ഗ്രോത്ത് കണ്ടവർ അതൊരു ഭയങ്കര ഗ്രോത്ത് ആയിട്ട് കണ്ടവരുണ്ട്. അപ്പം ഇപ്പം നമ്മളൊരു കേരള ബേസ്ഡ് കമ്പനിയായിട്ട് നിൽക്കുന്ന നമ്മൾ ഒരു നാഷണൽ ലെവലിലേക്കുള്ള ഒരു ഗ്രോത്ത്, ഒരു ഇൻ്റർനാഷണൽ ലെവലിലേക്ക് ഒരു ഗ്രോത്തിന് വേണ്ടി ഈ ബേസ് മതിയാകില്ല എന്ന തിരിച്ചറിവിൽ നിന്നാണ് ഈ ട്രാൻസിഷൻ എന്ത് ചെയ്യുന്നത്, സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ ട്രാൻസിഷൻ സ്റ്റാർട്ട് ചെയ്ത് അങ്ങനെ പോയി. എന്നിട്ട് ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നമ്മളിങ്ങനെ എടുക്കുന്നു, അതിൻ്റെ മോഡൽസ് നമ്മൾ കറക്റ്റായിട്ട് പറയുന്നു. അപ്പോൾ നമ്മൾ ടീം മെമ്പേഴ്സിനോട് അത് കൃത്യമായൊരു ഇൻസ്ട്രക്ഷൻ കൊടുക്കുന്നു, ഇങ്ങനെയൊക്കെ ആയിരിക്കുമെന്ന്. അപ്പോൾ അതിൽ സ്ട്രഗിൾ ചെയ്യപ്പെടുന്ന ഓരോ എലമെൻറ്റ് വീതം നമ്മൾ മാറ്റി മാറ്റി വെക്കുന്നു. ചില കാര്യങ്ങൾ മുറിച്ച് മാറ്റുന്നു, ചില കാര്യങ്ങൾ പുതിയതായിട്ട് കൊണ്ടുവരുന്നു. ബേസ് ചേഞ്ചിങ് ആണ് ഇത്. ഒരു ബ്രാൻഡ് എന്നുള്ളതിൽ നിന്ന് മാറിയത് ടാൽറോപ്പ് എന്നുള്ള ഒരൊറ്റ ബ്രാൻഡിൽ നിന്നുകൊണ്ട് ഇനി നമുക്ക് ചെയ്യാൻ കഴിയില്ല. എല്ലാവരും ഇൻഡിവിജ്വലി അവരവരുടെ ബ്രാൻഡിലേക്ക് പോയേ പറ്റൂ. ഒരൊറ്റ കമ്പനിയുടെ ക്യാപിറ്റൽ നിന്നുകൊണ്ട് ഇനി വളരാൻ കഴിയില്ല. അതിൻ്റെ മാക്സിമത്തിൽ എത്തി. കാര്യം ഒരു കമ്പനിയാണ് എല്ലാത്തിനും ഫണ്ട് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഒരു എക്സ്ട്രീം സാച്ചുറേഷൻ എത്തി. ഇനി ഓരോ കമ്പനികൾക്കും അതിൻ്റേതായ ഇൻഡിപെൻഡൻറ്റ് ക്യാപിറ്റൽ ബേസിലേക്ക് പോകണം. അപ്പോൾ ഇതാണ് ഈ ട്രാൻസിഷൻ്റെ ഹോൾ ടുഗദർ തിയറി എന്ന് പറഞ്ഞാൽ ഇതാണ്. ഒരു ബ്രാൻഡ്, ടാൽറോപ്പ് എന്നുള്ള ഒരു ബ്രാൻഡ് കൊണ്ട് ചെയ്യാൻ കഴിയുന്നതിൻ്റെ മാക്സിമം നമ്മളെത്തി. ഒരു ക്യാപിറ്റൽ കമ്പനി കൊണ്ട് എത്താൻ കഴിയുന്നതിൻ്റെ മാക്സിമം നമ്മളെത്തി. ഇനി അങ്ങോട്ട് ഇതുകൊണ്ട് പോകാൻ കഴിയില്ല എന്നൊരു തിരിച്ചറിവ്, ആ സാച്ചുറേഷൻ. പക്ഷേ ഇപ്പോഴേ ട്രാൻസിഷൻ ചെയ്യത്തുള്ളൂ. എന്നാൽ ഇത് നേരത്തെ ചെയ്തുകൂടായിരുന്നു വെച്ചാൽ നേരത്തെ ചെയ്യത്തില്ല. നേരത്തെ ചെയ്യാൻ പറ്റുന്നതിൻ്റെ മാക്സിമം, ഇതിനെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതിൻ്റെ മാക്സിമം ഇത് ചെയ്തു. ഇനി ചെയ്യാൻ കഴിയില്ല എന്നൊരു തിരിച്ചറിവിലാണ് ഒരു 6 മാസം കൊണ്ട് എന്നായിരിക്കും. അപ്പോൾ നമ്മൾ ഫെബ്രുവരി 15 ട്രാൻസിഷൻ അനൗൺസ് ചെയ്തത് പബ്ലിക്കിലേക്ക്. പക്ഷേ കഴിഞ്ഞ ഒക്ടോബർ 31 ആനിവേഴ്സറി കഴിഞ്ഞതിൻ്റെ പിറ്റേ ദിവസം മുതൽ, നവംബർ 1 മുതൽ നമ്മൾ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്തു. ഫെബ്രുവരി 15 അനൗൺസ് ചെയ്തു. മാർച്ച് 1 ഫുൾ എക്സിസ്റ്റിംഗ് സിസ്റ്റം സ്റ്റോപ്പ് ചെയ്തു. ഏപ്രിൽ 1 നമ്മൾ ഈ ട്രാൻസിഷൻ എന്ത് ചെയ്ത് കയറിയിട്ടുള്ളത്. ഇപ്പോൾ സൂചിപ്പിച്ച ഒരു കാര്യമുണ്ട് GCCയിലെ ഒരു സിറ്റുവേഷൻ എന്നുള്ളത്. അപ്പോൾ ഈ ഒരു കഴിഞ്ഞ ഒരു ടൈമാണെങ്കിലും ഏറ്റവും അഗ്രസീവായിട്ട് നമ്മുടെ ബ്രാൻഡ് GCCയിലൊക്കെ എക്സ്പാൻഡ് ചെയ്തൊരു ടൈമും കൂടിയായിരുന്നു. അപ്പോൾ വളരെ അൺപ്രഡിക്റ്റബിൾ ആയിട്ട് ട്രാൻസിഷൻ നമ്മൾ പ്ലാൻഡ് ആണെങ്കിലും ഈ ഒരു GCCയിലെ വാർ ക്രൈസിസ് കാര്യങ്ങൾ ഇതൊക്കെ നമുക്ക് ഭയങ്കര അൺപ്രഡിക്റ്റബിൾ ആണ്. അപ്പോൾ അത് എത്രത്തോളം നമ്മുടെ ഈ ഒരു ട്രാൻസിഷനെ എഫക്റ്റ് ചെയ്തിട്ടുണ്ട്? അതായത് ഇതിലിപ്പം ഈ വാർ ക്രൈസിസിനെ കുറിച്ച് പറയുമ്പോൾ എൻ്റെ ലൈഫിൽ എൻ്റെ ആദ്യത്തെ ക്രൈസിസ് കറൻസി നിരോധിക്കുന്ന സമയത്താണ്. അപ്പോൾ നമ്മൾ അന്ന് വലിയ വലിയ പ്രോജക്റ്റുകളൊക്കെ, അന്നതൊക്കെ എന്ന് പറഞ്ഞാൽ 24 വയസ്സിൻ്റെ ഇതാണ്, 25ാമത്തെ വയസ്സിലേക്ക് പോകുന്ന ആ ഒരു സമയമുണ്ട്. അപ്പോൾ ആ ടൈമിനൊക്കെ നമ്മളപ്പോൾ മെച്ചുവറാണ്. നമ്മളൊരു വലിയ സ്വപ്നത്തിലൊരു ടീം ബിൽഡ് ചെയ്തു. ഒരു 50 പേരുടെ ടീമുണ്ട്. കൊച്ചി ഇൻഫോ പാർക്കിൽ നമ്മുടെ ഓഫീസ്, നമ്മൾ R&D ചെയ്യുന്നു, പ്രോഡക്റ്റുകൾ ഡെവലപ്പ് ചെയ്യുന്നു, ERP സൊല്യൂഷൻസ് ഉണ്ടാക്കുന്നു. ഭയങ്കര രസകരമായ സംവിധാനങ്ങളാണ്. യങ് ടീമാണ്. അപ്പോൾ നമ്മൾ സുഡാനിൽ ഗവൺമെൻറ്റിൻ്റെ ഒരു റിലേഷൻഷിപ്പ് നമ്മൾ കിട്ടുന്നു. നമ്മളൊരു പ്രോജക്റ്റ് ഡിസൈൻ ചെയ്യുന്നു. പല പല ഗവൺമെൻറ്റുകളുടെ കോൺസെപ്റ്റ് നോട്ട് കൊടുക്കുന്നു, അപ്രൂവൽ കിട്ടുന്നു. അങ്ങനെ ഒരു ജഗ പോകാം. ആ സമയത്ത് അടുത്ത ലെവലിലേക്ക് നമ്മളിങ്ങനെ കത്തി നിൽക്കുന്ന സമയമാണ്. ആ കത്തി നിൽക്കുന്ന സമയത്ത് നമുക്ക് മാർക്കറ്റിൽ നിന്ന് ഫണ്ടിങ് സ്റ്റോപ്പായി. അപ്പോൾ നമുക്കൊക്കെ എത്ര ഫണ്ടുകളോ ഒന്ന് കിട്ടും. ആദ്യം ഒരു 50 ലക്ഷം കിട്ടി, അത് വെച്ച് ചെയ്തു. അടുത്ത 50 ലക്ഷം രൂപയ്ക്ക് പോകുന്ന സമയത്ത് മാർക്കറ്റിൽ ഫണ്ടില്ല, കറൻസി നിരോധിച്ചു, ആകെ പാനിക്കാണ്. അപ്പോൾ അന്ന് ഇൻഫോ പാർക്കിൽ നിന്നൊക്കെ നമ്മൾ വൈൻഡപ്പ് ചെയ്ത് ഇറങ്ങി. എന്നിട്ട് തിരുവനന്തപുരത്ത് കഴക്കൂട്ടത്ത് മംഗലപുരത്ത് ഒരു ചെറിയ റൂമിൽ നമ്മളെല്ലാവരും കൂടി ഇരിക്കുന്ന ഒരു സമയമുണ്ട്. ഭയങ്കര എക്സ്ട്രീം സ്ട്രഗിളാണ്. കാര്യം ഒന്നിനും ക്യാഷ് ഇല്ല, ഒരു രൂപ കയ്യിലില്ല. അപ്പോൾ സ്വഭാവമായിട്ട് എംപ്ലോയീസ് മൊത്തം പോയി. 50-ലധികം എംപ്ലോയീസ് നമ്മൾ ഉണ്ടാക്കി, ഗ്രൗണ്ടിൽ നിന്ന് ഉണ്ടാക്കി കൊണ്ടുവന്ന മൊത്തം ആളുകളും റിസൈൻ ചെയ്ത് പോയി, എല്ലാം പോയി. ഇൻവെസ്റ്റേഴ്സ് ആകെ പാനിക്കായി. നാട്ടിലൊന്നും ഇറങ്ങാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. ഒരു നാട്ടിൽ നിന്നാണ് ടീമിനെ കൊണ്ടുവന്ന സംഭവം. അപ്പോൾ അന്നത്തെ ഒരു ക്രൈസിസ് നമുക്കറിയാം, അതൊരു എക്സ്ട്രീം ഹാർഡ് ക്രൈസിസ് ആണ് ഈ കറൻസി നിരോധിച്ച സമയം. പക്ഷേ നമ്മളൊരു 6 മാസം കൊണ്ട് ആ ക്രൈസിസ് അതിജീവിച്ചു വന്നു. നമ്മൾ ആദ്യത്തെ ടെക്കീസ് പാർക്ക് ബിൽഡ് ചെയ്തു, കൊച്ചിൻ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ടീം ഉണ്ടാക്കി, എല്ലാം വന്ന്. പിന്നീട് ടാൽറോപ്പിൻ്റെ ഒരു അഗ്രസീവ് ഗ്രോത്ത് ആണ് ഉണ്ട്. പിന്നെ അതിനുശേഷം ഒരു ക്രൈസിസ് ഉണ്ടായ സംവിധാനം നമ്മുടെ കോവിഡ് ക്രൈസിസ് ആണ്. നമ്മൾ ഏറ്റവും അധികം വെക്കേഷൻ ബാച്ച് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ എടുത്ത് നമുക്ക് ഏറ്റവും അധികം റവന്യൂ വരുന്നൊരു ടൈമാണ്. കാര്യം അതിനു മുമ്പ് ഞാൻ 300 അഡ്മിഷൻസ് 25,000 വെച്ചിട്ട് 75 ലക്ഷം രൂപ കളക്ട് ചെയ്തിട്ട് ഇപ്പോൾ അതിൻ്റെ ഒരു 8 ഇരട്ടി നമ്മൾ പ്ലാൻ ചെയ്ത എല്ലാ സംഭവങ്ങളും ഒരുക്കി വെച്ചത് കോവിഡ് ബാച്ച് ഒന്നും തുറക്കാൻ പാടില്ല, ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഒന്നും തുറക്കാൻ പാടില്ല എന്നൊരു സംവിധാനം വരുമ്പോഴാണ് നമ്മൾ അടുത്ത ഏറ്റവും അധികം ഒരു ഫിനാൻഷ്യൽ ക്രൈസിസ് നേരിട്ടൊരു ടൈമാണ്. പക്ഷേ അത് നമ്മളൊരു 6 മാസം കൊണ്ട് നമ്മൾ എന്ത് ചെയ്തു, അത് സോൾവ് ചെയ്ത് വന്നിട്ടുണ്ട്. അപ്പം ഞാൻ അന്ന് ടീമിനോടൊക്കെ പറയുന്നൊരു സംവിധാനമുണ്ട്. നമ്മൾക്ക് ഈ അൺഎക്സ്പെക്റ്റഡ് ക്രൈസിസ്, ഇപ്പോൾ വെള്ളപ്പൊക്കം വരുന്നു അല്ലെങ്കിൽ കോവിഡ് വരുന്നു, ഇങ്ങനെയൊക്കെയുള്ള നമ്മൾ പ്രതീക്ഷിക്കാത്ത എക്സ്ട്രീം ക്രൈസിസിനെയും കൂടി നമ്മൾ
പ്ലാൻ ചെയ്യണം എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഓരോരോ സംവിധാനങ്ങൾ, ഗവൺമെൻറ്റുകളുടെ ചേഞ്ച്, പല പോളിസി ചേഞ്ച്, ഇങ്ങനെയൊക്കെ നമ്മൾ ക്രൈസിസുകൾ എങ്ങനെയൊക്കെ വരാം ഇതെല്ലാം നമ്മൾ പഠിച്ചു പോകുന്ന സംവിധാനമുണ്ട്. അപ്പോൾ ആ ടൈമിനൊക്കെ നമ്മൾ ഈ പറയുന്ന GCCയുടെ വാർ ക്രൈസിസിൻ്റെ സംവിധാനം, ഈവൻ നമ്മളിപ്പോൾ ഫലസ്തീൻ 193 രാജ്യങ്ങൾ എണ്ണുമ്പോഴേക്കും അത് പിന്നെ റെക്കഗ്നൈസ്ഡ് അല്ലാതെ നമുക്ക് മാറ്റിവെക്കാം, മാറ്റിവെക്കാം. ഇസ്രായേലിലെ സംവിധാനങ്ങളിൽ ഇങ്ങനെ പ്രശ്നമുണ്ട്, ഇതെല്ലാം നമ്മൾ പറയും. പക്ഷെ നമ്മളുടെ എക്സ്പെക്റ്റേഷൻസിനും പുറത്തായിരുന്നു UAE ക്രൈസിസ്. കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾക്ക് വർഷങ്ങളായിട്ട് വർക്ക് ചെയ്ത് നമ്മളൊരു ഇൻവെസ്റ്റ്മെൻറ്റ് ഹോൾഡിംഗ് ലൈസൻസ് ഒപ്പിക്കുന്നു. UAE നമുക്കൊരു ഇൻവെസ്റ്റ്മെൻറ്റ്, നമുക്ക് ഏതൊക്കെ രാജ്യങ്ങളിൽ നിന്നോ ഫണ്ട് കൊണ്ടുവരാനുള്ള ഒരു ലൈസൻസ് നമുക്ക് UAE നമുക്ക് എന്തുണ്ട്, 6 രാജ്യങ്ങളിൽ നമ്മുടെ വെൽ സിസ്റ്റം ഉണ്ട്. നമ്മൾ ബഹ്റൈൻ ഓഫീസ് ഓപ്പൺ ചെയ്യുന്നു, ഖത്തർ ഓഫീസ് ഓപ്പൺ ചെയ്യുന്നു, UAE നമുക്ക് വളരെ നേരത്തെ നമുക്ക് ബിസിനസ് പേയിൽ നമ്മുടെ ഓഫീസുണ്ട്. അപ്പോൾ ഇങ്ങനെ അടുത്ത് നമ്മൾ സൗദിയിൽ ഓപ്പൺ ചെയ്യുന്നു, അത് കഴിഞ്ഞത് ഒമാനിൽ ഓപ്പൺ ചെയ്യുന്നു, അത് കഴിഞ്ഞത് കുവൈറ്റിൽ ഓപ്പൺ ചെയ്യുന്നു. അപ്പോൾ 6 GCCയിൽ നമ്മുടെ സിസ്റ്റം, നമുക്ക് 15 റീജിയണൽ എക്കോസിസ്റ്റം ഡയറക്ടർമാർ, 60 സ്ട്രാറ്റജിക് പാർട്ണർ, 75 പേരുടെ ടീം, പിന്നെ നമ്മുടെ ഓഫീസേഴ്സ്, മാനേജേഴ്സ്, എക്സിക്യൂട്ടീവ്സ്, ഇങ്ങനെ നമ്മൾക്കൊരു പവർഫുൾ സിസ്റ്റം ഈ 6 രാജ്യങ്ങളിലുണ്ട്. അങ്ങനെ ആദ്യത്തെ 100 കോടി ഫണ്ടിങ്ങിലേക്ക് നമ്മൾ പോകും. മാർച്ച് 15 നമ്മൾ നമ്മുടെ അച്ചീവ്മെൻറ്റിലേക്ക് പോകുന്നു. ഏപ്രിൽ ആകുമ്പോഴേക്കും നമ്മൾ ഭയങ്കരമായിട്ട് ഇത് ചെയ്യുന്നു. നമ്മുടെ ഓരോ വില്ലേജ് പാർക്ക്, കേരളത്തിലെ ഓരോ ഗ്രാമത്തിൽ 1 CR വീതം ഫണ്ട് വരുന്നു. നമ്മുടെ ഒരു അഗ്രസീവ് ഗ്രോത്തിൻ്റെ ടൈം. അപ്പോൾ ട്രാൻസിഷൻ വരുന്നു, നമ്മുടെ ടീം ജോയിൻ ചെയ്യുന്നു. ഇതൊക്കെയാണ് നമ്മുടെ വെൽ പ്ലാനിങ് ആണ്. എല്ലാം അങ്ങനെ വെക്കുന്നു. സംഭവം എന്ത് ചെയ്തിട്ടുണ്ട്, അപ്പോൾ വാറൊക്കെ അനൗൺസ് ചെയ്യുന്നു. നമുക്ക് ഒരു ഫീലും ഇല്ല, കാര്യം നമുക്കറിയാം ഈ വാർ എവിടെ എഫക്റ്റ് ചെയ്യില്ല. GCCയിൽ ഖത്തറിലേക്ക് വന്ന് ജസ്റ്റ് സൂചന വന്നിട്ട് അങ്ങ് പോകുന്നറിയാം. പക്ഷെ പതിയെ എന്തിട്ടുണ്ട്, അവിടേക്ക് മിസൈൽ വരുന്നു, UAE മിസൈൽ വരുന്നു. നമ്മുടെ കൺസോർഷ്യത്തിൻ്റെ ടീം, അവർ ഗുജറാത്ത് അവർ പിന്നെ പോയി ഓരോ സ്ഥലത്ത് ഓരോ സ്റ്റേറ്റുകാർ വിഡ്രോ ചെയ്യാണ്. മാർക്കറ്റ് ഫുൾ അങ്ങ് പാനിക്കായിട്ട്. അപ്പോഴും നമ്മുടെ എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മുടെ ഹെഡ്സൊക്കെ അവിടെ നിൽക്കുകയാണ്. മിസൈലൊക്കെ വരുന്ന സമയത്ത് ഓരോരുത്തരും മനസ്സിലാക്കുന്ന മിഷാനെ ഇങ്ങനെ മിസൈലും കണ്ട് അവിടെ നിൽക്കുകയാണ് അല്ലേ. അപ്പോൾ ഈ ഓരോ ടീം അങ്ങനെ നിൽക്കുമ്പോഴേക്ക് നമ്മൾ കണ്ട, അല്ലെങ്കിൽ നമ്മളുടെ ഒരു സ്പീഡിലേക്ക്, ലാസ്റ്റ് മൈൽ സ്റ്റോണിലേക്ക് നമ്മൾ വരുന്ന സമയത്ത് ആ മൈൽ സ്റ്റോൺ ഭയങ്കരമായിട്ട് അങ്ങ് മാർക്കറ്റ് പാനിക്കായിപ്പോയി. അതായത് മാർക്കറ്റിന് പിന്നെ ഒരു ഫ്ലോ ഇല്ല. അന്ന് കറൻസി നിരോധിച്ച സമയത്ത് എങ്ങനെയാണോ നമ്മുടെ ഫണ്ട് നിന്ന് പോയതുപോലെ, അല്ലെങ്കിൽ കോവിഡിൻ്റെ ടൈമിന് നമ്മുടെ എങ്ങനെയാണോ ക്യാഷ് ഫ്ലോ നിന്നതുപോലെ, GCCയിൽ നിന്ന് നമുക്ക് 0 ക്യാഷായി. അതായത് 100 CR എക്സ്പെക്ട് ചെയ്ത സമയത്ത് ആദ്യത്തെ 10 കോടി വരുന്നു, അത് കഴിഞ്ഞ് 20 കോടി വരുന്നു, അത് കഴിഞ്ഞ് 30 കോടി വരുന്നു. ഈ പ്രതീക്ഷയിൽ നിൽക്കുന്ന സമയത്ത്, കാര്യം ഓൾറെഡി നമുക്ക് 10 കോടി വന്നു GCCന്ന്, നമ്മുടെ 10 കോടി വന്നു, അടുത്ത രണ്ടാമത്തെ 10 കോടിയാണ് ഈ സ്റ്റക്കായിട്ട് നിൽക്കുന്നത്. അപ്പോൾ സംഭവം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ബാലൻസ് അവിടെ പോയി. അപ്പോഴാണ് ട്രാൻസിഷൻ ക്രൈസിസ് പബ്ലിക് അറിഞ്ഞു തുടങ്ങിയത്. ഇല്ലെങ്കിൽ സത്യത്തിൽ ഈ ട്രാൻസിഷൻ ക്രൈസിസ് പബ്ലിക് അറിയില്ല. കാര്യം പബ്ലിക് അറിയേണ്ട ഒരു സാഹചര്യമില്ല. കാര്യം നമ്മൾ വെൽ പ്ലാൻഡ് ആണ്. ഒക്ടോബറിലേക്ക് എന്ത് ചെയ്യും, ഈ ട്രാൻസിഷൻ കംപ്ലീറ്റ് ചെയ്യുന്ന, എങ്ങനെ 2023 ട്രാൻസിഷൻ കംപ്ലീറ്റ് ആയോ അതേപോലെ ഇന്ത്യനിൽ അറിയും. ഇന്ത്യനിൽ അന്ന് അറിഞ്ഞതുകൊണ്ടാണല്ലോ 180ഓളം പേര് പോയി. പക്ഷെ പബ്ലിക് അറിയുന്നില്ല. ട്രാൻസിഷൻസ് വളരെ സ്ലോലി നടക്കുന്നു. ഇറങ്ങുന്നവരുടെ സെറ്റിൽമെൻറ്റ്സ് കിട്ടുന്നു, പോകുന്നു. കാര്യം നമ്മുടെ ഹിസ്റ്ററിയിൽ നമ്മൾ 10 വർഷമായി ഒരു എംപ്ലോയി ഇറങ്ങിയാൽ 45 ദിവസം അങ്ങനെ അറ്റം അതിനുള്ളിൽ അവരുടെ പേയ്മെൻറ്റ് സെറ്റിൽമെൻറ്റ് കിട്ടുന്ന ഒരു സംവിധാനമാണ് നമ്മുടെ. അപ്പോൾ നമ്മൾ ഓൾറെഡി തന്നെ നിൽക്കുമ്പോൾ നോട്ടീസ് പീരീഡിലെ, ബോണ്ടിലെ, സർട്ടിഫിക്കറ്റിൽ ഇതെല്ലാം അഡ്വാൻറ്റേജ് ആണെങ്കിലും ഇറങ്ങിയ 45 ദിവസത്തിന് കിട്ടും. അപ്പോൾ ടാൽറോപ്പിനെ കുറിച്ച് തന്നെ ഏറ്റവും അധികം കളി പറയുന്ന സംഭവം തന്നെ എന്താണ്, അവിടെ നിന്നാൽ ശമ്പളം കിട്ടൂല, പക്ഷേ ഇറങ്ങിയ അപ്പം കിട്ടും. ഇതാണ് അവിടെ സംഭവം. അപ്പോൾ അവിടെ സാലറി കിട്ടണമെങ്കിൽ റിസൈൻ ചെയ്യണമെന്ന് പറഞ്ഞ് തമാശ പോലും പറയുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നു. പക്ഷേ ഈ സംവിധാനം ഉൾപ്പെടെ നമുക്ക് തെറ്റി. കാര്യം നമ്മുടെ എൻ്റെ പ്രഡിക്ഷൻ തെറ്റി. കാര്യം നമ്മൾ ട്രാൻസിഷൻ അനൗൺസ് ചെയ്തപ്പോൾ ഒന്നാമത് ചെയ്തെന്താണ്, ഇനി എക്കോസിസ്റ്റത്തിലേക്ക് ഫണ്ട് കയറ്റത്തില്ല. ഇപ്പം നമ്മുടെ കമ്പനിയിലേക്ക് ഇനി ആർക്കും പുറത്തുനിന്ന് ഫണ്ട് ചെയ്യത്തില്ല. എക്കോസിസ്റ്റം കമ്പനി പൂർണ്ണമായിട്ട് ഫണ്ട് സ്റ്റോപ്പ് ചെയ്തു. ഇനി നിലവിലുള്ള ഇൻവെസ്റ്റേഴ്സിന് എക്കോസിസ്റ്റത്തിൽ തുടരാനോ അല്ലെങ്കിൽ പുറത്തുള്ളവർക്ക് എക്കോസിസ്റ്റത്തിൽ ഇൻവെസ്റ്റ് ചെയ്യാനോ കഴിയില്ല. ഇതാണ് നമ്മൾ അനൗൺസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഇനി അവർക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, റിയൽ എസ്റ്റേറ്റിലേക്ക് മാറണമെങ്കിൽ മാറാം, ഇല്ലെങ്കിൽ ക്യാപിറ്റൽ എക്സിറ്റ് ചെയ്ത് പോകാം എന്നൊരു ഓപ്ഷൻ മാത്രമേ ഇൻവെസ്റ്റേഴ്സിനുള്ളൂ. അപ്പോൾ മാർക്കറ്റിൽ നിന്ന് ഫണ്ട് നമ്മൾ പൂർണ്ണമായിട്ട് സ്റ്റോപ്പ് ചെയ്യുകയും GCCയിൽ നിന്നുള്ള ക്യാഷ് ഫ്ലോ സ്റ്റക്കാവുകയും ചെയ്തപ്പോൾ ട്രാൻസിഷൻ ഹാർഡായി. അപ്പോൾ എൻ്റെ അടുത്ത് ടീം മെമ്പേഴ്സ് എല്ലാവരും ചോദിക്കുന്ന സംഭവമുണ്ട്, ഈ അവസ്ഥയിൽ നമുക്ക് ഈ ട്രാൻസിഷൻ ചെയ്യണം. അപ്പോൾ ഞാൻ പറഞ്ഞു, നമ്മൾ ട്രാൻസിഷൻ ചെയ്ത് ഇത്രയും പകുതി വരെ എത്തി, ഇനി നമുക്ക് തുച്ഛമായ ഒരു 5 മാസവും കൂടി ഇനി ഉള്ളു, അല്ലെങ്കിൽ ഒരു 6 മാസം, ഏപ്രിൽ പറയുമ്പോൾ 6 മാസം, ഇപ്പം ഇനി ഒരു 5 മാസവും കൂടെ ഉള്ളു. പക്ഷേ ഈ സംഭവം നമ്മൾ ചെയ്തില്ല എങ്കിൽ ഇത് നമ്മൾ തിരിച്ചു പോയ എക്സ്ട്രീം ഡാമേജ് ആയിരിക്കും. പകരം നമ്മൾ എന്തായാലും ഇത്രയും ദൂരം വന്നു, ഇനി നമ്മളങ്ങ് അക്കരക്കര എത്തുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ഓപ്ഷൻസ്. കാര്യം എന്താണ്, നമുക്ക് 2500 കോടി രൂപയുടെ റിയൽ എസ്റ്റേറ്റ് കോൺട്രാക്റ്റ് ഉണ്ട്. അപ്പോൾ 250 കോടിയുടെ എക്കോസിസ്റ്റം ഡെവലപ്മെൻറ്റിൻ്റെ 10x നമ്മൾ ഗ്രോ ചെയ്തിട്ടാണല്ലോ റിയൽ എസ്റ്റേറ്റിലേക്ക് നമ്മൾ എത്തിയിട്ടുള്ളത്. ഈ റിയൽ എസ്റ്റേറ്റ് ക്യാപിറ്റൽ 6-9% ക്യാപിറ്റലാണ്. റവന്യൂ ക്യാപിറ്റൽ 12-18%. നമ്മൾ ഓൾറെഡി എക്കോസിസ്റ്റം ബിൽഡ് ചെയ്ത 24-36% ക്യാപിറ്റലാണ്. അതായത് അങ്ങേറ്റവും റിസ്ക് ക്യാപിറ്റലാണ് നമ്മൾ എന്ത് ചെയ്ത, ഹൈ റിസ്ക് ക്യാപിറ്റലാണത്. അപ്പോൾ ആ റിസ്ക് ക്യാപിറ്റലിൽ നമ്മൾ ബിൽഡ് ചെയ്ത ഫൗണ്ടേഷന് എൻറ്റയർലി സ്വിച്ച് ചെയ്ത് പുതിയൊരു സംവിധാനത്തിലേക്ക് കൊണ്ടുവരാനുള്ള എല്ലാ സാധനവും നമ്മുടെ കയ്യിലുണ്ട്. അപ്പം ടീമിനെ എല്ലാവരെയും ഞാൻ വിളിച്ച്
ഈ ഒരു കോൺഫിഡൻസ് കൊടുക്കുകയാണ്. ഓക്കെ, നമ്മൾ ഈ ട്രാൻസിഷൻ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ ഈ GCC ഒരു സംഭവമാണ്. ഓക്കെ, പ്രസൻറ്റ് ഒരു സ്ട്രഗിൾ ക്രിയേറ്റ് ചെയ്യും, പക്ഷേ ഇതിനേക്കാളും വലിയ സ്ട്രഗിൾ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, അതിജീവിച്ചിട്ടുണ്ട്. ഇവൻ ഞാൻ പറഞ്ഞ നമ്മൾ ഓഫീസൊക്കെ എല്ലാം വൈൻഡപ്പ് ചെയ്ത് പോയി ഒരു റൂമിൽ പോയി കിടക്കുന്ന സംവിധാനമാണ്. അന്ന് ഒരു നേരത്തെ ഭക്ഷണം കഴിക്കാൻ നമ്മുടെ കയ്യിൽ ക്യാഷ് ഇല്ല. നമ്മളൊക്കെ സ്ട്രഗിൾ ചെയ്ത് മാങ്ങയൊക്കെ കഴിഞ്ഞ് മാങ്ങയോ ഉപ്പോ കഴിച്ച് കിടന്നൊരു സംഭവമുണ്ട്. അവിടെ നിന്ന് ബിൽഡ് ചെയ്തെടുത്തതാണ് നമ്മുടെ കോൺസെപ്റ്റുകൾ. ടെക്കി സ്പാർക്കും കാര്യങ്ങളൊക്കെ നമ്മൾ ബിൽഡ് ചെയ്തത്. കൊച്ചിൻ യൂണിവേഴ്സിറ്റി ടീമും സ്കൂളുകളിലെ ഇന്നോവേഷൻസ് കോൺസെപ്റ്റും ഒക്കെ. എന്നിട്ട് അതിൻ്റെ റിസൾട്ട്സ് ഞാൻ ടീമിനോട് കാണിച്ചിട്ട് പറഞ്ഞു, ഇങ്ങനെയാണ് നമ്മൾ വളർന്നിട്ടുള്ളത്. അത് ആദ്യം ഇങ്ങനെ ഗവൺമെൻറ് കുറേ ക്യാഷ് ചെയ്യുന്ന, അല്ലെങ്കിൽ കോർപ്പറേറ്റുകൾ കുറേ ഫണ്ട് എന്നിട്ട് അങ്ങനെ വളർന്നതല്ല. നമ്മുടെ എക്സ്ട്രീം ഹാർഡ് സർക്കംസ്റ്റൻസസിലൂടെ നമ്മൾ വന്നതാണ്. അപ്പോൾ അത് ലെവലിൽ നോക്കുമ്പോൾ ഇപ്പോൾ GCC ക്രൈസിസ് നമുക്ക് ഭയങ്കര ഹെൽപ്ഫുൾ ആണ്. കാര്യം എന്താണ്, കുറച്ചും കൂടി ഹാർഡായിട്ട് ബേസ് ഡെവലപ്പ് ചെയ്യാൻ പറ്റും, കുറച്ചും കൂടി റിയലിസ്റ്റിക് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ROIയിൽ വർക്ക് ചെയ്യാൻ പറ്റും. കാര്യം ഈ ഫ്രീ മണിയാണ് നമ്മുടെ സിസ്റ്റത്തിൻ്റെ പ്രശ്നം. ഒരു എക്കോസിസ്റ്റം കമ്പനി ഫണ്ട് ചെയ്യുന്നു, എല്ലാവർക്കും ഈസിലി അത് ഡെവലപ്പ് ചെയ്ത് പോകാൻ പറ്റുന്ന സംവിധാനമുണ്ട്. ഏത് സ്റ്റാർട്ടപ്പിന് വേണമെന്ന്, എത്ര സ്റ്റാഫിന് വേണം എടുക്കുക. ഞാൻ ലാസ്റ്റ് ഓഡിറ്റ് ചെയ്യുമ്പോഴേക്കും 30 സ്റ്റാഫ് 35 സ്റ്റാഫിനേക്ക് അവർ എടുത്തേക്കുന്നത്. ഞാൻ എന്ത് ധൈര്യത്തിലാണ് എടുത്തതെന്ന് വെച്ചാൽ, ഫ്രീ മണി എടുക്കല്ലേ എക്കോസിസ്റ്റത്തിൽ, എത്ര പേരാണ് അവർക്ക് തോന്നിയാണ് 5 പേര് അവിടെ ഉണ്ട്, അങ്ങനെ എടുക്കുകയാണ്. കാര്യം ഈ ഒരു ഫ്രീഡം നമ്മൾ കൊടുത്തിരുന്നു. അത് തന്നെയാണ് നമ്മുടെ ഗ്രോത്ത്, അത് തന്നെയാണ് നമ്മുടെ നെഗറ്റീവ്. ആ എക്കോസിസ്റ്റം ഫണ്ട് പൂർണ്ണമായിട്ട് സ്റ്റോപ്പ് ചെയ്യുന്നതോടുകൂടി ഇനി എല്ലാവർക്കും സ്ട്രിക്ട്ലി ROI ബേസ്ഡ് ആയേ പറ്റുള്ളൂ. ഇപ്പോൾ ഞാൻ ലാസ്റ്റ് ഫെസിലിറ്റി മാനേജ്മെൻറ്റ് ടീമിനോട് ചോദിച്ചു, നിങ്ങൾക്ക് ഒരു 5 പേരെങ്കിലും എടുത്തൂടെ എന്ന് വെച്ചാൽ, വേണ്ട കാര്യം എല്ലാവരുടെയും മൈൻഡ് സെറ്റ് മാറി. കാര്യം എന്താണ്, അങ്ങനെ എടുത്തു വെച്ച് കഴിഞ്ഞാൽ ഇനി അവരാണ് കൊടുക്കേണ്ടത്. അവർക്ക് തീയുണ്ട്, മനസ്സിൽ തീയുണ്ട്. കാര്യം ഇനി നമ്മളാണ് ചെയ്യേണ്ടത്. മുമ്പ് എല്ലാം ഒരു എക്കോസിസ്റ്റം കൊടുത്തതിൻ്റെ സംവിധാനം, ഫ്രീ മണി ഉണ്ടായിരുന്നു, അവർക്ക് എന്താണ് ഫ്രീ സപ്പോർട്ട് ഉണ്ടായിരുന്നു, ഒരുപാട് കാര്യങ്ങളുള്ളത് കൊണ്ട് ചെയ്യാൻ കഴിയുന്നവർക്കൊക്കെ ചെയ്യാമായിരുന്നു. അപ്പോൾ ഒരു സ്ട്രിക്റ്റ് ഓഡിറ്റിംഗ് നമ്മൾ ചെയ്യാത്തത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഗ്രോത്ത് മുരടിക്കാതിരിക്കാനാണ്. പക്ഷേ അതിൻ്റെ ഒരു മാക്സിമം നമ്മൾ എത്തിക്കഴിഞ്ഞു. ആ എത്തിയത് കൊണ്ട് തന്നെ നമുക്കിത് ചെയ്തേ പറ്റുള്ളൂ. അപ്പോൾ ഈ വാർ ക്രൈസിസ് ഭയങ്കരമായിട്ട് സ്ട്രഗിൾ ചെയ്തിട്ടില്ല എന്ന് വെച്ചാൽ ഓഫ് കോഴ്സ് ഉണ്ട്. കാര്യം കമ്മിറ്റ്മെൻറ്റുകൾ പലതും തെറ്റി. നമ്മൾ മാർച്ച് 31 വരെയാണ് ടെക്കി സ്പാർക്ക് ഇൻഫ്രാസ്ട്രക്ചേഴ്സ് LLP നമ്മുടെ എക്കോസിസ്റ്റം ഡെവലപ്മെൻറ്റിൻ്റെ ഈ ക്യാപിറ്റൽ, ഇൻവെസ്റ്റേഴ്സിൻ്റെ ക്യാപിറ്റൽ യൂസ് ചെയ്തിരുന്ന കമ്പനി ടാൽബ്രോ പ്രൈവറ്റ് ലിമിറ്റഡ് മാനേജ് ചെയ്ത. ഏപ്രിൽ 1 മുതൽ നമ്മുടെ റിയൽ എസ്റ്റേറ്റ് കമ്പനി, നമ്മുടെ TFB നെറ്റ്വർക്ക് പ്രൈവറ്റ് ലിമിറ്റഡ്, TFB ആണ് എന്ത് ചെയ്യുന്നത്, ഈ റിയൽ എസ്റ്റേറ്റ് കമ്പനിയാണ് ടെക്കി സ്പാർക്ക് ഇൻഫ്രാസ്ട്രക്ചേഴ്സ് LLPനെ ഹാൻഡിൽ ചെയ്യുക. അപ്പോൾ നമ്മൾ അന്ന് ഡിസൈൻ ചെയ്ത എക്കോസിസ്റ്റം ഡെവലപ്മെൻറ്റ് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ ഈ കമ്പനി സ്റ്റോപ്പ് ചെയ്യണം, വൈൻഡപ്പ് ചെയ്യണം എന്നുള്ളതായിരുന്നു. പക്ഷേ അപ്പോൾ ഇപ്പം റിയൽ എസ്റ്റേറ്റ് കമ്പനി അത് വൈൻഡപ്പ് ചെയ്യേണ്ട. കാര്യം എന്താണ്, ഇവർക്കും ക്യാപിറ്റൽ വേണം. അപ്പോൾ ഇത് ലെഗസി അല്ല, ഇത്രയും വർഷത്തെ ലെഗസിയുള്ള ഒരു കേസോ ഒരു സംവിധാനങ്ങളോ ഒന്നും ഇല്ലാത്ത ഒരു കിഡിലൻ ഫണ്ടിങ് കമ്പനിയാണ്, അല്ലെങ്കിൽ ഒരു ക്യാപിറ്റൽ മാനേജ്മെൻറ്റ് സർവീസ് കമ്പനിയാണ് അവിടെ ഉള്ളത്. അപ്പോൾ സ്വാഭാവികമായിട്ട് ആ ക്യാപിറ്റൽ മാനേജ്മെൻറ്റ് കമ്പനിയെ നമ്മുടെ റിയൽ എസ്റ്റേറ്റ് കമ്പനിയുടെ അണ്ടറിലേക്ക് മെർജ് ചെയ്യുമ്പോൾ ഇനി അവിടേക്കുള്ള ഓപ്ഷൻസ് ആണ് എന്ത് ചെയ്യുന്നത്, ഇൻവെസ്റ്റേഴ്സിനുള്ള. അപ്പോൾ ഇത് പൂർണ്ണമായിട്ട് സ്റ്റോപ്പ് ചെയ്യണം. അപ്പോൾ ടാൽബ്രോ പ്രൈവറ്റ് ലിമിറ്റഡിൽ നിന്ന് മാറി അത് TFB എന്നുള്ള റിയൽ എസ്റ്റേറ്റ് കമ്പനി, നമ്മുടെ എക്കോസിസ്റ്റം ഡെവലപ്മെൻറ്റ് കമ്പനിയിൽ നിന്ന് റിയൽ എസ്റ്റേറ്റ് കമ്പനിയിലേക്ക് മാറുന്ന ഒരു ട്രാൻസാക്ഷൻ അത് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. അത് ഭംഗിയായിട്ട് കംപ്ലീറ്റ് ചെയ്തു. ഇനി സെൻട്രലൈസ്ഡ് ആയിട്ടുള്ള ആ ഒരു ആപ്ലിക്കേഷൻ, അതിൻ്റെ ടൂളുകൾ, അതിൻ്റെ സെൻട്രലൈസ്ഡ് കോൾ സിസ്റ്റംസ്, IVR, ഇങ്ങനെയെല്ലാം വെച്ച് വളരെ പ്രൊഫഷണൽ. ഇപ്പം 22 ബ്രാഞ്ചുകൾ വ്യക്തികൾ കൈകാര്യം ചെയ്തുകൊണ്ടിരുന്ന സാധനം വളരെ പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു സിസ്റ്റം ഹാൻഡിൽ ചെയ്യപ്പെടുന്ന ഒരു സംവിധാനത്തിലേക്ക് നമ്മൾ എത്തിച്ചു. മെയ് 15 ഇപ്പോൾ അതിൻ്റെ റിലീസ് വരുന്നു. എല്ലാവർക്കും ഇപ്പോൾ ബാങ്കിൽ ഒരു ആപ്ലിക്കേഷൻ പോലെ തന്നെ നമ്മുടെ ഇൻവെസ്റ്റേഴ്സിനൊക്കെ ഒരു ആപ്പിലൂടെ എന്ത് ചെയ്യാം, അവരുടെ കംപ്ലീറ്റ് ഡേറ്റ കാണുന്നു, അവരുടെ സംവിധാനങ്ങൾ കാണുന്നു, റിക്വസ്റ്റ് മാനേജ് ചെയ്യുന്നു. ഇപ്പം ഓരോരുത്തരെ വിളിച്ചിട്ടാണ് പറയുന്നത്. അപ്പോൾ ഇവർ മീറ്റിംഗിലാണെങ്കിൽ ഒരു 3 മണിക്കൂർ കോൾ എടുക്കില്ല. അപ്പോൾ ഇവർ ഇൻവെസ്റ്റേഴ്സൊക്കെ എന്താണ് ആ 3 മണിക്കൂർ കിട്ടില്ല. ഇതിപ്പോൾ അങ്ങനെയല്ല, ഡെഡിക്കേറ്റഡ് കോൾ സിസ്റ്റമാണ്. എന്ന് പറഞ്ഞാൽ ഒരു സെൻട്രലൈസ്ഡ് കോളിൽ ഒരു IVRൽ ഒരു കോൾ മിസ്സാവില്ല. ജസ്റ്റ് എടുക്കുക, ഒറ്റ നമ്പറിൽ വിളിക്കുക, എന്താണ് സംവിധാനം പറയുക, സാറിൻ്റെ ID നമ്പർ പറയും. അപ്പോൾ അവർക്ക് അവരുടെ ID നമ്പർ 1276 1276 ഓക്കെ സാർ ഇന്നതാണ്, ഓക്കെ സാർ പ്രൊസീഡ് ചെയ്യുക എന്ന് പറയുന്ന ആ ഒരു പ്രൊഫഷണൽ സംവിധാനത്തിലേക്ക് നമ്മൾ എത്തിച്ച ലെവലിൽ നമ്മൾ എക്സ്ട്രീംലി ഇൻഡിവിജ്വലി വ്യക്തികൾ ഹാൻഡിൽ ചെയ്തിരുന്നതിൽ നിന്ന് വളരെ പ്രൊഫഷണലി ഒരു സിസ്റ്റമാറ്റിക്കലി കൊണ്ടുവന്നു. പക്ഷേ വർക്ക് പ്രൈസസ് എന്താണെന്ന് വെച്ചാൽ ഈ ബ്രാഞ്ചുകൾ കൊടുത്തിരുന്ന കമ്മിറ്റ്മെൻ്റ് ഉണ്ട്, ഇന്ന ദിവസം തരാം, അത് ചെയ്യാം, ഇത് ചെയ്യാം എന്ന് പറഞ്ഞ സാധനം ഇവർ കംപ്ലീറ്റ്ലി. കാര്യം എന്താണ്, ഇവർക്ക് ഒരു പൈസയും വന്നില്ല, സീറോ ക്യാപിറ്റലാണ്. കാര്യം ഒരു വരും ഇപ്പോൾ 10 കോടി വരും, 20 കോടി വരും, 30 കോടി വരും എന്ന് പറഞ്ഞാൽ എനിക്ക് ഒന്നും വരാത്തതിൻ്റെ ഒരു ക്രൈസിസ് ആണ്. പക്ഷേ അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്തപ്പോൾ മനസ്സിലാകുന്ന ആളുകളാണല്ലോ, അവർക്കറിയാം. കാര്യം എന്താണെന്ന് വെച്ചാൽ എത്രയോ ആളുകളുടെ ജോബ് പോയി, എത്രയോ ആളുകൾ വന്നിട്ട് തിരിച്ചു പോകാൻ പറ്റാത്ത അവസ്ഥയായി. അപ്പോൾ ഇതൊക്കെ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ളവർക്ക് അറിയാം. പിന്നെ കുറച്ച് ആളുകൾ നമ്മൾ എന്ത് പറഞ്ഞാലും മനസ്സിലാവാത്ത ആളുകളാണ്, എനിക്കതൊന്നും കേൾക്കണ്ട, എനിക്കെൻ്റെ സംവിധാനം കിട്ടിയാൽ മതി എന്ന് പറയുന്നവരുണ്ട്. അവരും കൂടി ചേരുന്നതാണ് ഈ ലോകം. അത് നമ്മൾ ഉൾക്കൊള്ളുക, അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, കാര്യങ്ങൾ പറയുക. മനുഷ്യന്മാർക്ക് ഒരു ടേബിളിൻ്റെ ചുറ്റിരുന്ന കാര്യം പറഞ്ഞാലും മനസ്സിലാവും. പക്ഷേ ഒരു ടേബിളിന് ചുറ്റിരുന്ന് പറയണം, അല്ലെങ്കിൽ വിളിച്ചെടുത്ത് സംസാരിക്കണം. പലപ്പോഴും നമ്മുടെ ടീമിനൊക്കെ പറ്റിപ്പോകുന്ന മിസ്റ്റേക്സ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ലോഡ് കൂടുമ്പോഴേക്ക് വിട്ടുപോകുമ്പോൾ എന്ത് ചെയ്യാൻ മാർക്കറ്റിന് പാനിക്കാവും. അപ്പോൾ എന്തായാലും ഒരു ട്രാൻസിഷന് ബുദ്ധിമുട്ടുണ്ടാകും. ആ ട്രാൻസിഷൻ്റെ കൂടെ ഒരു വാറും കൂടി വരുമ്പോൾ കുറച്ചും കൂടി ബുദ്ധിമുട്ടുണ്ടാകും. പക്ഷേ ഒരു 90 ഡേയ്സ് വാർ ക്രൈസിസ് നമുക്കൊരു 90 ഡേയ്സ് കൊണ്ട് ഫിക്സ് ചെയ്യാൻ പറ്റും. ട്രാൻസിഷൻ ക്രൈസിസ് നമുക്കൊരു 6 മന്ത്സ് കൊണ്ട് ഫിക്സ് ചെയ്യാൻ പറ്റും. ചെയ്തേ പറ്റൂ എന്നുള്ളത് കൊണ്ട് തന്നെ ചെയ്തേ പറ്റൂ. അപ്പം നമ്മൾ ഒരു മൊമെൻറ്റ്, അതായത് നമ്മുടെ കോർ ടീമിലുള്ളവരോട് തന്നെ സഫീർക്ക് പറഞ്ഞൊരു സംഭവമുണ്ടല്ലോ, റീതിങ്ക് ചെയ്യണം. അതായത് അവരുടെ ഒരു സ്റ്റാൻഡിങ് ഇപ്പോൾ സിസ്റ്റത്തിൽ തന്നെ, നമ്മുടെ ഒരു എക്കോ സിസ്റ്റത്തിൽ തന്നെ ഏത് വെഞ്ചറിലാണ്, അല്ലെങ്കിൽ അവർക്കിനി ഒരു പുതിയ വെഞ്ചറാണോ വേണ്ടത്, അതോ സിസ്റ്റത്തിന് എക്കോ സിസ്റ്റത്തിന് പുറത്താണോ അവരുടെ ഒരു പൊസിഷൻ അവരോട് ഫൈൻഡ് ചെയ്യാൻ പറഞ്ഞൊരു ഇൻസ്റ്റൻസ് ഉണ്ടല്ലോ. അപ്പോൾ അതിനെക്കുറിച്ച് എന്താണ്?
ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ലിറ്ററലി ഒരു സ്റ്റക്ക് ആകുന്ന ഒരു മൊമെൻ്റാണ്. നമ്മുടെ കൂടെ നിൽക്കുന്ന ടീമിനോട് റിസൈൻ ചെയ്ത് പോകും എന്ന് പറയുന്നതാണ് എൻ്റെ ടെക്നിക്കലി എൻ്റെ ടോപ്പ്. പക്ഷേ റിസൈൻ ചെയ്യണം എന്നുള്ള കാര്യം മാൻഡേറ്ററി. കാര്യം എക്കോസിസ്റ്റം ഡെവലപ്മെൻറ്റിന് നിങ്ങൾ എല്ലാവരും കൂടെ നിന്നു. എക്കോസിസ്റ്റം ഡെവലപ്മെൻറ്റ് കഴിഞ്ഞു. ഇനി ഇൻവെസ്റ്റേഴ്സിന് ഇതിൽ ഓപ്ഷൻ ഇല്ല എന്ന് പറയുന്നത് പോലെ തന്നെ എക്കോസിസ്റ്റം ഡെവലപ്പ് ചെയ്യുന്നവർക്ക് ഇനി ഓപ്ഷൻ ഇല്ല. എക്കോസിസ്റ്റം ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞു, നിങ്ങളുടെ പണി കഴിഞ്ഞു. ഇപ്പം നമ്മൾ പറയുന്ന സംവിധാനം, ഒരു കെട്ടിടം കെട്ടുന്നു, കെട്ടിടം കെട്ടി എല്ലാം കഴിഞ്ഞു, എന്നിട്ട് അത് ഇനി റെന്റിന് ആളുകൾ എടുക്കുകയാണ്. ഇനി അവർ വന്നിട്ടാണ് അവരെന്ത് ചെയ്യുന്നത്, ഓപ്പറേറ്റ് ചെയ്യണത്. ഇപ്പം കെട്ടിടം കെട്ടാൻ നിന്ന ആൾക്ക് എന്ത് ചെയ്യത്തില്ല, അതിൻ്റെ അകത്ത് പോയിട്ട് ആ സ്ഥാപനം ഞാൻ കെട്ടിട കെട്ടിടം എന്ന് പറഞ്ഞാൽ എൻ്റെ CEO ആയിട്ട് പോയിരിക്കാനോ അല്ലെങ്കിൽ അവിടെ ഇരിക്കാനോ പറ്റില്ല. എന്ന് പറയുമ്പോൾ എക്കോസിസ്റ്റം കെട്ടാൻ എല്ലാവരും നിന്നു. എക്കോസിസ്റ്റം കെട്ടിക്കഴിഞ്ഞു, ഇനി അടുത്ത പ്രോജക്റ്റുകളാണ്. അപ്പോൾ ചോദ്യം, നിങ്ങൾ എന്താണ് ചെയ്യുന്നത്? എക്കോസിസ്റ്റത്തിൽ നിന്ന് റിസൈൻ ചെയ്തേ പറ്റൂ. മാൻഡേറ്ററി ആയിട്ട് എല്ലാവരും ഇറങ്ങണം. ഇറങ്ങിയതിന് ശേഷം നിങ്ങൾ എന്താണ് ചെയ്യുന്നത് എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ ഓരോരുത്തർ അപ്പോൾ ഞാൻ അഗ്രികൾച്ചർ, ഞാൻ ആക്സിയോ എന്നുള്ള വെഞ്ചർ ചെയ്യുക, ഞാൻ ടാക്സ് വാലി എന്നുള്ള വെഞ്ചർ ചെയ്യുക, ഞാൻ സ്പിൻവിക്ക് എന്നുള്ള വെഞ്ചർ ചെയ്യുക. കുറേ ആളുകൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഇവിടെ ഓൾറെഡി ഉള്ള സെയിൽസ് കമ്പനി DU എന്നുള്ള കമ്പനി എടുത്ത് ചെയ്യുക, ഞാൻ അൺവീൽ എന്നുള്ള ഫെസിലിറ്റി മാനേജ്മെൻറ്റ് കമ്പനി ചെയ്യുക. അങ്ങനെ ഇതിൻ്റെ അകത്തുനിന്നുള്ള കമ്പനികൾ തന്നെ ഓരോരുത്തരത്ത് ഓപ്പർച്യൂണിറ്റീസ്, ഞാൻ അത് ചെയ്യാം ഇത് ചെയ്യാമെന്ന് പറഞ്ഞ് ഇറങ്ങാൻ. കുറച്ച് ആളുകൾ എന്ത് ചെയ്തിട്ടുണ്ട്, അവരുടെ സ്റ്റാർട്ടപ്പുകൾ കാര്യങ്ങൾ പോകുന്നത്. അപ്പോൾ ഇവിടെ ട്രാൻസിഷന് മുമ്പേ തന്നെ ഇൻഡിപെൻഡൻ്റ് ആയവർ കൺഫ്യൂസ്ഡ് അല്ല. കാര്യം അവർ ഓൾറെഡി തന്നെ എന്തുണ്ട്, അവരുടെ വെഞ്ചറും അതിന് ROI റവന്യൂ ഒക്കെ ഉണ്ടാക്കി അവരങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ അതല്ലാതെ ഇങ്ങനെ വെഞ്ചറിലേക്ക് ഇറങ്ങാൻ നിൽക്കുന്ന അല്ലെങ്കിൽ ഒരു കൃത്യമായ മോഡലിലേക്ക് എത്താത്ത ആളുകളൊക്കെ ഒരു സ്റ്റക്കായി. അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ പറയുകയാണ്, ഇതൊരു ഹാർഡ് റിയാലിറ്റിയാണ്, അക്സെപ്റ്റ് ചെയ്തേ പറ്റൂ. ഈ ഹാർഡ് റിയാലിറ്റിയിൽ നിങ്ങൾ നിങ്ങളുടെ ഒരു പ്ലേസ് കണ്ടുപിടിക്കണം. നിങ്ങൾ എവിടെയാണ്, നിങ്ങൾ എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന്. കാര്യം നമ്മൾ മുമ്പ് ഒരൊറ്റ കമ്പനി ഫണ്ട് ചെയ്യുന്നു, എല്ലാവർക്കുള്ള ലിവിങ് കോസ്റ്റ് നമുക്ക് അതിൽ നിന്ന് എടുത്ത് പോകുമായിരുന്നു. ഇനി ആ കമ്പനിയിലേക്ക് ഫണ്ട് വരുന്നില്ല. എക്കോസിസ്റ്റം കമ്പനി എന്നൊരു സംവിധാനം ഇനി ഇല്ല. കാര്യം എക്കോസിസ്റ്റം ഡെവലപ്മെൻറ്റ് കംപ്ലീറ്റ് ആയി. ഇനി എന്താണ്, നമ്മൾ ഈ എക്കോസിസ്റ്റം ഉപയോഗിച്ച് നമ്മുടെ കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ എന്താണ് ചെയ്യുന്നത് എന്നുള്ള ഒരു ഉത്തരം കിട്ടിയേ പറ്റുള്ളൂ. നിർബന്ധമായിട്ടും ആ ഒരു ഉത്തരം കിട്ടണം. അപ്പോൾ ഇവിടെ എന്താണ്, ആ ഫ്രീ മണി നിൽക്കാൻ, അതായത് ഫ്രീ ആയിട്ടുള്ള ക്യാപിറ്റൽ ഇല്ല. എല്ലാവരും അവരവരുടെ ബേസിലേക്ക് പോയേ പറ്റൂ. മാത്രമല്ല എന്താണ്, ഇപ്പോൾ ടാൽറോപ്പ് എന്നുള്ള കമ്പനി, അത് എക്കോസിസ്റ്റം ഡെവലപ്മെൻറ്റ് കമ്പനിയും ബ്രാൻഡ് അക്രഡിറ്റേഷനും ആവും. ടാൽറോപ്പിൻ്റെ ബ്രാൻഡ് ഉപയോഗിക്കണോ, പേയ്മെൻറ്റ് ചെയ്തേ പറ്റൂ. TFB നെറ്റ്വർക്ക്, റിയൽ എസ്റ്റേറ്റ് കമ്പനി, ഓൺടർപ്രണേഴ്സ് നെറ്റ്വർക്കാണ്. ആ നെറ്റ്വർക്ക് കയറണോ, പൈസ കൊടുത്തേ പറ്റുള്ളൂ. TNX വെഞ്ചേഴ്സിന് ഉണ്ടാക്കുന്ന കമ്പനി അല്ലെങ്കിൽ വെഞ്ചർ സ്റ്റുഡിയോ, അവിടെ ചെയ്യണോ, അതിന് പൈസ കൊടുത്തേ പറ്റുള്ളൂ. ഏത് സർവീസ് ഉപയോഗിക്കണമെങ്കിലും പൈസ കൊടുക്കണം. മുമ്പ് ഇതെല്ലാം ഫ്രീ ആയിട്ട് കിട്ടിക്കൊണ്ടിരുന്ന സംവിധാനത്തിനെല്ലാം പേ ചെയ്യണം. അപ്പോൾ കൃത്യമായി റവന്യൂ മോഡലും ബിസിനസ് മോഡലും ഉണ്ടായിരിക്കണം. അപ്പം ഇവിടെ ഒരു കൺഫ്യൂഷൻ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. മാത്രമല്ല എക്കോസിസ്റ്റത്തിൽ നിന്ന സമയത്ത് അത്രയും ലോഡ് എടുത്ത ആളുകൾ, ആ ലോഡിൻ്റെ ഈ ട്രാൻസിഷനിൽ വരുമ്പോൾ കോൾസ് അവർക്ക് വന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. അപ്പം പലർക്കും ഈ ട്രാൻസിഷൻ കൺഫ്യൂഷനായി. എന്തിപ്പോൾ ചെയ്യേണ്ട കാര്യം, ഇത്രയും കോൾസ് എടുത്ത് തീരില്ലല്ലോ. കാര്യം രണ്ട് രീതിക്കാണ് ട്രാൻസിഷൻ പോകുന്നത്. ഒന്ന് വളരെ പോസിറ്റീവായിട്ട് കമ്മ്യൂണിക്കേഷനിലൂടെ ഇങ്ങനെയാണ് പോകുന്നതെന്ന് പറഞ്ഞാൽ മനസ്സിലാവുന്ന ആളുകളുണ്ട്. രണ്ടാമത്തെ ഒരു സംഭവം ഉണ്ട് ഇതിൻ്റെ ഇടയിൽ, അതാ പോയി കേട്ടാ, അങ്ങനെ പോയി കേട്ടാ, പൊട്ടി കേട്ടാ, നിന്ന് കേട്ടാ, എല്ലാം തീർന്നു കേട്ടാ, ഇനിയിപ്പോൾ ഞാൻ അന്നേ പറഞ്ഞല്ലേ കേട്ടോ എന്ന് പറഞ്ഞ് പറയുമ്പോൾ ഇവർ പാനിക്കായിട്ട് വിളിക്കും. 6, 7, 9, 10 ഇവരെന്താണ് ട്രാൻസിഷന്, ഇവർ അതിന്മേൽ നിൽക്കുന്നു, ഒരു സൈഡിൽ കോൾസ് വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഭയങ്കരമായ കൺഫ്യൂഷൻസ് ക്രിയേറ്റ് ചെയ്യും. അതേ സമയത്ത് നമ്മൾ കൊടുത്ത കൺഫ്യൂഷൻ എന്താണ്, ഇനി നിങ്ങളുടെ ഫ്യൂച്ചർ എന്ത് എന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ട്. അപ്പോൾ ഒരു ഐഡൻറ്റിറ്റി ക്രൈസിസ് നമ്മളിവിടെ നേരിടും. ഓരോ ആളുകളും നമ്മുടെ ട്രാൻസിഷൻ നേരിടുമ്പോൾ ഇത് കംപ്ലീറ്റ് ചെയ്യാൻ ഞാൻ എടുക്കുന്നത് പോലെ തന്നെ ഓരോരുത്തർക്കും ഒരു ട്രാൻസിഷൻ ഉണ്ട്. അവർ എക്കോസിസ്റ്റത്തിൽ എന്താണോ ചെയ്തുകൊണ്ടിരുന്നത്, വലിയ പൊസിഷനാണ്, അവരിവിടുത്തെ എന്താണ് ഡയറക്ടർ പൊസിഷനിലാണ്, വൈസ് പ്രസിഡന്റ് പൊസിഷനിലാണ്. ആ പൊസിഷനിൽ നിന്നവർ ഒരൊറ്റ സെക്കൻഡിൽ എന്താവുകയാണ്, ഒരു പൊസിഷനും ഇല്ലാത്ത അവസ്ഥയിലാവുകയാണ്. ഞാനിനി എന്തെന്ന് ചോദിച്ചാൽ ഉത്തരമില്ല. അപ്പോൾ സ്വാഭാവികമായിട്ട് അവിടെ ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന ഒരു കൺഫ്യൂഷനുണ്ട്, ഒരു അൺസർട്ടനിറ്റി ഉണ്ട്. അത് ഞാൻ കണ്ടതാണ്, ഞാൻ എല്ലാവരുടെ കണ്ണുകളിലും കണ്ടതാണ്. പക്ഷേ അത് നമ്മുടെ ഒരു നീതിയാണ്, അത് ചെയ്തേ പറ്റൂ. കാര്യം അവരവരുടെ സ്പേസ് കണ്ടുപിടിച്ച് പോകണം. അതല്ല ഇനിയും നമ്മളൊരു സ്ഥലം ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നാളെ അവർക്ക് ഒന്നുമില്ലാതാവും. അപ്പോൾ നമ്മൾ പറയുകയാണ്, നിങ്ങളൊരു വെഞ്ചർ ബിൽഡ് ചെയ്യും, ഒരു ഹാർഡായിട്ട് ഇറങ്ങി നിങ്ങളൊരു വെഞ്ചർ ബിൽഡ് ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് ടാൽറോപ്പിൻ്റെ ബ്രാൻഡ് അക്രഡിറ്റേഷൻ വേണോ, തരാം. TFB നെറ്റ്വർക്കിൽ ഓൺടർപ്രണേഴ്സ് നെറ്റ്വർക്കിൽ ആക്സസ് വേണോ, നിങ്ങൾക്ക് തരാം. അല്ല TNX വെഞ്ചേഴ്സിൽ വെഞ്ചർ സ്റ്റുഡിയോ രജിസ്റ്റർ ചെയ്യണോ, രജിസ്റ്റർ ചെയ്യാം. എല്ലാം നിങ്ങളുടെ റവന്യൂ വെച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അത് റൺ ചെയ്യാം. അതല്ല നിങ്ങൾക്ക് എക്കോസിസ്റ്റം ഡിറ്റാച്ച് ചെയ്ത് നിങ്ങൾക്ക് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ചെയ്യണം, അതിനുള്ള ഫ്രീഡം. അവിടെയാണ് പൂർണ്ണമായി റിസൈൻ ചെയ്ത് പോകുന്നത്. അപ്പോൾ സുഖമായിട്ട് അത് മാർക്കറ്റിൽ മറ്റൊരു അവസ്ഥയിൽ വരും. കാര്യം ഒന്ന് നമ്മളെല്ലാവരോടും വളഞ്ഞു വെച്ച് പറയുകയാണ്, നിങ്ങൾ ഇറങ്ങിക്കൊള്ളാം, എന്തായാലും എക്കോസിസ്റ്റത്തിൽ നിന്ന് റിസൈൻ ചെയ്യണം. എക്കോസിസ്റ്റത്തിൽ നിന്ന് റിസൈൻ ചെയ്തതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുന്നു എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ ഇതിൻ്റെ അകത്ത് സ്പേസ് ഇല്ലാത്ത ആളുകൾ പുറത്ത് സ്പേസ് കണ്ടുപിടിക്കണം, അത് ചെയ്തേ പറ്റൂ എന്നൊരു സംവിധാനമുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മുടെ ടോപ്പിൽ നിന്ന ആളുകൾ, ഈ എക്കോസിസ്റ്റം ഉണ്ടാക്കാൻ നിന്ന ആളുകളൊക്കെ എന്ത് ചെയ്യണം, ഇറങ്ങി അടുത്തടുത്ത പരിപാടി
പരിപാടികളിലേക്ക് പോവുകയാണ്. അപ്പോൾ അത് കുറച്ചും കൂടി ട്രാൻസിഷൻ കുറച്ച് ഹാർഡാക്കും. കാര്യം ആ ട്രാൻസിഷൻ്റെ ഏറ്റവും വലിയൊരു സംവിധാനമാണ് ഇതേപോലെ 2023 നമ്മുടെ ഈ ട്രാൻസിഷൻ നടക്കുമ്പോൾ കമ്പനിയുടെ ടോപ്പ് ലെവലിൽ നിന്ന് ഓരോരുത്തർ ഇറങ്ങല്ലേ. കാര്യം അതൊരു അനിവാര്യമായ ഒരു ഇറക്കമാണ്. കാര്യം സാച്ചുറേഷനാണ്, എക്സ്ട്രീം സാച്ചുറേഷൻ. അത് കമ്പനികൾക്കും വ്യക്തികൾക്കൊക്കെ ആ സാച്ചുറേഷൻ ഉണ്ടാവും. അത് റിയലൈസ് ചെയ്ത് നമ്മൾ അടുത്ത ലെവലിലേക്ക് അടുത്ത ചാപ്റ്ററിലേക്ക് പോകുക എന്നുള്ളതാണ്. ആ സമയത്ത് കുറച്ച് ഡിഫിക്കൽട്ട് ആയിരിക്കും, കമ്പനിക്കും അവർക്കും ഒക്കെ ഡിഫിക്കൽട്ട് ആയിരിക്കും, മാർക്കറ്റിനൊരു ഡിഫിക്കൽട്ട് ആയിരിക്കും. കാര്യം നമ്മുടെ ഫേസ് ആയിട്ട് നിന്ന ആളുകളാണ് ഈ പോകുന്നത്. അപ്പോൾ അത് കുറച്ചും കൂടി എന്ത് ചെയ്യും, കുറച്ചും കൂടി ട്രാൻസിഷൻ ഹാർഡാക്കും. പക്ഷേ വൺസ് ഇത് കഴിയുമ്പോൾ ഇതെല്ലാം നോർമലൈസ് ചെയ്യപ്പെടും. നമ്മൾ നേരെ മറിച്ച് ചെയ്തിട്ടില്ലെങ്കിലോ ഇവരെ ഐഡൻറ്റി ക്രൈസിസ് നിൽക്കും, ഇവർക്കൊരു ഫ്യൂച്ചർ ഉണ്ടാവില്ല. അപ്പം മുമ്പേ ഉള്ളവർ എങ്ങനെയാണോ ഒരു വെഞ്ചറിലേക്ക് ഡിറ്റാച്ച് ആയത്, അതുപോലെ ഇവരും എന്ത് ചെയ്യണം, ഒരു വെഞ്ചറിലേക്ക് ഡിറ്റാച്ച് ആവണം. ചിലപ്പോൾ ഇവരിപ്പം പൂർണ്ണമായിട്ട് എക്കോസിസ്റ്റത്തിൽ ടാൽറോപ്പിൻ്റെ ബ്രാൻഡ് ഉപയോഗിക്കുന്നുണ്ടായിരിക്കില്ല, TFP നെറ്റ്വർക്ക് ഉപയോഗിക്കുന്നുണ്ടായിരിക്കില്ല, TNX വെഞ്ചേഴ്സ് ഇതൊന്നും ഉപയോഗിക്കാതെ അവർ വെളിയിലുണ്ടാക്കും. പക്ഷെ നാളെയും വരാം, ഇത് ഓപ്പണാണ്. നമ്മൾ ഇപ്പോൾ 2016 ആ ക്രൈസിസിൽ റിസൈൻ ചെയ്ത് പോയൊരു 17 ജോയിൻ ചെയ്തിട്ടില്ലേ, 20 റിസൈൻ ചെയ്ത് പോയൊരു 21 ജോയിൻ ചെയ്തിട്ടില്ലേ, 23 റിസൈൻ ചെയ്തുകൊണ്ട് പോയൊരു 24 ജോയിൻ ചെയ്തിട്ടില്ല. ഓഫ് കോഴ്സ് മനുഷ്യന്മാർക്ക് എന്ത് ചെയ്യാം, ഈ സിസ്റ്റം ഇങ്ങനെ വളരുമ്പോൾ എന്തെല്ലാം ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാവും, പിന്നെയും വരാം. പക്ഷേ ഇപ്പം അവർ ഡിറ്റാച്ച് ആയേ പറ്റൂ, റിസൈൻ ആയേ പറ്റൂ എന്നൊരു ഹാർഡ് റിയാലിറ്റി ഉണ്ട്. പക്ഷേ അത് എൻ്റെ ടീം ആയതുകൊണ്ടും അവർക്ക് ഞാൻ പറഞ്ഞ് മനസ്സിലാക്കിയത് കൊണ്ടും അവർക്കത് പെട്ടെന്ന് മനസ്സിലായി എന്നുള്ളത് കൊണ്ടും അവരവരൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, അവരവരുടെ വെഞ്ചറിലേക്ക് പോയി എന്നുള്ളതും വലിയൊരു പോസിറ്റിവിറ്റിയാണ്. അപ്പോൾ നമുക്കിപ്പോൾ ഒരു 1000+ എംപ്ലോയീസ്, അതായത് നേരത്തെ സൂചിപ്പിച്ച പോലെ 89 ലീഗൽ എൻറ്റിറ്റീസിലായിട്ട് ഒരു 1000+ എംപ്ലോയീസ്. അപ്പോൾ ഈ ഒരു എക്കോസിസ്റ്റത്തിൽ നിന്നുള്ള ഒരു ഫ്രീ ക്യാപിറ്റൽ അല്ലെങ്കിൽ ഒരു ഒറ്റ ക്യാപിറ്റൽ നിന്നിട്ടുള്ള ആ ഒരു സിസ്റ്റം സ്റ്റോപ്പ് ചെയ്തതോടുകൂടി മേ ബി ഈ വെഞ്ചേഴ്സിലേക്കും അവർക്കൊരു ലേ ഓഫ് പ്രോസസ്സിലേക്കും ഒക്കെ പോകേണ്ടി വന്നിട്ടുണ്ടാവും ഇത്രയും എൻറ്റിറ്റീസ്. അപ്പോൾ ഈ പറയുന്ന പോലെ ഇത്രയും നമ്പർ ഓഫ് എംപ്ലോയീസും ലേ ഓഫിലേക്ക് പോയിട്ടുണ്ടാവും. അപ്പോൾ ആ ഒരു സിറ്റുവേഷൻ എങ്ങനെയാണ് ഡീൽ ചെയ്തിട്ടുള്ളത്? ഇത് എല്ലാ ട്രാൻസിഷൻ്റെയും ഒരു അൺസർട്ടനിറ്റിയാണ് ഈ സംവിധാനം, ഈ ലേ ഓഫ് എന്നുള്ളൊരു കോൺസെപ്റ്റ്. അതിലേക്ക് പോകാതെ ഒരു കമ്പനിക്കും അത് ചെയ്യത്തില്ല. നമ്മളിപ്പോൾ കേൾക്കുന്നതാണ് 10,000 പേര് ഫേസ്ബുക്ക് പറഞ്ഞു വിടുന്നു, ഗൂഗിൾ പറഞ്ഞു വിടുന്നു. കാര്യം ഒരു ട്രാൻസിഷൻ എന്ന് പറയുന്നത് തന്നെ അതാണ്. ആ ട്രാൻസിഷൻ കമ്പനിക്ക് അനിവാര്യമായിട്ട് എടുത്തേ പറ്റൂ എന്നൊരു സാഹചര്യം വരുമ്പോൾ അത് എഫക്റ്റ് ചെയ്യുന്ന മേഖലകളുണ്ട്. ആ എഫക്റ്റ് ചെയ്യുന്ന മേഖല എന്ന് പറഞ്ഞാൽ ഒരാളുടെ വർക്ക് പെർഫോമൻസോ അല്ലെങ്കിൽ അയാൾ എത്രത്തോളം വർക്ക് ചെയ്യുന്നു എന്നല്ല, കമ്പനിക്ക് ഒരു സ്പേസ് ഇല്ല. കാര്യം ഇപ്പോൾ ഉദാഹരണത്തിന് ഫ്രീ ക്യാപിറ്റൽ നിൽക്കുകയാണ്. എല്ലാ കമ്പനികൾക്കും എന്തുണ്ട്, ഫ്രീ ആയിട്ട് ക്യാപിറ്റൽ കിട്ടും. ഈ ക്യാപിറ്റൽ വെച്ച് ചെയ്യാം. അപ്പോൾ എത്ര ഡിലേ ആയാലും പൈസ അവിടെ നിന്ന് കിട്ടുമെന്നറിയാം. ഇപ്പോൾ 1 മാസം ഡിലേ ആവും, ചിലപ്പോൾ 2 മാസം ഡിലേ ആവും, ചിലപ്പോൾ 3 മാസം ഡിലേ ആവും. കാര്യം എന്ന് പറഞ്ഞാൽ ഒരൊറ്റ കമ്പനിയാണ് അവർക്കെല്ലാം ഫീഡ് ചെയ്യുന്നത്. അപ്പോൾ അവർക്ക് ഇൻകം ഇല്ല എങ്കിൽ ഇപ്പോൾ എന്ത് ചെയ്യും, എന്തായാലും അവിടെ നിന്ന് പൈസ കിട്ടുമെന്നറിയാം. അപ്പോൾ അതാണ് ഇൻകം സോഴ്സ്. ബാക്കി അവർക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റും. ആ ഇൻകം സോഴ്സ് അവിടെ നിൽക്കുകയാണ്. കാര്യം ഇനി എന്ത് ചെയ്യത്തില്ല, 1 മാസം കഴിഞ്ഞ് വരോ ഇല്ല, 2 മാസം കഴിഞ്ഞ് വരോ ഇല്ല, 3 മാസം കഴിഞ്ഞ് വരോ ഇല്ല, അവരവർ സെൽഫ് റൺ ചെയ്തേ പറ്റൂ എന്നൊരു സംവിധാനമാണ്. അപ്പോൾ ഇവിടെ ഒരു 10-15 വെഞ്ചറിനെ എഫക്റ്റ് ചെയ്യുമെന്ന് കരുതി ട്രാൻസിഷൻ ചെയ്യാതിരിക്കാൻ പറ്റുമോ, കമ്പനിക്ക് അത് ചെയ്യാതിരിക്കാനും പറ്റില്ല. അപ്പോൾ ഇതാണ് ഒരു അൺസർട്ടനിറ്റി വരുന്നത്. ഇത് നമ്മുടെ ലൈഫിലൊക്കെ ഉള്ളതാണ്, ലൈഫിലും കമ്പനികളിലൊക്കെ ഉള്ളതാണ്. അപ്പോൾ ഇവിടെ വരുമ്പം ഈ മാനേജ്മെൻറ്റ്, ഓരോ വെഞ്ചറിൻ്റെയും മാനേജ്മെൻറ്റ് സ്റ്റക്കാവുകയാണ്. കാര്യം ഫ്രീ മണി കിട്ടിക്കൊണ്ടിരുന്നപ്പോൾ ഇവർ പലതും ചിന്തിച്ചിട്ടുണ്ടാവില്ല. പക്ഷെ ഇപ്പോൾ അവർ ചിന്തിക്കാൻ നിർബന്ധിതരാകുകയാണ്. ഇങ്ങനെ ഇപ്പോൾ അടുത്ത മാസം കൊണ്ട് കൊടുക്കുക, ഓൾറെഡി 3 months പെൻഡിങ് ഉണ്ടായിരിക്കുക, അല്ലെങ്കിൽ ചില 4 months പെൻഡിങ് ഉണ്ടായിരിക്കുക. അതിൻ്റെ കൂടെ ഇതും കൂടി വന്നു കഴിഞ്ഞാൽ ഇനി താങ്ങത്തില്ല. അപ്പോൾ നമ്മളവിടെ പറഞ്ഞതാണ്, ഏപ്രിൽ മുതൽ സെപ്റ്റംബർ വരെ എന്തായാലും ട്രാൻസിഷനാണ്, നിങ്ങൾക്ക് 1 രൂപ പോലും കിട്ടില്ല. ഒക്ടോബർ കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇൻഡിവിജ്വലി നിങ്ങൾക്ക് പോവാം. കാര്യം നിങ്ങൾക്ക് ഒരു 6 മാസം കൊണ്ട് പോവാം. അപ്പോൾ നിങ്ങൾക്ക് ഹോൾഡ് ചെയ്യാൻ കഴിയില്ല എങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, അവർക്ക് 2 മാസത്തെ ഫ്രീ സാലറി കൊടുത്ത്, 2 മാസത്തെ ഫ്രീ സാലറി, കാര്യം അവർക്ക് മറ്റൊരു ജോബിലേക്ക് നോക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഫ്രീ സാലറി കൊടുത്ത് നിങ്ങൾ എന്ത് ചെയ്യണം, ലീവ് ചെയ്യണം. ഇതാണ് നമ്മൾ കൊടുത്ത ഇൻസ്ട്രക്ഷൻ. പക്ഷേ ഇൻസ്ട്രക്ഷൻ അങ്ങനെയൊന്നും അല്ല പോയിട്ടുള്ളത്, അത് മറ്റൊരു വസ്തുത. ഞാൻ ലാസ്റ്റ് ഒരു മീറ്റിംഗ് ഒക്കെ എടുക്കുമ്പോഴേക്കും പറഞ്ഞാൽ ഇനിയിപ്പോൾ നിങ്ങളുടെ സേവനം മതി, നിങ്ങൾ ഇറങ്ങിക്കോ എന്ന് പറഞ്ഞവരുണ്ട്. കാര്യം മാനേജർ ഉണ്ട്, നമ്മുടെ ചക്ക എന്ന് പറഞ്ഞാൽ ചുക്കെന്ന് കേട്ട് ചുണ്ണാമ്പ് നീയുന്ന ടീമുണ്ട്. നമ്മൾ പറഞ്ഞ എന്താണ്, ഇനി 6 മാസം എന്തായാലും കമ്പനി ട്രാൻസിഷനാണ്, ഫ്രീ മണി നിങ്ങൾക്ക് കിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യത്തില്ല, ഈ 6 മാസം നിങ്ങൾക്ക് എംപ്ലോയീസിന് കൊടുക്കാൻ വേണ്ടി നമ്മുടെ ഇതിൽ നിന്ന്, ഈ എക്കോ സിസ്റ്റത്തിൽ നിന്ന് ഒരു ഫണ്ടും വരില്ല. പക്ഷേ ഈ 6 മാസം കൊണ്ട് നിങ്ങൾ ഇൻഡിപെൻഡൻ്റ്ലി സെൽഫ് സസ്റ്റൈനബിളായി നിങ്ങൾക്ക് എന്ത് ചെയ്യണം, ഒക്ടോബർ തൊട്ട് നിങ്ങൾ സെൽഫായിട്ട് റൺ ചെയ്യണം. ഇതാണ് നമ്മൾ കൊടുത്ത ഇൻസ്ട്രക്ഷൻ. അപ്പോൾ ഫ്രീ ക്യാപിറ്റൽ ഇല്ലാത്തത് കൊണ്ട് തന്നെ വേറെ ഒരു ഓപ്ഷനും ഇല്ല. നിങ്ങളുടെ ടീമിന് ഒന്നുകിൽ നിങ്ങൾ എന്ത് ചെയ്യണം, അവരും കൂടി സ്ട്രഗിൾ ചെയ്ത് നിൽക്കാൻ തയ്യാറാവണം. അതല്ലെങ്കിൽ അവരോട് കാര്യങ്ങൾ ഓപ്പണായിട്ട് പറഞ്ഞിട്ട് അവർ വരും. അപ്പോൾ ഒരാൾ പറയണം എന്താണ്, ഒക്ടോബർ വരെ ഞാൻ നിന്നോളാം, ഞാൻ സ്ട്രഗിൾ ചെയ്ത് നിന്നോളാം എന്ന് പറഞ്ഞാൽ ഓക്കെ നിന്നോ. അതെന്തായാലും എത്ര പേർക്ക് അത് പറ്റും, എന്തായാലും പറ്റില്ല. അപ്പോൾ സ്വാഭാവികമായിട്ട് അവരോട് ലീവ് ചെയ്യാൻ പറയാം, 2 മാസത്തെ ഫ്രീ സാലറി നിങ്ങൾക്ക് കൊടുക്കുക. പക്ഷേ അതിൽ ക്രൈസിസ് കൂട്ടിയതിൻ്റെ റീസൺ എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അവരുടെ ഫണ്ട് GCC സമയത്ത് വരാത്തതിൻ്റെ ഒരു ക്രൈസിസ് അവർക്ക് ഓരോ മാനേജ്മെൻറ്റും നേരിട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. കാര്യം ചിലർക്ക് 10 എംപ്ലോയീസ്, ചിലർക്ക് 15 എംപ്ലോയീസ്, ചിലർക്ക് 25 എംപ്ലോയീസ്. ഏറ്റവും വലിയ കമ്പനികൾ, ഇപ്പോൾ നമ്മുടെ സെയിൽസ് കമ്പനി, IT കമ്പനിക്കൊക്കെയാണ് ഏറ്റവും അധികം സ്റ്റാഫുകൾ, അവരൊക്കെയാണ് ഏറ്റവും അധികം സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എക്കോസിസ്റ്റത്തിലുള്ള കമ്പനികൾ, ആ കമ്പനികൾ, ഓരോ കമ്പനികളും ഹോൾഡ് ചെയ്യുന്ന സ്റ്റാഫ്, ആ സ്റ്റാഫിൻ്റെ സാലറി വരുന്ന സെൻട്രൽ സോഴ്സ് അടയുമ്പോൾ
അവിടെ നിന്ന് ആ പൈപ്പിൽ നിന്ന് വാട്ടർ വരുന്നില്ല. അപ്പോൾ ഇവർ ഓരോരുത്തരും അതിനെ സെറ്റിൽ ചെയ്യേണ്ട സംവിധാനം, ഓരോരുത്തർ ഓരോ മെക്കാനിസത്തിലൂടെ സെറ്റിൽ ചെയ്യാണ്. കാര്യം വൺസ് GCC അത് നമ്മുടെ കമ്മിറ്റ്മെൻ്റ് ആണ്. ഈ ഫണ്ടും കൂടി വരുമ്പോൾ എല്ലാവർക്കും എന്ത് ചെയ്യും, അവരുടെ ഫണ്ട് കിട്ടി അവർക്ക് എക്സിറ്റ് ചെയ്ത് പോകാൻ പറ്റും. അപ്പോൾ ഒരു ഹാർഡാണ്. അപ്പോൾ എംപ്ലോയീസിനെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു അൺസർട്ടനിറ്റി ഉണ്ട്. നമുക്ക് സോൾവ് ചെയ്തെടുക്കാൻ കഴിയുന്ന സംവിധാനം എന്താണ്, നിങ്ങൾക്കൊരു 2 മാസം എന്ത് ചെയ്യും, കമ്പനി സപ്പോർട്ട് ചെയ്യും. നിങ്ങൾ വേറെ ജോബ് നോക്കിക്കോ, വർക്ക് ചെയ്യുന്നു വേണ്ട, അവർ ഈ കമ്പനിയിൽ വർക്ക് വേണ്ട, 2 മാസം ഫ്രീ ആയിട്ട് അവർക്ക് സാലറി കിട്ടും. ആ സമയം കൊണ്ട് അവർക്ക് മറ്റൊരു ജോബിലേക്ക് നോക്കാം. അപ്പോൾ അവിടെ നമുക്ക് അവർക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു സംവിധാനമല്ല ഒരു ട്രാൻസിഷൻ്റെ ഏറ്റവും വലിയൊരു സംവിധാനം. അവിടെ നമ്മളുടെ ഒരു ഇമോഷനും വർക്കാവാത്ത, നമ്മൾ പൂർണ്ണമായിട്ട് നിസ്സഹായ അവസ്ഥയിലായി പോകുന്നൊരു സംവിധാനമുണ്ട്. അപ്പോൾ ഇവരെ പ്രൊട്ടക്ട് ചെയ്ത് നിർത്താൻ പറ്റുമോ ഈ 6 മാസം? ഒരിക്കലും നിർത്തത്തില്ല. ഇത്രയും പേരെ ഒരു കാരണവശാലും നിർത്തത്തില്ല. ട്രാൻസിഷൻ സംഭവിച്ചേ പറ്റൂ. ഈ ട്രാൻസിഷൻ ഓരോ ഇൻഡിവിജ്വൽ ബേസിലേക്ക് മാറിയേ പറ്റൂ. ഓരോരുത്തർ അവരവരുടെ ക്യാപിറ്റലിലേക്ക് പോയേ പറ്റുള്ളൂ. പക്ഷേ ഒക്ടോബർ കഴിയുമ്പോൾ ഇപ്പോൾ എത്ര സ്റ്റാഫ് ഉണ്ടോ അതിൻ്റെ 4 ഇരട്ടി സ്റ്റാഫ് ഉണ്ടാവും. ഇപ്പോൾ നമുക്ക് 1000 ഉണ്ടെങ്കിൽ 4000 സ്റ്റാഫ് ഉണ്ടാവും ഒക്ടോബറിൽ. കാര്യം എന്താണ്, എല്ലാവരും എന്താണ് അവരുടെ ബേസ് ഇൻഡിപെൻഡൻ്റ് ആയി കഴിഞ്ഞാൽ അവർക്ക് ഓരോരുത്തരുടെ ക്യാപിറ്റൽ വന്നു കഴിഞ്ഞാൽ റീഹയറിംഗ് നടത്തിയേ പറ്റുള്ളൂ. അപ്പോൾ കമ്പനി വലുതാണ്. ഇപ്പോൾ 2023 നമുക്കുള്ള സ്റ്റാഫിൻ്റെ 4 ഇരട്ടി സ്റ്റാഫായില്ലേ. അന്ന് നമുക്ക് ടോട്ടൽ 280 എംപ്ലോയീസ്, അതിൽ 183 പേര് പോയിട്ട് തിരിച്ചെത്രയാണ് നമ്മൾ കയറിയത്, 1000-ലേക്കാണ് കയറിയത്. അപ്പോൾ എന്ന് പറയുമ്പോൾ ഒരു 3 വർഷം കൊണ്ട് എന്ന് പറയുന്നത് പോലെ ഇപ്പം നമ്മുടെ ഈ 1000 എന്ന് പറഞ്ഞ സംവിധാനം നമ്മൾ ഈ ഒക്ടോബറിലേക്ക് വന്നു കഴിഞ്ഞാൽ അടുത്ത 4000 ഹയറിംഗിലേക്കാണ് എന്ത് ചെയ്യുന്നത്, പോകുന്നത്. പക്ഷേ ഈ സമയത്ത് ഈ ട്രാൻസിഷൻ അനിവാര്യമാണ്. അപ്പോൾ അവിടെ സ്വാഭാവികമായിട്ട് ഉണ്ടാകുന്ന ഈ സ്ട്രഗിളും ഇതാണ്. അവിടെ നമ്മളെ സംബന്ധിച്ചിടത്തോളം അതങ്ങ് എടുത്തേ പറ്റൂ. അവിടെ ഞാൻ പറഞ്ഞു, ചില സമയത്ത് നമ്മളുടെ ഡയലോഗ് അടിയും നമ്മുടെ ഫിലോസഫി ഒന്നും വർക്കാകില്ല. അവിടെ ഒരു ഹാർഡ് റിയാലിറ്റിയാണ്. എംപ്ലോയീസ് വിളിച്ച് തെറി വിളിച്ചാൽ കേട്ടേ പറ്റൂ, ബാധ്യസ്ഥരാണ്. അവരെ ഹയർ ചെയ്ത് വെച്ച് അവർക്ക് റെസ്പോൺസിബിലിറ്റി ജോബും കൊടുത്തതിന് ശേഷം അതിന് കറക്റ്റ് പേ കൊടുക്കൂല, അല്ലെങ്കിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ സെറ്റിൽമെൻറ്റ് കൊടുക്കൂല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് നമുക്ക് ഒരു റൈറ്റ്സും ഇല്ല. നമുക്ക് ഒരു റൈറ്റ്സും ഇല്ല നമുക്ക് അവരോട് സംസാരിക്കാം. നമ്മളുടെ സ്ട്രഗിൾ എന്തിനാണ് അവരെടുക്കുന്നത്? അതിൻ്റെ ആവശ്യമില്ല. അവർ സ്ട്രഗിൾ എടുക്കാനല്ലല്ലോ ഇവിടെ വന്നത്. പക്ഷെ കുറച്ച് ആളുകൾക്ക് അവർക്ക് പറഞ്ഞാൽ മനസ്സിലാവും, ഓക്കെ ഇതൊക്കെ തന്നെയാണ് കൾച്ചർ, ഇങ്ങനെയൊക്കെ തന്നെയാണ് വരുന്നത്. അവരതിനെ പ്രൊഫഷണലായിട്ട് എടുക്കും. അവരടുത്ത ലെവലിലേക്ക് പോകും. അടുത്ത ലെവലിൽ പോയിട്ട് അവരെന്ത് ഇമ്പ്രൂവൈസ് ചെയ്യും, പിന്നെയും ചെയ്യും. ചില ആളുകൾ അങ്ങനെ പോവില്ല, ചില ആളുകൾ തെറി വിളിക്കും. മനസ്സിലായില്ലേ? കാര്യം അവർക്ക് അതിനുള്ള റൈറ്റ്സ് ഉണ്ട്. ആ റൈറ്റ്സ് എടുക്കാത്തവരുണ്ട്. ചിലപ്പോൾ എനിക്കൊരാളെ തെറി വിളിക്കാനുള്ള റൈറ്റ്സ് ഉണ്ട്, പക്ഷെ ഞാൻ മിണ്ടാതിരിക്കുക എന്നുള്ളതുണ്ട്. അങ്ങനെ സ്വീകരിക്കുന്നവരുണ്ട്, ആ റൈറ്റ്സ് എടുക്കുന്നവരുണ്ട്. പക്ഷെ എന്തായി കഴിഞ്ഞാലും നമ്മളത് ഉൾക്കൊണ്ടേ പറ്റുള്ളൂ. കാര്യം നമ്മുടെ ഭാഗത്താണ് തെറ്റ്. കാര്യം അവർ വർക്ക് ചെയ്യുന്ന സമയത്ത് നമ്മളവരെ ഹയർ ചെയ്യുമ്പോൾ ഈ ട്രാൻസിഷനെ കുറിച്ചൊന്നും നമ്മളവർക്ക് പറഞ്ഞിട്ടില്ല. പക്ഷെ നമ്മൾക്കൊരു സാച്ചുറേഷൻ ഫീൽ ചെയ്ത സമയത്ത് ഇത് ട്രാൻസിഷൻ ചെയ്തേ പറ്റൂ. അപ്പോൾ സ്വാഭാവികമായിട്ട് ട്രാൻസിഷൻ ചെയ്യുമ്പോൾ ഫ്രീ മണി കട്ടാകുമ്പോൾ വെഞ്ചറുകൾക്ക് ഇനി പേറോളിൽ അവർക്ക് പേയ്മെൻറ്റ് കൊടുക്കത്തില്ല. അപ്പോൾ അവർക്ക് ലേ ഓഫ് ചെയ്തേ പറ്റുള്ളൂ. ഇതൊരു ചെയിൻ ഓഫ് ആക്ഷനാണ്. ഇപ്പോൾ നമ്മളൊരു വാർ വരുമ്പോൾ എവിടെയോ കിടക്കുന്ന ഒരു കമ്പനി എഫക്റ്റ് ചെയ്താൽ ആ കമ്പനിയുടെ ഓർഡർ കിട്ടാത്ത കമ്പനി എന്ത് ചെയ്യും, ലേ ഓഫ് ചെയ്യും. അത് എവിടെ വരെ ഇത് ചെയ്യും, അവിടുത്തെ എംപ്ലോയി വാങ്ങുന്ന പച്ചക്കറി വാങ്ങുന്ന കടയിനെ ഉൾപ്പെടെ അത് എഫക്റ്റ് ചെയ്യുമെന്ന് പറയുമ്പോൾ ചെയിൻ ഓഫ് ആക്ഷനാണ്. ഇതിങ്ങനെ കണക്റ്റായി വരും. അപ്പോൾ നമ്മുടെ ഇത് എന്ത് ചെയ്തു, നമ്മളിവിടെ എടുത്ത ഡിസിഷൻ അങ്ങ് അറ്റത്തൊരു എക്കോ സിസ്റ്റത്തിലുള്ള ഒരു വെഞ്ചറിനെയും എന്ത് ചെയ്തു, അവരെ ആകെയുള്ള 10 എംപ്ലോയിയാണ്, അതിൽ 9 പേരെയും പിരിച്ചുവിടേണ്ട സാഹചര്യം അവർക്ക് വന്നൊരു സംവിധാനമുണ്ട്. അപ്പോൾ ആ 9 പേരെ എടുത്ത മാനേജ്മെൻറ്റ് ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ട് പ്രസൻറ്റ് ചെയ്താൽ അവരും അറിയുന്നില്ല ഇവിടെ ഒരു ട്രാൻസിഷൻ വരുമ്പോൾ എൻ്റെ ഫ്രീ മണി നിൽക്കുമെന്ന് അവരും അറിയുന്നില്ല. അപ്പം അവിടെ ആ എംപ്ലോയി വയലൻ്റ് ആയാൽ, എംപ്ലോയി അവിടെ മോശമായിട്ട് സംസാരിച്ച് കഴിഞ്ഞാൽ കേൾക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. കാര്യം തീരുമാനം നമ്മൾ എടുത്ത തീരുമാനമാണ്. പക്ഷേ എന്ന് കരുതിയിട്ട് അവരെന്തെങ്കിലും പറയോ അല്ലെങ്കിൽ അവർക്ക് വിഷമാവുന്ന രീതി എടുക്കാതിരുന്നാൽ എന്നേക്കുമായിട്ട് ഈ സിസ്റ്റം നശിച്ചു പോകും. കാര്യം ഇതൊരു എക്സ്ട്രീം സാച്ചുറേഷനിലെത്തി അടുത്ത ലെവലിൽ വളർന്നേ പറ്റുള്ളൂ എന്നൊരു സംവിധാനം. അവിടെയാണ് ചില സമയത്ത് നമ്മളൊക്കെ നിസ്സഹായരാകുന്ന ഒരു സമയമുണ്ട്. അതായത് നമ്മളുടെ ഫിലോസഫികളും നമ്മുടെ ഡയലോഗുകളൊന്നും വർക്കാകാത്ത ചില മൊമെൻറ്റ്സ് ഉണ്ട്. ആ സാഹചര്യത്തിലൂടെ കടന്നു പോയേ പറ്റൂ എന്നുള്ളതാണ്. അത് ആ സാഹചര്യം കഴിയും, ഒരു 6 മാസം കഴിയും. ഇപ്പോൾ 2015 മുതൽ ഇതുവരെ, 2011 ഞാൻ കമ്പനി സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് അന്ന് മുതലേ എനിക്കറിയാം. പക്ഷേ 15 നമ്മുടെ ടാൽറോപ്പ് സ്റ്റാർട്ട് ചെയ്തത് മുതൽ ഇതുവരെ എത്ര പ്രാവശ്യം കഴിഞ്ഞു പോയിട്ടുണ്ട്, എത്ര ബാച്ചുകൾ മാറിപ്പോയിട്ടുണ്ട്, നമ്മുടെ കൂടെ ക്ലോസ്ലി നിന്ന ആളുകൾ മാറിപ്പോയിട്ടുണ്ട്. അതിൽ കുറേ ആളുകൾ നമ്മുടെ ഏറ്റവും വലിയ ശത്രുക്കളായിട്ട് മാറിയിട്ടുണ്ട്. ചില ആളുകൾ എന്തിട്ടുണ്ട്, കുറച്ച് ടെമ്പററി ശത്രുക്കളായിട്ട് തിരിച്ചു വന്നവരുണ്ട്. ഇങ്ങനെ എന്തെല്ലാം സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ളത് കൊണ്ട് തന്നെ നമുക്കറിയാം. പക്ഷേ കഴിഞ്ഞ 2023 183 എംപ്ലോയീസ് ആണെങ്കിൽ ഇപ്പോൾ ഏകദേശം 600+ ആളുകൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഈ ട്രാൻസിഷനിൽ എഫക്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഓൾമോസ്റ്റ് ഒരു 3-4 ഇരട്ടി എന്ത് ചെയ്യുന്നുണ്ട് സംഭവം. അന്ന് കേട്ട തെറിയുടെ ഒരു 4 ഇരട്ടി തെറികളും കൂടി കേൾക്കണം എന്നുള്ളതാണ്. കേൾക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. അതുകൊണ്ട് കേട്ടേ പറ്റൂ എന്നുള്ളതിനപ്പുറം നമുക്കൊന്നും ചെയ്യാനില്ല. ഇതേപോലെ നമ്മുടെ ഒരു ഇമ്പോർട്ടൻറ്റ് സ്റ്റേക്ക് ഹോൾഡർ ആണല്ലോ നമ്മുടെ കമ്മ്യൂണിറ്റി ഇൻവെസ്റ്റേഴ്സ്. നമ്മൾ നേരത്തെ സൂചിപ്പിച്ച എക്കോസിസ്റ്റം ഫണ്ടിങ്, നമുക്കുള്ള ഒരു 3000+ കമ്മ്യൂണിറ്റി ഇൻവെസ്റ്റേഴ്സ്. അപ്പോൾ ഈ ഒരു ട്രാൻസിഷൻ അത് എങ്ങനെയാണ്, അതിൽ എന്തെങ്കിലും എഫക്റ്റ് ചെയ്തിട്ടുണ്ടോ? അതേപോലെ തന്നെ അവരുടെ ഒരു റെസ്പോൺസ് എങ്ങനെയാണ്? അതെ, ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം എക്കോസിസ്റ്റം കമ്പനി ഡിസൈൻ ചെയ്യുന്ന സമയത്ത്, എക്കോസിസ്റ്റം ഡെവലപ്മെൻറ്റ് നമ്മൾ തുടങ്ങുന്ന സമയത്ത് നമ്മൾ ചെയ്താണ് പാസീവ് ഇൻകം ഓപ്ഷൻ. അതായത് നമുക്ക് വേണ്ടത് എന്താണ്, ഒരു ഫ്രീ ആയിട്ടൊരു സിസ്റ്റം ഡെവലപ്പ് ചെയ്യണം.
അവിടെ അൺകണ്ടീഷണലാണ്. കാര്യം ഓഡിറ്റഡ് ഫണ്ട് അവിടെ വരില്ല. കാര്യം നമ്മൾ പറയുന്ന പലതും ഫ്യൂച്ചറിൽ സംഭവിക്കാവുന്ന കാര്യങ്ങളാണ്. ഇപ്പോൾ 2017 നമ്മൾ സ്കൂളിൽ പോയി ഒരു IT പാർക്ക് ചെയ്യുന്നു. അപ്പോൾ ഇൻഫ്രാസ്ട്രക്ചർ, അവിടെ ടാലൻറ്റുകൾ വരുന്നു. ആ ടാലൻറ്റ് ഒരാൾ ഇന്നോവേഷൻ ഉണ്ടാക്കുന്നു, അതൊരു 1000 കോടിയുടെ സ്റ്റാർട്ടപ്പ് ആവുന്നു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതിനൊന്നും എന്ത് ചെയ്യത്തില്ല, നമുക്ക് പ്രൂഫൊന്നും കാണിച്ചു കൊടുക്കത്തില്ല. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ നമുക്ക് ഫ്രീ മണി കിട്ടണം. ഫ്രീ മണി എന്ന് പറഞ്ഞാൽ നമുക്ക് അങ്ങ് ആറാണ്ട് ചെയ്യാനങ്ങ് സ്പെൻഡ് ചെയ്യാനങ്ങ് ക്യാപിറ്റൽ കിട്ടണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ഇൻവെസ്റ്റേഴ്സിന് ഒരു പാസീവ് ഇൻകം ഓപ്ഷൻ ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഒരു കണക്ഷൻ, അതിന് ഒരുപാട് കണക്ഷൻസ് ഇട്ടിട്ടുണ്ട്. ആ കണക്ഷൻസ് ഇട്ടിട്ട് വളരെ നല്ലൊരു മെക്കാനിസംസ് ഉണ്ടാക്കി നമ്മൾ എന്ത് ചെയ്തു, ഒരു പാസീവ് ഇൻകം ഓപ്ഷൻ ക്രിയേറ്റ് ചെയ്തു. ആ പാസീവ് ഇൻകം ഓപ്ഷൻ ക്രിയേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ എക്കോസിസ്റ്റം ഉണ്ടാക്കി. ആ എക്കോസിസ്റ്റം ഉണ്ടാക്കിയിട്ട് അവരുമായിട്ടൊരു കരാർ വെച്ചിട്ടുണ്ട്. ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ കമ്പനിക്ക് തിരിച്ചു തരണമെങ്കിൽ നമ്മളൊരു 6 മാസം കൊണ്ട് നിങ്ങൾക്ക് ആ ഫണ്ട് തിരിച്ചു തരും. ഇത് മാത്രമേ എന്ന് നിങ്ങൾക്ക് കീപ്പ് ചെയ്യാനൊന്നും പറ്റില്ല. ഒരു 6 months നോട്ടീസിൽ നമുക്ക് തിരിച്ചു തരാനുള്ള റൈറ്റ്സ് ഇട്ടിട്ടാണ് നമ്മൾ എന്ത് ചെയ്താൽ ആ ഫണ്ട് വാങ്ങിയിട്ടുള്ളത്. അപ്പോൾ ഒരു LLP കമ്പനിയിൽ വന്ന് അവരെ പാർട്ണറായിട്ട് ആഡ് ചെയ്ത് പാർട്ണർ കോൺട്രിബ്യൂഷനായിട്ട് കൊണ്ടുവന്ന് എന്നിട്ട് അവരെന്ത് ചെയ്തിട്ടുണ്ട്, പാർട്ണർ കോൺട്രിബ്യൂഷൻ ഈ കമ്പനി എന്ത് ചെയ്യും, എല്ലാ വെഞ്ചറിൻ്റെയും 5% വീതം ഷെയർ ഹോൾഡ് ചെയ്യും. അപ്പോൾ നമ്മൾ പറയുന്നത് എന്താണ്, 2030 ആകുമ്പോൾ ഒരു 140 സ്റ്റാർട്ടപ്സ് ഇതിൻ്റെ അകത്തുണ്ടാവും. ഇതിൻ്റെയൊക്കെ ഒരു 5% ഷെയർ ഉണ്ടാവും. ഇത് ഫ്യൂച്ചറിൽ എക്സിറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ബെനിഫിറ്റ് കിട്ടും. അതുവരെ നിങ്ങളൊരു എക്കോസിസ്റ്റം ഡെവലപ്മെൻറ്റിൽ നമ്മൾ എന്ത് ചെയ്യും, ഒരു ഗ്രോത്ത് കൺസൾട്ടൻ്റ് ആയിട്ട് കൺസിഡർ ചെയ്യും. നിങ്ങൾക്ക് ഒരു കൺസൾട്ടിങ് ഫീ കിട്ടും. അതിൻ്റെ ടാക്സ് ഒക്കെ അടിച്ച് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യും. എല്ലാം ലീഗലി നമ്മൾ പെർഫെക്റ്റ് ആയിട്ട് നോക്കും. നമുക്കും പ്രശ്നം വരാത്ത ലെവലിലേക്ക് നമ്മൾ നോക്കും. നിങ്ങൾക്ക് ഒരു പാസീവ് ഇൻകം കിട്ടും. നമുക്ക് കിട്ടുന്നത് ഒരു എക്കോസിസ്റ്റം ഉണ്ടാക്കാൻ പറ്റും. കാര്യം അവിടെ ഇപ്പോൾ നമ്മൾ ആലോചിക്കും, ഒരാളുടെ ഒരു 10 കോടി രൂപ ഉണ്ട്. അവർ വന്ന് പെർഫെക്റ്റ്ലി ഓഡിറ്റ് ചെയ്ത് ഓക്കെ എന്താണ് ബിസിനസ് മോഡൽ, എന്താണ് റവന്യൂ മോഡൽ എന്ന് ചോദിച്ച സംവിധാനമല്ല, ഒരു സെൻട്രൽ പൂളിൽ ഇൻവെസ്റ്റ് ചെയ്യാനാണ് പറയുന്നത്. ഈ സെൻട്രൽ പൂളിൽ നിന്ന് എടുത്ത് ഓരോ സംവിധാനങ്ങളിൽ ചെയ്യും. ഗ്രാമങ്ങൾ ഡെവലപ്പ് ചെയ്യും, സ്കൂളുകൾ ഡെവലപ്പ് ചെയ്യും, കോളേജുകൾ ഡെവലപ്പ് ചെയ്യും, പലതും ചെയ്യും. എന്തൊക്കെയാണ് ചെയ്യണമെന്ന് നിങ്ങൾക്ക് മനസ്സിലാവില്ല. പക്ഷേ ഇതിൻ്റെ ആത്യന്തികമായി ഇതിൻ്റെ അകത്ത് എന്തുണ്ടാകും, ഇതിൻ്റെ അകത്തുനിന്ന് ഒരുപാട് വെഞ്ചേഴ്സ് ഉണ്ടാവും. നമ്മുടെ എക്കോസിസ്റ്റം പവർഫുൾ ആവും. അപ്പോൾ എക്കോസിസ്റ്റം എന്ന് പറഞ്ഞാൽ ഇൻഫ്രാസ്ട്രക്ചർ എല്ലായിടത്തും ഉണ്ടാവും, കമ്മ്യൂണിറ്റി എല്ലായിടത്തും ഉണ്ടാവും, ടാലൻസ് എല്ലായിടത്തും ഉണ്ടാവും. നമ്മുടെ നെറ്റ്വർക്ക് ഇങ്ങനെ വൈഡായിട്ട് നമ്മുടെ എന്ത് ചെയ്തിട്ടുണ്ട്, മാറിക്കൊണ്ടിരിക്കും. നമ്മുടെ ആക്സസ് എല്ലാ സ്ഥലത്തും നമുക്ക് ആക്സസ് ഉണ്ടാവും, കവറേജ് ഉണ്ടാവും. അൾട്ടിമേറ്റ്ലി ഒരു ബ്രാൻഡ് ഡെവലപ്പ് ആയിട്ട് വരും. നമുക്ക് എവിടെയും എന്തും ചെയ്യാൻ പറ്റും. ഇപ്പം തന്നെ ആളുകൾ വിമർശിക്കുന്നവർ ഇവർക്കൊന്നുമില്ല, അതില്ല, ഇതില്ല എന്നൊക്കെ പറയുമ്പോഴും അവർ പറയും അവരെന്ത് വിചാരിച്ചാലും നടക്കുന്നത്. രണ്ടും പറയും. എല്ലാവരും, എല്ലാ മീഡിയ അവർക്കൊപ്പം ഉണ്ട്, എല്ലാ പൊളിറ്റീഷ്യൻസ് അവർക്കുണ്ട്, എല്ലാ ബിസിനസ്സുകാരുണ്ട്, എല്ലാവർക്കും ഉണ്ട് എന്ന് പറയും. ഒരു സൈഡിൽ അവരത് പറയും. രണ്ടാം സൈഡിൽ പറയുന്നത് ഇവരെല്ലാം ഒന്നുമില്ല എന്ന് പറയും. അപ്പോൾ അവർ ഇപ്പോൾ കാസർഗോഡ് സംഭവം നമുക്ക് എന്തെങ്കിലും ആക്സസ് ചെയ്യാൻ പറ്റും, അവർക്ക് അവിടെ ആക്സസ് ഉണ്ട്. കണ്ണൂരുണ്ട്, വയനാടുണ്ട്, കോഴിക്കോട്, മലപ്പുറം, പാലക്കാട്, തൃശ്ശൂർ, എറണാകുളം എല്ലായിടത്തും ആക്സസ് ഉണ്ട്. എങ്ങനെ എല്ലായിടത്തും ആക്സസ് ഉണ്ട്? ഇപ്പോൾ തിരുവനന്തപുരം ജില്ലയിൽ പാങ്ങോട് എന്നൊരു ഗ്രാമത്തിൽ ഞാൻ ജനിച്ചു വളർന്നു. ഒരു ചെറിയ ഗ്രാമം. ആ ഗ്രാമത്തിൽ നിന്നിട്ട് എനിക്ക് എങ്ങനെ ആക്സസ് വന്ന് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ എവിടെ ആക്സസ് വന്ന് എന്താണ്, എന്തോ ചെയ്തിട്ടാണല്ലോ. ഇതിനെയാണ് എക്കോസിസ്റ്റം എന്ന് പറയുന്നത്. പക്ഷേ എക്കോസിസ്റ്റം ടച്ച് ആൻഡ് ഫീൽ ഉള്ള സാധനമല്ല, തൊട്ട് നോക്കാനൊന്നും പറ്റൂല. പക്ഷെ അവർക്കറിയാം കാശ്മീർ പോയി നാളെ ഒരു ഓഫീസ് ഓപ്പൺ ചെയ്യണമെന്ന് പറഞ്ഞാൽ നമുക്ക് പറ്റും. അവർക്ക് പറ്റും. ടാൽറോപ്പിന് പറ്റാത്തത് അവർക്ക് എവിടെ പറ്റാത്ത, കന്യാകുമാരി മുതൽ കാശ്മീർ വരെ എവിടെ അവർക്ക് പറ്റും. ഇന്ത്യ എന്നുള്ള ലാർജസ്റ്റ് കൺസ്യൂമർ എക്കോണമിയുടെ ഏത് പാർട്ടിലും നമുക്ക് എത്താൻ പറ്റും എന്നാണ് ഇവർ പറയുന്നത്. പക്ഷേ എൻ്റെ ഒരു ഒന്നുമില്ല എന്ന് പറയും. അത് മാച്ച് ആവില്ല. എക്കോസിസ്റ്റം ഈസ് പവർഫുൾ. അതൊരു ഭയങ്കര പവർഫുൾ ആണ്. നമുക്ക് നെറ്റ്വർക്ക് ഇപ്പോൾ കാനഡയിൽ നമുക്ക് ഒരാൾ ആക്സസ് ചെയ്യണമെന്ന് പറഞ്ഞാൽ ഇപ്പോൾ അടുത്തൊരു കോൾ ചെയ്തെടുക്കാൻ പറ്റും. ദാറ്റ്സ് നെറ്റ്വർക്ക് ഈസ് പവർഫുൾ. കമ്മ്യൂണിറ്റി നമുക്ക് എല്ലായിടത്തും. ഇതാണ് സംഭവം എക്കോസിസ്റ്റം. അപ്പോൾ അത് നമുക്ക് എന്തും ചെയ്യാൻ കഴിയുന്ന ഒരു സാഹചര്യം നമ്മൾ ഉണ്ടാക്കി. ഇതാണ് നമ്മൾ എക്കോസിസ്റ്റം എന്ന് പറഞ്ഞാൽ. ഇതിനു വേണ്ടി നമ്മൾ മുടക്കിയത് കോൺക്ലേവുകൾ, നാഷണൽ മീഡിയാസായിട്ട് ചേർന്ന് ഇന്ത്യ മുഴുവൻ കോൺക്ലേവുകൾ നടത്തുന്നു. ഇന്റർനാഷണൽ മീഡിയാസായിട്ട് ചേർന്നിട്ട് ഇപ്പോൾ GCC ഉൾപ്പെടുന്ന രാജ്യങ്ങളിൽ നമ്മുടെ കോൺക്ലേവുകൾ നടക്കുന്നു. എവറി പ്ലേസിൽ നമ്മുടെ കണക്ഷൻസ് ഇങ്ങനെ ചെയ്യാൻ. ഇതിനാണ് എക്കോസിസ്റ്റം എന്ന് പറയുന്നത്. ഇത് എങ്ങനെയാണ് കണക്ട് ചെയ്യുന്നതെന്ന് നമുക്ക് അറിയാം. പക്ഷെ എന്താണ് ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്നത്? പക്ഷേ ഒരാളൊരു 10 കോടി വന്ന് ഓഡിറ്റ് ചെയ്തിട്ട് ചോദിച്ചത് എവിടെ ഞാൻ ഇൻവെസ്റ്റ് ചെയ്യണം എന്ന് പറഞ്ഞാൽ അവർ ഇപ്പോൾ ടാൽറൂപ്പിൻ്റെ ഷെയർ കൊടുക്കൂല, അല്ലെങ്കിൽ അതൊരു വെഞ്ചറിൻ്റെ ഷെയർ കൊടുക്കൂല. എന്താ ചെയ്യണം? ഒരു കോമൺ LLP കൊണ്ടിടാൻ പറഞ്ഞ് ഇവരിടോ, ഇടില്ല. അപ്പോൾ അവിടെയാണ് നമ്മളെ കമ്മ്യൂണിറ്റി സപ്പോർട്ട് ചെയ്തത്. അവിടെ ഓഡിറ്റഡ് ഫണ്ടല്ല, അവരൊരു വിശ്വാസത്തിൻ്റെ പുറത്ത് ചെയ്ത് നമ്മളവരെ പറ്റിക്കില്ല എന്നുള്ള ഒരൊറ്റ വിശ്വാസത്തിൽ തന്നേന്. അവർക്ക് സത്യസന്ധമായിട്ട് അറിയില്ല നമ്മൾ എന്താ ചെയ്യണേന്ന്, നമ്മൾ എന്തായി ഉണ്ടാക്കുന്നതെന്ന് പോലും അവർക്ക് അറിയില്ല. പക്ഷേ അവർ തന്നു, ഒരു പാസീവ് ഇൻകം കിട്ടുമെന്ന് പറഞ്ഞ് തന്നു. അപ്പോൾ അവിടെയാണ് നമ്മളൊരു ഹൈ റിസ്ക് ആണ്. കാരണം ഈ ബിസിനസ്സിന് ലോസ് ആകാനുള്ള പെർമിഷൻ ഇല്ല, ഈ ബിസിനസ്സിന് തോക്കാനുള്ള പെർമിഷൻ ഇല്ല. കാര്യം പാവപ്പെട്ടവരുടെ ക്യാഷാണ്. അവർ കഷ്ടപ്പെട്ടുണ്ടാക്കി വെച്ച 1 ലക്ഷമാണ്, കഷ്ടപ്പെട്ടുണ്ടാക്കി വെച്ച 10 ലക്ഷമാണ്, അല്ലെങ്കിൽ ഒരു 50 ലക്ഷം രൂപയാണ്. ഇത് ബിസിനസ് ക്രൈസിസ് വന്നു, സ്ട്രഗിൾ വന്നു, വാർ വന്നു, പോയി എന്ന് പറയത്തില്ല. ഈ ക്യാഷ് തോൽക്കാനുള്ള പെർമിഷനേ ഇല്ല. അതായത് തോൽക്കാൻ പറ്റാത്ത ക്യാപിറ്റലാണ് നമ്മുടെ ഇരിക്കുന്നത്. അപ്പോൾ എന്ത് വന്നാലും 6 മാസം കൊണ്ട് തിരിച്ചു കൊടുക്കാൻ പറ്റണം. ഈ കളിയല്ലാത്തൊരു കളിക്ക് നമുക്ക് നിൽക്കത്തില്ല. എന്ത് ചെയ്താണെങ്കിലും നമ്മുടെ എഗ്രിമെൻറ്റ് പ്രകാരം എന്താണ്, റിട്ടേൺ ചോദിച്ചാൽ 6 മാസം നമുക്ക് പൈസ കൊടുക്കണം. അപ്പോൾ ഇതാണ് ഇവിടെ ഈ പറയുന്ന ബ്രാഞ്ചുകളുടെ കമ്മിറ്റ്മെൻറ്റ് തെറ്റുന്ന അവിടെയാണ്. കാര്യം എന്താണ്, അത് ട്രാൻസാക്ഷൻ തുടങ്ങുന്നതിന് മുമ്പ് ബ്രാഞ്ചുകൾ എക്സിറ്റ് കൊടുക്കുക എന്ന് പറഞ്ഞ സ്ഥലങ്ങളുണ്ട്. അവിടെയാണ് ശരിക്കും നമ്മുടെ എന്തിട്ടുണ്ട് ഫെയിൽ ആവുന്നത്. ബ്രാഞ്ചുകൾക്ക് April 1 മുതൽ ആക്സസ് ഇല്ല. ബ്രാഞ്ചുകൾക്ക് ആകെ വരാനുള്ള GCC എന്ന് പറയുന്ന ഫണ്ട് ആക്സസ് ചെയ്യാം. ബാക്കി ഇനി ആക്സസ് ഇല്ല. ഇനി ഫണ്ട് വാങ്ങാനുള്ള പെർമിഷനും ഇല്ല, ഇനി ഒന്നും ചെയ്യാൻ ആക്സസ് ഇല്ല. അപ്പോൾ ബ്രാഞ്ചുകൾ കൊടുത്ത കമ്മിറ്റ്മെൻറ്റ് GCCയിലെ ക്രൈസിസ് എഫക്റ്റ് ചെയ്തിട്ടുണ്ട്. കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ഫണ്ട് വന്നിട്ടേ അവർക്കത് കൊടുക്കാൻ കഴിയുള്ളൂ. പക്ഷേ അത് കുറച്ച് പേരേ ഉള്ളൂ, വളരെ കുറച്ച് പേരെ ബ്രാഞ്ചുകൾ ഈ ട്രാൻസിഷന് മുമ്പ് കമ്മിറ്റ്മെൻറ്റ് എടുത്തിട്ടുള്ളായിരുന്നു. ബാക്കിയുള്ളവർക്കുള്ള കമ്മിറ്റ്മെൻറ്റ്സ് ഒക്കെ എന്ത് ചെയ്യാൻ, ഈ പറയുന്ന ഈ നമ്മുടെ എക്കോസിസ്റ്റം കമ്പനി റിയൽ എസ്റ്റേറ്റിലേക്ക് മെർജ് ചെയ്യുമ്പോൾ അവരുടെ ഒക്കെ എക്സിറ്റ് കിട്ടും. കാര്യം റിയൽ എസ്റ്റേറ്റ് ക്യാപിറ്റൽ 6 to 9% ഉള്ളൂ.
അസറ്റ് ബാക്ക്ഡ് ഫണ്ട് ഉണ്ട്, അതുപോലെ റവന്യൂ ബാക്ക്ഡ് 12 to 18 ഉണ്ട്. എന്തായാലും കമ്പനിക്ക് ലാഭമാണ്. കാര്യം ഇവരെ മുഴുവൻ എക്സിറ്റ് ചെയ്താലും നമുക്ക് ലാഭമാണ്. പക്ഷെ നമ്മളൊരു ഫോഴ്സ്ഫുൾ എക്സിറ്റ് അല്ല, അവർക്ക് നമ്മൾ ഓപ്ഷൻസ് കൊടുക്കുന്നുണ്ട്, റിയൽ എസ്റ്റേറ്റിലേക്ക് മാറാനുള്ള ഓപ്ഷൻസ് നമ്മൾ കൊടുക്കുന്നുണ്ട്. അതല്ല അവർക്ക് അങ്ങനെ മാറാൻ താല്പര്യമില്ലെങ്കിൽ എക്സിറ്റ് കൊടുക്കുന്നുണ്ട്. പക്ഷേ അവിടെ നമ്മുടെ മുമ്പിൽ ഇൻവെസ്റ്റേഴ്സിന് മുമ്പിൽ 2 തെറ്റുകൾ വരും, ഒരു 2 ശരികളില്ല നമ്മുടെ കയ്യിൽ. കാര്യം നമ്മളെ സംബന്ധിച്ചിടത്തോളം അവരോട് കമ്മിറ്റ് ചെയ്ത ഒരു പാസീവ് ഇൻകം കൊടുക്കാമെന്നുള്ള സംവിധാനത്തിൽ എക്കോ സിസ്റ്റം ഡെവലപ്മെൻറ്റ് 2030 വരെ പറ്റുമെന്നാണ് പറഞ്ഞത്. പക്ഷേ നമ്മൾ 2026 സ്റ്റോപ്പ് ചെയ്യണം. 2030 നമ്മൾ 2030 വരെ എക്കോ സിസ്റ്റം ഫണ്ട് അക്സെപ്റ്റ് ചെയ്യുമെന്നും എക്കോ സിസ്റ്റം റിട്ടേൺ 2030 ശേഷം ഇവരാരും പ്രതീക്ഷിക്കുന്നില്ല. 2030 വരെ അവർ പ്രതീക്ഷിക്കുന്നുള്ളൂ. എക്കോ സിസ്റ്റം എന്തായാലും കമ്പനി വൈൻഡപ്പ് ചെയ്യുമെന്നുള്ളത് 2030 പറഞ്ഞിട്ടുണ്ട്. ആ 2030 വൈൻഡപ്പ് ചെയ്യുമെന്ന് പറഞ്ഞ കമ്പനി 2026 വൈൻഡപ്പ് ചെയ്യാൻ അത് അവർക്ക് ഷോക്കാണ്. കാര്യം ഇപ്പോൾ ഒരു പക്ഷേ 2018 ഇൻവെസ്റ്റ് ചെയ്ത ഇൻവെസ്റ്ററിന് ഷോക്കില്ല. കാര്യം എന്താണ്, 18 ഇൻവെസ്റ്റ് ചെയ്ത് 26 വരെ റിട്ടേൺ എടുത്തു, അല്ലെങ്കിൽ 21 ഇൻവെസ്റ്റ് ചെയ്ത്. കാര്യം എന്താണ്, 3 വർഷം ROI കിട്ടും. അപ്പോൾ 3 വർഷം ആയവർക്കൊന്നും എന്ത് ചെയ്തിട്ടില്ല, പ്രശ്നമില്ല, എന്തായാലും ഞാൻ ഇൻവെസ്റ്റ് ചെയ്ത് കിട്ടിയെന്നുള്ള. പക്ഷേ 1 വർഷം 2 വർഷം ആയവർക്കാണ് അയ്യോ ഞാൻ ഇൻവെസ്റ്റ് ചെയ്ത് മൊത്തം കിട്ടിയിട്ടില്ലല്ലോ എന്നൊരു സംവിധാനം ഉള്ളത്. അപ്പോൾ അവർക്ക് 2030 വരെയും മന്ത്ലി ഒരു പാസീവ് ഇൻകം കിട്ടുമെന്നൊരു പ്രതീക്ഷയാണ് സത്യത്തിൽ നമ്മൾ സ്റ്റോപ്പ് ചെയ്തത്. അതാണ് ഒന്നാമത്തെ തെറ്റ്. അത് നമ്മുടെ ഭാഗത്തുള്ള തെറ്റാണ്. ആ തെറ്റാണ്. രണ്ടാമതൊരു തെറ്റുണ്ട്, ഇതിന് സാച്ചുറേഷൻ ഹിറ്റ് ചെയ്ത് ഇങ്ങനെ ഇത് ഫെയിലായി പോയാലോ, ഇവരെ ക്യാപിറ്റൽ പോകും. അതാണ് തെറ്റ്. അപ്പോൾ ഒരു ചെറിയ തെറ്റും ഒരു വലിയ തെറ്റും ഉണ്ട്. ഏത് തെറ്റെടുക്കണമെന്നേ ഉള്ളൂ, ശരിയില്ല അവിടെ. ശരിയും തെറ്റും ആപേക്ഷികമാണെന്ന് പറയുന്ന പോലെ ഇവിടെ നമുക്ക് ശരിയെടുക്കാനുള്ള ഓപ്ഷൻ ഇല്ല, നമുക്കൊരു തെറ്റെടുക്കാനേ ഓപ്ഷൻ ഉള്ളൂ. അത് ഏത് തെറ്റെടുക്കണം എന്ന് ചോദിച്ചപ്പോൾ നമ്മൾ തീരുമാനിച്ചു 6 മാസം അവരെ ബുദ്ധിമുട്ടിക്കും, എന്നിട്ട് എന്ത് ചെയ്യുക, അവർക്ക് എക്സിറ്റ് കൊടുക്കുക എന്നുള്ള സംവിധാനം. ഈ ട്രാൻസാക്ഷൻ നമ്മളിപ്പോൾ ചെയ്തില്ലെങ്കിലുള്ള സംവിധാനം എന്താണ്, ഇത് പോകില്ല. ഇപ്പം നോക്കിയ വരെ ഫെയിലായിപ്പോയി. അപ്പോൾ നമ്മൾ വലിയ ജാടയൊന്നും കാണിച്ചുകൊണ്ടിരിക്കരുത്. കാര്യം ഒരു LLPയുടെ ക്യാപിറ്റലാണ് ഇത് മൊത്തം നിൽക്കുന്നത്. ഓഡിറ്റുകളെല്ലാം ഫെയിലാവും. ഈവൻ ഗവൺമെൻറ് ഓർഗനൈസേഷനൊക്കെ നമ്മളുമായിട്ട് പാർട്ണർ ചെയ്യണമെന്നുണ്ട്, പക്ഷേ ഇവർക്ക് പാർട്ണർ ചെയ്യാൻ പറ്റുന്നില്ല. കാര്യം എന്താണ്, കമ്മ്യൂണിറ്റി ഫണ്ടാണ് ഇവിടെ കിടക്കുന്നത്. ഈ ഒരു കമ്മ്യൂണിറ്റിയിലാണ് നിൽക്കുന്നത്. ഇത് നാളെ എന്തെങ്കിലും സംഭവിച്ചു പോയാലോ, നാളെ എന്തെങ്കിലും സംഭവിച്ചു, എല്ലാവർക്കും നിങ്ങൾ ചെയ്യുന്ന കോൺസെപ്റ്റൊക്കെ സൂപ്പറാണ്, പക്ഷേ എന്താണ് ഒരു പ്രശ്നമുണ്ട് നിങ്ങൾക്ക്. അത് പറയാതെ ആളുകൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഇത് പറയുന്നൊരു സംഭവമുണ്ട്. അപ്പോൾ അവിടെ നമുക്ക് സ്ട്രിക്ട്ലി ഓഡിറ്റ് ചെയ്തേ പറ്റുള്ളൂ. ഇത് സെപ്പറേറ്റ് ആയിട്ട് ഓരോന്നിനെ ഓരോ ബേസിലേക്ക് മാറ്റിയേ പറ്റൂ. ഇതിന് സെപ്പറേറ്റ് ആയിട്ട് ഇതിൻ്റെ ഒരു സംശയത്തിൻ്റെ ഫീൽ ഉണ്ടല്ലോ, അത് നമുക്ക് മാറ്റിയെടുത്തേ പറ്റുള്ളൂ. അപ്പോൾ അതിന് വേണ്ട ഒരു സാഹചര്യം നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഫണ്ടിങ് സ്റ്റോപ്പ് ചെയ്യണം. ഇതാണ് ഒന്നാമത്തെ ഓപ്ഷൻ. നമ്മൾ സംശയത്തിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ ഒരു സിസ്റ്റത്തിനെ സൂപ്പർബ് ആക്കണം, ഓഡിറ്റഡ് ആക്കണം. അതിന് ആ ലെവലിലേക്ക് വെഞ്ചർ ഡിറ്റാച്ച് ചെയ്യണമെങ്കിൽ നമ്മളിത് ചെയ്തേ പറ്റും. ആദ്യം ചെയ്യേണ്ടതാണ് ഫണ്ട് സ്റ്റോപ്പ് ചെയ്യണം. മാർക്കറ്റിൽ നിന്ന് ഇനി ഫണ്ട് വാങ്ങാനേ പാടില്ല. ഇതാണ് ഒന്നാമത്തെ സംവിധാനം. അതാണ് ഫസ്റ്റ് ചെയ്തത്. രണ്ടാമത്തെ സംവിധാനം എന്താണ്, ഇതിൻ്റെ ട്രാൻസിഷൻ ഡിറ്റാച്ച്മെൻറ്റ് എല്ലാം വെഞ്ചേഴ്സ് ഡിറ്റാച്ച് ചെയ്യണം, റീജിയണൽ ബേസ് ഡിറ്റാച്ച് ചെയ്യണം, എല്ലാം ഡിറ്റാച്ച് ചെയ്ത് ഇൻഡിപെൻഡൻ്റ്ലി നമ്മൾ എന്ത് ചെയ്യണം, മാറ്റിയെടുക്കണം. ഇതൊരു 6 മാസത്തെ എഫേർട്ടാണ്. അപ്പോൾ റിയൽ എസ്റ്റേറ്റ് ക്യാപിറ്റൽ വരുമ്പോൾ ഇൻവെസ്റ്റേഴ്സിന് ഓപ്ഷൻ നമ്പർ 1, നിങ്ങൾക്ക് റിയൽ എസ്റ്റേറ്റിൻ്റെ ലോങ് ടൈം ഓപ്ഷനിലേക്ക് പോകണം. അല്ല, നിങ്ങൾക്ക് റിയൽ എസ്റ്റേറ്റിൻ്റെ ആനുവൽ ഡിവിഡൻഡ് ഓപ്ഷനിലേക്ക് പോകണം. അതല്ല, നിങ്ങൾക്ക് ക്യാപിറ്റൽ റീഫണ്ട് എടുക്കണം. 3 ഓപ്ഷനെ നമ്മുടെ ഇൻവെസ്റ്റേഴ്സിന് കൊടുക്കാൻ പറ്റും. അപ്പോൾ നമ്മളെടുത്ത ശരിയെന്ന് പറഞ്ഞാൽ 2 തെറ്റുകൾ, ആ തെറ്റുകളിൽ ഏറ്റവും ചെറിയ തെറ്റ് ഏതാണോ അതെടുത്തു എന്നുള്ളതാണ് നമ്മുടെ ഇപ്പോഴത്തെ എന്ത് ചെയ്തിട്ടുണ്ട് ശരി. അപ്പോൾ ഇൻവെസ്റ്റേഴ്സിന് എഫക്റ്റ് ചെയ്തിട്ടില്ലെന്ന് വെച്ചാൽ 90% ഇൻവെസ്റ്റേഴ്സും അക്സെപ്റ്റബിളാണ്. കാര്യം അവർ മനസ്സിലാക്കുന്നുണ്ട്. കാര്യം എന്ന് പറഞ്ഞാൽ അവർക്ക് അറിയാം നമ്മുടെ പാസ്റ്റ് ഹിസ്റ്ററീസൊക്കെ, നമ്മൾ എന്താണ്, കാര്യം എന്താണ്, നമ്മൾ ഓരോരുത്തരടുത്ത് പോയി കഥ പറഞ്ഞു വാങ്ങിയതാണ്. നമ്മൾ കോൺക്ലേവുകളും കോൺഫറൻസുകളും നടത്തി അവരോട് പോയി ഡയറക്റ്റ് സംസാരിച്ചിട്ടും ആരെങ്കിലും വെച്ച് പിരിച്ച പൈസ അല്ല, നമ്മളും അവരും തമ്മിൽ അവർക്ക് അറിയാം. അപ്പോൾ ആളുകൾ പറയുന്ന ഒരു സംവിധാനം എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്തായാലും പറ്റിച്ചുകൊണ്ട് പോകില്ല എന്നറിയാം. നിങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ടെങ്കിലും നിങ്ങളെന്തെങ്കിലും പരാജയപ്പെട്ടു പോകണമെങ്കിലേ ഉള്ളൂ, അല്ലാണ്ട് നിങ്ങൾ എന്തെയില്ല പറ്റിച്ചുകൊണ്ട് പോകില്ല എന്നറിയാം. ആ ഒരു വിശ്വാസം നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ എൻ്റെ അടുത്ത് എല്ലാവരും ചോദിക്കുന്ന സംവിധാനമുണ്ട്, നമ്മുടെ ടീമൊക്കെ ചോദിക്കും, സാർ ഒരു വിസ എടുത്തെങ്കിൽ ഇത്രയും പാടില്ല, ഓരോ രാജ്യത്തെ വിസിറ്റിംഗ് വിസയിൽ പോകുന്ന സംഭവം. ഞാൻ പറഞ്ഞിട്ടുണ്ട്, എൻ്റെ കമ്മ്യൂണിറ്റി ഫണ്ട് ഇരിക്കുന്നിടത്തോളം കാലം ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, എനിക്ക് ഒരു കാരണവശാലും ഞാൻ ഒരു രാജ്യത്ത് ഒരു വിസ എടുക്കില്ല. ഞാൻ എല്ലാ രാജ്യത്തും വിസിറ്റിംഗ്, എന്തോ സ്ട്രഗിളാണെന്നറിയാം, എന്ത് ബുദ്ധിമുട്ടാണ് ഈ വിസിറ്റിംഗ് വിസ ഓരോ പ്രാവശ്യം എടുത്ത് അത് നിരന്തരം ട്രാവൽ ചെയ്യുമ്പോൾ. കാരണം ഞാൻ പറയുന്ന സംവിധാനം ഇതൊരു ട്രസ്റ്റ് ബേസ്ഡ് സംവിധാനമാണ്. ഒരു മൊമെൻറ്റിൽ പോലെ അത് ഗവൺമെൻറ്റിന് സംശയം തോന്നുന്നു, ഇനി ഇതെല്ലാം കൂടെ എടുത്തിട്ട് വേറെ ഏതെങ്കിലും രാജ്യം വിട്ടു, ഇതാണല്ലോ ട്രെൻഡ്. ആളുകളുടെ നിന്ന് പൈസ വാങ്ങുന്നു, എന്നിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, എന്നിട്ട് ഏതെങ്കിലും രാജ്യത്ത് പോയി സെറ്റിൽ ആവുന്നു. ഇതല്ല, നമുക്ക് വേറെ ഒരു രാജ്യത്തും വിസയില്ല, ഒരു സംവിധാനമില്ല, ഇവിടെ തന്നെ ഉണ്ടാവും, മനസ്സിലല്ലേ, എന്തായാലും ഇവിടെ തന്നെ ഉണ്ടാവും എന്ന് പറയുമ്പം നമ്മൾ അവർക്ക് കൊടുക്കുന്ന ഒരു ട്രസ്റ്റ് ഉണ്ട്. പക്ഷേ ഇതൊരു സ്ട്രഗിളാണ്, ഇതൊരു ട്രാൻസിഷനാണ്, നിങ്ങൾ കൂടെ നിന്നേ പറ്റൂ. കാര്യം ഇവിടെ കഥാപ്രസംഗത്തിന് പ്രസക്തിയില്ല. ഇവിടെ അവരെ സംബന്ധിച്ചിടത്തോളം അവർ ഇൻവെസ്റ്റ് ചെയ്ത് എന്താണ്, ഒരു പക്ഷേ നമ്മുടെ ഈ സ്വപ്നം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണോ, അല്ല, അവർക്കൊരു പാസീവ് ഇൻകം കിട്ടാൻ വേണ്ടി. അത് 2030 വരെ നമ്മൾ കമ്മിറ്റ് ചെയ്തതാണ്. പക്ഷേ 2030 ഇനി കൊണ്ടുപോകത്തില്ല.
26 സ്റ്റോപ്പ് ചെയ്യുന്നത്. കാര്യം നമ്മളുടെ പോയിന്റ് ഓഫ് വ്യൂ എന്താണ്, 2030 നമ്മൾ റീച്ച് ചെയ്യേണ്ട സംവിധാനം 2024 റീച്ച് ചെയ്തു എന്നാണ്. കാര്യം നമുക്ക് ഇന്ന് എന്താണ് ആക്സസ് ചെയ്യാൻ പറ്റാത്ത, ഏതൊരു വെഞ്ചർ ചെയ്യണമെങ്കിൽ ഇപ്പം ഗുജറാത്തിൽ നമ്മുടെ ഒരു അസറ്റ് മാനേജ്മെന്റ് കമ്പനി ചെയ്യണം എന്ന് പറഞ്ഞാൽ നമ്മളെ കൊണ്ട് പറ്റും. അസറ്റ് മാനേജ്മെന്റ് കമ്പനിയുടെ ലൈസൻസ് ഗുജറാത്ത് ഗിഫ്റ്റ് സിറ്റിയിൽ എടുക്കണം വെച്ചാൽ നമ്മളെ കൊണ്ട് എടുക്കാൻ പറ്റും. എന്താണ് വേണ്ടത്, സെബിയുടെ എന്ത് വേണം, RBIയുടെ എന്ത് വേണം, അല്ലെങ്കിൽ ഇപ്പം നമ്മളിപ്പം SBI നിന്ന് റിട്ടയർഡ് ആയിട്ടുള്ള ആളുകളെയും അല്ലെങ്കിൽ സെബിയിൽ നിന്ന് റിട്ടയർഡ് ആയിട്ടുള്ള ആളുകളെയും MCA നിന്ന് റിട്ടയർഡ് ആയിട്ടുള്ള ആളുകളെ ആരെ വെച്ചിട്ടാണോ നമുക്കൊരു സംവിധാനം ചെയ്യാൻ പറ്റും. എന്താ ഇല്ലാത്ത ഇപ്പോൾ സുപ്രീം കോടതിയിലെ ഏറ്റവും ബെസ്റ്റ് ലീഗൽ ടീം ഉൾപ്പെടെ എല്ലാ സംവിധാനങ്ങളും ഉണ്ട്. ഇതല്ലേ നമ്മൾ പറഞ്ഞ എക്കോസിസ്റ്റം. ആ എക്കോസിസ്റ്റം 2030 ആകുന്നല്ലേ നമ്മൾ പറഞ്ഞത്. ആ സംവിധാനം 2026 മാത്രമല്ല സാച്ചുറേഷനായി. ഇനി വലിച്ചു നീട്ടി പോയതെല്ലാം കൂടെ പൊളിഞ്ഞ് താഴെ വീഴും. അപ്പോൾ ഇത് നിർത്തിയേ പറ്റൂ എന്നൊരു സംവിധാനമുണ്ട്. അപ്പോൾ അവിടെ വലിയ തെറ്റെടുക്കണോ ചെറിയ തെറ്റെടുക്കണോ എന്നുള്ളൊരു ഓപ്ഷനേ ഉള്ളൂ. ശരിയെടുക്കാനുള്ള ഓപ്ഷനില്ല. കാര്യം എന്ത് ചെയ്താലും അത് ഇൻവെസ്റ്റേഴ്സിന് എഫക്റ്റ് ചെയ്യും. അവർ പാസീവ് ഇൻകം എക്സ്പെക്ട് ചെയ്യുന്ന ആളുകളുണ്ട്. അതിൽ മെഡിസിൻസ് വാങ്ങാനൊക്കെ വേണ്ടി ചെയ്ത ആളുകളുണ്ട്. അവരെ പ്രൊട്ടക്ട് ചെയ്യാനുള്ള ഒരു സംവിധാനമാണ് ചെയ്തത്. അതിനാണ് സത്യത്തിൽ എന്തിട്ടാണ് JCS എന്നൊരു ഫണ്ടിനെ മാറ്റി വെച്ചത്. അതിലാണ് നമ്മൾ ഭയങ്കരമായിട്ട് സ്ട്രഗിൾ ചെയ്യുന്നത്. അതിപ്പം മേക്കപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. കാര്യം എന്ന് പറഞ്ഞാൽ ഈ JCCയുടെ ഫണ്ട് ഭയങ്കര ഒരുപാട് എലിമെൻറ്റുകളെ കണക്ട് ചെയ്തു. കാരണം ഈ ട്രാൻസിഷൻ വരുമ്പോൾ ഫണ്ട് പൂർണ്ണമായിട്ട് മാർക്കറ്റിൽ നിൽക്കുമെന്നും പക്ഷേ ഇത്ര ഫണ്ടുകൾ കൊടുത്തേ പറ്റുള്ളൂന്നും അത് നമുക്ക് ഇവിടെ നിന്ന് വരുമെന്നുള്ളൊരു സംഭവം. കാര്യം ഒരു 10 കോടി വന്നു, അടുത്തൊരു 10 കോടിയും കൂടെ വന്നാൽ തീർന്ന പ്രശ്നങ്ങൾ. കാര്യം നമ്മുടെ ഇപ്പോഴത്തെ ഞാൻ മൊത്തം ക്രൈസിസും 6 കോടി 67 ലക്ഷം അങ്ങനെ എന്തോ ഒരു സംവിധാനമാണ് എമർജൻസി നമ്മൾ കമ്മിറ്റ് ചെയ്തേക്കുന്ന പൈസ. ഫസ്റ്റ് 10 കോടി വന്നിരുന്നെങ്കിൽ ആ സംവിധാനം മാർച്ച് 15 വരേണ്ടതാണ്. ഏപ്രിൽ 15 വന്നില്ല, ഇപ്പോൾ ജൂലൈ 15. പക്ഷേ ആ ക്രൈസിസ് അത്രയല്ലേ ഉള്ളു. ക്രൈസിസ് അതങ്ങ് എടുക്കുക എന്നുള്ളതേ ഉള്ളൂ. അത് എടുക്കുക, അത് സോൾവ് ചെയ്യുക. ബാക്കി സംവിധാനം നമ്മൾ പറഞ്ഞൊരു ഹ്യൂജ് സംവിധാനം ഉണ്ടല്ലോ, അതിലേക്ക് നമ്മൾ എത്തുക. ആ എത്തണമെങ്കിൽ ഈ അനിവാര്യമായ ചേഞ്ച് ചെയ്തേ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ അവർക്ക് ഇൻവെസ്റ്റേഴ്സ് നമ്മൾ ഒരുക്കി കൊടുത്ത ഇപ്പോൾ നമ്മുടെ 15-ാം തീയതി നമ്മുടെ ആപ്പ് റിലീസാണ്. ഒറ്റ സെൻട്രലൈസ്ഡ് ആപ്പ്. അതിൽ അവർക്ക് എന്ത് ചെയ്യാം, ഫുള്ള് കാണാം. ഒരു ആപ്പ് എടുത്താൽ മതി, ഒറ്റ ഹെൽപ്പ് ലൈൻ നമ്പർ, ക്ലിക്ക് കോൾ കഴിഞ്ഞു. മറ്റത് ഓരോരുത്തരെ വിളിക്കണം. കാര്യം വ്യക്തികളാണ് ഹാൻഡിൽ ചെയ്തുകൊണ്ടിരുന്നത്. ഓരോ ബ്രാഞ്ചുകളും വ്യക്തികളാണ്. 22 ബ്രാഞ്ചുകളും വ്യക്തികളാണ്. ആ വ്യക്തികളെയാണ് അവർക്ക് അറിയാവുന്നത്. അവർ കമ്പനിയായിട്ട് അത്ര കണക്ട് ഇല്ല. നമ്മളൊക്കെ ഒന്ന് പ്രസന്റ് ചെയ്യുകയാണെങ്കിലും ഓരോ ബ്രാഞ്ചായിട്ടാണ് കണക്ട് ആയിട്ട്. ഇപ്പം നമ്മൾ അവരെ ഒരു സെൻട്രലൈസ്ഡ് സംവിധാനത്തിലേക്ക് കൊണ്ടുവരികയാണ്. പക്ഷേ ഒരു ഹാർഡ് പ്രോസസ്സാണ്. 6 മാസം. പിന്നെ പൈസയ്ക്ക് ഒരു പ്രത്യേകത ഉണ്ട്. പൈസ കൊടുത്താൽ എല്ലാം അങ്ങ് മറക്കും. അതുവരെ സംസാരിച്ചിരുന്ന രീതികൾ നമ്മൾ നോർമലി സംസാരിക്കുകയുള്ളൂ. അവർക്ക് എന്ത് സംസാരിക്കാനുള്ള ഫ്രീഡം നമ്മൾ കൊടുത്തിട്ടുണ്ട്. കാര്യം എന്ന് പറഞ്ഞാൽ അവരുടെ ക്യാഷാണ്. അവർക്ക് ഹാർഡ് കഷ്ടപ്പെട്ടുണ്ടാക്കിയ പൈസ നമ്മുടെ തന്നിട്ടുണ്ട്. അപ്പം നമ്മളുടെ എക്കോസിസ്റ്റം ഡെവലപ്മെൻറ്റും ക്രൈസിസും വാറും ഇതൊന്നും അവരറിയേണ്ട ആവശ്യമില്ല. എൻ്റെ പൈസ ഇട്ട് എനിക്ക് പൈസ തരണം, അല്ലെങ്കിൽ നിങ്ങൾ പൈസ തിരിച്ചു തരണം. ഈ 2 കാര്യം. പക്ഷെ അവർ പൈസ കൊടുത്താൽ അവരുമായിട്ടുള്ള ബന്ധം തീരും എന്നുള്ളതാണ് നമ്മുടെ സംഭവം. പക്ഷെ ബന്ധം തീർന്നാലും നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ പറഞ്ഞൊരു സംഭവമുണ്ട്, നിങ്ങളുടെ ക്യാപിറ്റലിൽ ഉണ്ടാക്കിയ സ്റ്റാർട്ടപ്പുകളുടെയൊക്കെ 5% ഷെയർ ഇവിടെ ഇരിപ്പുണ്ട്. അത് എക്സിറ്റ് ചെയ്യുന്ന സമയത്ത് അത് നിങ്ങൾക്ക് കിട്ടും. അത് ബോണസാണ്. പക്ഷേ അവർക്കറിയില്ല. അവർക്ക് ഈ ഡിജിറ്റൽ അസറ്റും അതിൻ്റെ വാല്യൂം അതിൻ്റെ സംഭവം ഒന്നും അറിയില്ല. നമ്മൾ അവിടുത്തെ പറഞ്ഞിട്ടുമില്ല. പക്ഷേ നിങ്ങൾക്ക് എക്സിറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ബെനിഫിറ്റ് ഉണ്ട്. ഏതൊരു കമ്പനി വന്നാലും ഇപ്പോൾ ഒരു കമ്പനിയിൽ 1000 കോടി ഹിറ്റ് ചെയ്താൽ ഒരു 5% ചേർന്ന് 80 കോടി ഉണ്ടാവും. അതെല്ലാവർക്കും വീതിച്ച് കിട്ടും. എല്ലാവർക്കും കിട്ടും. ഈ 250 CR ചെയ്ത ആളുകൾക്കും എന്ത് ചെയ്യും, അതിൻ്റേതായ ബെനിഫിറ്റുകൾ അവർക്ക് എന്ത് ചെയ്യും കിട്ടും. അപ്പോൾ അതൊരു സൈഡിൽ നടക്കുന്നു. ഈ ട്രാൻസിഷൻ മറ്റൊരു സൈഡിൽ നടക്കുന്നു. ഓൾമോസ്റ്റ് അവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് ഇങ്ങനെ നിൽക്കുന്നു. 90% ആളുകൾക്കും ഒരു പ്രശ്നമില്ല. 10% ആളുകളെ സംബന്ധിച്ചിടത്തോളം അത് ഏത് കാര്യത്തിലായാലും അവർക്ക് ഒരുപാട് നമ്മൾ സംസാരിക്കുന്നതോ മനസ്സിലാക്കുക, അവരതൊന്നും കേൾക്കാനും തയ്യാറല്ല. മാസം ഇട്ട് എത്ര കിട്ടോ, എത്ര കിട്ടും, ഇത്രയുള്ള സംഭവം കിട്ടിയില്ലേ, ആങ്കി പൈസ. ഇതിനപ്പുറമുള്ള നമ്മളുടെ ഫാക്ട്സും നമ്മുടെ സംവിധാനങ്ങളൊന്നും അറിയണ്ട. ഞാനാ വാറുണ്ടാക്കിയത്. പിന്നെ അതിൻ്റെ ചോദ്യമൊന്നുമില്ല. ഞാൻ ട്രംപിൻ്റെ അടുത്ത് പറഞ്ഞ് വാറുണ്ടാക്കാം, ഞാനല്ലോ പറഞ്ഞത് അപ്പോൾ എൻ്റെ പൈസ ഇങ്ങോട്ട് എന്ന് പറയുമ്പോൾ നമ്മളത് കേട്ടേ പറ്റും. അവിടെ നമ്മൾ വെറുതെ ലോജിക്കലായിട്ട് നമ്മൾ അവരടുത്ത് പറഞ്ഞിട്ടോ അല്ലെങ്കിൽ ഇമോഷൻ പറഞ്ഞിട്ടോ കാര്യമില്ല. എത്രയും പെട്ടെന്ന് ഫണ്ട് കൊണ്ടുവന്ന് കൊടുക്കുക എന്നതിനപ്പുറത്തേക്ക് നമുക്ക് കഥകളൊന്നും ഇല്ല. നമുക്ക് വലിയ റോളില്ല, സംസാരിക്കാനുള്ള സംവിധാനങ്ങളില്ല. കാരണം അങ്ങനെ സ്ട്രിക്ട്ലി ബിസിനസ് പറഞ്ഞ് വാങ്ങിയ ഫണ്ടും അല്ലത്. ഇതൊരു എക്കോസിസ്റ്റമാണ്. നിങ്ങൾ ചെയ്തോ, നമ്മൾ നിങ്ങൾക്ക് തരാം, നമ്മൾ നിങ്ങളെ പറ്റിക്കൂല എന്ന് പറഞ്ഞത്. അതല്ലാണ്ട് ഇതിൽ നിന്നാണ് ഇത്ര അസറ്റ്സ് ഉണ്ടാക്കും, ഇതിൻ്റെ ROIയുടെ സംവിധാനം, ഇതൊന്നും ഇവർക്കറിയില്ല. സാധാരണക്കാരാണ്. എന്നുവെച്ചാൽ നമ്മൾ വാങ്ങിയത് ഇല്ലീഗലല്ലെന്നേ ഉള്ളൂ. നമ്മൾ ലീഗലായിട്ടാണ് വാങ്ങിയത്, ലീഗലി എല്ലാ സംവിധാനങ്ങളും ചെയ്തിട്ടുണ്ട്, ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും ആ ക്യാഷിനോട് നമുക്ക് എന്തിട്ടുണ്ട്, ഇത് ബിസിനസ്സാണ്, ഇങ്ങനെയൊക്കെയാണെന്ന് പറയാനുള്ള ഒരു സംവിധാനമില്ല. സത്യത്തിൽ ഒരു ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്താൽ അതോടുകൂടി ആ ബിസിനസ് ഫെയിൽ ആയ ക്യാഷ് പോയി എന്നാണ്. അതാണ് ഇൻവെസ്റ്റ്മെൻറ്റ്സ്. പക്ഷേ ഇവരാരും ഇൻവെസ്റ്റർ അല്ല. ഇവർക്കൊരു കൈൻഡ് ഓഫ് കടം തന്നിട്ടുള്ള ആളുകളാണ്. കടം തന്നിട്ട് തിരിച്ചു വയ്ക്കുമ്പോൾ തരണം കേട്ടോ, എൻ്റെ മാസം എനിക്കൊരു വരുമാനം തരണം എന്നതിനപ്പുറത്തേക്ക് ഇൻവെസ്റ്റ്മെൻറ്റോ ബിസിനസ്സുകളോ അതിൻ്റെ മാർക്കറ്റ് റിസ്ക്കോ മാർക്കറ്റിൻ്റെ പ്രോബ്ലംസോ ഇതൊന്നും അറിയുന്നവരുമല്ല. അപ്പോൾ ഒന്നുകിൽ നമ്മൾ വലിയ ഡയലോഗ് അടിക്കണമെങ്കിൽ നമ്മൾ അങ്ങനെയുള്ളവരെയൊന്നും പൈസ വാങ്ങരുത്. നമ്മളെന്ത് ചെയ്യണം, പ്രൊഫഷണലി ഇൻവെസ്റ്റ്മെൻറ്റ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾ ഇൻവെസ്റ്റർ എന്ന് പറഞ്ഞാൽ ആരാണ്, 1 കോടി അസറ്റ് ഉണ്ടെങ്കിൽ 10 ലക്ഷം ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരാളാണ് ഇൻവെസ്റ്റർ. അപ്പോൾ അയാളെ സംബന്ധിച്ചിടത്തോളം ഈ 10 ലക്ഷം പോയാലും പ്രശ്നമില്ല. നേരെ മറിച്ച് ആകെ ഉള്ള 10 ലക്ഷം സ്വത്തായിട്ടുള്ള 10 ലക്ഷം എടുത്ത് തന്നിട്ട് അയാൾ പോണെങ്കിൽ പോട്ടെ എന്ന് പറയാൻ പറ്റും. അയാൾക്ക് തീയുണ്ടോ, ആദ്യം ഉണ്ടാവും. നമ്മുടെ ട്രാൻസിഷൻ്റെ കഥയെന്ന് ഇവർക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. പക്ഷേ നമ്മൾ അവരുടെ പൈസ കൊടുക്കുമെന്നുള്ളതുകൊണ്ട് നമുക്ക് ടെൻഷനില്ല. എന്തായാലും തരും കേട്ടോ. കാര്യം നമ്മൾ എഗ്രിമെൻറ്റ് പറഞ്ഞിട്ടുണ്ട് 6 മാസത്തെ സംവിധാനം. ആകെ പ്രോബ്ലം എന്താ ഉള്ളത്, ഈ ട്രാൻസിഷൻ തുടങ്ങുന്നതിന് മുമ്പ് കമ്മിറ്റ് ചെയ്തിട്ട് GCC ഫണ്ട് വരാത്ത ബ്രാഞ്ചുകൾക്കേ ഉള്ളൂ. അത് വളരെ
കുറച്ച് തുച്ഛമായ സംവിധാനമല്ല. അവരുടെ അടുത്ത് മാത്രം പേഴ്സണലി നമ്മളൊന്ന് സംസാരിച്ച് പിടിച്ച് വെക്കണം. ബാക്കിയുള്ളവരൊക്കെ എന്താണ് ഒക്ടോബറിൽ കൊടുത്തു കഴിഞ്ഞാൽ അത് തീരും. അപ്പോൾ ഇൻവെസ്റ്റേഴ്സിന് നമ്മൾ ഏറ്റവും അധികം നമ്മളെ സപ്പോർട്ട് ചെയ്ത ഇൻവെസ്റ്റേഴ്സ്, ആ ഇൻവെസ്റ്റേഴ്സിന് ഈ ക്രൈസിസ് എഫക്റ്റ് ചെയ്തിട്ടില്ലെന്ന് വെച്ചാൽ ഓഫ് കോഴ്സ് എഫക്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം 2030 എഫക്റ്റ് ചെയ്യേണ്ടത് 2026 എഫക്റ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. ഇതെങ്ങനെ റിസോൾവ് ചെയ്യുന്നത് വെച്ചാൽ ക്യാപിറ്റൽ കിട്ടുമ്പോൾ പ്രശ്നം കഴിഞ്ഞു. ക്യാപിറ്റൽ അവർക്ക് തിരിച്ചു കിട്ടുന്ന സമയത്ത് അവർക്ക് വേണമെങ്കിൽ റിയൽ എസ്റ്റേറ്റിൽ കണ്ടി, നിർബന്ധമില്ല റിയൽ എസ്റ്റേറ്റ്. കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾക്ക് നിർബന്ധമില്ല നിങ്ങൾ റിയൽ എസ്റ്റേറ്റ് നിർബന്ധമായിട്ട് തുടരണമെന്നില്ല. കാര്യം അവരുടെ ക്യാപിറ്റൽ 24-26% ക്യാപിറ്റൽ, റിയൽ എസ്റ്റേറ്റ് 6-9 അല്ലെങ്കിൽ 12-18 നിൽക്കുക. അപ്പോൾ വെറുതെ നമ്മൾ ഓവർ ബേർഡൻ പിടിച്ച് വെക്കേണ്ട, ഇമോഷൻസ് കാണിച്ച് ഓവർ ബേർഡൻ പിടിച്ച് വെക്കേണ്ട. പക്ഷേ ഫോഴ്സ്ഫുൾ എക്സിറ്റ് അല്ല, വേണമെങ്കിൽ നിൽക്കാം. ഇഷ്ടമുണ്ടെങ്കിൽ തുടർന്ന് നിങ്ങൾക്ക് വേണ്ടി മാത്രമായിട്ട് നമ്മൾ 2 ക്ലാസ്, ഒരു ബിയും സിയും ഇട്ടിട്ടുണ്ട്. അതല്ലെങ്കിൽ എന്ത് ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് എക്സിറ്റ് ചെയ്യാനുള്ള ഓപ്ഷനും ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇൻവെസ്റ്റേഴ്സിനും കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് ക്ലിയർ ആക്കുക, എത്രയും പെട്ടെന്ന് സെറ്റിൽ ചെയ്യുക എന്നുള്ളത് മാത്രമായി ഈ ട്രാൻസിഷൻ്റെ ഒരു ഓപ്ഷൻ. ഇപ്പം പറഞ്ഞൊരു പോയിന്റിൽ തന്നെ ചോദിക്കാനുള്ളത്, അതായത് ഈ പറയുന്ന പോലെ നമ്മൾ എല്ലായിടത്തും എല്ലായ്പ്പോഴും എല്ലാവരും പറയുന്നതാണ് ഇത് വളരെ വലിയൊരു മിഷനാണ്, അല്ലെങ്കിൽ ഇത്രയും ഒരു വിഷണറി ആയിട്ടുള്ളൊരു തോട്ട് അല്ലെങ്കിൽ ഗോൾ പറയുമ്പോൾ എപ്പോഴും ആൾക്കാരെ നമ്മൾ അപ്രിഷ്യേറ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ്. എന്നാൽ എപ്പോഴും ഒരു പക്ഷേ വരും, എന്നാൽ ഇതിലെന്തോ കുറച്ച് ദുരൂഹതകളുള്ള പോലെ അല്ലെങ്കിൽ കുറച്ച് സംശയങ്ങളുള്ള പോലെ. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ പോലെ ഏത് ബിസിനസ് ചെയ്യുന്ന എന്തായാലും ഒരു ഡിഫിക്കൽട്ട് പ്രോസസ്സാണ്. ഈ എക്കോസിസ്റ്റം എന്നൊക്കെ പറഞ്ഞാൽ എക്സ്ട്രീംലി ഹാർഡായിട്ടുള്ളൊരു പ്രോസസ്സാണ്. അപ്പോൾ അതിൽ ഇങ്ങനത്തെ കുറച്ച് എലിമെൻറ്റ്സ്, ഈ പറഞ്ഞ പോലെ സംശയവും ഡൗട്ടുകളും അല്ലെങ്കിൽ ദുരൂഹതകളൊക്കെ പറയുന്ന ആ ഒരു ഫാക്ടർ ഇല്ലായിരുന്നെങ്കിൽ ഇത് കുറച്ചുകൂടി ഈസി ആവുമായിരുന്നു, അല്ലെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ ആവുമായിരുന്നു എന്നൊരു ഫീലിംഗ് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? ശരിക്ക് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പറയുന്നതിൽ എന്താണ് ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ളത് എന്നൊരു ചോദ്യമുണ്ട്. മനസ്സിലായി? നമ്മൾ പറയുന്നത് എന്താണ്, കേരളം സിലിക്കൺ വാലി ആക്കും എന്നുള്ളതാണ്. ഓക്കെ, അതിൽ നിങ്ങൾക്ക് എന്താ ബിസിനസ് ബെനിഫിറ്റ് എന്ന് ചോദിക്കുക. നിങ്ങളിപ്പോൾ സിലിക്കൺ വാലി ആക്കുവാണെങ്കിൽ ഇപ്പോൾ ഗവൺമെൻറ്റിൻ്റെ ഗ്രാൻഡ് കൊണ്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ കോർപ്പറേറ്റിൻ്റെ CSR കൊണ്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ ഏതെങ്കിലും കമ്പനികളുടെ സ്പോൺസർഷിപ്പ് കൊണ്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ ഒരു ഫിലാന്ത്രോപ്പിക് ക്യാപിറ്റലിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ ഒരു പബ്ലിക് ഡൊണേഷനിൽ ചെയ്യുന്നു. അല്ലല്ലോ, നിങ്ങൾ ഇൻവെസ്റ്റ്മെൻറ്റ്സ് റൈസ് ചെയ്തിട്ട് കേരളം സിലിക്കൺ വാലി ആക്കണം എന്ന് പറയുന്നത് നിങ്ങൾക്ക് എന്താ വല്ല പ്രശ്നമുണ്ടോ എന്നല്ലേ ചോദിക്കുള്ളൂ. അപ്പം ഇതിൻ്റെ അകത്തുള്ള മിഷൻ സംഭവം, എൻ്റെ കേരളത്തിൽ 140 സ്റ്റാർട്ടപ്പുകൾ ഉണ്ടാക്കും എന്ന് പറഞ്ഞാൽ എങ്ങനെ നിങ്ങൾ സ്റ്റാർട്ടപ്പ് ഉണ്ടാക്കുന്നത്, എന്താ നിങ്ങൾക്ക് ഇതിൻ്റെ അകത്തൊരു ബെനിഫിറ്റ് കിട്ടുന്നതെന്ന് പറയാം. ഉടനെ കേരളത്തിൽ നമ്മുടെ ഒരു എക്കോസിസ്റ്റം ഉണ്ടാക്കും എന്ന് പറയുമ്പോൾ എന്താ എക്കോസിസ്റ്റം മനസ്സിലായില്ലേ? അപ്പോൾ ഇതിൻ്റെ അകത്ത് നോക്കുമ്പോൾ ഒരു സൈഡിൽ റിയൽ എസ്റ്റേറ്റ് ബിസിനസ് ചെയ്യാം. അപ്പോൾ റിയൽ എസ്റ്റേറ്റ് ബിസിനസ് ചെയ്യാനാണെങ്കിൽ പൈസ ആണ്. ഒരു സൈഡിൽ എന്തിട്ടുണ്ട് ബിസിനസ് ഓട്ടോമേഷൻസ് അല്ലെങ്കിൽ എൻ്റർപ്രൈസ് സർവീസ് ചെയ്യുന്നുണ്ട്, ഇൻഫോസിസ് കൈൻഡ് ഓഫ് ബിസിനസ് ഒരു സൈഡിൽ നടക്കുന്നുണ്ട്. ഒരു സൈഡിൽ അസറ്റ് മാനേജ്മെൻറ്റിൻ്റെ കോൺസെപ്റ്റ് നടക്കുന്നുണ്ട്. അപ്പം ഒരു സൈഡിൽ എന്തായിട്ടുണ്ട് ഡിസ്ട്രിബ്യൂഷൻ ബിസിനസ്, ഡിസ്ട്രിബ്യൂഷൻ ബിസിനസ് പറയുന്നുണ്ട്. അപ്പം ഒരു ആംഗിളിൽ നോക്കിക്കഴിഞ്ഞാൽ ഫുൾ കൺഫ്യൂഷൻസ് ആണ്. ഒരു ടാൽ റോപ്പ്, ഒരു സിംഗിൾ വേർഡിൽ ഒന്ന് ടാൽ റോപ്പ് പറഞ്ഞതെന്ന് പറയാം. എങ്ങനെ ടാൽ റോപ്പ് പറയും? സിംഗിൾ വേർഡിൽ ടാൽ റോപ്പ് പറയത്തില്ല. കാര്യം ടാൽ റോപ്പ് ഹോൾഡ് ചെയ്യുന്നത് ഒരുപാട് ആശയങ്ങളാണ്. കാര്യം എന്താണ്, ഒരു ലീഗൽ എൻറ്റിറ്റി ഫണ്ട് ചെയ്യുന്നു, ഒരു ബ്രാൻഡ് ഹോൾഡ് ചെയ്യുന്നു, ഉണ്ടാക്കുന്നതോ ഒരു 100 കൂട്ടം കാര്യങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. അപ്പം ഇവിടെ ഒരാൾ കാണുന്നത് അഗ്രികൾച്ചറാണ്, അവർക്ക് അഗ്രികൾച്ചർ ഉണ്ട്, കൊള്ളാം കേട്ടോ എന്ന് പറയുന്നവരുണ്ട്. ഒരു സ്കൂൾ കുട്ടി വന്ന ഒരു IoT സ്റ്റാർട്ടപ്പ് ഉണ്ടാക്കി, അത് ഞാൻ കണ്ടായിരുന്നു കേട്ടോ, അത് നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ. നിങ്ങളുടെ അട്ടപ്പാടിയിലത് അത് ഞാൻ കണ്ടായിരുന്നു കേട്ടോ, അത് കൊള്ളാം കേട്ടോ എന്ന് പറഞ്ഞാൽ ഓരോന്നോരോന്ന് എടുത്തിട്ട് കൊള്ളാന്ന് പറയുന്നത്. പക്ഷേ വാട്ട് ഈസ് ടാൽ റോപ്പ് എന്നുള്ളത് ഒരു കൺഫ്യൂഷൻ തന്നെയാണ്. എങ്ങനെ ഡിഫൈൻ ചെയ്യാൻ പറ്റും? ഓരോ സമയത്ത് നമ്മൾ ഓരോ വേർഷൻ ആളുകളോട് പറയും. അപ്പോൾ ഡിറ്റാച്ച് ചെയ്ത് പറയാൻ മാത്രമുള്ള വലിപ്പം മാനേജ്മെൻറ്റിനില്ല. എന്നാൽ അറ്റാച്ച്ഡ് ആക്കി ഒറ്റ സംവിധാനമായിട്ട് പറഞ്ഞ ആൾക്ക് മനസ്സിലാവില്ല. ഇതാണ് സംവിധാനം. അവിടെയാണ് അതിൻ്റെ സാച്ചുറേഷൻ, എക്സ്ട്രീം സാച്ചുറേഷൻ ഹിറ്റ് ചെയ്തപ്പോഴാണ് ഡിറ്റാച്ച്മെൻറ്റ്സ് എന്നുള്ള സംവിധാനം തുടങ്ങി. ഓരോന്നായിട്ട് വേർതിരിച്ചിട്ട് പറഞ്ഞിട്ട് ഇപ്പം ഞാൻ ലാസ്റ്റ് പ്രസൻറ്റേഷൻ ചെയ്ത സമയത്ത് ഇതെന്ത് ക്ലാരിറ്റി, ഇതാണ് നിങ്ങൾ എല്ലാം കൂടെ കൊണ്ട് പൊതിഞ്ഞ് വെച്ചതെന്ന് ചോദിച്ചൊരു സംഭവമുണ്ട്. അതാണ് ഇനിയുള്ള 7.0 ഏറ്റവും വലിയ സംവിധാനം. ഒറ്റ ബ്രാൻഡിൽ നിന്ന് ഡിറ്റാച്ച് ചെയ്തിട്ട് ഓരോന്നും ആളുകൾക്ക് പറഞ്ഞാൽ മനസ്സിലാവുന്ന ലെവലിലേക്കാവേ. അപ്പോൾ ദുരൂഹത എന്ന് പറഞ്ഞാൽ ഒരു ബ്രാൻഡിൻ്റെ ഉള്ളിൽ നമ്മൾ എന്തൊക്കെയോ അവർക്ക് മനസ്സിലാകാത്തത് ഒളിപ്പിച്ചതുപോലെ ഒരു സംവിധാനം ഉണ്ട്. എൻ്റെ അടുത്ത് ഓപ്പണായിട്ട് പൊളിറ്റീഷ്യൻസ് ചോദിച്ചിട്ടുണ്ട്, ആം ആദ്മി പാർട്ടി പോലെ വല്ല പാർട്ടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണോ? കാര്യം കേരളത്തിലെ 19,489 വാർഡുകളും 941 പഞ്ചായത്ത്, 87 മുനിസിപ്പാലിറ്റി, 6 കോർപ്പറേഷൻ, 20 പാർലമെന്ററി, 150 അസംബ്ലി കോൺസ്റ്റിറ്റ്യൂൻസി, എന്താണ് ചില ഡേറ്റ കളക്ഷൻ എടുത്ത് വിൽക്കാൻ വേണ്ടിയിട്ടാണോ? എന്ത് സാധനം? പക്ഷെ നമ്മളടുത്ത് പറയാം സിലിക്കൺ വാലി ഉണ്ടാക്കിയിട്ട് നിങ്ങൾക്ക് എന്താ കാര്യം? സ്റ്റാർട്ടപ്പ് ഉണ്ടാക്കി നിങ്ങൾ ഈ പിള്ളേരെയൊക്കെ വളർത്തിയിട്ട് നിങ്ങൾക്ക് എന്താ കാര്യം? 1 ക്രിയേറ്റർ ഫ്രം 1 വാർഡ്, ഓരോ വാർഡിൽ നിന്ന് ഒരു ക്രിയേറ്റർ ഉണ്ടാക്കുന്നത് എന്താ സംവിധാനം? അപ്പോൾ നിങ്ങളൊരു നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷനായിട്ട് ഒരു സൈഡിൽ ഫീൽ ചെയ്യും, ഒരു പൊളിറ്റിക്കൽ അജണ്ട ആയിട്ട് മറ്റൊരു സൈഡിൽ ഫീൽ ചെയ്യും. ഇത് ആരുടെയോ ബിനാമിയാണെന്നുള്ളത് മറ്റൊരു സൈഡിലെ സംവിധാനം, ഡേറ്റ എടുത്ത് വിൽക്കാനാണെന്നുള്ള മറ്റൊരു സംവിധാനത്തിൽ, കാര്യം കമ്മ്യൂണിറ്റി ഫണ്ട് മണി ചെയിൻ ആണെന്ന് മറ്റൊരു സംവിധാനം. മനസ്സിലായി? ഇങ്ങനെ ദുരൂഹതകളാണെന്ന് ഒരാൾ വിശ്വസിച്ച് കഴിഞ്ഞാൽ കുറ്റം പറയാനൊന്നും പറ്റില്ലല്ലോ. കാര്യം അത്രത്തോളം കാര്യങ്ങൾ ഇതിൻ്റെ അകത്ത് ഹോൾഡ് ചെയ്യുന്നുണ്ട്. പക്ഷേ ആ ഒരു സംവിധാനം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വേറെ പെറ്റി കേസോ കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. മനസ്സിലായി? ഞാൻ പറഞ്ഞിട്ടുണ്ട്, ആദ്യമായിട്ട് ഇതിൻ്റെ അകത്തൊരു പ്രശ്നം ഉണ്ടാകുന്നുണ്ടെങ്കിൽ നമ്മൾ മാർക്കറ്റിൽ നിന്ന് ഫണ്ട് നിർത്തിയാലേ ഉണ്ടാവുള്ളൂ. ഞാൻ എപ്പോഴും പറ്റും, നമ്മൾ മാർക്കറ്റിൽ നിന്ന് ഫണ്ട് വാങ്ങിയിട്ട് ഇത്രയും വർഷം ഒരു പെറ്റി കേസ് പോലും നമുക്കുണ്ടായിട്ടില്ല. നമുക്ക് എന്തെങ്കിലും മാർക്കറ്റിൽ നിന്ന് ഒരു ത്രെറ്റ് ഉണ്ടായത് എപ്പോഴാണ്? നമുക്കിനി ഫണ്ട് വേണ്ട എന്ന് പറഞ്ഞപ്പോഴാണ്.
ഞാൻ എപ്പോഴും നമ്മുടെ ടീമിൻ്റെ അടുത്ത് ചോദിച്ചു, മക്കളെ നമ്മൾ ഫണ്ട് വാങ്ങിയപ്പോൾ ഇവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ടുണ്ടോ? നമ്മൾ ഫണ്ട് നിർത്തിയപ്പോഴല്ലേ നമുക്ക് എന്തെങ്കിലും ഒരു സംവിധാനം ഉണ്ടായിട്ടുള്ള ഒരു പ്രശ്നം ഉണ്ടായിട്ടുള്ളത്. സത്യത്തിൽ ഈ ഫണ്ട് നിർത്തിയപ്പോഴും അല്ല പ്രശ്നം, ഫണ്ട് നിർത്തിയതിന് ശേഷം നമുക്ക് സീറോ ക്യാഷ് ഫ്ലോ ആക്കിയതിന് ശേഷം ഒരു വാർ ക്രൈസിസും കൂടി വന്നതുകൊണ്ടാണ് ഈ പ്രശ്നമില്ല. ഇതൊന്നും അറിയ പോലും ആളുകളില്ല. ആളുകൾ ഇത് എന്ത് ട്രാൻസിഷൻ നമ്മുടെ ഇന്റേണലി എല്ലാവർക്കും അറിയാം. നമ്മുടെ ഹെഡ്സ് കുറേ പേര് റിസൈൻ ചെയ്തു, എംപ്ലോയീസിനെ കുറേ പേര് എഫക്ട് ചെയ്യും, വെണ്ടറിനെ കുറേ പേര് എഫക്ട് ചെയ്യും, കുറേ സംവിധാനം ഉണ്ടെങ്കിലും അൾട്ടിമേറ്റ്ലി ഇതൊന്നും ആരും അറിയില്ലായിരുന്നു. ഇത്രയും വലിയ ട്രാൻസിഷനാണ് ഇത് നടക്കണമെന്നൊന്നും അറിയില്ലായിരുന്നു. അപ്പോൾ ഇവിടെ സത്യസന്ധമായി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഉണ്ടാക്കുന്ന സാധനം നമ്മൾക്കൊരു ഫീൽ ഉണ്ട് ഇതാണ് ചെയ്യണമെന്ന്. അത് പബ്ലിക്കിന് അത് കൃത്യമായിട്ട് മനസ്സിലാകില്ല, അല്ലെങ്കിൽ ഒരാൾക്ക് ഡീകോഡ് ചെയ്യാൻ മനസ്സിലാവില്ല. നമ്മൾ ഏതൊരു കാര്യം സംവിധാനം ഒറ്റ ലൈനിൽ പറയാൻ പറ്റാത്ത എല്ലാ സംവിധാനവും ദുരൂഹത ഉണ്ടെന്നാണ്. ഒറ്റ ലൈനിൽ നിങ്ങൾക്ക് എന്താണെന്ന് ചോദിച്ചാൽ പറയാൻ കഴിയാത്ത എല്ലാ സംവിധാനത്തിലും ഒരു ദുരൂഹത ഉണ്ട് എന്നുള്ളതാണ്. ആ ദുരൂഹത ആളുകൾ പറയുന്നതിലോ അല്ലെങ്കിൽ നല്ല ഇൻ്റലക്ച്വൽ ആയിട്ടുള്ള ആളുകൾ ഇവാലുവേറ്റ് ചെയ്ത് പറയുന്നതിൽ തെറ്റില്ല. പക്ഷേ ഓരോന്നോരോന്ന് എടുത്തെറിഞ്ഞാൽ സൂപ്പർബാണ് കേട്ടോ. ഇപ്പോൾ ഇൻവെൻറ്റർ പാർക്ക് എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് എങ്ങനെ റൺ ചെയ്യണമെന്ന് പറഞ്ഞാൽ, ഡീപ് ടെക് സ്റ്റാർട്ടപ്പുകൾക്കുള്ള ഇൻക്യുബേഷൻ സെൻ്ററാണ് ഇത് ഇൻവെൻറ്റർ പാർക്ക്. അപ്പോൾ ഒരു സ്കൂളിൽ നല്ലൊരു ലാബ്, ഒരു 10-50 ലക്ഷം മുടക്കി സ്കൂൾ മാനേജ്മെൻറ്റ് ഒരു 30-50 ലക്ഷം മുടക്കി ഒരു ലാബ് സെറ്റപ്പ് ചെയ്യുന്നു. അത് അവിടെ ഡീപ് ടെക് സ്റ്റാർട്ടപ്പുകൾ എന്ത് ചെയ്യുന്നു, അവരുടെ R&D സ്പേസ് ആയിട്ട് അവരതിനെ ഉപയോഗിക്കുന്നു. അപ്പോൾ എന്തായി, ഇത്രയും സ്റ്റാർട്ടപ്പ് ഫൗണ്ടേഴ്സ് അവിടെ ഉണ്ട്, എഞ്ചിനീയേഴ്സ് അവിടെ ഉണ്ട്. ആ എഞ്ചിനീയേഴ്സ് ആ കുട്ടികൾക്ക് സെഷൻസ് കൊടുക്കുന്നു, ഒരു ഗിവ് ആൻഡ് ടേക്ക് സംവിധാനം. ഓക്കെ, സിമ്പിൾ കോൺസെപ്റ്റ്, അടിപൊളി കേട്ടോ എന്ന് പറഞ്ഞ് ഇൻവെൻറ്ററി പാർക്കിനെ സപ്പോർട്ട് ചെയ്യും. പക്ഷേ അതിന് ടാൽറോപ്പിൻ്റെ അകത്തുള്ള 1000+ എലമെൻറ്റിലുള്ള ഒരു എലമെൻറ്റാണ്. ആ എലമെൻറ്റ് പക്കാ പെർഫെക്റ്റ്. പക്ഷേ ടാൽറോപ്പ് ദുരൂഹതയാണ്. അപ്പം അവിടെ നമ്മൾക്ക് സംബന്ധിച്ചിടത്തോളം നമുക്ക് എന്താണ്, ഒന്നുകിൽ എന്ത് ചെയ്യണം, നമ്മൾ എല്ലാം ഡിറ്റാച്ച് ചെയ്ത് മാത്രമാണ്, എല്ലാം കൊണ്ട് ടാൽറോപ്പിൽ വെക്കാൻ പാടില്ല. അതല്ലെങ്കിൽ നമ്മളത് ഉൾക്കൊള്ളുക എന്നുള്ളതാണ്. അപ്പോൾ അവിടെ ഡേ 1 മുതൽ നമ്മൾ പറയുന്ന ആശയത്തിൻ്റെ വലിപ്പമാണ് ആളുകളുടെ സംശയം. ആ ഇത്രയും വലിയൊരു ആശയത്തെ ഹോൾഡ് ചെയ്യാൻ മാത്രം ആ ഒരു ബ്രാൻഡിന് കഴിയില്ല എന്നുള്ളതാണ് രണ്ടാമത്തെ പ്രശ്നം. പിന്നെ ഉള്ള സംവിധാനം പബ്ലിക്കിൻ്റെ ഫണ്ട് ഇങ്ങനെ വാങ്ങിക്കൊണ്ടേയിരിക്കുന്നു എന്നുള്ളൊരു സംവിധാനമുണ്ട്. അപ്പോൾ ഇത് എന്തിനൊക്കെയാണ് വാങ്ങുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ക്ലാരിറ്റി ഇല്ല. ഇൻവെസ്റ്റ് ചെയ്തവർക്ക് അവരെന്തിനാണ് ഇൻവെസ്റ്റ് ചെയ്തതെന്ന് അവർക്കറിയില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ ദുരൂഹത നമ്മൾ തുടങ്ങിയത് മുതൽ അതിങ്ങനെ കണ്ടിന്യൂ ചെയ്തു വന്നു. പക്ഷേ ആർക്കും ഒരു പ്രോബ്ലം ഇല്ലാത്ത എന്തുകൊണ്ടാണ്, ആർക്കും പറയാതികളൊന്നുമില്ല. സ്വാഭാവികമായ ഓപ്പറേഷൻ ക്രൈസിസ് ഉണ്ട്. ഓക്കെ, ഒരു സ്റ്റാഫ് ഇവിടെ നിന്ന് ശമ്പളം കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞു, റിസൈൻ ചെയ്ത് ഉടനെ കിട്ടി, കഴിഞ്ഞു. അപ്പോൾ പിന്നെ അവർക്കും ഒരു പരാതിയില്ല, പൈസ റിസൈൻ ചെയ്ത് കിട്ടി, മനസ്സിലല്ലേ. മറ്റേടത്ത് നോട്ടീസ് പീരീഡ് ഇല്ല, നിങ്ങൾക്ക് സാലറി ഇല്ല, അപ്പോൾ വയ്ക്കോ, നോട്ടീസ് പീരീഡ് ഇല്ലല്ലോ. ഇങ്ങനെ ഓപ്പറേഷണൽ പ്രശ്നവും ക്രൈസിസും ഒക്കെ എല്ലാ കമ്പനികൾക്കും അല്ലെങ്കിൽ മറ്റ് കമ്പനികൾക്കുള്ളതിനേക്കാളും കൂടുതൽ ക്രൈസിസ് ഇതിൻ്റെ അകത്ത് ഉണ്ടായിരുന്നെങ്കിലും അങ്ങ് പോയത് എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ അൾട്ടിമേറ്റ്ലി വലിയ പ്രശ്നമൊന്നുമില്ല. ഇൻവെസ്റ്റേഴ്സ് റീഫണ്ട് ചോദിച്ചാൽ റീഫണ്ട് കിട്ടുന്നു. പിന്നെ എന്താ പ്രശ്നം, എംപ്ലോയീസ് ആണെങ്കിൽ റിസൈൻ ചെയ്താൽ അവർക്ക് പൈസ കിട്ടുന്നു. വെണ്ടറിനാണെങ്കിൽ സംഭവം അറിയാലോ, പിടിച്ചാണെങ്കിലും പൈസ കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഒരു പരുവത്തിനങ്ങ് പോയി എന്നുള്ളതാണ്. അവിടെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ട്രാൻസിഷൻ ചെയ്ത് കഴിഞ്ഞാലേ ഈ ദുരൂഹത മാറുള്ളൂ. കാരണം ഓരോന്നും എക്സാക്ട്ലി എന്താണെന്ന് അവർക്ക് ഇനി മനസ്സിലാവും. പബ്ലിക്കിന് എന്തായാലും നമ്മൾ ഇത്രയും കാലം ഒരൊറ്റ ബ്രാൻഡിൽ പൊതിഞ്ഞ ഒരു ലീഗൽ എൻറ്റിറ്റി ഫണ്ട് ചെയ്ത സംവിധാനം എന്തായിരുന്നു എന്ന് ഇനി പബ്ലിക് അറിയും. പക്ഷെ അത് മുമ്പ് എന്തുകൊണ്ട് ഡിറ്റാച്ച് ചെയ്യാൻ പറ്റില്ലായിരുന്നു എന്ന് വെച്ചാൽ, ഡിറ്റാച്ച് ചെയ്യാൻ മാത്രം അത്രയും മാനേജ്മെൻറ്റ് സ്ട്രോങ് അല്ല. നമ്മൾ ഇത്രയും സാധനം നമുക്ക് ചെയ്യത്തില്ല, ഒറ്റ സാധനത്തിൽ കൂടി കൊണ്ടുപോകാനേ പറ്റുള്ളൂ. എന്നിട്ട് പിന്നീട് എടുത്ത് ഓരോന്ന് വെക്കാനേ നമുക്ക് കഴിയുള്ളൂ എന്നുള്ളൊരു സംവിധാനമാണ്. അപ്പോൾ ഞാൻ ആദ്യമേ ഇത് അക്സെപ്റ്റ് ചെയ്തു എന്നുള്ളതാണ്. കാര്യം ഡേ 1 മുതൽ നമ്മൾ സംശയത്തിൻ്റെ നിഴലിൽ തന്നെയാണ് വളർന്നത്. നമുക്ക് പറയാനുള്ളൊരു സംവിധാനം നിങ്ങൾ വിചാരിക്കുന്നത് പോലെ ഇതിൻ്റെ അകത്തൊന്നും സംഭവിക്കില്ല കേട്ടോ. ഇവർ വിചാരിക്കുന്ന സംഭവം ഉണ്ടല്ലോ, പൂട്ടി നശിച്ച് എല്ലാം കയ്യിൽ നിന്ന് പോയിട്ട് ഞാൻ അന്നേ പറഞ്ഞില്ലേ എന്ന് പറഞ്ഞാൽ 6 മാസത്തെ ആയുസേ ഉള്ളൂ. അതായത് എന്ത് വന്നാലും 6 മന്ത്സിനുള്ളിൽ നമ്മൾ ട്രാൻസിഷൻ കംപ്ലീറ്റ് 6 മാസത്തെ ട്രാൻസിഷൻ നമ്മൾ കംപ്ലീറ്റ് ചെയ്യും. അപ്പോൾ എന്ത് ചെയ്തിട്ടുണ്ടെന്ന് പോട്ടും. അപ്പോഴും ഇവരെ സംബന്ധിച്ചിടത്തോളം പറയണത് എന്താണ്, ഈ വർഷം എങ്ങനെയോ അവർ രക്ഷപ്പെട്ടു, അടുത്ത വർഷം പൊട്ടു എന്നാണ്. അപ്പോൾ അവരിന്നേ 2015 മുതൽ ഇപ്പോൾ പൊട്ടും, നാളെ പൊട്ടും, മറ്റന്നാൾ പൊട്ടും, അതിലൊന്നും ഒരു മാറ്റം ഉണ്ടാവില്ല. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ക്ലാരിറ്റി വേണം, നമ്മൾ എന്താണ് ഈ ചെയ്യുന്നത്, ഇത് എങ്ങോട്ട് പോകും, ഇത് എവിടെ പോയി സാച്ചുറേഷൻ ഹിറ്റ് ചെയ്യും. ആ ക്ലാരിറ്റിയാണ് നമ്മളെ കൊണ്ടുവരുന്നത്. എന്താ നമുക്കിപ്പോൾ ക്രൈസിസ്, നമ്മൾ ഡിസൈൻ ചെയ്ത ക്രൈസിസാണ്. ഈ ഏപ്രിൽ ടു സെപ്റ്റംബറിനുള്ളിൽ ഇത് ഇങ്ങനെ ആക്കണം, ആക്കിയിട്ടില്ല എങ്കിൽ പ്രശ്നമാണ് എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ ആക്കുന്നത്. അപ്പോൾ ആ ആക്കലിലെ പ്രശ്നങ്ങളെ നമുക്കുള്ളൂ. അപ്പോൾ ദുരൂഹമായ ഒരു സംവിധാനം തന്നെയായിരുന്നു നമ്മൾ. കാര്യം അവർക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് പോലെ നമ്മളിത് സെപ്പറേറ്റ് ചെയ്ത് കൊടുത്തിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഇതിനൊരു പ്രശ്നമുണ്ടായിരുന്നു. അതുകൊണ്ട് ആളുകൾ അങ്ങനെ പറയുന്നതിൽ നമുക്ക് പ്രശ്നമില്ല. പക്ഷേ അവർ വിചാരിക്കുന്ന ഒരു ദിവസം അവരെ പോലെ പൊട്ടും കേട്ട അത് നടക്കില്ല എന്ന് മാത്രമേ നമുക്കറിയാം. കാരണം അങ്ങനെ പൊട്ടുന്നവരല്ല എന്നും അതിൻ്റെ ഈ അൽഗോരിതം നമുക്കറിയാം, ഇത് എവിടെയാണ് പോകുന്നത്, എങ്ങനെയാണ് സെപ്പറേറ്റ് ആവുന്നത് എന്നൊക്കെയുള്ള സംവിധാനം. അപ്പോൾ അതിന് നമുക്ക് മാനേജ് ചെയ്യണം. കാര്യം പിന്നെ എന്ത് പ്രശ്നം വന്നാലും 6 മാസം നമ്മുടെ ടൈമുണ്ട്. എല്ലാം എഗ്രിമെൻ്റ് അടിസ്ഥാനത്തിൽ 6 മാസത്തെ ടൈമുണ്ട്. ബാക്കി കുറേ സംവിധാനങ്ങൾ പറഞ്ഞ് നിൽക്കാൻ പറ്റും. ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു സ്റ്റാഫ് 30 സ്റ്റാഫുള്ള ഒരു കമ്പനി, ഒരു ഇൻഡിപെൻഡൻറ്റ് ലീഗൽ എൻറ്റിറ്റിയാണത്. ആ കമ്പനിക്ക് ക്യാപിറ്റൽ ഇല്ല, അത് ഇന്ന ഫണ്ട് വന്നാലേ അത് വരാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതവർക്ക് മനസ്സിലാവുമല്ലോ. നമുക്ക് ഇന്ന ടൈമിന് തരാൻ കേട്ടെന്നല്ലേ. ഒരു മീഡിയേറ്റർ വന്നാലും സെറ്റിൽമെൻറ്റ് പറഞ്ഞാലും അതല്ലേ. നേരെ വെച്ച് അക്കൗണ്ടിൽ പൈസ ഇട്ടിട്ട് കൊടുക്കാതിരിക്കാനല്ലല്ലോ. ഈ സ്റ്റാർട്ടപ്പിൻ്റെ പൈസ ഇല്ല, വസ്തുതയാണ്. നമ്മുടെ എക്കോസിസ്റ്റം കമ്പനിയാണ് കൊടുക്കേണ്ടത്.
നമ്മുടെ എക്കോസിസ്റ്റം കമ്പനിക്ക് ഫണ്ട് വരാനുണ്ട്. ഫണ്ട് വരുമ്പോൾ നമ്മളത് കൊടുക്കുമ്പോൾ അവരുടെ സ്റ്റാഫിന് കിട്ടും. ഇതെല്ലാം ചെയ്യാനുള്ള ലീഗലി ഇപ്പോൾ അല്ലാണ്ട് ഇപ്പം കോടതിക്ക് വാങ്ങി കൊടുക്കാൻ പറ്റുമോ? പൈസ കമ്പനിക്കകത്ത് വേണ്ട, എന്നാലേ കൊടുക്കത്തുള്ളൂ. അല്ലെങ്കിൽ ഗവൺമെൻറ്റിന് വാങ്ങിച്ചു കൊടുക്കാൻ പറ്റും, ഇന്നത് കൊണ്ടുപോകുന്ന പറഞ്ഞിട്ട്. ഇവിടെ പൈസ ഇല്ല എന്നൊരു റിയാലിറ്റി അവർക്കുണ്ട്. ഓരോ വെഞ്ചറുകളും ഇൻഡിപെൻഡൻ്റ് ആണ്. അവരുടെ ഇപ്പോൾ ഒരു അഗ്രികൾച്ചർ സ്റ്റാർട്ടപ്പ്, ഒരു പുതിയ പിള്ളേർ തുടങ്ങിയ ഉടനെ ഒന്ന് ക്യാപിറ്റൽ വരുമോ? വരില്ല. അപ്പോൾ എക്കോസിസ്റ്റം അത്രയും വെഞ്ചറുകളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എല്ലാവർക്കും എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മളിങ്ങനെ ക്യാഷ് കൊടുത്തുകൊണ്ടിരിക്കരുത് ഇത്രയും കാലം. ഇനി കൊടുക്കാൻ ക്യാപിറ്റൽ ഇല്ല. ഇറ്റ്സ് എ റിയാലിറ്റി. അപ്പോൾ നമ്മൾ അതിനനുസരിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം, മാറ്റണം. അപ്പോൾ ദുരൂഹത എന്ന് പറയുന്നത് നമ്മളുടെ കൂടെപ്പിറപ്പാണ്. അത് അവരുടെ കാണുന്നവരുടെ പ്രശ്നമാണെന്ന് വെച്ചാൽ അല്ല, നമ്മുടെ പ്രശ്നമാണ്. നമ്മൾ അവർക്കത് ക്ലാരിറ്റിയോട് കൂടി കൊടുത്തിട്ടില്ല, അല്ലെങ്കിൽ കൊടുക്കാൻ മാത്രം നമ്മൾക്ക് ആ എബിലിറ്റി ഇല്ലായിരുന്നു, അല്ലെങ്കിൽ റെഡി ആയിട്ടില്ലായിരുന്നു, സമയമായിട്ടില്ലായിരുന്നു എന്നുള്ളത് കൊണ്ടാണ്. അതാണ് ഇനി മാറാൻ പോകുന്നത്. ഇനിയിപ്പോൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് ആൾക്ക് മനസ്സിലാവും ഓരോന്നും എന്തായിരുന്നു എന്ന്. അവർക്ക് കൃത്യമായിട്ട് മനസ്സിലാകുന്ന, നമ്മൾ ഹോൾഡ് ചെയ്ത ടാൽ റോപ്പ് എന്നുള്ള ഒരൊറ്റ സംവിധാനത്തിന് ഹോൾഡ് ചെയ്തതിനെ മുറിച്ച് വേറെ ആക്കുന്നു എന്നുള്ളതാണ് എൻ്റെ സംവിധാനം. നമ്മളിപ്പോൾ ഈ പല എലിമെൻറ്റ്സ് പറഞ്ഞല്ലോ ടാൽ റോപ്പിൽ, അതിലൊരു ഏറ്റവും ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഏറ്റവും ഒരു റൂട്ട് ലെവലിലേക്ക് എത്തുന്ന ഒരു പ്രൊജക്റ്റാണ് വില്ലേജ് പാർക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ട്രാൻസിഷൻ അല്ലെങ്കിൽ ഈ ഒരു ട്രാൻസിഷൻ നടക്കുമ്പോൾ പല റോഡ് ബ്ലോക്സ് അതിൻ്റെ ഓപ്പറേഷൻസിൽ എന്തായാലും വന്നിട്ടുണ്ടാവും. അപ്പോൾ അതിൻ്റെ ഒരു റെസൊല്യൂഷൻ ഇനി എങ്ങനെയായിരിക്കും? വില്ലേജ് പാർക്കുകളാണ് നമ്മുടെ ഏറ്റവും ഇന്നോവേറ്റീവ് ആയിട്ടുള്ള കോൺസെപ്റ്റ്. നമ്മുടെ ഡിസ്ട്രിബ്യൂഷൻ കമ്പനിയാണ് ശരിക്കും വില്ലേജ് പാർക്ക് ഹോൾഡ് ചെയ്യുന്നത്. നമ്മുടെ ബ്രാൻഡ് അക്രഡിറ്റേഷൻ ടാൽ റോപ്പാണ് അതിന് കൊടുക്കുന്നത്, വില്ലേജ് പാർക്ക് എന്നുള്ള ഒരു കോൺസെപ്റ്റ്. അപ്പോൾ വില്ലേജ് പാർക്കുകളെ സംബന്ധിച്ചിടത്തോളം ഒരു വില്ലേജ് പാർക്കിന് നമ്മൾ സെൽഫ് സസ്റ്റൈനബിൾ, ഓരോ വില്ലേജ് പാർക്ക് റൺ ചെയ്യാൻ ഒരു ക്യാപിറ്റൽ വേണം. ഇപ്പോൾ നിങ്ങൾക്കറിയാം, ഏതൊരു പ്രോജക്റ്റ് വന്നാലും ഒരു ഓപ്പറേഷണൽ ക്യാപിറ്റൽ ഉണ്ടാവും. പക്ഷേ 0 ഓപ്പറേഷണൽ ക്യാപിറ്റലാണ് നമ്മൾ വില്ലേജ് പാർക്ക് ഡിസൈൻ ചെയ്തിട്ടുണ്ടായിരുന്നു. കാര്യം ഈ വില്ലേജ് പാർക്കിന് എന്തുകൊണ്ട് ഫണ്ട് വേണ്ട? കാര്യം എക്കോസിസ്റ്റം കമ്പനി എല്ലാവർക്കും കൊടുക്കുന്നതിൻ്റെ കൂട്ടത്തിൽ വില്ലേജ് പാർക്കിനും കൂടി തരുമെന്നുള്ളത്. എക്കോസിസ്റ്റം കമ്പനി ട്രാൻസിഷൻ സ്പീഡായിട്ട് അനൗൺസ് ചെയ്തങ്ങ് നിർത്തിയപ്പോൾ വില്ലേജ് പാർക്ക് 0 ക്യാപിറ്റലായി. വില്ലേജ് പാർക്കിന് റൺ ചെയ്യാൻ ഇലക്ട്രിസിറ്റി ബിൽ അടയ്ക്കാൻ പോലും പൈസ ഇല്ലാത്ത ലെവലിൽ വില്ലേജ് പാർക്കായി. കാര്യം വില്ലേജ് പാർക്ക് റവന്യൂ മേക്കിംഗ് 2 ഇയർ കഴിഞ്ഞുള്ളൂ. കാര്യം 11 ഹബ്ബുകളാണ്. സ്കിൽ ഡെവലപ്മെൻറ്റ് ഹബ്ബാണ്, ഓണ്ടർപ്രണർഷിപ്പ് ഹബ്ബാണ്, സ്റ്റാർട്ടപ്പ് ഹബ്ബാണ്, R&D ഹബ്ബാണ്, ബ്രാൻഡിങ് ഹബ്ബാണ്, മാർക്കറ്റിംഗ് ആൻഡ് സെയിൽസ് ഹബ്ബാണ്, ഡിസ്ട്രിബ്യൂഷൻ ഹബ്ബാണ്, ഇങ്ങനെ ടെക്നോളജി ആൻഡ് എക്സ്പീരിയൻസ് ഹബ്ബാണ്. ഇങ്ങനെ 11 ഹബ്ബുകളായിട്ടാണ് അതിൻ്റെ റവന്യൂ മോഡൽ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഒരു നാട്ടിൽ നിന്ന് എന്തൊക്കെ സംവിധാനം, ഇപ്പോൾ ആ നാട്ടിൽ റിക്രൂട്ട്മെൻറ്റ് ഹബ്ബാണ്, ആ നാട്ടിൽ നിന്ന് ഒരാൾക്ക് വിദേശത്ത് ജോബിന് പോകണോ, അവർക്ക് കയറി പോവാം, എല്ലാത്തിനും കൂടെ ഉള്ളൊരു സെൻട്രൽ പോയിന്റാണ്. നമുക്ക് ആളുകൾക്ക് അറിയാവുന്ന സംവിധാനം, ഇപ്പം ഗോൾഡിൻ്റെ ഫ്രാഞ്ചൈസി അറിയാം, ഫുട്വെയറിൻ്റെ ഫ്രാഞ്ചൈസി അറിയാം, അല്ലെങ്കിൽ റെസ്റ്റോറൻറ്റിൻ്റെ ഫ്രാഞ്ചൈസി അറിയാം. പക്ഷേ ഒരു സർവീസ് ഫ്രാഞ്ചൈസി എന്നൊക്കെ പറഞ്ഞ സാധനം ന്യൂ ആണ്. അപ്പോൾ അങ്ങനെ ഒരു കോൺസെപ്റ്റ് നമ്മൾ ചെയ്യുമ്പോൾ ആദ്യം നമ്മൾ സ്വന്തമായിട്ട് ചെയ്തു, പിന്നെ നമ്മൾ ബിൽഡിംഗ് ഓണേഴ്സുമായിട്ട് ചേർന്ന് ചെയ്തു. പക്ഷേ എന്തില്ല, ക്യാപിറ്റൽ 0 റിസർവ് ആണ്. എക്കോസിസ്റ്റം കമ്പനി കൊടുക്കുമെന്നുള്ളത്. എക്കോസിസ്റ്റം കമ്പനി ക്യാപിറ്റൽ റിസർവ് അങ്ങ് നിർത്തിയ സമയത്ത്, അല്ലെങ്കിൽ അതിന് ഫണ്ടില്ലാത്തപ്പോൾ വില്ലേജ് പാർക്ക് ശരിക്കും സ്റ്റക്കായി. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, നമ്മുടെ സംവിധാനം ഓൾറെഡി നമ്മളൊരു വില്ലേജ് പാർക്കിന് 1 CR വെച്ചിട്ട് GCC ഫണ്ട്, അതായത് ഒരു സ്റ്റാർട്ടപ്പിന് UAE കയറ്റി കൊടുത്താൽ 4 കോടി നമുക്ക് കിട്ടും. അപ്പോൾ 25 സ്റ്റാർട്ടപ്പുകളെ കയറ്റി കൊടുത്താൽ 100 കോടി രൂപ ആയിട്ട്. കാര്യം ഡീപ് ടെക് സ്റ്റാർട്ടപ്പുകളാണ്. ഇപ്പോൾ 4 സ്റ്റാർട്ടപ്പ് നമ്മൾ കൊടുത്തു. മഹാദേവിൻ്റെ സ്റ്റാർട്ടപ്പ് നമ്മൾ കൊടുത്തു, ദിനിലിൻ്റെ സ്റ്റാർട്ടപ്പ് നമ്മൾ കൊടുത്തു, ഹാഫിസിൻ്റെ ഡ്രോൺ സ്റ്റാർട്ടപ്പ് നമ്മൾ കൊടുത്തു, അദീബിൻ്റെ സ്റ്റാർട്ടപ്പ് നമ്മൾ കൊടുത്തു. ഇങ്ങനെ നമുക്ക് എന്താണ് വ്യത്യസ്ത 4 സ്റ്റാർട്ടപ്പ് ഇപ്പോൾ നമ്മൾ കൊടുത്തു. ഇനി നമുക്ക് 21 സ്റ്റാർട്ടപ്പുകളും കൂടി കയറ്റി വിടണം. അപ്പം 25x4 100 CR ഫണ്ട്, 100 വില്ലേജ് പാർക്ക്, നമ്മൾ ഉണ്ടാക്കിയ 100 വില്ലേജ് പാർക്കിന് ഓരോ കോടി ഫണ്ട് വരെയാണ്. 2 വർഷം അടിപൊളിയായിട്ട് പോകും. ഈ 2 വർഷം കൊണ്ട് എന്ത് ചെയ്യണം, 100-ലധികം സ്റ്റാർട്ടപ്പ്, 140 സ്റ്റാർട്ടപ്സുകൾ നമ്മൾ ഉണ്ടാക്കുന്നു. അതിലൊരു 25 ഡീപ് ടെക് സ്റ്റാർട്ടപ്പുകൾ ഉണ്ടാവുന്നു. അത് UAE കയറി പോകുന്നു. സിമ്പിൾ തിയററ്റിക്കലി നമ്മൾ പ്രൂവ് ചെയ്തു. കാര്യം നമുക്ക് ഇൻവെസ്റ്റ്മെന്റ് ഹോൾഡിംഗ് ലൈസൻസ് ഉണ്ട്, അത് 6 രാജ്യങ്ങളിൽ സിസ്റ്റം ഉണ്ട്, 75 ടീം മെമ്പേഴ്സ് ഉണ്ട്, എല്ലാം പക്ക തിയററ്റിക്കലി ഇതാ പൈസ വരുന്നു. അങ്ങനെ കഴിഞ്ഞ ഒക്ടോബറിൽ തന്നെ ഞാൻ വില്ലേജ് പാർക്ക് ബിൽഡിംഗ് ഓണേഴ്സിൻ്റെ അടുത്ത് പോയി തള്ളി മറിച്ച്, ഇതാ April 1 മുതൽ സ്കിൽ ഡെവലപ്മെന്റ് ഹബ്ബാവും, ഇതാ യൂണിവേഴ്സിറ്റീസ് വരും, അത് വരും, ഇത് വരും, സംഭവം ഇതാ പൈസ വരും, എല്ലാം പറഞ്ഞു. April 1 ഫണ്ട് വന്നില്ല. സംഭവം സ്വാഭാവികമായിട്ടുണ്ടാകുന്ന ഒരു ക്രൈസിസ് ഉണ്ടല്ലോ. അപ്പോൾ നമ്മളൊരു ലെറ്ററൊക്കെ അവർക്ക് വില്ലേജ് പാർക്ക് ബിൽഡിംഗ് ഓണറിനെ അയച്ചു കൊടുക്കാൻ പറയും. കഥാപ്രസംഗമൊക്കെ മതി, സാധനം വരട്ടെന്ന് പറയും. കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളും അവരും തമ്മിലുള്ള ഗ്യാപ്പ് കൂടെയാണ്. അപ്പോൾ ഇവിടെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ വില്ലേജ് പാർക്ക് ആദ്യമേ ഡിസൈൻ ചെയ്ത് തന്നെ ഫ്രാഞ്ചൈസി ആയിട്ടായിരുന്നു. അപ്പോൾ നമ്മൾ അന്ന് ക്യാപിറ്റൽ ഫ്രാഞ്ചൈസിയാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക വെച്ചാൽ കോ-ഇൻവെസ്റ്റഡ് ഫ്രാഞ്ചൈസി ആയിട്ട് മാറ്റി. ഇപ്പോൾ 10 വില്ലേജ് പാർക്കുകൾ ഫ്രാഞ്ചൈസി ആയിട്ട് മാറ്റി. അത് 10 പേര് 10 ലക്ഷം വെച്ച് ഇൻവെസ്റ്റ് ചെയ്യുന്ന 1 CR, 40 ലക്ഷം രൂപ മുടക്കി നമ്മളൊരു വില്ലേജ് പാർക്ക് ചെയ്താൽ ബാക്കി 60 ലക്ഷം അവിടെ ഓപ്പറേഷണൽ ക്യാപിറ്റൽ ഉണ്ട്. ഇലക്ട്രിസിറ്റി മുടങ്ങൂല, ബിൽഡിംഗ് റെന്റ് മുടങ്ങൂല. അപ്പോൾ ഇവിടെ ബിൽഡിംഗ് റെന്റിന് വരുന്ന ആൾ ബിൽഡിംഗ് റെന്റിന് നിന്നാൽ മതി. മനസ്സിലായി? ഇൻവെസ്റ്റ്മെൻറ്റ് നമ്മുടെ ഫ്രാഞ്ചൈസി LLP കമ്പനി, ഓരോ LLP കമ്പനി കോ-ഇൻവെസ്റ്റഡ് ഫ്രാഞ്ചൈസി ആയിട്ട് വരികയാണ്. അപ്പോൾ ഇപ്പോൾ കല്ലറ വില്ലേജ് പാർക്ക് LLP,
ഒരു കമ്പനി, ആ കമ്പനിയിൽ 10 പേര് 10 ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്യുന്നു. എന്നിട്ട് ആ കമ്പനി എന്ത് ചെയ്യുന്നു, കല്ലറ വില്ലേജ് പാർക്ക് റെന്റ് എടുക്കുന്നു. അപ്പോൾ ബിൽഡിംഗ് ഓണറിന് കറക്റ്റ് കാര്യം അയാൾക്ക് ഉറപ്പാണ്, എന്തായാലും 3 വർഷത്തേക്ക് റെന്റും കാര്യങ്ങളും കിട്ടും, ക്യാപിറ്റലുള്ള കമ്പനിയാണല്ലോ, അത് റെന്റ് കിട്ടുന്നുണ്ട്. എന്നിട്ട് ഇൻവെസ്റ്റേഴ്സിന് 12% to 18% നമ്മളിപ്പോൾ ഓൾറെഡി കൊടുക്കുന്നത് പോലെ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിൻ്റെ ഒരു ഇൻ്ററിം ഡിവിഡൻ്റ് ആയിട്ട് 1% വെച്ചെടുക്കാം, അല്ലെങ്കിൽ 6% അവർക്ക് ആനുവൽ ഡിവിഡൻ്റ് ആയിട്ട് എടുക്കുക, ഒരു 18% അവർക്ക് കിട്ടും. ഇപ്പോഴും നമ്മൾ കൊടുക്കുന്ന 18% സംഭവം തന്നെയാണ്, അത് അവർക്ക് കിട്ടുകയും ചെയ്യും. അപ്പം ഫ്രാഞ്ചൈസി ഡിവിഡൻറ്റ് വേറെയും ബിൽഡിംഗ് റെൻറ്റ് വേറെയുമായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മാറ്റാൻ പറ്റും. അപ്പോൾ ഇപ്പം നമ്മൾ ബിൽഡിംഗ് ഓണേഴ്സിൻ്റെ അടുത്തൊക്കെ പറയുന്ന സംഭവം സപ്പോർട്ട് ചെയ്തേ പറ്റും. കാര്യം നമ്മൾ വിചാരിച്ചിരുന്നത് 0 റിസർവിലാണ് നമ്മൾ ഈ സംവിധാനം ഉണ്ടാക്കിയിരുന്നത്. അപ്പോൾ നമ്മൾ GCC ഫണ്ടും കൂടി വന്നിട്ടില്ല, അപ്പോൾ നമുക്കൊരു ക്രൈസിസ് വന്നു. അപ്പോൾ നിങ്ങളൊരു കാര്യം ചെയ്യണം, ഇത് കോ ഇൻവെസ്റ്റർ ഫ്രാഞ്ചൈസി ഇപ്പം കൺവേർഷൻ നടക്കുന്നുണ്ട്. ആ കൺവേർഷൻ ആയി കഴിയുമ്പോൾ നിങ്ങൾക്ക് 2 ഓപ്ഷൻ ഉണ്ട്. ഇപ്പോൾ ഇൻ കേസ് നമ്മളിപ്പോൾ ഇത്രയും സംവിധാനത്തിന് നിങ്ങൾക്ക് നമ്മളോട് 10 വർഷത്തെ കോൺട്രാക്റ്റാണ്, നിങ്ങൾക്ക് പറ്റില്ലേ, നിങ്ങൾ എന്ത് ചെയ്തോ 10% ക്യാപിറ്റൽ അപ്രീസിയേഷൻ കൂടി എക്സിറ്റ് ചെയ്തത്. 40 ലക്ഷം ഇൻവെസ്റ്റ് ചെയ്തോ 44 ലക്ഷമായിട്ട് നിങ്ങൾ എടുത്തോ, അല്ലെങ്കിൽ 50 ലക്ഷം ഇൻവെസ്റ്റ് ചെയ്തോ 55 ലക്ഷമായിട്ട് എക്സിറ്റ് ചെയ്തോ. എന്നാലും ബാക്കി ഓപ്പറേഷണൽ ഫണ്ട് അവിടെ ഉണ്ടല്ലോ. കാര്യം പുതിയ കോ ഇൻവെസ്റ്റർ ഫ്രാഞ്ചൈസി വരുമ്പോൾ അവരുടെ ക്യാപിറ്റലിലേക്ക് ഇതിന് മാറ്റാം. അല്ലെങ്കിൽ കണ്ടിന്യൂ ഇവരാണ് കണ്ടിന്യൂ ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, 1.5% വെച്ചിട്ട് തന്നെ കൊടുക്കും. കാര്യം 12 മാസം എടുത്തോ ബാക്കി 6 വർഷം എടുത്തോ എന്നല്ല, ഇവരോട് ഓൾറെഡി നമ്മൾ കമ്മിറ്റ് ചെയ്ത് 18% ചെയ്തുകൊണ്ട് സംവിധാനം ചെയ്യും. അപ്പം ഇവിടെ ഇവർക്ക് ഇനി കാണണം. ഇപ്പം നമ്മൾ സ്റ്റാർട്ടപ്പ് സെൻ്ററായിട്ട് പതിയെ ആക്റ്റീവ് ആക്കി തുടങ്ങി. നമ്മളിങ്ങനെ ഓരോ സെൻറ്ററുകൾ സ്കിൽ ഡെവലപ്മെൻറ്റ് ഹബ്ബായിട്ട്, റിക്രൂട്ട്മെൻറ്റ് ഹബ്ബായിട്ട് ഇങ്ങനെ ആക്റ്റീവായി തുടങ്ങുന്ന സംവിധാനം കാണാം. അപ്പോൾ GCCയുടെ സംവിധാനം ഉള്ളതുകൊണ്ട് നമ്മൾ 2 മാസം അങ്ങ് സ്റ്റോപ്പ് ചെയ്തു. കാര്യം വില്ലേജ് പാർക്ക് റൺ ചെയ്യാൻ ഭയങ്കര എക്സ്പെൻസാണ്. ഒരു വില്ലേജ് പാർക്ക് റൺ ചെയ്ത് പോകണമെങ്കിൽ അത്രയും എക്സ്പെൻസ് ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ ഓരോ എലമെൻറ്റും റൺ ചെയ്യേണ്ടത് ഓരോ കമ്പനികളാണ്. വില്ലേജ് പാർക്ക് ആസ് എ പ്ലാറ്റ്ഫോമാണ്. ഇതിൽ സ്കിൽ ഡെവലപ്മെൻറ്റ് ഹബ്ബ് റൺ ചെയ്യേണ്ട ടെഗൈൻ എന്നുള്ള കമ്പനിയാണ് ഇപ്പോൾ എടുത്തേക്കുന്നത്. റിക്രൂട്ട്മെൻറ്റ് ഇപ്പോൾ അജ്നോറ എന്നുള്ള കമ്പനിയാണ്. സ്റ്റാർട്ടപ്സ് T-Next എന്നുള്ള ഓരോരുത്തർ വന്ന് അവരവർ മാർക്കറ്റിംഗ് സെയിൽസ് പാർട്ണറായിട്ട് DO ഉണ്ട്, ഫെസിലിറ്റി മാനേജ്മെൻറ്റ് പാർട്ണറായിട്ട് അൻബിയിലുണ്ട്, കൺസ്ട്രക്ഷൻ പാർട്ണറായിട്ട് സ്ട്രാക്ട് ഉണ്ട്, മൾട്ടിപ്പിൾ പാർട്ട്നേഴ്സ് ഉണ്ട്. അപ്പോൾ പാർട്ട്നേഴ്സും ഉണ്ട്, ക്ലയൻസും ഉണ്ട്. ഇസ്റ്റാൽ ഡിസ്ട്രിബ്യൂഷൻ പ്രൈവറ്റ് ലിമിറ്റഡ് എന്നുള്ളത് നമ്മുടെ ഡിസ്ട്രിബ്യൂഷൻ കമ്പനി വില്ലേജ് പാർക്കുകൾ ഹോൾഡ് ചെയ്യുന്നു. ടാൽറോപ്പ് ബ്രാൻഡ് അക്രഡിറ്റേഷൻ കൊടുക്കുന്നു. ഇതിൻ്റെ അകത്ത് നിന്നുകൊണ്ട് വ്യത്യസ്ത ക്ലയൻറ്റുകൾ വന്ന് അവരവരുടെ ഈ 11 ലെവലിൽ ചെയ്യുന്നു. നമ്മൾ 12ാമത് മെഡിക്കൽ ഹബ്ബാക്കാൻ ചെയ്യുന്നുണ്ട്. ചിലപ്പോൾ ഒരു ഡോക്ടറിന് കൺസൾട്ടിങ് സംവിധാനം ഒരെണ്ണം കൊടുത്തു കഴിഞ്ഞാൽ ആ ഡോക്ടർ വന്നിരിക്കും. ലീഗൽ ഹബ്ബാക്കി വെക്കാൻ നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട് പറ്റും. ഈവൻ റിയൽ എസ്റ്റേറ്റ് ഹബ്ബ്, റിയൽ എസ്റ്റേറ്റ് ഡീൽ നടക്കുന്ന സംവിധാനം, ഇങ്ങനെ 11, 12, 13, 14 ഫ്യൂച്ചറിൽ നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ ഇത്രയും സാധ്യത ഉണ്ട്. കാര്യം എന്താണ്, 10,000 വീടുണ്ട് അവിടെ, 40,000 കമ്മ്യൂണിറ്റി മെമ്പേഴ്സ് ഉണ്ട്. ഇവർക്ക് എന്ത് സർവീസോ പ്രൊഡക്റ്റോ വേണമെങ്കിലും അതിൻ്റെ ഒരു ടച്ച് പോയിന്റ് ആയിട്ട് നമുക്ക് വില്ലേജ് പാർക്കുകളെ മാറ്റാൻ പറ്റും. അപ്പോൾ ആശയം വലുതാണ്. ഇപ്പോൾ രാജസ്ഥാനിലൊരു മാർബിൾ കമ്പനിക്ക് എന്തിനാ 1000 കോൺട്രാക്ടറിന് വേണം. 100 വില്ലേജ് പാർക്ക് 10 കോൺട്രാക്ടർ എടുത്തെടുത്ത് 1000 കോൺട്രാക്ടറായി. ഇന്ന് പറയും മാർക്കറ്റിംഗ് ആൻഡ് സെയിൽസും ഡിസ്ട്രിബ്യൂഷനിലൊക്കെ ഭയങ്കര സംഭവമാണ്. ഒരു മാർബിൾ വിറ്റ് പോയി അതിൻ്റെ പൈസ വില്ലേജ് പാർക്ക് കൊണ്ട് കിട്ടും. സാധ്യതകളുടെ ഒരു കലവറയാണ് വില്ലേജ് പാർക്ക്. പക്ഷേ എക്സിക്യൂഷൻസ് എന്ത് ചെയ്തിട്ടുണ്ട്, അതിങ്ങനെ ഡിലേ ആയിട്ട് പോകുമ്പോഴേക്ക് അവർക്കൊരു കൺഫ്യൂഷൻ വരും. ഇതൊക്കെ വെറും തള്ളുകളാണോ, ഇതൊക്കെ കാര്യമില്ല. എന്നാൽ അവർ കേൾക്കുമ്പോൾ സിമ്പിളായി പറ്റും, സിമ്പിളായിട്ട് നടക്കും, ശരിയല്ലേ പറ്റൂലേ ഇതെല്ലാം ചെയ്തിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ ഫൈനൽ കണക്ഷൻസ് നടന്നിട്ടില്ല. അതാണ് ഈ 6 മാസത്തെ നമ്മുടെ ഈ ട്രാൻസിഷൻ്റെ ഏറ്റവും വലിയ സംവിധാനം. നമ്മുടെ വില്ലേജ് പാർക്കുകൾ ROI ബേസ്ഡ് ആവുക, എക്കോസിസ്റ്റത്തിൻ്റെ ഫ്രീ മണി കൊണ്ട് റൺ ചെയ്യുന്നതിന് പകരം ROI ബേസ്ഡ് ആവുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഓരോ വില്ലേജ് പാർക്ക് ബിൽഡിംഗ് ഓണർക്ക് പോയി ലിറ്ററലി ബെഗ് ചെയ്യണം, റിക്വസ്റ്റ് ചെയ്യണം, ഒരു 6 മാസം കൂടെ നിങ്ങൾ നമ്മൾക്കൊപ്പം നിന്ന് തരണം. കാര്യം നിങ്ങൾ എന്തായാലും ഇത്രയും നിന്നില്ല, ഒരു 6 മാസം കൂടെ നിന്നിട്ട് കാണും എങ്ങനെയാണ് നമ്മൾ ഈ 11 ഹബ്ബുകളായിട്ട് കൺവേർട്ട് ചെയ്യുന്നത്, എങ്ങനെയാണ് ഇതിന് കോ ഇൻവെസ്റ്റഡ് ഫ്രാഞ്ചൈസി ആയിട്ട് മാറുന്നത്. വേണോ ബിൽഡിംഗ് ഓണറായിട്ട് മാത്രം നിൽക്കാനുള്ള പെർമിഷൻ ഉണ്ട്. ഇപ്പം കുറേ വില്ലേജ് പാർക്ക് ബിൽഡിംഗ് ഓണർ മാത്രമാണ്, കാരണം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തേക്കുന്നതാണ്. അപ്പോൾ ഇത് കോ ഇൻവെസ്റ്റഡ് ഫ്രാഞ്ചൈസി ഇൻവെസ്റ്റ് ചെയ്തേക്കുന്ന വില്ലേജ് പാർക്ക്, അപ്പോൾ ഇവർക്ക് ബിൽഡിംഗ് റെന്റ് മാത്രം എടുത്ത് നിൽക്കാം. ഓർ ഫ്രാഞ്ചൈസി ഇൻവെസ്റ്റർ ആയിട്ട് രണ്ടാണ്. മുമ്പ് ഇപ്പോൾ ഒറ്റ ഇതിലാണ് അവർ നിൽക്കുന്നത്. അത് രണ്ടായിട്ട് മാറ്റുന്ന ഒരു സിസ്റ്റത്തിലേക്ക് നമ്മൾ കൊണ്ടുവരണം. അപ്പോൾ വില്ലേജ് പാർക്ക് നമ്മുടെ ഏറ്റവും ഇന്നോവേറ്റീവ് പ്രോജക്റ്റാണ്. ആ ഇന്നോവേറ്റീവ് പ്രോജക്റ്റുകൾ അടഞ്ഞു കിടക്കുന്നതിൻ്റെ ഒരു നിരാശ നമുക്കുണ്ട്. കാര്യം ഇപ്പോഴത്തെ പ്രശ്നം ജൂലൈ 15 ഫുൾ ഓപ്പൺ ചെയ്തോളൂ. ഏപ്രിൽ 1 100 ഒരേപോലെ ലൈവ് ആകേണ്ട സ്വപ്നം ഒരു നമ്മൾ കണ്ട. പക്ഷേ ആ സംവിധാനം ഇപ്പോൾ ജൂലൈ 15 നമുക്ക് ചെയ്യത്തുള്ളൂ. കാര്യം ജൂലൈ 15 ക്യാപിറ്റൽ റിസീവ് ചെയ്യുള്ളൂ, അല്ലെങ്കിൽ ഫ്രാഞ്ചൈസി കൺവേർഷൻ തുടങ്ങും. ഇപ്പോൾ 2-3 ഫ്രാഞ്ചൈസി കൺവേർഷൻ ചെയ്യുമ്പോൾ തന്നെ ഇതൊന്ന് ആക്റ്റീവായി തുടങ്ങും. പക്ഷേ ഒരു ജൂലൈ 15 ചെയ്യുന്നത് ലിറ്ററലി ഒക്ടോബർ 1 ആകുമ്പോഴേക്ക് നമ്മൾ കണ്ട സ്വപ്നത്തിലേക്ക് വില്ലേജ് പാർക്ക് വരും. ഒരു ഫുള്ള് ലൈവായിട്ട് നിൽക്കുന്ന ബാക്ക് ഓഫീസും സ്കിൽ ഡെവലപ്മെൻറ്റ്, അത് 24 അവർ റൺ ചെയ്യുന്ന ഒരു മോഡലിലേക്ക് നമുക്ക് വില്ലേജ് പാർക്ക് കൊണ്ടുവരാൻ പറ്റും. അപ്പോൾ അതിലേക്ക് ഓരോ കേരളത്തിലേക്ക് ഇനി നമുക്ക് കോ ഇൻവെസ്റ്റഡ് ഫ്രാഞ്ചൈസി ആക്കുമ്പോൾ ഈസിയാണ്. അത് ഏറ്റവും ബെസ്റ്റ് ടൗണിലുള്ള ഏറ്റവും നല്ല ബിൽഡിംഗ് തന്നെ എടുക്കാം. കാര്യം എന്താണ്, മുമ്പ് ഒരു ബിൽഡിംഗ് ഓണർ ഇൻവെസ്റ്റ് ചെയ്യുന്ന സ്ഥലത്തെ നമുക്ക് എടുക്കത്തുള്ളായിരുന്നു. ഇനി അങ്ങനെയല്ല, ഒരു ബിൽഡിംഗ് റെന്റിന് എടുക്കാൻ. കാര്യം കോ ഇൻവെസ്റ്റഡ് ഫ്രാഞ്ചൈസി വരുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ വിത്ത് ഓപ്പറേഷണൽ ക്യാപിറ്റലാണ്. അതിന് റൺ ചെയ്യാൻ അതിന് തന്നെ ഒരു ക്യാപിറ്റലുണ്ട്, അത് സെൽഫ് റൺ ചെയ്യാൻ ചെയ്യാം. അപ്പോൾ ഒരു 2 ഇയർ കൊണ്ട് ഈ 11 റവന്യൂ മോഡൽ ആക്റ്റീവ് ആക്കി എടുത്താൽ ഇപ്പം ഡേ 1 മുതലുള്ള ഓപ്പറേഷണൽ എക്സ്പെൻസ് നമ്മൾ കാണണമെന്നാണ്. അപ്പോൾ വില്ലേജ് പാർക്ക് ഒരു കംപ്ലീറ്റ് ചേഞ്ചിലേക്ക്, ഒരു കോ ഇൻവെസ്റ്റഡ് ഫ്രാഞ്ചൈസി മോഡലിലേക്കും കൂടിയാണ് ചേഞ്ച് ആവുന്നത്.
നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ടാൽറോപ്പ് എന്നുള്ള ആ ഒരു സിംഗിൾ ബ്രാൻഡിൽ നിന്നിരുന്ന കാര്യങ്ങൾ പല എലിമെൻറ്റ്സും ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പം നമ്മളത് കംപ്ലീറ്റ്ലി ഡിറ്റാച്ച് ചെയ്ത് വെഞ്ചേഴ്സ് ഡിറ്റാച്ച് ചെയ്യുന്നു. നമ്മൾ മെയിൻ കോറായിട്ട് ചെയ്തിരുന്ന പലതും ഇപ്പോൾ നോൺ പ്രോഫിറ്റ് ആയിട്ട് ചെയ്തിരുന്നതും അങ്ങനെയെല്ലാം നമ്മൾ പെർഫെക്റ്റ് ആയിട്ട് ഡിറ്റാച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഡിറ്റാച്ച്മെൻറ്റ്സ് എന്തൊക്കെയാണെന്നുള്ളത് ഒന്ന് ഷെയർ ചെയ്യും. അതായത് ശരിക്കും ടാൽറോപ്പ് എന്ന് പറയുമ്പം അത് ഹോൾഡ് ചെയ്തൊരു 7 എലമെൻറ്റുകൾ ഉണ്ടായിരുന്നു. അതിൽ ഏറ്റവും പ്രധാനമായിട്ട് എല്ലാവരും അട്രാക്റ്റ് ആയിട്ടിരുന്ന സംവിധാനമാണ് നമ്മുടെ സിലിക്കൺ വാലി മിഷനാണ്. നമ്മൾ ഗ്രാമങ്ങളിലൊക്കെ ഇറങ്ങി നിന്ന് ചെയ്യുന്ന സംവിധാനം, നമ്മൾ കോളേജുകളിൽ ചെയ്യുന്ന ടെക്കീസ് പാർക്ക്, സ്റ്റാർട്ടപ്പ് ഹബ്ബാക്കുന്ന സ്കൂളുകളുടെ ഇൻവെൻറ്ററി പാർക്ക് കാര്യങ്ങളൊക്കെ. വില്ലേജ് പാർക്ക് നമ്മുടെ കൊമേഴ്ഷ്യൽ എലമെൻ്റ് ആണെങ്കിലും ഇതെല്ലാം നമ്മുടെ നോൺ പ്രോഫിറ്റ് എലമെൻ്റ് ആണ്, ടെക്കീസ് പാർക്ക്, ഇൻവെൻറ്ററി പാർക്ക് ഒക്കെ. അപ്പോൾ നമ്മൾ കേരളത്തെ സിലിക്കൺ വാലി ആക്കുന്നു എന്ന് പറയുന്ന സംവിധാനം ഇറ്റ്സ് ഒരു നോൺ പ്രോഫിറ്റ് ഇനിഷ്യേറ്റീവ് ആണ്. പക്ഷേ ഇതും ഹോൾഡ് ചെയ്യുന്ന ആ ടാൽറോപ്പ് എന്നുള്ള റൗണ്ട് ലോഗയാണ്. ശരിക്കും ടാൽറോപ്പ് അല്ല, അത് ടാൽറോപ്പ് ഫൗണ്ടേഷനാണ്. അത് നമ്മുടെ നോൺ പ്രോഫിറ്റ് ഇനിഷ്യേറ്റീവ് ആണ്. അതാണ് ഒന്നാമതായിട്ട് ഡിറ്റാച്ച് ചെയ്ത് മാറ്റി. അതായത് കേരളം സിലിക്കൺ വാലി ആക്കുക എന്നുള്ളത് നമ്മുടെ മുമ്പ് NGO എന്ന് പറയുന്നത് ഇപ്പോൾ NGO അല്ല, നമ്മുടെ രജിസ്ട്രേഡ് നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷനാണ്. RNPOയിലേക്ക് നമ്മൾ എത്തിയിട്ടുണ്ട്, അത് സംവിധാനം മാറി. അപ്പം ഈ ഒരു രജിസ്ട്രേഡ് നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷനായിട്ട് അത് വരുമ്പോൾ അതിന് റൺ ചെയ്യേണ്ടത് ഗവൺമെൻറ്റിൻ്റെ ഗ്രാൻറ്റുകളാണ്, കോർപ്പറേറ്റിൻ്റെ CSR വെച്ചിട്ടാണ്. അത് റൺ ചെയ്യേണ്ട ഫിലാന്ത്രോപ്പിക് ക്യാപിറ്റൽ, വലിയ വലിയ ഇൻഡിവിജ്വൽസ് എന്താണ് അവരുടെ സ്വപ്നങ്ങൾ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അവരെന്ത് ചെയ്തിട്ടുണ്ട്, അവർ ചെയ്യേണ്ട ഫണ്ടാണ്. അല്ലെങ്കിൽ പബ്ലിക്കിൻ്റെ ഡൊണേഷനാണ്, അല്ലെങ്കിൽ കമ്പനികളുടെ സ്പോൺസർഷിപ്പ്. ഇപ്പോൾ ജെമിനി, ഗൂഗിളിൻ്റെ ജെമിനി ഒരു 1 ലക്ഷം വനിതകൾക്ക് ഇൻസ്റ്റാൾ ചെയ്ത് കൊടുക്കാൻ അവർ ചെയ്ത് കഴിഞ്ഞാൽ അവർ ഈ പൈസയിലാണ് എന്ത് ചെയ്യേണ്ടത്, റൺ ചെയ്യേണ്ടത്. ഇപ്പോൾ നമ്മൾ മഹാദേവിനെ നമ്മൾ സ്കൂളിൽ പോയി പിക്ക് ചെയ്ത്, സിയാദും യാസറും ആദിലിനെയൊക്കെ നമ്മൾ സ്കൂളിൽ പോയി പിക്ക് ചെയ്ത് അവിടെ നിന്ന് ട്രെയിൻ ചെയ്ത് ഡെവലപ്പ് ചെയ്യുന്ന എല്ലാം കംപ്ലീറ്റ് ഫ്രീ ആയിട്ടാണ്. അത് നാട്ടുകാരുടെ ഇൻവെസ്റ്റ്മെൻറ്റ് വാങ്ങി ചെയ്യേണ്ട സംവിധാനമല്ല, അത് നോൺ പ്രോഫിറ്റ് ക്യാപിറ്റലാണ്. അതാണ് നമ്മൾ ഫൗണ്ടേഷനിലേക്ക് മാറ്റി. ഇതാണ് നമ്മുടെ ഡിറ്റാച്ച്മെൻറ്റിൻ്റെ ഒന്നാമത്തെ എലമെൻറ്റ്. ഒരു എലമെൻറ്റ് പൂർണ്ണമായിട്ട് നമ്മളങ്ങ് മാറ്റി. എന്നിട്ട് നമ്മൾ പറഞ്ഞു കേരളത്തിൽ 140 സ്റ്റാർട്ടപ്പുകൾ ഉണ്ടാക്കുന്നു എന്ന് പറയുന്നത് നമ്മുടെ വെഞ്ചർ സ്റ്റുഡിയോ ആണ്. അതാണ് ടീനെക്സ് വെഞ്ചേഴ്സ് എന്നുള്ള സംവിധാനം. അത് പബ്ലിക്കിന് കുറേ ആളുകൾക്ക് അറിയാം ടീനെക്സ് വെഞ്ചേഴ്സ് എന്ന് പറഞ്ഞാൽ ഇവർക്കൊരു വെഞ്ചർ സ്റ്റുഡിയോ ഉണ്ട് എന്നുള്ള സംഭവം. പക്ഷേ അത് 140 സ്റ്റാർട്ടപ്പ് ഉണ്ടാക്കുന്നു എന്ന് ടാൽറോപ്പിൽ നമ്മൾ പറഞ്ഞത് അത് ടീനെക്സ് വെഞ്ചേഴ്സ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത്, അവരിലേക്ക് പരിചയപ്പെടുത്തിയത്. എക്കോസിസ്റ്റം ഡെവലപ്മെൻറ്റ് മാത്രമേ ടാൽറോപ്പ് പ്രൈവറ്റ് ഹോൾഡ് ചെയ്യുന്നുള്ളൂ. എക്കോസിസ്റ്റം ഡെവലപ്മെൻറ്റും ബ്രാൻഡ് അക്രഡിറ്റേഷനും. അതായത് എക്കോസിസ്റ്റം ഡെവലപ്മെൻറ്റിന് ഗവൺമെൻറ്റുകൾക്ക്, യൂണിവേഴ്സിറ്റീസിന്, കോർപ്പറേറ്റിന് വേണ്ടി അല്ലെങ്കിൽ നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷന് വേണ്ടിയിട്ട് എക്കോസിസ്റ്റം ഉണ്ടാക്കി കൊടുക്കുക. 3 ഇയർ, 5 ഇയർ, 7 ഇയർ, 10 ഇയർ, 11 ഇയർ അല്ലെങ്കിൽ 15 ഇയേഴ്സിൽ ഔട്ട്കം ബേസ്ഡ്. സാധാരണ ഔട്ട്പുട്ടാണ്. ഇപ്പോൾ നമ്മൾ ഒരു 100 പേർക്ക് ജോബ് കൊടുക്കുന്നു എന്നുള്ള സംവിധാനം പ്ലേസ്മെൻറ്റ് സർവീസാണ്. പക്ഷേ അങ്ങനല്ല, 100 പേർക്ക് ഓട്ടോമാറ്റിക്കലി ജോബ് ക്രിയേറ്റ് ആവപ്പെടുന്ന ഒരു ആവാസ വ്യവസ്ഥ, ഇല്ലായ്മയിൽ നിന്ന് നർച്ചർ ചെയ്ത് എലമെൻറ്റുകൾ നർച്ചർ ചെയ്ത് ലോങ് ടൈം ആയിട്ട് ഔട്ട്കം ഉണ്ടാക്കുന്ന എക്കോസിസ്റ്റം കോംപ്ലക്സ് പ്രോസസ്സാണ്. അതൊരു ഗവൺമെൻറ് ക്യാപിറ്റലേ ചെയ്യത്തുള്ളൂ. അത് വലിയ കോർപ്പറേറ്റിൻ്റെ R&D ക്യാപിറ്റലോ അല്ലെങ്കിൽ CSR ക്യാപിറ്റലോ ആ സംവിധാനം എന്ത് ചെയ്യത്തുള്ളൂ. അതുപോലെ ഫിലാന്ത്രോപ്പിക് ക്യാപിറ്റലിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ലോങ് ടൈം ആയിട്ടൊരു സംവിധാനം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ലോങ് ടൈം ആയിട്ടുള്ള സംവിധാനങ്ങൾ ഗവൺമെൻറ്റിനും യൂണിവേഴ്സിറ്റി, ഇപ്പോൾ യൂണിവേഴ്സിറ്റിക്ക് ഓൺടർപ്രണർഷിപ്പ് എക്കോസിസ്റ്റം, ഒരു സ്റ്റാർട്ടപ്പ് എക്കോസിസ്റ്റം ക്യാമ്പസിൽ ഉണ്ടാക്കണം എങ്കിൽ അവർ ലോങ് ടൈം ഇൻവെസ്റ്റ് ചെയ്താലേ ആ സംവിധാനം ഉണ്ടാവുള്ളൂ. അതിന് എന്തൊക്കെ എലമെൻ്റ് ഉണ്ടോ അതെല്ലാം അവിടെ എന്ത് ചെയ്യണം, വരണം. അപ്പോൾ അങ്ങനെ എക്കോസിസ്റ്റം ഡെവലപ്മെൻറ്റ് മാത്രമായിട്ട് ടാൽറോപ്പ് പ്രൈവറ്റിലേക്ക് മാറി. നമ്മുടെ ഏറ്റവും വലിയ ബിസിനസ് റിയൽ എസ്റ്റേറ്റ് ബിസിനസ് TFB നെറ്റ്വർക്ക് ആയിട്ട് മാറി. നമ്മളിപ്പോൾ എന്താണ് 250 കോടി എക്കോസിസ്റ്റം ഡെവലപ്മെൻറ്റ് ചെയ്യുന്ന 2500 കോടിയുടെ റിയൽ എസ്റ്റേറ്റ് പ്രോജക്റ്റിലേക്ക് നമ്മൾ മാറുന്നത്. അപ്പോൾ ഇനി ആളുകൾ കാണാൻ പോകുന്നത് നമ്മുടെ 2500 കോടിയുടെ റിയൽ എസ്റ്റേറ്റ് പ്രോജക്റ്റിലാണ്. റിയൽ എസ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ റിയൽ എസ്റ്റേറ്റ് എന്നാണ്. അതെന്ന് പറഞ്ഞാൽ അവിടെ ഉണ്ട്, വിസിബിൾ ആണ്. മുമ്പ് എക്കോസിസ്റ്റം വിസിബിൾ അല്ല, പക്ഷേ ഇപ്പം ഇനി എന്താണ്, റിയൽ എസ്റ്റേറ്റ് വിസിബിൾ ആണ്. കാര്യം ഇത്രയും വലിയ നെറ്റ്വർക്ക് നമുക്കുള്ള ലാൻഡ് നമുക്ക് ആർക്കെങ്കിലും ലാൻഡ് ഉണ്ടാകും. എവിടെ നമുക്ക് ലാൻഡ് ഇല്ലാത്ത അത്രയും ലാൻഡ്. കാര്യം നമ്മൾ ഉണ്ടാക്കിയ ബേസ് എത്രയായിരുന്നു, 10 ഏക്കറും 20 ഏക്കറും 50 ഏക്കറും 100 ഏക്കറുമായിട്ട് ആളുകൾ ചെയ്യുന്നത്. കാര്യം ഇവിടെ ഒരു യൂണിവേഴ്സിറ്റി കൊണ്ടുവരാനുള്ള എബിലിറ്റിയാണ് നമ്മുടെ റിയൽ എസ്റ്റേറ്റിൻ്റെ എബിലിറ്റി. ഇവിടെ ഒരു ഹെൽത്ത് കെയർ ഹബ്ബ്, ലോകത്തിൻ്റെ ഹെൽത്ത് കെയർ ഹബ്ബ് ആക്കാനുള്ള സംവിധാനം. 10,000 രൂപയ്ക്ക് നമ്മളെടുക്കുന്ന ഭൂമി 10 ലക്ഷം 20 ലക്ഷം ആക്കാനുള്ള നമ്മുടെ കപ്പാസിറ്റിയാണ് ആളുകൾ ലാൻഡ് കൊണ്ട് തരുന്നത്. അപ്പോൾ ഇതിലേക്ക് ആരെ കൊണ്ടുവരണം, അതെന്നൊക്കെ എക്കോസിസ്റ്റം. അവർ ചോദിക്കണം, ഒരു ഹോസ്പിറ്റലുകാരോട് കണക്ട് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റും, ലാൻഡ് ചെയ്യാൻ പറ്റും, എല്ലാം പറ്റും ടാൽറോപ്പിന്. പക്ഷേ ഇവരിൽ ഒന്നും ഇല്ല എന്ന് പറഞ്ഞൊരു സംവിധാനം ഉണ്ടല്ലോ. ഇതാണ് സംഭവം. ആ ഒരു ഡയലോഗുകളാണ് ഇപ്പോൾ റിയൽ എസ്റ്റേറ്റ് വരെ മാറാൻ പോണത്. എന്തായിരുന്നു നമ്മൾ ഈ ഉണ്ടാക്കിയ നെറ്റ്വർക്ക്, എന്തിനായിരുന്നു ഈ കമ്മ്യൂണിറ്റി എന്തായിരുന്നെന്നും ഈ എക്കോസിസ്റ്റം എന്താണെന്ന് ആളുകൾ കാണാൻ പോകുന്ന എവിടെയാണ്, തരിശ് ഭൂമികളിൽ യൂണിവേഴ്സിറ്റിയിൽ വരുമ്പോഴാണ്. ഇപ്പോൾ ആലോചിക്കുകയാണ്, എൻ്റെ നാട്ടിൽ പാങ്ങോട് എന്നുള്ള സ്ഥലത്ത് ഒരു ഇൻ്റർനാഷണൽ ടെക്നോളജി ക്യാമ്പസ് വരുമ്പോൾ 500 കുട്ടികളാണ്. 25 സ്റ്റേറ്റിൽ നിന്ന് 20 കുട്ടികളെ കൊണ്ടുവരാൻ പറ്റും. അപ്പോഴാണ് ഇവർക്ക് മനസ്സിലാവണോ എന്തിനാണ് ഈ സ്റ്റേറ്റിലൊക്കെ പോയി കോൺക്ലേവ് ചെയ്ത് ഇതിന് വേണ്ടിയിട്ടായിരുന്നല്ലേ എന്ന്. ഇവന്മാർ എന്തിനാണ് സ്റ്റേറ്റിലൊക്കെ പോയി കോൺക്ലേവ് ചെയ്യണമെന്ന് തോന്നിയിട്ട് 25 സ്റ്റേറ്റിൽ നിന്ന് 20 കുട്ടികളെ നമുക്ക് കൊണ്ടുവരാൻ പറ്റൂലേ, പറ്റും. അപ്പോൾ 500 കുട്ടികളൊന്നും യൂണിവേഴ്സിറ്റി സ്റ്റാർട്ട് ആവൂലേ. ഈ ഇങ്ങനെ ഒരു 500 കുട്ടികളെ കൊടുത്തവർ ഇൻ്റർനാഷണൽ യൂണിവേഴ്സിറ്റി അഫിലിയേഷൻ തരില്ലേ. ആ അഫിലിയേഷൻ എടുക്കാനുള്ള കപ്പാസിറ്റി നമുക്കില്ലേ, അതിനുള്ള ലൈസൻസ് ഇല്ലെന്ന് വെച്ചാൽ എല്ലാം യെസ് ആണ്. പക്ഷെ എന്നാലും ഒരു എന്തോ പോലെ ഇല്ലേ എന്നല്ലേ. ആ സാധനമാണ് എന്ത് ചെയ്യുന്നത്, TFB നെറ്റ്വർക്ക് റിയൽ എസ്റ്റേറ്റ് കമ്പനി ആവുന്നതോടെ ആ സംവിധാനം മാറുന്നത്. ഇപ്പോൾ ഈ സ്റ്റാറിൽ നമ്മുടെ വില്ലേജ് പാർക്കിലൊക്കെ നമ്മുടെ ഡിസ്ട്രിബ്യൂഷൻ കമ്പനിയിലെ, കാരണം ലോകത്ത് ഏറ്റവും വലിയ ബിസിനസ്സാണ് ഡിസ്ട്രിബ്യൂഷൻ ബിസിനസ്. ഇപ്പോൾ സ്റ്റേറ്റിലൊരു പ്ലെയർ, ഒരു കാലിക്കറ്റുള്ള പ്ലെയർ തിരുവനന്തപുരത്തേക്ക് അവർക്ക് എത്തണം, നമുക്ക് തിരുവനന്തപുരം ഡിസ്ട്രിബ്യൂഷൻ എടുക്കാം. അല്ലെങ്കിൽ ഇപ്പോൾ ഹരിയാനയിലൊരു ടീമിന് കേരള ഡിസ്ട്രിബ്യൂഷൻ നമുക്ക് എടുക്കാം. അല്ലെങ്കിൽ ഇപ്പോൾ എന്താണ് ജർമ്മനിയിലൊരു ടീമിന് ഇന്ത്യൻ ഡിസ്ട്രിബ്യൂഷൻ നമുക്ക് എടുക്കാം. അപ്പോൾ ഡിസ്ട്രിബ്യൂഷൻ ബിസിനസ്സാണ് സ്റ്റാർ ഡിസ്ട്രിബ്യൂഷൻ എന്ത് ചെയ്യുന്നത്, ഹോൾഡ് ചെയ്യുന്നത്. ഇതാണ് 2 എലമെൻറ്റ്.
അടുത്ത 2 എലമെൻറ്റ്. പിന്നത്തെ 2 എലമെൻ്റാണ് നമ്മുടെ ഇൻഫോസിസ് പോലെ നമുക്കൊരു എൻ്റർപ്രൈസ് സർവീസ് സിസ്റ്റം ഉണ്ടായിരുന്നു. അതാണ് ടെഗിൻ. ടെഗിനെ 2015 ഇൻകോർപ്പറേറ്റ് ചെയ്ത. എന്നിട്ട് നമ്മുടെ അസറ്റ് മാനേജ്മെൻറ്റ്, ഇപ്പോൾ ബ്ലാക്ക് സ്റ്റോൺ പോലെ നമുക്കൊരു അസറ്റ് മാനേജ്മെൻറ്റ് സിസ്റ്റം ഉണ്ട്. അതാണ് ഇപ്പോൾ നമ്മൾ ഗുജറാത്തിൽ വരുന്ന സംവിധാനം ഹിസ്റ്റസ് എന്നുള്ള സംഭവം. ഏറ്റവും ഫസ്റ്റ് നെയിം ടാൽറോപ്പിനും ടെഗൈനും ഒക്കെ മുമ്പ് ആദ്യത്തെ പേരാണ് ഹിസ്റ്റസ്. ഹിസ്റ്ററി, വി ക്രിയേറ്റ് ഹിസ്റ്ററി എന്നുള്ള, അല്ലെങ്കിൽ നമ്മളാണ് ഹിസ്റ്ററി ക്രിയേറ്റ് ചെയ്യുന്നതെന്നുള്ള അർത്ഥത്തിൽ ഹിസ്റ്റസ് എന്നുള്ള സംവിധാനം വന്നത്. അപ്പോൾ ഹിസ്റ്റസ് ഒരു അസറ്റ് മാനേജ്മെൻ്റ് ആയിട്ട് വരുന്നത്. ഇതാണ് 7 അടിസ്ഥാനപരമായ മാറ്റങ്ങൾ. അപ്പോൾ ഒന്ന് ടാൽറോ ഫൗണ്ടേഷനായി, ഒരു ടാൽറോ പ്രൈവറ്റ് ലിമിറ്റഡായി, ഒരു ടീനെക്സ് വെഞ്ചേഴ്സായി. അവർ മൂന്നുമാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന സംവിധാനം. കേരളം സിലിക്കൺ വാലി ആക്കുന്നു, എക്കോ സിസ്റ്റം ഉണ്ടാക്കുന്നു, 140 സ്റ്റാർട്ടപ്പ് ഉണ്ടാക്കുന്നു എന്നുള്ള സംവിധാനം ഹോൾഡ് ചെയ്യുന്നവർ. പിന്നെ ഏറ്റവും 2 വലിയ ബിസിനസ്, റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സും ഡിസ്ട്രിബ്യൂഷൻ ബിസിനസ്സും 2 വലിയ ബിസിനസ്സായിട്ട് TFB നെറ്റ്വർക്കും സ്റ്റാറിലും എന്ത് ചെയ്യുന്നുണ്ട്, മാറുന്നു. ഇപ്പോഴത്തെ ടെഗൈൻ, ഇൻഫോസിസ് പോലൊരു സർവീസ്, എൻ്റർപ്രൈസ് സർവീസ് ബിസിനസ്സായിട്ടും അത് ബ്ലാക്ക് സ്റ്റോൺ പോലൊരു അസറ്റ് ബിസിനസ്സായിട്ട് ഹിസ്റ്റസുമായിട്ട് 7 എണ്ണമായിട്ട് ആദ്യം മാറണം. ഇനി ഓരോന്നോരോന്ന് പറഞ്ഞ ആൾക്ക് മനസ്സിലാവും. ടീനെക്സ് എന്ന് പറയുന്ന വെഞ്ചർ സ്റ്റുഡിയോ ആണ്, ക്ലിയർ. മുമ്പ് ഇതെല്ലാം ടാൽറോപ്പിൻ്റെ ഒറ്റ ബ്രാൻഡിൽ ഒളിപ്പിച്ച് വെച്ചേക്കാണ്. അപ്പോൾ ഇത് ഒരു സൈഡിൽ നോക്കുമ്പോൾ വെഞ്ചർ സ്റ്റുഡിയോ ആയിട്ട് തോന്നും, ഒരു സൈഡിൽ നോക്കുമ്പോൾ നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ ആയിട്ട് തോന്നും, ഒരു സൈഡിൽ നോക്കുമ്പോൾ എക്കോ സിസ്റ്റം ഡെവലപ്മെൻറ്റ് ആയിട്ട്. എക്കോ സിസ്റ്റം ഡെവലപ്പ് ചെയ്യണമെങ്കിൽ പൈസ തരണം, പൈസ എന്നാലേ എക്കോ സിസ്റ്റം ഡെവലപ്പ് ചെയ്ത് തരുള്ളൂ. ആരാണെങ്കിലും എക്കോ സിസ്റ്റം ഡെവലപ്പ് ചെയ്യണം. ഇപ്പോൾ നമുക്ക് കേസ് സ്റ്റഡിയായി റിയൽ എസ്റ്റേറ്റ് എക്കോ സിസ്റ്റം ഡെവലപ്മെൻറ്റ് TFB നെറ്റ്വർക്കിന് ചെയ്ത് കൊടുത്തതായിട്ട് ടാൽറോപ്പിന് പറയാം, കേസ് സ്റ്റഡിയാണ്. ഡിസ്ട്രിബ്യൂഷൻ എക്കോ സിസ്റ്റം എസ്റ്റാറിന് ചെയ്ത് കൊടുത്തു എന്നുള്ള കേസ് സ്റ്റഡിയാണ്. ടാൽറോ ഫൗണ്ടേഷന് വേണ്ടി സ്റ്റാർട്ടപ്പ് എക്കോ സിസ്റ്റം ഉണ്ടാക്കി കൊടുത്തു എന്നുള്ള കേസ് സ്റ്റഡിയാണ്. ഈ കേസ് സ്റ്റഡീസ് ഉണ്ട്. ഇത് വെച്ചിട്ട് നമുക്ക് UAE ഒരു യൂണിവേഴ്സിറ്റി എടുത്ത് പറയാം, ഇപ്പം നമ്മുടെ കോൺട്രാക്ട് 1 ലക്ഷം തരുമെന്നാൽ ചെയ്തു തരാൻ കഴിഞ്ഞു. കാര്യം എക്കോ സിസ്റ്റം ഉണ്ടാക്കിയാൽ വന്ന് കാണിച്ചു കൊടുക്കാൻ സാധനം ഉണ്ടല്ലോ. ഗ്രാമങ്ങളിലെ വില്ലേജ് പാർക്ക് കാണിക്കാം, കോളേജിലെ ടെക്കീസ് പാർക്ക് കാണിക്കാം, സ്കൂളിൽ ഇൻവെൻറ്ററി പാർക്ക് കാണിക്കാം. കാര്യം ഇവർ ഇത്രയും വർഷമായി യൂണിവേഴ്സിറ്റി എന്നിട്ട് ഒരു സ്റ്റാർട്ടപ്പ് ഉണ്ടാക്കിയിട്ടില്ല. നമുക്ക് ഗവൺമെൻറ് സ്കൂളിൽ നമുക്ക് സ്റ്റാർട്ടപ്പ്സ് ഉണ്ട്, റിയൽ സ്റ്റാർട്ടപ്പ് ഉണ്ട്. ആ സ്റ്റാർട്ടപ്പിൻ്റെ ഫൗണ്ടർ അവിടെ IoT സെഷൻസ് എടുത്തുകൊണ്ട് അവിടെ ഡെവലപ്പ് ചെയ്യുന്നത്. ഇത് കാണിച്ചു കൊടുത്താൽ ഇത് നമ്മൾ ഉണ്ടാക്കിയതാണ്, നമ്മുടെ എക്കോ സിസ്റ്റം. നമ്മൾ ഇതുപോലെ നിങ്ങൾക്ക് ഒരു എക്കോ സിസ്റ്റം, ഇൻഫ്രാസ്ട്രക്ചർ ടാലൻറ്റ് ഇന്നോവേഷൻ ഫോർമുലയിൽ ഒരു എക്കോ സിസ്റ്റം ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞാൽ ടാൽറോപ്പിന് വർക്ക് ഓർഡർ കിട്ടും. അതിനാണ് ഖലീജ് ടൈംസായിട്ട് കോൺക്ലേവ് ചെയ്തത്. അതിനാണ് അവിടുത്തെ യൂണിവേഴ്സിറ്റീസിനെ മൊത്തം വിളിച്ചത്. ഇത് പറയുമ്പോൾ കണക്ട് ആയി തുടങ്ങി. ഇതിനാണല്ലേ നിങ്ങൾ ഖലീജ് ടൈംസിൻ്റെ കോൺക്ലേവ് നടത്തിയത്. ഇങ്ങനെ ഇത്രയും യൂണിവേഴ്സിറ്റിയുടെ നിങ്ങൾ കണക്ഷൻ എടുത്ത് ഇതിന് വേണ്ടിയിട്ടാണല്ലേ. ശരിയാണല്ലേ, നിങ്ങളുടെ ഈ കേസ് സ്റ്റഡി എടുത്താൽ കിട്ടുമല്ലേ. അപ്പോൾ 1 ലക്ഷം ദിർഹം കിട്ടുമല്ലേ. ഒരു വർക്ക് ഓർഡറിന് 1 ലക്ഷം ദിർഹം. എങ്ങനെയാണ് ROI വരുന്നത് ടാൽറോ പ്രൈവറ്റ് ലിമിറ്റഡ്? അവിടെ അവർക്ക് കാണാം. റിയൽ എസ്റ്റേറ്റ് നേരത്തെ പറഞ്ഞ TFB നെറ്റ്വർക്കിന് ലാൻഡ് എടുക്കുന്ന എന്തെങ്കിലും പ്രശ്നമുണ്ടോ, ലാൻഡ് ഡെവലപ്പ് ചെയ്യുന്ന എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഇപ്പോൾ നമ്മൾ ലാൻഡ് ഡെവലപ്പ് ചെയ്യുന്ന ഒരു സോളാർ കമ്പനി കൊണ്ടുവരാൻ നമുക്ക് പറ്റൂലേ, ഒരു റോഡ് ഡെവലപ്മെൻറ്റ് കമ്പനി കൊണ്ടുവരാൻ പറ്റില്ലേ, ഒരു വാട്ടർ ഡെവലപ്മെൻറ്റ് കമ്പനി കൊണ്ടുവരാൻ പറ്റില്ലേ, ഒരു വേസ്റ്റ് മാനേജ്മെൻറ്റ് സീവേജ് കൺട്രോൾ കമ്പനി കൊണ്ടുവരാൻ പറ്റില്ലേ? പറ്റും. അപ്പം ലാൻഡ് ഡെവലപ്പ് ആയില്ലേ. ബിൽഡിംഗ് കെട്ടാൻ ആരെ വേണ്ടത് നിങ്ങൾക്ക്? PMC, ലോകത്ത് ഏറ്റവും വലിയ PMC കൊണ്ടുവരാൻ പറ്റില്ലേ? ഏറ്റവും വലിയ അത് കോൺട്രാക്ടറിനെ, ബിൽഡറിനെ കൊണ്ടുവരാൻ പറ്റില്ലേ? പറ്റും. അപ്പം ബിൽഡിംഗ് കെട്ടാൻ ഇൻറ്റീരിയർ ചെയ്യാൻ പറ്റില്ലേ? പറ്റും. ഓപ്പറേഷൻ ടീമിനെ കൊണ്ടുവരാൻ പറ്റില്ലേ? പറ്റും. മാർക്കറ്റിംഗ് ടീമിന്. ഈ 6 എലമെൻ്റ് അല്ലേ ഉള്ളൂ റിയൽ എസ്റ്റേറ്റ്. ലാൻഡ് ഡെവലപ്മെൻറ്റ്, ബിൽഡിംഗ് ഇൻറ്റീരിയർ, ഓപ്പറേഷൻ, മാർക്കറ്റ്. ഈ 6 എലമെൻറ്റും ചെയ്യാൻ നമുക്ക് പറ്റുമോ? പറ്റും. പിന്നെ റിയൽ എസ്റ്റേറ്റ് ബിസിനസ് പറ്റൂലേ. ഡിസ്ട്രിബ്യൂഷൻ ബിസിനസ്. ഇപ്പോൾ നമ്മൾ ചൈനയിൽ ഒരു കാർ കമ്പനി എടുത്തിട്ട് കേരളത്തിൽ 100 കാർ വിറ്റ് തരാമെന്ന് പറഞ്ഞാൽ, ഇപ്പോൾ BYD പോലെ ഒരു കാർ കമ്പനി വന്നു കഴിഞ്ഞാൽ ഈ 100 കാർ നമുക്ക് വിൽക്കാൻ പറ്റില്ല. വിൽക്കാൻ പറ്റും. 100 വില്ലേജ് പാർക്കുകൾ വിറ്റില്ലേ? ഓഫ് കോഴ്സ്. അതെന്താണ് ഞാൻ ഫൈനലൈസ് ചെയ്താൽ മതി. പക്ഷേ എന്ന് പറയുന്നത് പോലെ 100 കാർ വിൽക്കത്തില്ലേ. അപ്പോൾ ഡിസ്ട്രിബ്യൂഷൻ നടക്കും. അപ്പം ഇതിൻ്റെ എലമെൻറ്റുകളെല്ലാം ഒരു ബ്രാൻഡിലായിരുന്നു. ഒരു LLP കമ്പനിയാണ് ഇത് ഹോൾഡ് ചെയ്തെന്നുള്ളത് കൊണ്ടാണ് ഇതൊരു വര. അതങ്ങ് മാറി, അതങ്ങ് സെപ്പറേറ്റ് ചെയ്ത്. ഇതാണ് ഒക്ടോബറിൽ റൺ ചെയ്ത് തുടങ്ങുമ്പോൾ എന്ത് ബ്യൂട്ടി ആയിരിക്കും എന്ന് ആലോചിച്ചേക്ക്. എത്ര വലിപ്പമായിരിക്കും ടാൽറോപ്പ് എന്ന് ആലോചിച്ച് വയ്ക്കാൻ. അപ്പോൾ ഞാൻ ആളുകൾ എൻ്റെ ടാൽറോപ്പ് പൂട്ടുമല്ലേ, ഇപ്പോൾ പൂട്ടുമല്ലേ എന്ന് വെച്ചാൽ, നിങ്ങൾ ഒക്ടോബർ 1-നുള്ള ടാൽറോപ്പ് നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ എന്നിട്ട് പറയാമെന്ന് പറയും. കാര്യം എന്ന് വെച്ചാൽ അതിലേക്ക് ട്രാൻസിഷൻ അറിയില്ലേ. ട്രാൻസിഷൻ ഒന്നിൽ നിന്ന് ഒന്നിലേക്ക് മാറുമ്പോഴുള്ള ബുദ്ധിമുട്ട്. ഇനി 6 വരി പാതയാക്കി നോക്കട്ടെ, ഭയങ്കര സംഭവിക്കും. ആളുകൾ അടിപൊളിയെന്ന് പറയും. റോഡ് പൊളിച്ചിട്ടപ്പം തൊട്ട് ഗവൺമെൻറ്റിനെ തെരുവിൽ തുടങ്ങിയതാണ്. പക്ഷേ അത് വന്നു കഴിയുമ്പോൾ എന്താ ആസ്വദിക്കുന്ന സംവിധാനം ഉണ്ടല്ലോ. പക്ഷെ പ്രോസസ്സുകൾ ആളുകൾക്ക് ഇഷ്ടമല്ല. പ്രോസസ്സ് പറയുമ്പോൾ ഭയങ്കര കോംപ്ലക്സ് ആണ്. കാര്യം ഹാർഡാണ്, അതേ പ്രശ്നമാണ്, നമ്മുടെ കുറേ കമ്മിറ്റ്മെൻറ്റുകൾ തെറ്റും, എല്ലാം അറിയാം. പക്ഷെ ഇത് ചെയ്ത് കഴിയുമ്പോൾ ഉള്ളൊരു ബ്യൂട്ടി ആലോചിച്ച് വയ്ക്കുകയാണ്. ഒരു വെഞ്ചർ സ്റ്റുഡിയോ ചെയ്യാൻ നമ്മളെ കൊണ്ട് പറ്റില്ലേ? പറ്റും. നമ്മൾക്കൊരു വെഞ്ചർ സ്റ്റുഡിയോ ചെയ്യാൻ അറിയാം. ഒരു ഫൗണ്ടേഷൻ നമുക്ക് റൺ ചെയ്യത്തില്ലേ? റൺ ചെയ്യാൻ പറ്റും. ഒരു എക്കോ സിസ്റ്റം ഡെവലപ്മെൻറ്റ് നമുക്ക് ചെയ്യത്തില്ലേ? പറ്റും. റിയൽ എസ്റ്റേറ്റ് പറ്റില്ലേ? പറ്റും. ഡിസ്ട്രിബ്യൂഷൻ പറ്റില്ലേ? പറ്റും. ഒരു സർവീസ് പറ്റില്ലേ? അസറ്റ് മാനേജ്മെൻറ്റ് പറ്റില്ലേ? പറ്റും. പക്ഷേ ഇതെല്ലാം നമ്മൾ ഒരു ബ്രാൻഡിൽ ഹോൾഡ് ചെയ്ത് അത്രയും വളർത്തിക്കൊണ്ട് വന്നു. ഇത്രയും വളർന്നതുകൊണ്ടാണ് ഇത് പറ്റുന്നത്. 2015 ഇത് പറ്റുമോ? പറ്റില്ല. 17 ഇത് പറ്റുമോ? പറ്റില്ല. 20 ഇത് പറ്റുമോ? പറ്റില്ല. 22 ഇതിൽ പറ്റുമോ? പറ്റില്ല. 24 ഇത് പറ്റുമോ? 26 ഇത് പറ്റിയത്. പറ്റിയപ്പോഴാണ് ഡിറ്റാച്ച് ചെയ്യണം. പക്ഷേ ഇനി ഇത് ചെയ്തില്ലെങ്കിൽ എന്ത് ചെയ്യും? ഇത് പൊളിഞ്ഞ് വീഴും. കാര്യം ഇതിൻ്റെ എക്സ്ട്രീം സാച്ചുറേഷൻ നമ്മളെത്തി. വളരും തോറും പിളരും തോറും വളരുന്നതാണ്. ആ പിളർത്തിയിട്ടേ ഇനി വളർത്താൻ പറ്റുള്ളൂ എന്നുള്ളതാണ് നമ്മുടെ സിറ്റുവേഷൻ. അതാണ് നമ്മുടെ ട്രാൻസിഷൻ. അതിന് 7 എൻറ്റിറ്റികളായിട്ട് മാറി. എന്നിട്ട് ബാക്കി ഇതിലുള്ള എൻറ്റിറ്റികളെല്ലാം ഇൻഡിപെൻഡൻ്റ് ആയി. സ്പിൻവിക്ക് സ്പോർട്സ് എൻറ്റിറ്റി ആയിട്ട് മാറി.
എക്സിയോ അഗ്രികൾച്ചർ എൻറ്റിറ്റി ആയിട്ട് മാറി. ടാക്സ് വാലി എന്തായിട്ടുണ്ട്, ക്ലിനിക്കായിട്ട് മാറി. ഓരോ സംവിധാനങ്ങളും ഇപ്പോൾ നമ്മുടെ ഹെൽത്ത് കെയറിലെ ഏറ്റവും വലിയ കമ്പനി ബ്ലൂ സോൺ ഹെൽത്ത് ആലപ്പുഴയൊക്കെ വലിയ പ്രോജക്റ്റാണ് വരുന്നത്. എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു പ്രിവെൻറ്റീവ് ഹെൽത്ത് കെയർ എന്നുള്ളൊരു സംവിധാനത്തിലേക്ക് എന്തിട്ടുണ്ട്, ഒരു പ്രോസസ് ഓറിയൻറ്റഡ് അല്ലാതെ ഒരു മനുഷ്യന് ഒരു പ്രിവെൻറ്റീവ് ആയിട്ടുള്ള ഒരു ഹെൽത്ത് കെയർ സിസ്റ്റം കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള ബ്ലൂ സോൺ എന്നുള്ളൊരു കോൺസെപ്റ്റ് ഭയങ്കര വലിയ ആശയമാണ് ഹെൽത്ത് കെയറിൽ വരുന്നത്. ഇങ്ങനെ ഓരോ വെഞ്ചറുകളും എന്തായി ഇൻഡിപെൻഡൻ്റ് ആയിട്ട് മാറുന്ന ഒരു സാഹചര്യത്തിലേക്ക് വന്നു. അപ്പോൾ ഈ ഒക്ടോബറിൽ ആളുകൾ കാണാൻ പോകുന്നതിൻ്റെ ക്ലാരിറ്റിയാണ്. ഒരാളും ദുരൂഹത പറയില്ല. കാര്യം ഫൗണ്ടേഷൻ ആയിരുന്നല്ലേ എന്ന് ചോദിക്കും. വൺ ക്രിയേറ്റർ ഫ്രം വൺ വേർഡ് എന്ന് പറഞ്ഞാൽ ഫൗണ്ടേഷൻ്റെ മിഷനാണ്. ടെക്നോബി എന്ന് പറഞ്ഞാൽ ഫൗണ്ടേഷൻ്റെ മിഷനാണ്. മനസ്സിലായില്ലേ? ഈ പറയുന്ന ടെക്കീസ് പാർക്ക് കോളേജുകളിൽ ഫൗണ്ടേഷൻ്റെ മിഷനാണ്. സ്കൂളിൽ ഇൻവെൻറ്ററി പാർക്ക് സയൻറ്റിസ്റ്റ് ഉണ്ടാക്കുന്ന ഫൗണ്ടേഷൻ്റെ മിഷനായിരുന്നു. പക്ഷേ ഇതെല്ലാം ഒരിടത്തായിരുന്നു. കാര്യം അന്ന് ഇതുകൊണ്ട് സെപ്പറേറ്റ് ചെയ്യത്തില്ല. നാട്ടുകാരുടെ ഡൊണേഷനിൽ ഇത് റൺ ചെയ്യാൻ പറ്റില്ലായിരുന്നു. ഇന്നത് ചെയ്യാൻ പറ്റും. ഇന്ന് ആ സംവിധാനം ഗവൺമെൻറ് ഗ്രാൻഡ് അപ്ലൈ ചെയ്യാൻ പറ്റും. നമുക്കറിയാം ഏതൊക്കെ ഗവൺമെൻറ് എങ്ങനെയൊക്കെ ഗ്രാൻഡ് എടുക്കണമെന്നൊക്കെ അറിയാം. ആ അറിവാണ്, ആ നോഹുവാണ്, ആ ക്ലാരിറ്റിയാണ് ഇതിൻ്റെ ഡിറ്റാച്ച്മെൻറ്റ്. പക്ഷേ ഇതിന് മുമ്പ് ഡിറ്റാച്ച് ചെയ്യാൻ പറ്റില്ലെന്ന് വെച്ചാൽ പറ്റില്ലായിരുന്നു. അപ്പോൾ അത് സ്വിമ്മിംഗ് പൂളിൽ നമ്മൾ നീന്തി ജയിച്ച് വരുമ്പോഴാണ് കുറേ വെള്ളമൊക്കെ കുടിച്ച് നീന്തി അവസാനം അടിപൊളിയായിട്ട് നീന്തി വരുമ്പോൾ ചോദിക്കും എങ്കിൽ പിന്നെ നിനക്ക് ആദ്യമേ ഇത് ചെയ്തുകൂടായിരുന്നു. ആദ്യമേ അത് പറ്റൂല. അത് ഇത്രയും പ്രോസസ്സ് കഴിഞ്ഞാലേ ഇത് പറ്റുള്ളൂ. ആ റിയാലിറ്റിയിലാണ് ആക്ച്വലി നമ്മളിപ്പോൾ എന്ത് ചെയ്യുന്നത് നിൽക്കുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ഈ എക്കോസിസ്റ്റം ഫണ്ട് ഒരു 250 CR നമ്മൾ മാനേജ് ചെയ്തു. അത് നമ്മളിപ്പോൾ സ്റ്റോപ്പ് ചെയ്യുകയാണ്. അപ്പോൾ ഇപ്പോൾ എക്സിസ്റ്റിംഗ് ഇൻവെസ്റ്റേഴ്സിന് എന്തൊക്കെയാണ് ഓപ്ഷൻസ് ആയിട്ട് നമ്മൾ കൊടുത്തിട്ടുള്ളത് എന്നുള്ളതും, അതേപോലെ നമ്മുടെ ഇപ്പോൾ ഈ ഒരു റിയൽ എസ്റ്റേറ്റിൽ ഒരു 30% ആണല്ലോ ഒരു കമ്മ്യൂണിറ്റി ഇൻവെസ്റ്റേഴ്സിന് വരാൻ പറ്റുന്നത്. അപ്പോൾ അങ്ങനെ ന്യൂ ഇൻവെസ്റ്റേഴ്സിനും എക്സിസ്റ്റിംഗ് ഇൻവെസ്റ്റേഴ്സിനും ആ ഒരു റിയൽ എസ്റ്റേറ്റ് എന്നുള്ള ആ ഒരു വലിയ ആശയത്തിൽ എങ്ങനെ പങ്കാളികളാകും? ശരിക്കും നമ്മൾ എക്കോസിസ്റ്റം ഡെവലപ്മെൻറ്റ് കംപ്ലീറ്റ് ആയപ്പോൾ തന്നെ നോർമൽ പ്രോസസ്സ് എന്താണ്, ഈ കമ്പനി വൈൻഡപ്പ് ചെയ്യുക എന്നുള്ളതാണ്. ഇതിനെ നമ്മളിനി ലീഗലി വൈൻഡപ്പ് ചെയ്യുക എന്നുള്ള സംവിധാനം. അപ്പോൾ ലീഗലി വൈൻഡപ്പ് ചെയ്യണമെങ്കിൽ സ്വാഭാവികമായിട്ട് ഈ ക്യാപിറ്റൽ എക്സിറ്റ് അവിടെ നടക്കണം. നമ്മൾ ലിക്വിഡേഷൻ ചെയ്യലല്ല, കമ്പനി പരാജയപ്പെട്ടു പോയി എന്നുള്ള ലിക്വിഡേഷൻ അല്ല. ഈ കമ്പനിയുടെ അവസാനിച്ചു, ഇനി നമുക്ക് അതിൻ്റെ അകത്തേക്ക് ക്യാപിറ്റൽ കൊണ്ടുവന്നത് എക്സിറ്റ് ചെയ്യുക, വൈൻഡപ്പ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ഒരു പ്രോസസ്സ് ഉണ്ട്. അപ്പോൾ ആ ഒരു പ്രോസസ്സ് ടൈമിലാണ് നമുക്ക് റിയൽ എസ്റ്റേറ്റ് കമ്പനിയെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ക്യാപിറ്റലായിട്ട് ഈ ഒരു ലെഗസി ഉണ്ടല്ലോ, ഇത്രയും വർഷത്തെ ഒരു ലെഗസി ഉണ്ട്. ഒരു പെറ്റി കേസ് പോലും ഇല്ലാത്ത ഒരു ബ്രാൻഡ് ഇത്രയും ഫണ്ട് മാനേജ് ചെയ്ത് അത്രയും സർവീസ് കൊടുത്തിട്ടുള്ള, ഇത്രയും GST സംവിധാനങ്ങളൊക്കെ ചെയ്തിട്ടുള്ള ഒരു കമ്പനി നിൽക്കുമ്പോൾ എന്തുകൊണ്ട് അതിനെ നമുക്ക് ഇതിലേക്ക് മെർജ് ചെയ്തുകൂടാ എന്നൊരു സംവിധാനത്തിലാണ് ഇത് റിയൽ എസ്റ്റേറ്റിലേക്ക് മെർജ് ആവുന്നത്. അപ്പോൾ എന്തായിക്കഴിഞ്ഞാലും എക്സിസ്റ്റിംഗ് ഇൻവെസ്റ്റേഴ്സിൻ്റെ പൊസിഷൻ എന്ത് എന്ന് നമ്മൾ ആദ്യം ഡിഫൈൻ ചെയ്യണം. അപ്പോൾ എക്സിസ്റ്റിംഗ് ഇൻവെസ്റ്റേഴ്സിന് നമ്മൾ 3 ഓപ്ഷനാണ് ഇട്ട്. ഒന്നാം സംവിധാനം നമ്മൾ അവർക്ക് പറഞ്ഞു, നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ റിയൽ എസ്റ്റേറ്റ് കമ്പനി ഒരു എക്സ്ക്ലൂസീവ് ഷെയർ ഹോൾഡ് ചെയ്യും. ബി ഷെയർ എന്ന്, ക്ലാസ് ബി എന്ന് പറഞ്ഞ ഷെയർ ഉണ്ട്. ആ ഷെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ അസറ്റ് അപ്രീസിയേഷനോട് ഈ ക്യാപിറ്റൽ എക്സിറ്റ് ചെയ്യാം. എന്ന് പറഞ്ഞാൽ എന്താ, ഇത്രയും യൂണിവേഴ്സിറ്റീസ് വരെയാണ്, ഇത്രയും IT പാർക്കുകൾ വരെയാണ്, ഹെൽത്ത് കെയർ ഹബ്ബുകൾ വരെയാണ്, ടൂറിസം ഹബ്ബുകൾ വരെയാണ്. കേരളത്തിൻ്റെ സാധ്യതകൾ അത്രത്തോളം ഡെവലപ്പ് ചെയ്യുന്ന സംവിധാനമാണ്. ഇപ്പം നമ്മളിപ്പോൾ പറയുമ്പോൾ ഇപ്പോൾ ദുബായ് 980 മരുഭൂമി, ഇപ്പോഴത്തെ ബുർജ് ഖലീഫ എന്ന് പറയുമ്പോൾ ഒന്ന് ഗവൺമെൻറ്റിൻ്റെ ഒരു വിഷനും ഉണ്ട്, മറു സൈഡിൽ ഇമാർ പോലുള്ള ഗ്രൂപ്പുകളുടെ ഡെവലപ്മെൻറ്റ്സ് ഉണ്ട്. ഇതാണ് നമ്മൾ പറഞ്ഞത്. ഇപ്പോൾ സിലിക്കൺ വാലി മിഷൻ എന്ന് പറഞ്ഞാൽ ഇവിടെ എന്ത് ചെയ്യണം, കേരളം എന്ന് പറയുന്നത് 365 ദിവസവും സുന്ദരമായിട്ട് ജീവിക്കാൻ കഴിയുന്ന ഒരു നാട്. ഇതാണ് ലോകത്തിൻ്റെ ഏറ്റവും വലിയ ഇൻ്റർനാഷണൽ യൂണിവേഴ്സിറ്റീസ് ഇരിക്കേണ്ട ഒരു സ്ഥലം എന്ന് പറഞ്ഞാൽ ഈ ഇൻ്റർനാഷണൽ യൂണിവേഴ്സിറ്റി ഡെവലപ്പ് ചെയ്യേണ്ട സംവിധാനം. രണ്ടാമത് ഇവിടുത്തെ ലോകത്തിൻ്റെ ഹെൽത്ത് കെയർ ഹബ്ബ് ആകേണ്ട സ്ഥലം എവിടെയെന്ന് പറഞ്ഞാൽ ഹെൽത്ത് കെയർ ഹബ്ബ് ഡെവലപ്പ് ചെയ്യാനുള്ള റിയൽ എസ്റ്റേറ്റ് ആണ്. മനസ്സിലായി? ഇവിടെ ടൂറിസം ഹബ്ബുകൾ എന്ന് പറഞ്ഞാൽ ഈവൻ 5 സ്റ്റാർ ഹോട്ടൽ ഉൾപ്പെടെ സംവിധാനങ്ങൾ ഡെവലപ്പ് ചെയ്യേണ്ടത് റിയൽ എസ്റ്റേറ്റ് ആണ്. അപ്പം നമ്മൾ പറഞ്ഞു വന്ന എല്ലാ കോൺസെപ്റ്റുകളും നടക്കുന്ന, അൾട്ടിമേറ്റ് ഡെവലപ്മെൻറ്റ്സ് നടക്കുന്ന റിയൽ എസ്റ്റേറ്റിലാണ്. റിയൽ എസ്റ്റേറ്റ് ആണ് ഏറ്റവും വലിയൊരു ഇൻഡസ്ട്രി അല്ലെങ്കിൽ ഏറ്റവും വലിയ ഏരിയ. കാരണം ഈ ലാൻഡുകളുള്ള ലാൻഡുകൾ ഇവിടെ ഉള്ളു, ഈ ലാൻഡിൽ ഇനിയുള്ള ഡെവലപ്മെൻറ്റ് ചെയ്തത്. അപ്പോൾ റിയൽ എസ്റ്റേറ്റ് ഒരു റിയൽ വാല്യൂ ഇപ്പോഴും അവിടെ ഉണ്ടാവും. നമ്മൾ എത്രയൊക്കെ ഡിജിറ്റൽ അസറ്റ് പറഞ്ഞാലും ഒരു ഫിസിക്കൽ അസറ്റ്സ് കണക്റ്റ് ആകുമ്പോഴാണ് അതിന് ഭയങ്കര റിയലിസ്റ്റിക് വാല്യൂ വരുന്നത്. മാത്രമല്ല ഒരു ഡെവലപ്മെൻറ്റ്സ് ഡയറക്ട്ലി റിലേറ്റഡ് ടു റിയൽ എസ്റ്റേറ്റ്. ഇപ്പോൾ നമ്മളൊരു വെഞ്ചറിന് ഒരു 1000 സ്റ്റാഫ് വേണമെങ്കിൽ 1000 സ്റ്റാഫിന് ഇരിക്കാനുള്ള IT പാർക്കുകൾ, ഓഫീസ് ഹബ്ബുകൾ ഇവിടെ വരണം. അപ്പോൾ ഇത് കേരളത്തിൻ്റെ നമ്മൾ പറയുന്ന എല്ലാ ഡെവലപ്മെൻറ്റ്സിൻ്റെയും അൾട്ടിമേറ്റ്ലി വന്ന് അവസാനിക്കുന്ന എവിടെയാണ്? റിയൽ എസ്റ്റേറ്റിലാണ്. അതാണ് നമ്മുടെ മെയിൻ ഏരിയ. അതിനാണ് ഇത്രയും വലിയ നെറ്റ്വർക്കും ഡെവലപ്മെൻറ്റ്സും എല്ലാം ചെയ്തിരിക്കുന്നത് ഈ റിയൽ എസ്റ്റേറ്റിന് വേണ്ടിയിട്ടാണ്. അവിടെയാണ് നമ്മുടെ സെക്യൂരിറ്റി. ഇത് എപ്പോഴും ചോദിക്കുന്നത് 250 കോടി ക്യാപിറ്റലൊക്കെ വന്നിട്ട് നിങ്ങൾ എങ്ങനെ കൊണ്ട് മെർജ് ചെയ്യും? ഞാൻ പറഞ്ഞു, ഞാൻ ചെയ്യാൻ പോകുന്ന 25,000 to 50,000 കോടിയുടെ റിയൽ എസ്റ്റേറ്റ് ആണ്. അത് സ്റ്റാർട്ട് ചെയ്യുന്നത് 2,500 കോടിയിലാണ്. 1,500 കോടി ഫണ്ടിങ് ആണ് ഇപ്പോൾ എന്ത് ചെയ്യുന്നത്, നടക്കുന്നത്. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം 250 കോടി 2,500 കോടി 10%, 25,000 കൂടി ഇപ്പോൾ 1% എന്ന് പറഞ്ഞാൽ എൻ്റെ എക്കോസിസ്റ്റം ലയബിലിറ്റി എന്ന് പറഞ്ഞാൽ എൻ്റെ റിയൽ എസ്റ്റേറ്റ് കമ്പനിയുടെ 1% ലയബിലിറ്റി. ഈ 25,000 കോടിയുടെ പ്രോജക്റ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് ഇനി ഒരാൾ പറയാൻ വെറുതെ എന്ന് പറയാനേ പറ്റുള്ളൂ. റിയലിസ്റ്റിക്കലി നമുക്കത് ചെയ്യാൻ അറിയാം. നമുക്ക് യൂണിവേഴ്സിറ്റി തുടങ്ങാൻ അറിയാം, നമുക്ക് IT പാർക്ക് തുടങ്ങാൻ അറിയാം, നമുക്ക് ഹെൽത്ത് കെയർ ഹബ്ബ് തുടങ്ങാൻ അറിയാം, നമുക്ക് ടൂറിസം ഹബ്ബ് തുടങ്ങാൻ അറിയാം, നമുക്ക് R&D ഹബ്ബുകളും സ്റ്റാർട്ടപ്പ് ഹബ്ബുകളും തുടങ്ങാൻ നമുക്കറിയാം. അതിന് വേണ്ടിയിട്ടുള്ള കണക്ഷൻസ് ആണ് ഇത്രയും 10 വർഷം വേൾഡ് വൈഡ്. വെറുതെ പോയി നാഷണൽ വെറുതെ കോൺക്ലേവ് ചെയ്തിട്ട് വന്നതല്ല, ഓരോ രാജ്യങ്ങളിൽ പോയി കണക്ഷൻ ഉണ്ടാക്കി വെറുതെ വന്നല്ലേ. ഇവർക്ക് എന്താ വേണ്ടത്? ഇപ്പോൾ ഒരു വെൽനസ് ഹബ്ബ് വേണം ഒരു ടീമിന്. അവർക്കിപ്പോൾ ഹിൽട്ടൺ പോലൊരു ഹബ്ബിന്, അവർക്കൊരു വലിയ ബ്രാൻഡിന് ആലപ്പുഴ ഒരു വെൽനസ് സെൻറ്റർ വേണമെന്ന് പറഞ്ഞാൽ ഫെസിലിറ്റേറ്റ് ചെയ്യാൻ നമ്മളെ കൊണ്ട് പറ്റും. ഇങ്ങനെ റിയൽ വാല്യൂ ക്രിയേറ്റ് ചെയ്യാൻ നമുക്ക് പറ്റും. അതുകൊണ്ട് എന്ത് ചെയ്യും, നമ്മൾ പറഞ്ഞു എക്കോസിസ്റ്റം ഇൻവെസ്റ്റേഴ്സിനോട് പറഞ്ഞതാ, നിങ്ങൾക്ക് മാത്രം ഒരു ഓപ്ഷൻ തരാം. അത് വെളിയിലുള്ള ആർക്കും ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്ഷൻ ഇല്ല. ക്ലാസ് ബി ഷെയർ എന്നൊരു റിസർവ് ഷെയർ നമ്മൾ കൊടുത്തു. 3 year, 5 year, 10 year
അത് സസ്റ്റൈനബിൾ സ്മാർട്ട് ഗ്രീൻ വില്ലേജ് പോലുള്ള നല്ല പ്രോജക്റ്റുകൾ, ടൗൺഷിപ്പുകൾ, മിനി ടൗൺഷിപ്പുകൾ, സിറ്റീസ്, ഇതെല്ലാം. അപ്പോൾ അത് കൊമേഴ്ഷ്യൽ ഓപ്ഷൻ ഉണ്ട്, റെസിഡൻഷ്യൽ ഓപ്ഷൻ ഉണ്ട്, ഇൻഡസ്ട്രിയൽ ഓപ്ഷൻ ഉണ്ട്, എല്ലാം നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഓപ്ഷൻസ്, വ്യത്യസ്ത ഓപ്ഷൻസിൽ അവർക്ക് ഈ ലാൻഡ് ഡെവലപ്മെൻറ്റ്, ബിൽഡിംഗ്, ഇൻറ്റീരിയർ, എക്സ്റ്റീരിയർ, ഓപ്പറേഷൻ, മാർക്കറ്റിംഗ് 6 സ്റ്റേജുകളിലായിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ്സിൻ്റെ ക്ലാസ് ബിയിലേക്ക് മാറാം. അപ്പോൾ ഇവർ നമ്മളൊരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 10 ലക്ഷം രൂപ മാറ്റുക, ഒരു 3 വർഷം കഴിഞ്ഞാൽ മേ ബി ഇവർക്ക് അത് 20 ലക്ഷം എക്സിറ്റ് ചെയ്ത് പോകാം, ഷെയർ എക്സിറ്റ് ചെയ്ത് പോകാം. കാര്യം എന്താണ്, വാല്യൂഷൻ കൂടെ, ആ ലാൻഡിൻ്റെ ആസെറ്റ് വാല്യൂഷൻ കൂടെ. അല്ലെങ്കിൽ എന്ത് ചെയ്യാം, ഒരു 40 lakhs ആയിട്ട് 5 വർഷം കഴിഞ്ഞ് പോകാം, മേ ബി ഒരു 10x 10 ലക്ഷം 1 കോടിയായിട്ട് അവർക്ക് 10 വർഷം കഴിഞ്ഞ് പോകാം. നമ്മൾ പണ്ടൊക്കെ പറഞ്ഞിട്ടില്ലേ, കഴക്കൂട്ടത്ത് ഒരു 10 സെൻറ്റ് ഭൂമി വാങ്ങിയിട്ട് 10 ലക്ഷം രൂപയ്ക്ക് വാങ്ങിയിട്ടാണ് ഇപ്പോൾ 1 കോടിയായിരുന്നു. ഇപ്പോൾ ഇങ്ങനെയുള്ളൊരു സാധ്യത നമ്മൾ അവർക്ക് കൊടുത്തത്. അത് അവർക്ക് മാത്രമേ കൊടുത്തിട്ടുള്ളൂ, ക്ലാസ് ബി ഷെയർ കൊടുത്തു. ലോങ് ടേമിലേക്ക് മാറ്റണമെങ്കിൽ, പക്ഷേ മാസം വർഷം പ്രോഫിറ്റ് ഒന്നും കിട്ടില്ല, നിങ്ങൾക്ക് ലോങ് ടൈം ഷെയറിലേക്ക് മാറ്റാം. ഇങ്ങനെ ഒരു ക്ലാസ് ബി ഷെയർ കൊടുത്തു. ഇതിനൊരു ക്ലാസ് സി ഷെയർ കൊടുത്തു. ഇവർ മാസം വാങ്ങിക്കൊണ്ടിരിക്കുന്നവരാണ്. മാസം ഒന്നും ഇനി തരത്തില്ല, വർഷം നിങ്ങൾക്ക് തരാം. ഉദാഹരണത്തിന് നിങ്ങൾ എന്തെങ്കിലും എത്രയാണ് വാങ്ങുന്നത്, അതിന് 1,250,000 കൂടെ തരാം. കാര്യം അവർക്ക് മാത്രമായിട്ടുള്ള റിസർവാണ്, നഷ്ടമാണ് നമുക്ക് സംവിധാനം. കാര്യം അവർ എത്രയാണോ റിസീവ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിനേക്കാളും എന്തെങ്കിലും ഒരു 250 കൂടെ അവർക്ക് എക്സ്ട്രാ കിട്ടും. അത് 3% വർഷം കിട്ടും. അവരിപ്പോൾ 24% വാങ്ങിക്കൊണ്ടിരിക്കുന്നത് 27% കിട്ടും. അവർ എത്രയാണോ വാങ്ങുന്നത് അതിൻ്റെ 3%. നമുക്കത് സംഭവം ഒരു ലോസാണ്, പക്ഷേ അവരുടെ ക്യാപിറ്റലാണ് ഇത് മൊത്തം ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഒരു ഫോഴ്സ്ഫുൾ എക്സിറ്റിന് പകരം നമ്മൾ ഇയർലി ഡിവിഡൻഡിലേക്ക് മാറിക്കോളാൻ പറഞ്ഞു. ഓക്കെ, അതല്ല മൂന്നാമത്തെ ഓപ്ഷൻ നമ്മൾ പറഞ്ഞു. ഇനി നിങ്ങൾക്ക് നിങ്ങൾ എക്കോസിസ്റ്റത്തിലാണ് ഇൻവെസ്റ്റ് ചെയ്താൽ, റിയൽ എസ്റ്റേറ്റിലേക്ക് മാറാൻ താല്പര്യമില്ലേ, നിങ്ങൾ ക്യാപിറ്റൽ എക്സിറ്റ് എടുത്തോ. ഒക്ടോബർ നമ്മുടെ കമ്പനി പറഞ്ഞ അഗ്രിമെൻറ്റില്ലേ, 6 മാസത്തെ സംവിധാനത്തിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, എക്സിറ്റ് എടുത്ത് പോകാമെന്ന് പറഞ്ഞിട്ട് സംവിധാനമുണ്ട്. അപ്പം ഇതിനൊക്കെ ട്രാൻസിഷന് മുമ്പ് പറഞ്ഞവരടുത്ത് മാത്രമേ ഉള്ളൂ നമുക്ക് കൺവിൻസ് ചെയ്ത് നിൽക്കേണ്ടത്. ട്രാൻസിഷൻ ഇന്നതാണ്. ഇപ്പോൾ April 1 മുതലേ കമ്പനി പബ്ലിക്ലി എന്ത് ചെയ്യുള്ളൂ, ഒരാളെ നോട്ടീസ് ഇടുള്ളൂ. September 30 വരെ ഉണ്ടാവും. ഒക്ടോബർ മുതൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, എക്സിറ്റ് ചെയ്യാം. ബാച്ച് ആയിട്ടായിരിക്കും. ഒക്ടോബർ, നവംബർ, ഡിസംബറിലുണ്ട് അവർക്ക് എന്ത് ചെയ്യും, ആ ഫണ്ട് അവർക്ക് കിട്ടും. ഇതാണ് മൂന്നാമത്തെ ഓപ്ഷൻ നമ്മൾ കൊടുത്തിട്ടുള്ളത്. അപ്പം എക്കോസിസ്റ്റം ഇൻവെസ്റ്ററിന് റിയൽ എസ്റ്റേറ്റിലേക്ക് മാറുകയോ അല്ലെങ്കിൽ എക്കോസിസ്റ്റം അതിന് വിഡ്രോ ചെയ്യുകയോ എന്ത് ചെയ്യാം. അപ്പോൾ ഡിഫോൾട്ട് ഇപ്പോൾ എല്ലാവരും ക്ലാസ് സി ഷെയറിലേക്ക് കയറി കഴിഞ്ഞു. എല്ലാവർക്കും ക്ലാസ് സി ഷെയറിലേക്ക് കയറി. അപ്പോൾ ലോക്കിൻ പീരീഡും കഴിഞ്ഞു, ക്ലാസ് സിയുടെ ലോക്കിൻ പീരീഡ് കഴിഞ്ഞു. അപ്പോൾ ഇവർക്ക് ഒരു 6 മാസത്തെ നോട്ടീസിൽ ഇവർക്ക് എക്സിറ്റ് എടുക്കാം. അപ്പം ക്ലാസ് സിയിലേക്ക് കയറി നോട്ടീസ് പീരീഡും അങ്ങ് സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ഇവർക്ക് ഒക്ടോബറിൽ എടുക്കാം. ഇതാണ് സംവിധാനം. അല്ലെങ്കിൽ ബിയിലോ സിയിലേക്ക് എല്ലാവരും വന്നു. സിന്ന് വേണമെങ്കിൽ ബിയിലേക്ക് മാറാം, അല്ലെങ്കിൽ സിന്ന് വേണമെങ്കിൽ എക്സിറ്റ് എടുക്കാം എന്നൊരു ഓപ്ഷനെ എക്സിസ്റ്റിംഗ് ഇൻവെസ്റ്റേഴ്സിനുള്ള. പുതിയ ഇൻവെസ്റ്റേഴ്സിന് റിയൽ എസ്റ്റേറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ്സ് എന്ന് പറയുന്നത് 100% കമ്മ്യൂണിറ്റി ക്യാപിറ്റൽ അല്ല, 30% കമ്മ്യൂണിറ്റി ക്യാപിറ്റലാണ്. 30% എന്ന് പറയുന്നത് ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. 40% എന്ന് പറഞ്ഞാൽ ഇൻസ്റ്റിറ്റ്യൂഷണൽ ക്യാപിറ്റലാണ്. 30-40 എന്നുള്ളൊരു ലെവലിലാണ് റിയൽ എസ്റ്റേറ്റ് ഫണ്ട് നടക്കുന്നത്. അപ്പോൾ അതിൽ ലാൻഡ് JV ഒക്കെ ചെയ്യുമ്പോൾ അത്രയും എന്ത് ചെയ്യും, കുറയും. അതൊക്കെ കമ്മ്യൂണിറ്റിയുടെ അകത്ത് കയറി പോകുന്നുണ്ട്. ഒരാൾ ലാൻഡ് വന്ന് JV ചെയ്യുന്നു, അല്ലെങ്കിൽ ലാൻഡ് ഡെവലപ്പ് ചെയ്യാൻ ഒരു കമ്പനി വരുന്നു. ലാൻഡ് ഡെവലപ്പ് ചെയ്യാൻ വരുന്ന കമ്പനി നമ്മൾ ഇൻസ്റ്റിറ്റ്യൂഷണൽ ക്യാപിറ്റലാണ് ഇടുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് 30% ഇൻവെസ്റ്റ്മെൻറ്റ്, ഇപ്പോൾ നമ്മളൊരു 1,500 കോടി ഫണ്ട് പോകുമ്പോൾ ഒരു 480 കോടി ഫണ്ട് കമ്മ്യൂണിറ്റിക്ക് ഫണ്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ അവിടെ ക്ലാസ് ഡി ഷെയർ ഉണ്ട്, ഇ ഷെയർ ഉണ്ട്, എഫ് ഷെയർ ഉണ്ട്. എഫ് ഷെയർ വളരെ ലിമിറ്റഡ് ആയിട്ട് ഷോർട്ട് ടൈമിൽ വരുന്നതിന്. അപ്പം ഡി ഷെയർ എന്ന് പറഞ്ഞാൽ അസറ്റ് ബാക്ക്ഡ് ആണ്. അവർക്ക് ഇപ്പം കമ്പനി നാളെ ഒരു ഫ്യൂച്ചറിൽ ലിക്വിഡേഷനിൽ പോയാലും ഇവരുടെ എക്സിറ്റ് കൊടുത്തിട്ടേ ബാക്കിയുള്ളവർക്ക് എക്സിറ്റ് കിട്ടുള്ളൂ. അതാണ് അസറ്റ് ബാക്ക്ഡ് ഇൻവെസ്റ്റ്മെൻറ്റ്സ്. ഒരു പ്രിഫറൻസ് ഷെയർ പോലെയാണ്. അവർക്കൊരു പ്രിഫറൻസ് ഉണ്ട് ലിക്വിഡേഷനിൽ. അസറ്റ് ബാക്ക്ഡ് ആണ്, പക്ഷേ റവന്യൂ കുറവാണ്. അപ്പോൾ അവർക്ക് 6% to 9% വർഷം കിട്ടുള്ളൂ. അപ്പോൾ ഒരു 0.5% വെച്ച് അവർക്ക് കിട്ടും. അതായത് ഒരു 10 ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്താൽ മാസം ഒരു 5,000 രൂപ അവർക്ക് കിട്ടും. എന്നിട്ട് ബാക്കി എന്ത് ചെയ്യും, അവർക്ക് വർഷം കൂടെ കിട്ടും. അപ്പോൾ ടോട്ടൽ അവർക്കൊരു 90,000 രൂപ, അതായത് ഒരു 9% വരെ അവർക്ക് എന്ത് ചെയ്യും, വർഷം ഡിവിഡൻ്റ് ആയിട്ട് കിട്ടും, ഈൽഡായിട്ട് ഇതിൽ നിന്ന് കിട്ടും. ബാക്കി സംവിധാനം വർഷം നമ്മളൊരു ഒരു കമ്പനി, ഒരു റിയൽ എസ്റ്റേറ്റ് കമ്പനിയൊക്കെ ഒരു അസറ്റിൻ്റെ പുറത്ത് എക്സ്പെക്ട് ചെയ്യുന്ന അപ്രീസിയേഷൻ എന്ന് പറഞ്ഞാൽ 6% മുതൽ 12%. നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു 10% അപ്രീസിയേഷൻ ഇയർ ഓൺ ഇയർ ക്യുമുലേറ്റീവായിട്ട് എന്ത് ചെയ്യും, ഒരു 10% വെച്ചിട്ട് കയറും. 1 ഇയർ ലിക്വിഡേറ്റ് ചെയ്യാൻ പറ്റും. അതാണ് നമ്മുടെ റിയൽ എസ്റ്റേറ്റ്. കാര്യം സെൻട്രലൈസ്ഡ്, ഒരു ഇൻഡിവിജ്വൽ ഇൻവെസ്റ്റർ നേരിടുന്ന വെല്ലുവിളികളൊന്നുമില്ല. ഇപ്പോൾ 50 ലക്ഷം മുടക്കി ഒരു ഫ്ലാറ്റ് വാങ്ങിയാൽ ചിലപ്പോൾ ഒരു 15,000 റെൻറ്റ് കിട്ടും. എന്ന് പറഞ്ഞാൽ ഒരു 3.6% അവർക്ക് കിട്ടുന്നത്. എന്നിട്ട് ആലോചിക്കുക, അപ്പോൾ ഒരു 15,000 വെച്ച് റെൻറ്റ് കിട്ടിയാൽ 1,80,000 രൂപ റെൻറ്റ് കിട്ടുക. അത് ചിലപ്പോൾ 1 ലക്ഷം രൂപ ഫ്ലാറ്റ് മെയിൻ്റനൻസിന് പോകും. ബാക്കി കിട്ടുന്ന 80,000 രൂപ ഇരിക്കുന്നത്. 1.6%. ഇവിടുത്തെ ഇൻഫ്ലേഷൻ റേറ്റ്, റീറ്റെയിൽ ഇൻഫ്ലേഷൻ 7.5 ഒക്കെ ഉണ്ടെങ്കിലും കേരളത്തിൽ നമുക്കൊരു 3 to 4% ഇൻഫ്ലേഷൻ പറഞ്ഞാൽ ഇൻഫ്ലേഷൻ റേറ്റ് പോലും ഇവർക്ക് കിട്ടുന്നില്ല. ഇതാണ് ഇവിടുത്തെ ഹാർഡ് റിയാലിറ്റിയാണ്. എന്ന് അവർ ടെനൻറ്റിനെ കണ്ടുപിടിക്കാനും അതിൻ്റെ പുറകെ റെൻറ്റ് വാങ്ങാനൊക്കെ മെനക്കെട്ടിരിക്കണം. അപ്പോൾ ഇത് പാസീവ് ഇൻകം ഒന്നും പറയത്തില്ല, ഇത് ആക്റ്റീവ് ഇൻകം ആണ്. അവിടെയാണ് നമ്മളത് സോൾവ് ചെയ്തെടുക്കണം. നിങ്ങളൊന്നും അറിയണ്ട, ഒരു കമ്പനി ഇൻവെസ്റ്റ് ചെയ്യും സെൻട്രലൈസ്ഡ് ആയിട്ട്. അത് ഒരാൾ ഫ്ലാറ്റ് വാങ്ങുന്നതിന് ഒരു 5,000 പേര് ഒരു ഫ്ലാറ്റ് വാങ്ങും, അല്ലെങ്കിൽ 5,000 ഫ്ലാറ്റ് വാങ്ങുന്നുള്ള കോൺസെപ്റ്റ്. ഇതാണ് ഇവർക്ക് പറയുന്നത്. നിങ്ങൾക്ക് ഒന്ന് 6 to 9% ഡിവിഡൻഡ് കിട്ടും, 6 to 12% അപ്രീസിയേഷൻ കിട്ടും, 1 ഇയർ ലിക്വിഡേഷൻ കിട്ടും. എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് 1 ഇയർലി മറ്റേ ലിക്വിഡേഷൻ ഒന്നും ഇല്ല. വിൽക്കാൻ നോക്കുമ്പോൾ വിൽക്കാൻ പറ്റൂല. അവസാനം എന്ത് ചെയ്യും, 50 ലക്ഷം രൂപയ്ക്ക് വാങ്ങി ഫ്ലാറ്റ് 40 ലക്ഷം രൂപയ്ക്ക് വിറ്റ് പോകുന്ന ആളുകളുണ്ട്. ഒരു അപ്രീസിയേഷനും ഇല്ല എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഉണ്ട്. വിൽക്കാൻ പറ്റുന്ന അതാണല്ലോ ലിക്വിഡേഷൻ. റിയൽ എസ്റ്റേറ്റ് ഒരു ഇൻവെസ്റ്ററിന് കിട്ടേണ്ടത് എന്താണ്, 1 റെൻറ്റ് ഈൽഡ് കിട്ടണം, ഒരു ഡിവിഡൻഡ് കിട്ടണം, 2 അപ്രീസിയേഷൻ ഉണ്ടായിരിക്കണം, 3 ലിക്വിഡേഷൻ ഉണ്ടായിരിക്കണം. ഇത് 3 റിയൽ എസ്റ്റേറ്റ് കൊടുക്കുന്നത്. എന്ന് ഒരാൾ പറയാം എനിക്ക് അപ്രീസിയേഷൻ ബേസ്ഡ് അസറ്റ് ബേസ്ഡ് വേണ്ട, റവന്യൂ ബാക്ക്ഡ് വന്നാൽ മതി എന്ന് പറഞ്ഞാൽ 12 to 18% കിട്ടും. 2 ഓപ്ഷനാണ്.
എന്ന് പറഞ്ഞാൽ അവർക്ക് 1% 10 ലക്ഷം ഇട്ട് കഴിഞ്ഞാൽ മാസം 10,000 രൂപ വെച്ച് കിട്ടും, വർഷം ഒരു 60,000 രൂപയുടെ കിട്ടും. അപ്പോൾ അതാണ് 1,80,000 ഒരു 18% വരെ അവർക്ക് എന്തെങ്കിലും കിട്ടും. പക്ഷേ അസറ്റ് ബാക്ക്ഡ് അല്ല. നാളെ ഏതെങ്കിലും ഒരു സമയത്ത് കമ്പനി ലിക്വിഡേറ്റ് ചെയ്ത് തന്നു കഴിഞ്ഞാൽ ഇവർക്ക് പ്രിഫറൻസ് ഇല്ല. കാര്യം അസറ്റ് ബാക്ക്ഡ് ആർക്കേ പ്രിഫറൻസ് ഉള്ളൂ. അപ്പം ലോങ് ടൈം ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ അസറ്റ് ബാക്ക്ഡ് ആണ് ബെനിഫിറ്റ്. ഒരു ഷോർട്ട് ടൈം പെട്ടെന്ന് വരുമാനം കിട്ടണമെന്നുണ്ടെങ്കിൽ റവന്യൂ ബാക്ക്ഡ് ആണ് ഇൻവെസ്റ്റ്മെന്റ്സ് ഉള്ള. എഫ് ഷെയർ എന്ന് പറഞ്ഞാൽ ടെമ്പററി പ്രീമിയം വരും. എന്ന് പറഞ്ഞാൽ 1 വർഷം 2 വർഷം 3 വർഷം ഒരു പെട്ടെന്ന് ഒരു ലാൻഡ് ഡെവലപ്പ് ചെയ്ത് കൊടുക്കണം. ലാൻഡ് ഡെവലപ്പ് ചെയ്ത് കൊടുത്താൽ നല്ലൊരു ബയർ നല്ലൊരു ടീം വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോഴും ഇൻവെസ്റ്റ്മെന്റ് വരുന്നതാണ് പ്രീമിയം ഇൻവെസ്റ്റ്മെന്റ് അതായത് അത് 10%, 20%, 30%. ഇപ്പോൾ ആലപ്പുഴത്തെ പ്രോജക്റ്റ് വന്ന സംവിധാനം 1 year 30%, വളരെ റെയർ കോംബോയാണ്. എന്ന് പറഞ്ഞാൽ 10 ലക്ഷം രൂപയ്ക്ക് നമ്മൾ ലാൻഡ് വാങ്ങി അടുത്ത വർഷം 13 ലക്ഷം രൂപയ്ക്ക് വിറ്റു. ഒറ്റ വർഷം കൊണ്ട് ലാൻഡ് ഡെവലപ്പ് ചെയ്ത് കൊടുത്താൽ 10 കോടിക്ക് ഡെവലപ്പ് ചെയ്ത് കൊടുത്താൽ 13 കോടിക്ക് അപ്പുറത്തെ ടീം എടുക്കും. പക്ഷെ നമ്മൾ ഡെവലപ്പ് ചെയ്ത് കൊടുത്താലേ അവർ എടുക്കുള്ളൂ. ഈ സംഭവത്തിൽ എന്ത് ചെയ്യാൻ പറ്റും. സാധാരണ വരുന്നത് ഒരു വർഷം 10%, അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു വർഷം 20%, ചിലപ്പോൾ റെയർലി ഒരു വർഷം 30%. നല്ല പ്രീമിയം കിട്ടുന്ന പ്രോജക്റ്റുകൾ എന്ന് പറയാം അവരപ്പോഴും വരും. ഒരാൾ ഫിക്സഡ് വില പറയും നമ്മളിത് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ, ഇപ്പം പ്ലോട്ടുകളായിട്ട് കിടക്കുന്ന ഭൂമി എടുത്ത് സെറ്റപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അടുത്ത ടീം ഒന്ന് എടുക്കുമെന്ന് പറയും. ഇങ്ങനെയുള്ള സമയത്താണ് ഈ എഫ് ക്ലാസ് ഷെയർ വർക്കാണ്. അത് മാക്സിമം കമ്പനിയിലെ റിസർവ് ക്യാപിറ്റൽ വരുന്നത് വരെ ഉണ്ടാവുള്ളൂ എഫ് ക്ലാസ്. റിസർവ് ക്യാപിറ്റൽ എന്നാൽ റിസർവ് ക്യാപിറ്റലിൽ ചെയ്യുള്ളൂ. കാര്യം ഇത്രയും റിട്ടേൺ വെറുതെ എന്ത് ചെയ്യില്ല, കമ്പനി വെളിയിൽ കൊടുക്കില്ല. അപ്പോൾ കമ്പനി സെൻട്രലൈസ്ഡ് ആയിട്ട് ചെയ്യുമ്പോൾ ക്ലാസ് ഡി, ക്ലാസ് ഇ, ക്ലാസ് എഫിലേക്ക് അസറ്റ് ബാക്ക്ഡ്, റവന്യൂ ബാക്ക്ഡ്, ഷോർട്ട് ടൈം പ്രീമിയം 3 ഓപ്ഷനിലാണ് എന്ത് ചെയ്തിട്ടുണ്ട് പബ്ലിക്കിന് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്നത്. അത് 30% ക്യാപിറ്റലേ പറ്റുള്ളൂ. ഒരു പ്രൊജക്റ്റിന്റെ ഇപ്പോൾ 100 കോടിയുടെ പ്രൊജക്റ്റ് ആണെങ്കിൽ 30 കോടി പബ്ലിക് ഇൻവെസ്റ്റ് ചെയ്യത്തുള്ളൂ. 30 കോടി ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ് ആയിരിക്കും, 40 കോടി ഇൻസ്റ്റിറ്റ്യൂഷൻ ഫണ്ട് ആയിരിക്കും. ഇങ്ങനെയായിരിക്കും പ്രോജക്റ്റ് വരുന്നത്. അപ്പോൾ എക്സിസ്റ്റിംഗ് ഇൻവെസ്റ്റേഴ്സിന് ക്ലാസ് ബി ലോങ് ടൈം അസറ്റ്സിലേക്കോ ക്ലാസ് സി ആനുവൽ ഡിവിഡൻഡിലേക്കോ മാറാം, അല്ലെങ്കിൽ അവർക്ക് തിരിച്ചെടുക്കാം. നമ്മൾ തിരിച്ചെടുക്കുന്നതിനെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. പക്ഷേ അതേസമയത്ത് അവരുടെ പൈസയിലാണല്ലോ ഇത് തുടങ്ങിയത്, അപ്പോൾ അവരുണ്ടാവണമെന്നുണ്ട്. പക്ഷെ ഒരു കണ്ടീഷൻ നമ്മൾ വെച്ചിട്ടുണ്ട്. 2030 നിങ്ങൾ എങ്ങനെയും ഉണ്ടെങ്കിൽ അന്ന് ഷെയർ എക്സിറ്റ് ചെയ്യുമ്പോൾ ഈ കമ്പനിയാണ് ഷെയർ വിൽക്കുന്നത്. കമ്പനി വിൽക്കുമ്പോൾ കാര്യം നമ്മുടെ ഈ കമ്പനിക്ക് എന്തുണ്ട്, എല്ലാ വെഞ്ചറിൻ്റെയും 5% ഷെയർ ഉണ്ട്. ഈ ഷെയർ എക്സിറ്റ് ചെയ്യുമ്പോൾ ഈ കമ്പനിയിൽ വരും. അന്നത്തെ പാർട്ട്നേഴ്സിനെ ആ ബെനിഫിറ്റ് കിട്ടുള്ളൂ. അപ്പോൾ 2030 വരെ നിങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതും കൂടെ കിട്ടും. വേണ്ടേ എക്സിറ്റ് ചെയ്ത് പൊയ്ക്കോളൂ എന്നുള്ളൊരു സംവിധാനത്തിലാണ് പറഞ്ഞത്. അപ്പോൾ ഇപ്പോഴത്തെ ഇൻവെസ്റ്റേഴ്സിന് BC ഷെയർ, എ ഷെയർ പ്രൊട്ടക്ട് ചെയ്തേക്കുന്ന ഡെസിഗ്നേറ്റഡ് പാർട്ട്നേഴ്സിൻ്റെ റൈറ്റ്സിന് വേണ്ടി പ്രൊട്ടക്ട് ചെയ്തേക്കുന്നത്. അപ്പോൾ ABC അതാണ് ഡെസിഗ്നേറ്റഡ് പാർട്ട്നേഴ്സും എക്സിസ്റ്റിംഗ് ഇൻവെസ്റ്റേഴ്സും. പുതിയ DEFലാണ് പുതിയ ഇൻവെസ്റ്റേഴ്സിന് വരുന്നത്. ഇങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്, എക്സിസ്റ്റിംഗ് ഇൻവെസ്റ്റേഴ്സിനും പുതിയ ഇൻവെസ്റ്റേഴ്സിനുള്ള ഒരു ഓപ്ഷൻ. ഓക്കെ, അപ്പോൾ ഇക്കാടെ ഒരു ഡ്രീം പ്രൊജക്റ്റ് ആയിട്ട് പറഞ്ഞിട്ടുള്ളതാണ് പ്രൊജക്റ്റ് എന്നുള്ളത്. അപ്പോൾ അതിൻ്റെ ഒരു പ്ലാൻഡ് ഒരു വിഷൻ എങ്ങനെയാണ്? ഇപ്പോൾ ഞാൻ ബേസ് 1, ബേസ് 2, ബേസ് 3, ഫേസ് 1, ഫേസ് 2, ഫേസ് 3 എന്നുള്ളതിനേക്കാളും ഞാൻ ബേസ് 1, ബേസ് 2, ബേസ് 3 ആണ്. 3 ബേസുകളിലാണ് ഞാൻ എൻ്റെ ആശയത്തെ കാണുന്നത്. ഒന്നാമത്തെ ബേസാണ് എക്കോസിസ്റ്റം ബേസ്. എക്കോസിസ്റ്റമാണ് 250 കോടി ക്യാപിറ്റലിൽ നമ്മൾ ഈ പറയുന്ന ആക്സസ്സുകളെല്ലാം ഉണ്ട്. ഒന്ന് നോഹോ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. വെറുതെ എന്ന് പറയാൻ എല്ലാവർക്കും പറ്റും. ഇതൊക്കെ ചെയ്യണമെങ്കിലുള്ളൊരു സംഭവം ഉണ്ടല്ലോ. എന്തും പറയാം. ഒരുത്തന് പറയാം ഞാൻ റോക്കറ്റ് ഉണ്ടാക്കും, അല്ലെങ്കിൽ ഞാൻ അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യുന്നത്, അതൊക്കെ ചുമ്മാ ഇരുന്ന് പറയാം. പക്ഷേ അത് റിയലിസ്റ്റിക് ആയിട്ട് പറയണമെങ്കിൽ അതിലേക്കുള്ള ഞാൻ നിൽക്കുന്ന പൊസിഷനിൽ നിന്ന് അവിടേക്ക് എത്തുക എന്നുള്ളൊരു സംവിധാനമുണ്ട്. അപ്പോൾ എൻ്റെ ഏറ്റവും വലിയ സ്വപ്നമാണ് എന്തിട്ടുണ്ട് ഈ കണ്ണില്ലാത്ത മനുഷ്യന് കണ്ണുണ്ടാക്കി കൊടുക്കുക എന്നുള്ളൊരു സംഭവമാണ്. അപ്പോൾ ഇതൊക്കെ എങ്ങനെ നടക്കുക എന്നുള്ളതാണ്. എനിക്കറിയില്ല സത്യം ഇത് എങ്ങനെ ചെയ്യേണ്ടിയിരുന്നത് എന്നുള്ള സംഭവം. ഇതെങ്ങനെയാണ് നടക്കുക, ഇതൊക്കെ എങ്ങനെയാണ് നടക്കുന്നത്. ഇപ്പോൾ ഇലോൺ മസ്ക് സ്പേസ് എക്സ് ചെയ്യുന്നു, ന്യൂറാലിങ്ക് ചെയ്യുന്നു എന്നൊക്കെ പറയുമ്പം ഇവനിതെങ്ങനെയൊക്കെ പറ്റിയെന്നുള്ളൂ. അപ്പോൾ എൻ്റെ അന്നത്തെ 2010 ഞാൻ IT വരുമ്പോഴേ എൻ്റെ ക്യൂരിയോസിറ്റി ഇതൊക്കെയാണ്. ഞാൻ സ്റ്റീവ് ജോബ്സിൻ്റെ ആപ്പിളാണ് കണ്ടിട്ടുള്ളത്, മനസ്സിലായില്ലേ. എനിക്ക് ഈ പറയുന്ന അത് ഇലോൺ മസ്കിൻ്റെ ഫ്യൂച്ചറിസ്റ്റിക് വിഷൻസ് ആണ് കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് എത്തണം. അതിൽ കുറഞ്ഞുള്ള സംവിധാനം, ഇവിടുത്തെ ഓൺടർപ്രണർഷിപ്പും സംവിധാനങ്ങളും ഇതൊന്നും നമ്മളെ എക്സൈറ്റ് ചെയ്തിട്ടില്ല. അതാവണം. ഇലോൺ മസ്ക് ഒക്കെയാണ് നമ്മൾ ആ ലെവലിലേക്ക് ഫ്യൂച്ചർ ചിന്തിക്കുന്നതൊക്കെ ആവണം. അപ്പോൾ ഞാൻ കണ്ടിട്ട് എന്ത് ചെയ്യാൻ പറ്റുക. അപ്പോൾ കൈയില്ലാത്തവനും കൈ വയ്ക്കുന്നതും കാലില്ലാത്തവനും കാൽ വയ്ക്കുന്ന റോബോട്ടിക്സിൻ്റെ സംവിധാനങ്ങളും കണ്ടിട്ട് എൻ്റെ ഏറ്റവും വലിയൊരു ഭയങ്കര സംവിധാനമാണ് കണ്ണില്ലാത്ത മനുഷ്യർക്ക് കണ്ണ് വേണമെന്നൊരു സംവിധാനം കണ്ടത്. അപ്പോൾ ഞാൻ ഇങ്ങനെ വിഷ്വലൈസ് ചെയ്യും എങ്ങനെയൊക്കെ കണ്ണില്ലാത്തവർ കണ്ണുണ്ടാക്കുക. ഇപ്പോൾ i.com വാങ്ങാൻ 1 കോടി രൂപയാണ്. അതിൻ്റെ എല്ലാ IPR ഒക്കെ എടുത്ത് വരുമ്പോഴേക്കും ഒരു 10 കോടി രൂപ ഇൻവെസ്റ്റ് ചെയ്ത് ഒരു 25,000 കോടി രൂപയാണ് ഞാൻ അതിൻ്റെ അകത്ത് കണ്ടത്. 25,000 30,000 കോടി രൂപ ഉണ്ടെങ്കിൽ നമുക്ക് അതുപോലെ ഒരു കമ്പനി ഡെവലപ്പ് ചെയ്തെടുക്കാം എന്നുള്ള സംവിധാനം. അപ്പോൾ അതാണ് ഞാൻ എല്ലായിടത്തും പറയും നെക്സ്റ്റ് ഗൂഗിൾ ആവണം എന്നൊക്കെ പറഞ്ഞ സാധനം. അതാണ് ഞാൻ പറയുന്ന സാധനം. ആ കമ്പനി ഉണ്ടാക്കിയെടുക്കണം പ്രോജക്റ്റ്. അപ്പോൾ ഞാൻ കണ്ട സംവിധാനം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ക്യാമറ കാണുന്നത് ഡയറക്റ്റ് ടു ബ്രെയിൻ കോൺസെപ്റ്റാണ്. ഡയറക്റ്റ് ടു ബ്രെയിൻ ആയിട്ട് എന്ത് ചെയ്യണം, അത് ആക്ട് ചെയ്യണം. അതിൻ്റെ ഇടയ്ക്ക് നിൽക്കുന്ന നമ്മൾ പറയുന്ന സംവിധാനങ്ങളെല്ലാം മാറി അവർ ഡയറക്റ്റ് ബ്രെയിൻ. ഇപ്പോൾ ന്യൂറാലിങ്ക് ഒക്കെ അത് പ്രൂവ് ചെയ്തതാണ്. അത് നമ്മളൊരു ക്യാമറ കണ്ടാൽ അത് ബ്രെയിനിലേക്ക് ഇത് കൊടുത്തു കഴിഞ്ഞാൽ ബ്രെയിൻ കാണുന്നത് കൊണ്ടാണല്ലോ നമ്മൾ ഈ കണ്ടതായിട്ട് വരുന്നത്. അപ്പോൾ ഈ ഡയറക്റ്റ് ബ്രെയിൻ കോൺസെപ്റ്റിൽ നമുക്ക് ആ സംവിധാനം ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ അതിന് എനിക്ക് 193 രാജ്യങ്ങളുടെ മെഡിക്കൽ ഡേറ്റ വേണം. അപ്പോൾ ഡേറ്റയൊക്കെ ഭയങ്കര സംവിധാനമാണ്. EUടെയൊക്കെ ഡേറ്റ പ്രൈവസി ലോ എന്നൊക്കെ പറഞ്ഞാൽ അമ്മാതിരി ലോ ആണ്. US ലോ ക്രോസ് ബോർഡ് നമുക്ക് എന്ത് ചെയ്തിട്ടില്ല, ഈ സാധനം എടുത്തുകൊണ്ട് പോകത്തില്ല, ഡേറ്റ എടുത്തുകൊണ്ട് പോകാൻ പറ്റില്ല. ഇപ്പോൾ കുറേ റോളുണ്ട്. പക്ഷേ വലിയ പ്രൊട്ടക്ഷൻ ഇല്ലാത്ത രാജ്യങ്ങളുണ്ട്. അപ്പോൾ അവിടെ നിന്നൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ക്ലിനിക്കൽ ട്രയൽ ഉൾപ്പെടെ ഒരുപാട് പെർമിഷൻസ് നമുക്ക് അതിൻ്റെ അകത്ത് കിട്ടേണ്ടതുണ്ട്. അപ്പോൾ ഏറ്റവും വലിയ റിസർച്ച് ഇതിൻ്റെ അകത്ത് നടക്കേണ്ടതുണ്ട്. മാത്രമല്ല
നമ്മളെ സംഭവം നമ്മുടെ ബോഡിക്കകത്ത് ഇപ്പോൾ ഒരു എക്സ്റ്റേണൽ ഡിവൈസ് ഇരുന്ന് കഴിഞ്ഞാൽ അതൊരു എനിമി ആയിട്ടാണ് കാണുന്നത്, അറ്റാക്ക് ചെയ്യും നമ്മളെ ബോഡി. അപ്പം നമുക്ക് ഇവിടുത്തെ സയൻസിൻ്റെ ബയോ കമ്പാറ്റിബിലിറ്റിയിലൊക്കെ നമ്മൾ അത്രയും പണി ഇതിൻ്റെ അകത്ത് നടക്കണം, കാര്യം ഇത് എടുക്കണമല്ലോ. ഈ സാധനം നമ്മുടെ ബോഡി ഇത് അക്സെപ്റ്റ് ചെയ്യണ സംവിധാനം. അപ്പോൾ ഇതെല്ലാം ഫിക്സ് ചെയ്യപ്പെടുന്ന ഒരു പ്രോജക്റ്റ് നടക്കണം. അവിടെയാണ് സംഭവം ഞാൻ കണ്ടത്. ഓക്കെ, ഇത് പ്രൈവറ്റ് ഇക്വിറ്റി ഫണ്ടിലേ നടക്കുള്ളൂ. ഇത് നമ്മൾ പറയുന്നത് എനിക്ക് നാട്ടുകാരിൽ നിന്ന് പിരിച്ച് ചെയ്യാൻ പറ്റുന്ന സംവിധാനമല്ല. ഇത് പ്രൈവറ്റ് ഇക്വിറ്റി ഫണ്ട് വേണം. ഹ്യൂജ് പ്രോജക്റ്റ് ആണ്. ഞാനിപ്പോൾ ഒരു എന്നുള്ളൊരു പ്രോജക്റ്റ് അനൗൺസ് ചെയ്ത് കഴിഞ്ഞാൽ അതിനിപ്പോൾ നമ്മളിപ്പോൾ 1 ലക്ഷം കോടി വാല്യുവേഷൻ ഇട്ട് അതിൻ്റെ അകത്തൊരു 25,000 കോടി ക്യാപിറ്റൽ ഇട്ട് കഴിഞ്ഞാൽ നാളെ ഇതെന്ത് ചെയ്യണം, ഒരു 10 ലക്ഷം കോടി വാല്യുവേഷൻ വന്നിട്ട് ഇത് 2 ലക്ഷം കോടിക്ക് ഇവർക്ക് 10x എക്സിറ്റ് ഉണ്ട് ഈ പ്രൈവറ്റ് ഇക്വിറ്റിയിൽ ഫണ്ട് ചെയ്യുന്നവർ. അപ്പോൾ ബ്ലാക്ക് സ്റ്റോൺ വന്ന് കിംസ് വാങ്ങി എന്ന് പറയുമ്പോൾ, ബ്ലാക്ക് സ്റ്റോൺ എന്ന് പറയുന്ന കമ്പനി ആൾട്ടർനേറ്റീവ് അസറ്റ്സിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു കമ്പനി വന്ന് കിംസ് വാങ്ങുമ്പോൾ നാളെ കിംസിൻ്റെ വാല്യുവേഷൻ ചെയ്ത് ഇവർ അടുത്ത് വിൽക്കുമ്പോഴാണ് ഇവർക്ക് ബെനിഫിറ്റ് കിട്ടുന്നത്. എന്ന് പറയുമ്പോൾ ഈ എന്നുള്ള പ്രോജക്റ്റ് ഒരു ഫ്യൂച്ചറിസ്റ്റിക് വാല്യൂ ഉള്ള ഒരു അസറ്റാക്കി എനിക്ക് മാറ്റാൻ പറ്റണം. അപ്പോൾ ആ വാല്യുവേഷൻ സംവിധാനത്തിലേക്ക് എത്തണം. അപ്പോൾ ഒരു 25,000 കോടിയുടെ പ്രൈവറ്റ് ഇക്വിറ്റി ഫണ്ട് എനിക്ക് എത്തണം. ഇതാണ് ഞാൻ കണ്ട ഇതാണ് ബേസ് 3 എന്നാണ് ഞാൻ പറഞ്ഞത്. എൻ്റെ ഫേസ് 3 എന്ന് പറഞ്ഞാൽ ഞാൻ ബേസ് 3 ഇതാണ് എൻ്റെ 3ാമത്തെ ബേസ്. ഈ പ്രൈവറ്റ് ഇക്വിറ്റി 25,000 കോടി ഫണ്ട് ഹാൻഡിൽ ചെയ്യുന്ന സമയത്ത് സംഭവിക്കുന്ന ഒരു പ്രോജക്റ്റാണ് അവിടെയാണ് നമ്മൾ ഇലോൺ മസ്ക് എന്നൊക്കെ പറയുന്ന ഒരു സ്വപ്നം നമുക്ക് സാക്ഷാത്കരിക്കാൻ പറ്റും. പക്ഷെ ഞാനും അത് തമ്മിലുള്ള ഡിസ്റ്റൻസ് ഉണ്ടല്ലോ, ഒരു ഹ്യൂജ് ഡിസ്റ്റൻസ്. പക്ഷെ പറയുമ്പോൾ എനിക്ക് 193 രാജ്യങ്ങളിലെ മെഡിക്കൽ ഡേറ്റ എടുക്കണം എന്ന് പറയുമ്പോൾ ഒരാൾക്ക് മനസ്സിലാവും. ഓക്കെ, കണ്ണില്ലാത്ത മനുഷ്യന് കണ്ണെന്ന് പറയും. അപ്പോൾ ഇത് റിസർച്ച് ബയോണിക്ക ഇപ്പോൾ ഓൾറെഡി നല്ല രീതിക്ക് നല്ല എമർജ് ചെയ്ത് വരുന്നതാണ്. എനിക്ക് ഭയങ്കര പോസിറ്റീവാണ്. കാരണം നമ്മളൊരു കണ്ടൊരു സംവിധാനം ലോകം അതിനുവേണ്ടി തയ്യാറെടുക്കും അല്ലെങ്കിൽ അതിനുവേണ്ടി സപ്പോർട്ട് ചെയ്യുമെന്ന് പറഞ്ഞതുപോലെ ഓരോ ദിവസവും ന്യൂറാലിങ്കിൻ്റെ റിസർച്ച് കാണുമ്പോഴേക്കും ഭയങ്കര പോസിറ്റീവ്. കാരണം നമ്മൾ പറഞ്ഞ ആശയത്തിൽ സാധ്യതകൾ, കാര്യം ക്ലിനിക്കലി ഇത് പ്രൂവ് ചെയ്യണം, തിയററ്റിക്കലി ഇത് പ്രൂവ് ചെയ്യണം, കോൺസെപ്റ്റ് ലെവലിൽ എന്ത് ചെയ്യണം, അപ്രൂവ് ചെയ്യണം. ഇതിന് കുറേ സംവിധാനങ്ങളുണ്ട്. അപ്പോൾ നമുക്ക് ആ ലെവലിലേക്ക് ഒരു കമ്പനി, നമ്മളൊരു കമ്പനി ഉണ്ടാക്കാൻ സംഭവിക്കുന്ന സമയത്ത് നമുക്ക് വേണ്ട എല്ലാ MVP-കളും ഫ്രെയിംവർക്കും ബയോണിക്കയുടെ സംവിധാനങ്ങളും എല്ലാം കിട്ടുന്ന ഒരു സാഹചര്യം. ആ ക്യാപിറ്റൽ 25,000 കോടി ഫണ്ട് മാനേജ് ചെയ്യാൻ പറ്റുന്ന ലെവലിലേക്ക് എത്തണം. അപ്പം അതിൻ്റെ മുമ്പുള്ള എൻ്റെ 2ാമത്തെ ബേസാണ് 2,500 കോടി ഫണ്ട് മാനേജ് ചെയ്യുന്ന റിയൽ എസ്റ്റേറ്റ് ബേസ്. കാരണം ഈ റിയൽ എസ്റ്റേറ്റ് ഉണ്ടെങ്കിൽ ഇതെല്ലാം നടക്കുള്ളൂ. റിയൽ എസ്റ്റേറ്റിൽ എനിക്ക് സ്റ്റെബിലൈസ് ചെയ്യത്തുള്ളൂ. എനിക്ക് എന്നെ സ്റ്റെബിലൈസ് ചെയ്യണമെങ്കിൽ റിയൽ എസ്റ്റേറ്റ് വേണം. എൻ്റെ കോൺസെപ്റ്റുകൾ സ്റ്റെബിലൈസ് ചെയ്യണമെങ്കിൽ റിയൽ എസ്റ്റേറ്റ്. ആ റിയൽ എസ്റ്റേറ്റിന് വേണ്ട സംവിധാനങ്ങളാണ് എക്കോസിസ്റ്റം. പക്ഷേ എക്കോസിസ്റ്റം ബേസ് ചെയ്യുന്ന എക്കോസിസ്റ്റത്തിലൂടെ ടാലൻറ്റുകൾ വരണം. ഇപ്പം നമ്മൾ പറയുന്ന സംവിധാനം ഇത് ഉണ്ടാക്കണമെങ്കിൽ ടാലൻറ്റുകൾ വേണ്ടേ, സയൻറ്റിസ്റ്റുകൾ വേണ്ടേ, എഞ്ചിനീയേഴ്സ് വേണ്ടേ, മെഡിക്കൽ ഡോക്ടേഴ്സ് വേണ്ടേ, ഈ സംവിധാനങ്ങൾ ഈ ഡേറ്റ ഫുൾ ഇവാലുവേറ്റ് ചെയ്ത് ചെയ്യാൻ പറ്റുന്ന ആളുകൾ വേണ്ടേ. ഈ ടാലൻറ്റുകളെല്ലാം ഉണ്ടാകുന്ന എവിടുന്നാണ്? എക്കോസിസ്റ്റത്തിൽ നിന്നാണ്. ഈ ഇൻഫ്രാസ്ട്രക്ചർ എല്ലാം ഉണ്ടാകുന്ന എവിടുന്നാണ്? റിയൽ എസ്റ്റേറ്റിൽ നിന്നാണ്. പ്രോജക്റ്റുകളെല്ലാം ഉണ്ടാകുന്ന എവിടുന്നാണ്? പ്രൈവറ്റ് ഇക്വിറ്റി. മൂന്ന് ബേസുകളാണ്. 3 ബേസ് എനിക്കാണ്. അതുകൊണ്ടാണ് ഫേസ് 1, ഫേസ് 2, ഫേസ് 3 എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കാത്ത. ബേസ് 1, ബേസ് 2, ബേസ് 3 ആണ്. കാര്യം 3 ബേസും ഉണ്ടെങ്കിലേ നടക്കുള്ളൂ. പക്ഷേ ബേസ് 1 എന്തായിരുന്നു? 250 കോടിയുടെ എക്കോസിസ്റ്റം ഫണ്ടായിരുന്നു ബേസ് 1. ബേസ് 2 എന്തായിരുന്നു? എൻ്റെ 2,500 കോടിയുടെ ഇപ്പം ഞാൻ ചെയ്യുന്ന റിയൽ എസ്റ്റേറ്റ് സംവിധാനമാണ്. കാര്യം വളരെ സിമ്പിളായിട്ട് നമുക്ക് 2,500 കോടിയുടെ പ്രോജക്റ്റുകൾ കാണിച്ചു കൊടുക്കാൻ പറ്റും. ഇപ്പം നമ്മുടെ നാട്ടിൽ വരുന്ന 100 കോടിയുടെ പ്രോജക്റ്റ്. ഈ റിയൽ എസ്റ്റേറ്റിന് പ്രത്യേകത എന്താണ്? ചെയ്യുന്നത് അവിടെ ഉണ്ട് എന്നുള്ളത് കൊണ്ട് അതവിടെ ആളുകൾക്ക് ചെയ്യാൻ ഭയങ്കര കോൺഫിഡൻസ് ആണ്. 6%, 4%, 3%ൻ്റെ ഫണ്ടിൽ ആളുകൾ കൊണ്ട് ചെയ്യാൻ ആളുകൾ തയ്യാറാണ്. ആ റിയൽ എസ്റ്റേറ്റ് പ്രോജക്റ്റുകൾ വരുമ്പോൾ അതിൻ്റെ വാല്യുവേഷൻ ഭയങ്കരമായിട്ട് കയറും. യൂണിവേഴ്സിറ്റീസൊക്കെ എന്താണ്, ഇന്ത്യ പോലൊരു രാജ്യത്ത് എന്താ യൂണിവേഴ്സിറ്റീസിന് വരാൻ ഭയങ്കര ഈസി ആയിട്ട് നമുക്ക് കൊണ്ടുവരാൻ പറ്റും. നമുക്കിതൊക്കെ വളരെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ കഴിയുന്നതാണ്. അപ്പോൾ ഈ സെക്കൻഡ് ബേസിൽ നിന്ന് ഞാൻ എൻ്റെ 3rd ബേസിലേക്ക് എത്താം. ആ 3rd ബേസിലാണ് എൻ്റെ പ്രോജക്റ്റ് കിടക്കുന്നത്. അപ്പോൾ ആ പ്രോജക്റ്റ് എങ്ങനെ നടക്കണമെന്ന് നമുക്കറിയാം. ഒരു കണ്ണ് എങ്ങനെ ഉണ്ടാക്കണമെന്നറിയാം. എന്ന് പറഞ്ഞാൽ ഞാൻ തമാശയ്ക്ക് പറയുന്നുണ്ട്, ഇപ്പോൾ നമ്മൾ ചില ആളുകൾ പല്ലെടുത്ത് കളഞ്ഞിട്ട് പുതിയ പല്ല് വയ്ക്കുമെന്ന് പറയും പോലെ നിങ്ങളുടെ ഇപ്പോൾ ഉള്ള കണ്ണെടുത്ത് കളഞ്ഞിട്ട് നിങ്ങൾ ആ കണ്ണ് വയ്ക്കുക. കാര്യം അത് 100x സൂം ചെയ്യാൻ പറ്റുമെന്ന് പറയും. അത് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? അങ്ങ് മലയ്ക്കകത്ത് എന്താണ് നടക്കണമെന്ന് നിങ്ങൾക്ക് കാണാം. നിങ്ങളുടെ കണ്ണിന് പറ്റുമെന്ന് നമ്മൾ പറയുന്ന സംഭവം. അപ്പോൾ അങ്ങനെ ഒരു കണ്ണ്, ഒരു മനുഷ്യന് കാഴ്ചശക്തി ഇല്ലാതെ ജനിച്ചൊരു മനുഷ്യന് കാഴ്ചശക്തി കൊടുക്കുക എന്നുള്ളൊരു സംവിധാനമുണ്ട്. ഇങ്ങനെയൊക്കെ കണ്ടിട്ടാണ് ലോകത്തുനിന്ന് പല സംവിധാനങ്ങളും ഉണ്ടായത്. നമ്മൾ ആലോചിച്ചേക്ക് ഇന്ന് ലോകത്ത് കണ്ട ഇൻവെൻഷൻസും കണ്ടുപിടുത്തങ്ങളൊക്കെ ആദ്യം ആരുടെയും മനസ്സിലുണ്ടായിരുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ താജ്മഹൽ ആദ്യം ഒരാളുടെ മൈൻഡിലാണ് വരുന്നത്, പിന്നെയാണ് ഭൂമിയിൽ വരുന്നതെന്ന് പറയും പോലെ ഒരാളത് വിഷ്വലൈസ് ചെയ്യും ആ സംവിധാനം. അപ്പോൾ അയാൾ അതിനുള്ള എബിലിറ്റി ഉണ്ടാക്കിയെടുക്കണം, എന്നാലേ അയാൾക്ക് അത് വിഷ്വലൈസ് ചെയ്യത്തുള്ളൂ. എന്നിട്ട് അയാളത് മാനിഫെസ്റ്റ് ചെയ്യണം, ഇത് ഞാൻ ചെയ്യുമെന്ന്. എന്നിട്ട് അതിനു വേണ്ടി വർക്ക് ചെയ്യണം. അപ്പോൾ ഞാൻ എന്തിനു വേണ്ടിയിട്ടാണ് പണിയെടുക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ 250 കോടിയുടെ എക്കോസിസ്റ്റം ഉണ്ടാക്കിയിട്ടുണ്ട്. എന്തൊക്കെ എറേഴ്സ് ഉണ്ടെങ്കിലും എന്തൊക്കെ പ്രോബ്ലം ഉണ്ടെങ്കിലും ഞാൻ 250 കോടിയുടെ ഫണ്ട് മാനേജ് ചെയ്തിട്ടുണ്ട്. 1 രൂപ ഇല്ലാത്തടത്തുനിന്ന് 250 കോടിയുടെ ഫണ്ട് ഞാൻ മാനേജ് ചെയ്തിട്ടുണ്ട്. ആ മാനേജ് ചെയ്ത് ഞാൻ ഈ ഒക്ടോബറിൽ ട്രാൻസിഷൻ കംപ്ലീറ്റ് ചെയ്താൽ അത് എൻ്റെ ഒരു പൊൻതൂവലായിട്ട് അത് കിടക്കും. ഞാൻ എല്ലാവരും എക്സിറ്റ് ചെയ്ത് റെഡിയാക്കി കഴിഞ്ഞിട്ട് ഒരാളുടെ പൈസ പോലും നഷ്ടപ്പെടുത്തിയിട്ടില്ലാതെ മാനേജ് ചെയ്തിട്ടുള്ള എൻ്റെ ഹിസ്റ്ററിയിൽ ഞാൻ ഒരാളുടെ പൈസ ഇതുവരെ നഷ്ടപ്പെടുത്തിയിട്ടില്ല. ആരൊക്കെ എനിക്ക് ചെയ്തിട്ടുണ്ടോ അതെല്ലാം ഞാൻ തിരിച്ചു കൊടുത്തിട്ടുണ്ട്. ഈ ഒക്ടോബർ ആകുമ്പോഴെന്ത് ചെയ്ത് മൊത്തം ആളുകളുടെ ക്യാഷും കൊടുത്താൽ എൻ്റെ 250 കോടിയുടേത് മാർക്ക് ചെയ്യും.
അടുത്ത ഞാനിപ്പോൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന 2500 കോടിയുടെ റിയൽ എസ്റ്റേറ്റ് ഫണ്ടാണ്. അത് ഞാൻ പെർഫെക്റ്റ് ആയിട്ട് ഹാൻഡിൽ ചെയ്തു. ആ 2500 കോടി വളർന്ന് എത്ര എത്തും? 25,000 കോടി റിയൽ എസ്റ്റേറ്റ് 10x ഗ്രോ ചെയ്യില്ലേ? ആ ഗ്രോ ചെയ്യുന്ന സമയത്ത് എനിക്ക് പ്രൈവറ്റ് ഇക്വിറ്റി ഫണ്ടിലേക്ക് എത്തും. അവിടേക്ക് നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ സെബിയുടെ അപ്രൂവലും RBIയുടെ അപ്രൂവലും എല്ലാ സംവിധാനം കിട്ടി. ഇവിടുത്തെ ഇന്ത്യയിൽ തന്നെ ഏറ്റവും ബെസ്റ്റ് ആളുകളെല്ലാം കൂടി വന്ന് നമ്മുടെ ആൾട്ടർനേറ്റീവ് അസറ്റ് ഫണ്ട് മാനേജ്മെൻറ്റ് പ്രൈവറ്റ് ഇക്വിറ്റി ഫണ്ട് നമ്മൾ ചെയ്യുന്ന സമയത്ത് ഇന്ത്യയിലെ ഏറ്റവും ബെസ്റ്റ് വെൽത്ത് മാനേജേഴ്സിനെ കൊണ്ടുവരാൻ പറ്റും. HNIസിനെ കൊണ്ടുവന്ന് നമുക്ക് അതിലേക്ക് ഫണ്ട് ചെയ്യിക്കാൻ പറ്റും. അവിടെ എനിക്ക് കൊടുക്കേണ്ട അഷുറൻസ് എന്താണ്? ഇവിടെ ഞാൻ കുഞ്ഞു അക്സിയോയും ഡിയോസും ഈ സാധനങ്ങളൊക്കെ ഉണ്ടാക്കി എക്സിറ്റ് ചെയ്തിട്ടുള്ള അതിൻ്റെ വലിയ സംവിധാനമുള്ള നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. ഇതിന് നിങ്ങൾ 25,000 കോടി പ്രൈവറ്റ് ഇക്വിറ്റി ഫണ്ട് ചെയ്താൽ നിങ്ങൾക്ക് 10x അത് ഗ്രോ ചെയ്യും. ഇപ്പോൾ ഈ എന്നുള്ള കോൺസെപ്റ്റ് വേൾഡിൻ്റെ ഒരു ഭയങ്കര വാല്യുവേഷൻ ഉള്ള ഒരു കമ്പനിയായിട്ട് നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും എന്ന് പറയുമ്പോൾ ഇന്ത്യയിൽ 23 IITs നമുക്ക് കണക്ട് ചെയ്യാനുള്ള കപ്പാസിറ്റി വേണം. വെറുതെ കഥ പറഞ്ഞാൽ പോരാ. ഇവിടുത്തെ നമുക്ക് എന്ത് ചെയ്യണം? ഇതിനു വേണ്ടി തന്നെ റിസർച്ച് എല്ലാ യൂണിവേഴ്സിറ്റികളുടെയും റിസർച്ച് ലാബിൽ നമുക്ക് ഫണ്ട് ചെയ്യാൻ പറ്റണം. എല്ലാ യൂണിവേഴ്സിറ്റിയിലും നല്ല സയൻറ്റിഫിക് എബിലിറ്റി ഉള്ള നല്ല വിഷണറി പിള്ളേരുണ്ട്. ഈ ലാബുകളിലേക്ക് നമുക്ക് ഫണ്ട് ചെയ്യണം. നമുക്ക് 25,000 കോടി ഫണ്ട് ഉണ്ടെങ്കിൽ എത്ര കോടി നമുക്ക് ലാബുകളിൽ ഫണ്ട് ചെയ്യാം? ലാബുകൾ നമ്മൾ വലിയ യൂണിവേഴ്സിറ്റി നമ്മൾ തന്നെ സ്വന്തമായിട്ട് ചെയ്യണമെന്നില്ല. ഈ യൂണിവേഴ്സിറ്റിയുടെ ലാബുകളിലേക്ക് നമ്മൾ ഫണ്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഈ ടാലൻറ്റുകൾ നമുക്ക് വേണ്ട ഡെവലപ്മെൻറ്റ് MVP ഡെവലപ്മെൻറ്റ്സും R&D സംവിധാനങ്ങൾ ചെയ്യും. ഈ ഡേറ്റ അൽഗോരിതം ഇതെല്ലാം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വർക്ക് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ കാണുന്ന ക്ലിനിക്കൽ ട്രയലിൻ്റെ പെർമിഷൻസ് കിട്ടണം, ഇത്രയും രാജ്യങ്ങൾ ഇതിൻ്റെ അപ്രൂവൽ കിട്ടണം, ഡേറ്റ ലോയുടെ ലോ പ്രൊട്ടക്ഷൻ കിട്ടണം, ഇതെല്ലാം കിട്ടി. ഇതെല്ലാം കഴിഞ്ഞ് വരുമ്പോഴേക്ക് നമ്മൾ വിഷ്വലൈസ് ചെയ്യുന്ന നമ്മൾ സ്വപ്നം കാണുന്ന ആ സംവിധാനം എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ കണ്ണില്ലാത്ത മനുഷ്യന് കണ്ണുണ്ടായിരിക്കണം. 193 രാജ്യങ്ങളിലെ മനുഷ്യർക്കും കണ്ണുണ്ടായിരിക്കണം എന്നുള്ള ഈ പ്രോജക്റ്റാണ്. അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? ഒരു 25,000 കോടി പ്രൈവറ്റ് ഇക്വിറ്റി ഫണ്ട് എന്നാണോ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നത് അന്ന് നമുക്കത് റിയലിസ്റ്റിക് ആയിട്ട് കാണാം. ഇപ്പോൾ അതൊരു സ്വപ്നമാണ്. ഞാനിപ്പോൾ ബേസ് 1 നിന്ന് ബേസ് 2ലേക്ക് കയറിയിട്ടേ ഉള്ളൂ. ഞാനിപ്പോൾ 250 കോടി എക്കോ സിസ്റ്റത്തിൽ നിന്ന് 2,500 കോടി റിയൽ എസ്റ്റേറ്റ് കയറിയിട്ടേ ഉള്ളൂ. ഈ 2,500 കോടി റിയൽ എസ്റ്റേറ്റ് പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഈ 2,500 കോടി റിയൽ എസ്റ്റേറ്റ് കയറുമ്പോൾ എന്ത് ചെയ്യും? എൻ്റെ 250 കോടി കഴിഞ്ഞു, അതവർ പോയി. പണ്ട് ഞാനൊക്കെ പൈസ ഉണ്ടായിരുന്നു, പിന്നെ പുള്ളി വലിയ ലെവലിലായപ്പോൾ പൈസ തിരിച്ചു തന്നുണ്ടെങ്കിൽ അത് കഴിഞ്ഞു. ഈ 2,500 റിയൽ എസ്റ്റേറ്റിൽ നിന്ന് ഞാൻ എന്ത് ചെയ്യണം? 25,000 കോടി പ്രൈവറ്റ് ഇക്വിറ്റിയിലേക്ക് കയറുന്ന മൊമെൻറ്റിലാണ് ഞാൻ കണ്ട സ്വപ്നം. ഞാനൊക്കെ IT-യിലേക്ക് ടെക്നോളജിയിലേക്കൊക്കെ വന്ന സമയത്ത് ഒരു സ്വപ്നമുണ്ട്. ഒന്നുകിൽ നമുക്ക് ഈ സ്വപ്നം കൊണ്ട് വെറുതെ അങ്ങ് മരിച്ചു പോകാം, അല്ലെങ്കിൽ ഇറങ്ങി ചെയ്യുമ്പോൾ ഞാൻ എപ്പോഴും പറയാനുള്ള സംവിധാനം എന്ന് പറഞ്ഞാൽ ചെയ്യുമ്പോൾ ചെയ്യുക എന്നുള്ളതാണ് സംവിധാനം. 2 ക്വാളിറ്റി ഉണ്ടായിരിക്കണം. ഒന്ന്, ഇൻറ്റൻഷൻ ക്രിസ്റ്റൽ ക്ലിയർ ആയിരിക്കണം. അത് ആരെങ്കിലും തട്ടിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെടും. രണ്ടാമത്തെ സംവിധാനം, മടിയും പിടിച്ച് വീട്ടിൽ ഇരിക്കരുത്. ഇറങ്ങി നിന്ന് പണിയെടുക്കണം. ബാക്കിയൊക്കെ വരണടുത്ത് വരും. ഇപ്പോൾ കറൻസി നിരോധിക്കുമോ? ഞാൻ കണ്ട. കോവിഡ് വരും, ഞാൻ കണ്ട. വാർ വരുമെന്ന് കണ്ട. കാര്യം വരുമ്പോൾ എടുത്ത് ഫേസ് ചെയ്യും. കുറേ ആളുകളൊക്കെ തെറി വിളിക്കും. കേൾക്കണം. അതല്ലാതെ എന്നെ ആരും തെറിയൊന്നും വിളിക്കരുത്, ഞാൻ അങ്ങനെ നല്ല വിഷനൊക്കെ ഉള്ള മനുഷ്യനാണ്, ഞാൻ ആരെയും പറ്റിക്കാനെന്നല്ല ഡയലോഗ് അടിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. ആളുകളോട് കമ്മിറ്റ്മെൻറ്റ് കൊടുത്ത് തെറ്റിച്ചോ അവർ തെറി വിളിക്കുക, അതും കൂടെ കേട്ടിട്ട് പോയാൽ മതി എന്നുള്ളൊരു സംവിധാനമാണ്. അത് നമ്മൾ കേൾക്കാൻ തയ്യാറാണ്. പക്ഷേ അൾട്ടിമേറ്റ്ലി നമ്മൾ എടുത്ത് പറയുന്നത് എന്താണ്? നമ്മൾ എന്തിനാ ഇത് ചെയ്യുന്നത്? ഇതുവരെ നിങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടോ? ഇപ്പോൾ ഈ ട്രാൻസിഷൻ ഇട്ടപ്പോൾ ഉള്ള ബുദ്ധിമുട്ടല്ലേ ഉള്ളൂ. ഇതിന് മുമ്പുള്ള ഒരു സംവിധാനമൊന്നുമില്ല. ഒരു 6 മാസം നിങ്ങൾ എനിക്ക് ഞാൻ അടുത്ത് ചോദിച്ചത്രയേ ഉള്ളൂ. നിങ്ങളൊരു 6 മാസം മിണ്ടാതിരിക്കും. ഒക്ടോബറിൽ നോക്ക്, എന്നിട്ട് ഒക്ടോബറിൽ കാണാമല്ലോ ഞാൻ ഈ പറഞ്ഞതൊക്കെ നടക്കുമോ, അതേ ചുമ്മാ പറഞ്ഞതാണെന്ന് നിങ്ങൾക്ക് കണ്ടുകൂടെ? അതുവരെ വെയിറ്റ് ചെയ്യും. ഞാൻ പറഞ്ഞു ഏപ്രിൽ 1 മുതൽ സെപ്റ്റംബർ 30 വരെയുള്ള 6 മാസം നിങ്ങളൊന്ന് എന്നെ മിണ്ടാതെ ഒന്ന് വീക്ഷിച്ചുകൊണ്ടിരിക്കുക. ഞാൻ പറയാം, ആൾ പറയും നീ ഏതെങ്കിലും രാജ്യത്ത് പോയി. ഞാൻ പറഞ്ഞു ഒരു രാജ്യത്ത് പോയി എൻ്റെ ഒരു വിസയില്ല, നിങ്ങളൊന്നും മിണ്ടാതിരിക്കുക, ഞാൻ ഈ സംവിധാനം ചെയ്തെടുക്കും. ഈ 2,500 കോടിയുടെ പ്രോജക്റ്റ് നിങ്ങൾ കാണും. ഈ 2,500 കോടിയുടെ റിയൽ എസ്റ്റേറ്റ് പ്രോജക്റ്റ് എന്ത് കുറേ കഥ പറയാനല്ല, നിങ്ങൾക്ക് ഫിസിക്കലി വന്ന് കാണാം നമ്മുടെ റിയൽ എസ്റ്റേറ്റ് പ്രോജക്റ്റുകൾ നടക്കുന്ന സംവിധാനം. എൻ്റെ എക്കോ സിസ്റ്റം ബേസിൽ നിന്ന് എൻ്റെ ബേസ് ടു റിയൽ എസ്റ്റേറ്റ് ബേസിലേക്ക് ഞാനിപ്പോൾ മാറുകയാണ്. ഈ റിയൽ എസ്റ്റേറ്റ് ബേസിൽ നിന്ന് എനിക്ക് എന്ത് ചെയ്യും? ഒരു 5 to 10 വർഷം കൊണ്ട് എനിക്ക് എവിടെ എത്തണം? എൻ്റെ ബേസ് 3ലേക്ക് എത്തണം. പ്രൈവറ്റ് ഇക്വിറ്റി ഫണ്ട് എന്നുള്ളൊരു സംവിധാനത്തിൽ അന്ന് ഞാൻ വാലിഡേറ്റ് ചെയ്യണം. ഇപ്പോൾ എനിക്ക് എന്താണ്? എക്കോ സിസ്റ്റത്തിൽ നിന്ന് റിയൽ എസ്റ്റേറ്റിലേക്ക് വരാൻ എനിക്ക് വേണ്ടി 10 ഏക്കറിൻ്റെ ലാൻഡ് JV ചെയ്യാനുള്ള ധൈര്യമുള്ള ആളുകൾ ഇന്ന് കേരളത്തിലുണ്ട്. ആ ലാൻഡ് ഡെവലപ്പ് ചെയ്യാൻ വരുന്ന കമ്പനികളുടെ ധൈര്യം അവിടെ ഉണ്ട്. അവിടെ ബിൽഡിംഗ് കെട്ടിത്തരാനുള്ള ആളുകളുണ്ട്. അവിടെ അതിൻ്റെ അകത്ത് എന്ത് ചെയ്യുന്നത്? ഇൻറ്റീരിയർ ചെയ്ത് തരാനുള്ള ആളുണ്ട്. അവിടെ ഓപ്പറേഷൻ വരാനുള്ള പാർട്ട്നേഴ്സ് ഉണ്ട്. അത് മാർക്കറ്റിംഗ് ചെയ്ത് തരാൻ. ഇത്ര എന്നെ കൊണ്ട് പറ്റിയപ്പോൾ ഇത് ഞാൻ ചെയ്ത് പ്രൂവ് ചെയ്ത് റിസൾട്ട്സ് കാണിച്ചു കഴിഞ്ഞാൽ എന്നാൽ ഇതെല്ലാം സ്ട്രഗിളൊന്നും ഇല്ലാതെ വരുമോ? എല്ലാം സ്ട്രഗിളൊക്കെ ഉണ്ടാകും. പക്ഷെ അത് അതിജീവിച്ച് ഞാൻ കപ്പാസിറ്റി ഉണ്ടാക്കി ഞാൻ എവിടെ എത്തണം? വെൽത്ത് മാനേജേഴ്സിന് HNIസിലെ ഫണ്ട് കൊണ്ടുവന്ന് പ്രൈവറ്റ് ഇക്വിറ്റി ആൾട്ടർനേറ്റീവ് അസറ്റ്സിലേക്ക് എന്തിട്ടുണ്ട്? ഫണ്ട് കൊണ്ടുവരാനുള്ള കപ്പാസിറ്റി ഉണ്ടാകും. ആ ആൾട്ടർനേറ്റീവ് അസറ്റ്സിലെ ഇൻവെസ്റ്റ്മെൻറ്റ് മാനേജ്മെൻറ്റ് കമ്പനിക്ക്, പ്രൈവറ്റ് ഇക്വിറ്റി മാനേജ്മെൻറ്റ് കമ്പനിക്ക് ഈ പ്രോജക്റ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള പെർമിഷൻ കിട്ടണം, അപ്രൂവൽ കിട്ടണം. ആ ഫണ്ട് കിട്ടിയാൽ ആ പ്രോജക്റ്റ് അനൗൺസ് ചെയ്തൂടെ? ഫണ്ട് കിട്ടിയാൽ ആ പ്രോജക്റ്റ് അനൗൺസ് ചെയ്യാൻ പറ്റുമല്ലോ. ആ ഒരു പ്രോജക്റ്റിന് വേണ്ടിയിട്ടുള്ള ഒരു യാത്രയാണ്, അല്ലെങ്കിൽ അതുപോലുള്ള പ്രോജക്റ്റുകൾ ചെയ്യാനുള്ള യാത്രയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു സംവിധാനമാണ് ഈ ബേസ് 1, ബേസ് 2, ബേസ് 3. അതിന് ഞാൻ ബേസ് 1-ൽ നിന്ന് ബേസ് 2-ലേക്ക് കയറുന്നു എന്നുള്ളതാണ് കഥ. അപ്പോൾ ഇപ്പോൾ ഈ ബേസ് 1 to ബേസ് 2 ഉള്ള ഈ ഒരു ട്രാൻസിഷൻ നടക്കുമ്പോൾ ഇതിൽ ഈ പറഞ്ഞ പോലെ കുറേ എലിമെൻറ്റ്സ് ഉണ്ട്, കുറേ ഫാക്ടേഴ്സ് ഉണ്ട്, കുറേ കാര്യങ്ങൾ ഫേവറബിൾ ആണ്, കുറേ അധികം കാര്യങ്ങൾ ഫേവറബിൾ അല്ല. അപ്പോൾ ഈ നടക്കുന്ന ഒരു ട്രാൻസിഷന് മുന്നേ നടന്നിട്ടുള്ളതാണെങ്കിൽ പോലും ഒരു ഭയം ഉണ്ടോ ഈ ഒരു ട്രാൻസിഷൻ ഇപ്പോൾ ഇങ്ങനെ നടക്കുമ്പോൾ?
ഈ നമ്മൾ ഭയക്കാൻ തീരുമാനിച്ചാൽ നമ്മളെ ഭയപ്പെടുത്താൻ ചുറ്റും ഇങ്ങനെ ആളുകൾ വരും. നമ്മൾ തോൽക്കാൻ തീരുമാനിച്ചാൽ നമ്മളെ തോൽപ്പിക്കാനുള്ള ആളുകളും വരും. അപ്പം ഞാൻ എപ്പോഴും പറയാറുള്ളൊരു സംവിധാനം, ഞാൻ ഒരു കുടിലിൽ ജനിച്ചുകൊള്ളുന്നൊരു മനുഷ്യനാണ്. ഒന്നുമില്ലായ്മയിൽ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ലായ്മയിൽ നിന്ന് വളർന്നിട്ടുള്ള ഒരാളാണ്. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഈ ഭൂമിയിൽ ഒന്നുമില്ലാതെ വന്നവനാണ്. മരിച്ചു പോകുമ്പോൾ എൻ്റെ അക്കൗണ്ടിൽ ഒരു രൂപ എനിക്ക് വേണ്ട, എനിക്ക് സ്വന്തമായിട്ടൊരു അസറ്റും വേണ്ട. ഞാൻ ഒരു അസറ്റും സ്വന്തമായിട്ട് ഉണ്ടാക്കിയിട്ടില്ല. മനസ്സിലായി? ഞാൻ ആകെ പേഴ്സണലി ആഗ്രഹിച്ച സംവിധാനം ഉമ്മക്കൊക്കെ എന്തെങ്കിലും ഒരു വീട് വെച്ച് കൊടുക്കണം. ഇത് മാത്രമാണ് ഞാൻ പേഴ്സണലി ആഗ്രഹിച്ചിട്ടുള്ള എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒരു സംവിധാനം. കാര്യം ഒരു ചെറിയ കുടിലൊക്കെ ജനിച്ചു വളർന്നതിൻ്റെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ കണ്ട സമയത്ത് നമ്മൾ ആഗ്രഹിച്ചതാണ് ഒരു സിറ്റ് ഔട്ട് പോലും ഇല്ലാത്തൊരു വീടെന്നൊക്കെ പറയുമ്പോഴുള്ള ഒരു ബുദ്ധിമുട്ടുണ്ടല്ലോ. അപ്പോൾ അതിൽ നിന്നൊക്കെ മാറണമെന്ന് നമ്മൾ ആഗ്രഹിച്ചതുണ്ട്. മനസ്സിലായില്ലേ? പൊളിഞ്ഞു കിടക്കുന്ന ഓടും, മഴ പെയ്ത് കഴിഞ്ഞാൽ ചോന്നൊലിക്കും, മഴയൊക്കെ രാത്രിയൊക്കെ കിടക്കുമ്പോഴേക്കും പുറത്ത് വെള്ളം വീഴുമ്പോൾ ചാടി എഴുതിച്ച് വരുന്ന സംവിധാനങ്ങൾ. ഇങ്ങനെ ഉള്ള സംഭവം എന്ന് പറഞ്ഞാൽ എൻ്റെ വീട്ടിലൊക്കെ 9ാം ക്ലാസ്സിലാണ് ഇലക്ട്രിസിറ്റി കിട്ടുന്നത്. അതൊരു മണ്ണെണ്ണ പിടിച്ചത്. എത്ര പ്രാവശ്യം മണ്ണെണ്ണ വിളക്ക് തട്ടി വീണ് പായിൽ കത്തി പിടിച്ചിട്ട് നമ്മൾ പായിലാണല്ലോ കിടക്കുന്നത്, തറയിലാണല്ലോ, കട്ടിലൊന്നും ഇല്ലല്ലോ. അപ്പോൾ ഇങ്ങനെ കിടക്കുന്ന സമയത്ത് കണ്ടുവന്നൊരു സ്വപ്നമുണ്ട്, ഒരു വീടൊക്കെ വെക്കണം. അത്ര മാത്രമാണ്. സ്വന്തമായിട്ട് എന്തെങ്കിലും വേണം, അതും വീട്ടുകാർക്ക് വേണം, അവർക്ക് വേണ്ടി ചെയ്ത് കൊടുക്കണമെന്നുള്ള ഒരു സംവിധാനത്തിനപ്പുറം കണ്ടിട്ടില്ല. അപ്പോൾ ഒന്ന് ഭയക്കാണെങ്കിൽ ഒരു റീസൺ വേണം. നഷ്ടപ്പെടാനുള്ളവനാണ് ഈ ഭയം. നഷ്ടപ്പെടാനില്ലാത്തവനൊരു ഭയമില്ല. പക്ഷെ നമുക്ക് റെസ്പോൺസിബിലിറ്റി ഉണ്ട്. ഭയമില്ല എന്നുള്ളത് റെസ്പോൺസിബിലിറ്റി. പബ്ലിക്കിൻ്റെ ഒരാളുടെ കഷ്ടപ്പെട്ടുണ്ടാക്കി വെച്ച പൈസയിലാണ് ഞാൻ എൻ്റെ സ്വപ്നം എന്ന് പറഞ്ഞ് ബിൽഡ് ചെയ്യണം. അത് നഷ്ടപ്പെടരുത് എന്നുള്ളൊരു സംവിധാനമുണ്ട്. ആ ഭയത്തിന് നമുക്ക് പ്രിക്വേഷനോ കോഷനോ എന്തെങ്കിലുമൊക്കെ പറയാം. അതിനെ ഭയമായിട്ട് നമുക്ക് പറയത്തില്ല, പക്ഷെ പോകരുത് എന്നുള്ളൊരു ഇൻറ്റൻഷൻ നമുക്കുണ്ട്. അപ്പോൾ അതിന് വേണ്ടി എന്ത് ചെയ്യണം? ഞാൻ അവിടുത്തെ പറഞ്ഞു, എനിക്ക് വേണ്ട ടൈം മാത്രമാണ്. എനിക്ക് ബേസ് ലിഫ്റ്റിങ്ങിന് വേണ്ട സംവിധാനം. ഞാൻ ട്രാൻസിഷൻ ഇട്ട സമയത്ത് കേരളത്തിൽ മൊത്തം ഇറങ്ങി ഇൻവെസ്റ്റേഴ്സിനെ കാണാൻ പറ്റുന്ന ഇൻവെസ്റ്റേഴ്സിനെ മൊത്തം കണ്ടു. ബാക്കിയുള്ളവരോട് എന്തിട്ടുണ്ട് ഓരോരുത്തരെ വീട്ടിൽ പോകാനും സംവിധാനം. ഇപ്പോൾ ഒഫീഷ്യലി ലെറ്ററുകൾ പോകുന്നുണ്ട്. കാര്യം ഇതൊരു ഭയങ്കര ട്രാൻസിഷനാണ്. ചെയ്തേ പറ്റൂ, എന്നാൽ സ്മൂത്തായിട്ട് ഒരു ബുദ്ധിമുട്ടും ഇല്ലാണ്ട് ചെയ്യാനും പറ്റില്ല. ഞാൻ ആദ്യം പറഞ്ഞ റോഡ് പണി പോലെയാണ്. അത് പണിയുള്ള പണിയാണ്. ചെയ്തേ പറ്റൂ, ബുദ്ധിമുട്ടുണ്ടാവും, അറിഞ്ഞുകൊണ്ട് തന്നെ. പക്ഷേ ചെയ്തേ പറ്റൂ, വേറെ ഓപ്ഷനൊന്നും എൻ്റെ മുമ്പിലില്ല. പക്ഷേ അവിടെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഭയം എന്നുള്ളതിനേക്കാളും പ്രിക്വേഷൻസ് ആണ്. കാരണം ഇത് നമ്മൾക്ക് നമ്മുടെ ഇൻവെസ്റ്റർ ക്ലിയറാണ്, അവർക്ക് അവരുടെ പൈസ പോരുതെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ ഇൻറ്റൻഷൻ ക്ലിയർ അല്ലാത്ത നമ്മൾ ചില ക്ഷുദ്രജീവികൾ എന്ന് പറയുന്ന ഒരു ഇതിൻ്റെ അകത്തുണ്ട്. അവർ ഭയങ്കരമായിട്ട് നമ്മളെ ഡിസ്ട്രാക്ട് ചെയ്യും. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിന്നെ കാണിച്ചു തരാടാ, നിനക്ക് പൂട്ടിത്തരാം. അത് ഒരു കാര്യം പറഞ്ഞ് രണ്ടാമത്തവർക്ക് പൂട്ടിക്കും. ഞാൻ ചോദിച്ചു, നിങ്ങൾക്ക് ഈ പൂട്ടിക്കണമെന്നല്ലാതെ വളർത്തണമെന്നൊരു സംവിധാനം ഇല്ലേ? ചിലവർ പറയും നിങ്ങളെങ്കിൽ പൂട്ടിപ്പോയാൽ എന്ത് ചെയ്യും, അത് ചെയ്താൽ നിങ്ങൾ നന്നായി എന്ത് ചെയ്യും എന്നൊക്കെ ഒന്ന് പറഞ്ഞു നോക്കിയേ. സംഭവം എന്ന് പറഞ്ഞാൽ പറയുമ്പോൾ ഇപ്പുറത്ത് നിൽക്കുന്ന ആളുകൾ, ചില ആളുകളൊക്കെ പറയുന്നതെന്ന് പറഞ്ഞാൽ പലിശക്കാർ സംസാരിക്കുന്നതിനൊക്കെ സംസാരിക്കും. മനസ്സിലായില്ലേ? നിനക്ക് മര്യാദയ്ക്ക് എനിക്ക് പൈസ എന്നുള്ള അത് നിങ്ങളുടെ ട്രാൻസാക്ഷൻ ഇനി അറിയേണ്ടതെന്നൊക്കെ പറഞ്ഞിട്ട് പാവം ബ്രാഞ്ചിൽ ഓരോരുത്തരൊക്കെ എൻ്റെ അടുത്ത് വോയിസ് ഒക്കെ ഏൽപ്പിച്ചത്. ഞാൻ പറയും, മോനെ വേറെ ഓപ്ഷൻ ഒന്നും ഇല്ലടാ, ഒന്നും നമ്മൾ ഇവരെ നിന്ന് വാങ്ങരുതായിരുന്നു. വാങ്ങിയ സ്ഥിതിക്ക് ഇനിയിപ്പോൾ അവർ പറയണ നമുക്ക് കേട്ടേ പറ്റുള്ളൂ. അപ്പം ഭയത്തെക്കാളും നമ്മൾ ഭയങ്കരമായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, പ്രിപ്പയർഡ് ആണ്. എവിടെയാണ് എന്താ പ്രശ്നം പറ്റുക? ഇപ്പോൾ നമ്മുടെ ലീഗൽ ടീമൊക്കെ സുപ്രീം കോടതി ടീമാണ്. അവർ എൻ്റെ അടുത്ത് പറയും, ഇവർ എവിടെയാണ് എസ്കലേറ്റ് ചെയ്യാനുള്ള എന്തെങ്കിലും സാധ്യത ഉണ്ടോ? ഞാൻ പറയും, എല്ലാം ക്ലിയർ ആണ്, പക്ഷേ നമ്മളുടെ പറഞ്ഞതിന് വിപരീതമായിട്ട് ആരെങ്കിലും എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ, വല്ല സൈഡ് എഗ്രിമെൻറ്റും ചെയ്തിട്ടുണ്ടോ? ഒരു ഇൻവെസ്റ്ററിന് നമ്മൾ റിട്ടേൺ കൊടുക്കുന്ന എഗ്രിമെൻറ്റ് ചെയ്തു, ഈ ഇൻവെസ്റ്ററിനെ പോയി പുറത്തുനിന്ന് ആരെങ്കിലും പൈസ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ടോ? ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? ഇതിൻ്റെ അകത്ത് ഭയങ്കരമാണ്. അതാണ് നമ്മൾ ഓരോ ഡേറ്റ എടുത്തിട്ട് ഓരോരുത്തർ ചെയ്യുന്നത്. അപ്പോൾ ഒരാൾ ഡയറക്റ്റ് അയാളുടെ ഫണ്ട് ഇട്ട് കഴിഞ്ഞാൽ പ്രശ്നമില്ല. പക്ഷേ അയാൾ പുറത്തുനിന്ന് ആരെങ്കിലും കൊണ്ട് ഫണ്ട് ഇട്ടാൽ ഈ കമ്മ്യൂണിറ്റി ഫണ്ടിൻ്റെയൊക്കെ ഏറ്റവും വലിയ റിസ്ക് എലമെൻറ്റ്സ് അതാണ്. കാര്യം ഈ ചിലപ്പോൾ കമ്പനി എന്താണെന്ന് പോലും അറിഞ്ഞില്ലാത്ത ആൾ പൈസ കൊടുത്തിട്ടുണ്ടോ, ഈ സൈഡ് എഗ്രിമെൻറ്റ്സ് ഉണ്ടോ, ഇതെല്ലാമാണ് നമ്മളിപ്പോൾ ക്ലോസ്ലി മോണിറ്റർ ചെയ്ത് ഓരോന്ന് കൊണ്ടുവരണം. അപ്പോൾ ഭയത്തെക്കാളും ഒക്കെ ഉപരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുണ്ടാക്കിയ നമ്മുടെ സ്വപ്നം, ആ സ്വപ്നത്തിനൊന്നും പറ്റരുത്. അത് അതിൻ്റെ ബേസിലേക്ക് കൃത്യമായിട്ട് പോകണം. ഒരാളെയും എഫക്റ്റ് ചെയ്യരുത്. പ്രോബ്ലംസ് ഒക്കെ ഉണ്ടാവും. എത്ര പ്രോബ്ലംസ് ഉണ്ടായാലും മാക്സിമം 6 മാസം, അതിനപ്പുറം ഒരു പ്രോബ്ലം ഉണ്ടാവാൻ പാടില്ല. ഒരാൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയ ക്യാഷ് പോയി എന്നൊരു സംവിധാനം വരരുത്. മനസ്സിലായില്ലേ? കുറച്ച് നാളൊക്കെ സ്ട്രഗിൾ ഉണ്ടായിരുന്നു, പക്ഷേ പൈസ തിരിച്ചു തന്നു എന്ന് പറഞ്ഞാൽ നമുക്ക് പ്രശ്നമൊന്നുമില്ല. മനസ്സിലായില്ലേ? അവർ 2 നാണക്കേടുണ്ട്. ഒന്നാമത്തെ സംവിധാനം എന്താണ്? അവരുടെ പൈസ പോയി, അവരെ ഞാൻ ഇൻവെസ്റ്റ് ചെയ്തു, അവരെ ബിസിനസ് പൊട്ടിപ്പോയി എന്ന് പറഞ്ഞ സംവിധാനം. രണ്ടാമത്തെ നാണക്കേട് എന്താണ്? അവർ വലിയ ആളായപ്പോൾ പൈസ തിരിച്ചു തന്നു. രണ്ടാമത്തെ നാണക്കേട് പിന്നെയും പ്രശ്നമില്ല, പക്ഷേ ഒന്നാമത്തെ നാണക്കേട് ഭയങ്കര പ്രശ്നമാണ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഉള്ള ഒരു പ്രിപ്പറേഷൻസ് നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട് നടക്കുന്നുണ്ട്. ഞാൻ നമ്മുടെ ടീമിനോടും പറയുന്നൊരു സംവിധാനമുണ്ട്, ഭയമല്ല, ജാഗ്രതയാണ്. മനസ്സിലായില്ലേ? എന്ന് പറയുന്നത് നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ട് എന്ത് സംഭവിക്കാൻ പാടില്ല എന്ന്. കാര്യം എന്താണ്? നമ്മൾ പറയുന്ന എല്ലാവരും നമ്മുടെ മിത്രങ്ങളൊന്നുമല്ല. ഒന്ന് നശിച്ച് കണ്ടാൽ മതി എന്ന് ആഗ്രഹിക്കുന്ന എത്ര പേരുണ്ട്? മനസ്സിലായില്ലേ? അതായത് യുവമാരൊന്ന് നശിച്ചാൽ മതി എന്നല്ല. ഇപ്പോൾ ഈ നോമ്പ് മാസം, റമദാൻ മാസത്തിൽ അവിടെ വന്നിട്ട് അപ്പോൾ അങ്ങോട്ട് നിന്ന് എൻ്റെ നാട്ടിൽ നിന്ന് തന്നെ ഒരാൾ പറഞ്ഞൊരു സംവിധാനം, അടുത്ത റമദാന് ടയലറൊപ്പ് കാണില്ല, അതിനു മുമ്പ് പോകുന്നു. കാര്യം ഒരു സന്തോഷമാണ് അതൊക്കെ പറയുമ്പോൾ അവർക്ക് കിട്ടുന്ന സംവിധാനം. അവർക്ക് നമ്മൾ നശിച്ചാൽ അവർക്ക് എന്തെങ്കിലും കിട്ടില്ല, എന്നാൽ എന്തെങ്കിലും സംഭാവന ഉണ്ടെങ്കിൽ അപ്പോഴേ വിളിക്കും, കൊടുക്കണം എന്നുള്ള സംവിധാനം. അത് പൈസ വേണ്ട സമയത്ത് നമ്മൾ വേണം, എന്നാൽ വിട്ട് നശിച്ച് കണ്ടാൽ കൊള്ളാം എന്നുള്ളതാണ്. ചിലപ്പോൾ കുടുംബക്കാർക്ക് അങ്ങനെ തോട്ട് പ്രോസസ് ഉണ്ടാകും, പല ആളുകൾക്ക് ഇതിൻ്റെ അകത്തുണ്ടാകും. ഇതിൽ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഒരാൾ ഇൻവെസ്റ്റ് ചെയ്തു, മാസം അയാൾക്ക് ഒരു റിട്ടേൺ കിട്ടുന്നുണ്ട്, മറ്റേ ഇൻവെസ്റ്റ് ചെയ്യാൻ ക്യാഷ് ഇല്ല.
അത് കാരണം എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ഇവന് പൈസ കിട്ടുന്ന എന്തുകൊണ്ടാണ് ആ കമ്പനി ഉള്ളത്, അതുകൊണ്ട് നമ്മൾ നശിക്കണമെന്ന് ആഗ്രഹിക്കും. കാര്യം ഒരു കണക്ഷനും ഇല്ല അവർക്ക്. പക്ഷേ ഇവന് അവൻ്റെ കൂട്ടുകാരൻ അല്ലെങ്കിൽ അവൻ്റെ ബന്ധുവിന് പൈസ കിട്ടുന്നത് എന്തുകൊണ്ടാണ്, അവൻ്റെ അളിയന് പൈസ കിട്ടുന്നത് ഈ കമ്പനിയിൽ നിന്നാണ്. അപ്പോൾ ഇവന് പൈസ കിട്ടുന്നതിന് അവന് അസുഖമുണ്ട്. അപ്പോൾ ഈ കമ്പനി പൂട്ടി അവന് പൈസ കിട്ടൂലല്ലോ, അവൻ്റെ പൈസ പോലും. അപ്പോൾ അത്രയും സന്തോഷം എന്ന് പറഞ്ഞാൽ മനുഷ്യന്മാരുടെ കുഞ്ഞു കുഞ്ഞു മനസ്സുകളുടെ പ്രോബ്ലം. കമ്മ്യൂണിറ്റിയിൽ ഇൻവോൾവ് ചെയ്യുമ്പോൾ ഒരു സംഭവം, ഇവൻ കോർപ്പറേറ്റിൽ ഇൻവോൾവ് ചെയ്യുമ്പോൾ വേറെ പ്രശ്നം, കമ്മ്യൂണിറ്റിയിൽ ഇൻവോൾവ് ചെയ്യുമ്പോൾ വേറെ പ്രശ്നം. അപ്പോൾ ഭയത്തെക്കാളും നമ്മൾ കുറേ സാധനങ്ങൾ പ്രിക്വേഷൻസ് എടുക്കുന്നുണ്ട്. കാര്യം 3000-ലധികം ഇൻവെസ്റ്റേഴ്സ്, 1000-ലധികം എംപ്ലോയീസ്, 250-ലധികം വെൻഡേഴ്സ്, 100-ലധികം കൺസൾട്ടൻസ്, ഇത്രയും സാധനമുണ്ട് ഈ സാച്ചുറേഷനിൽ. അപ്പോൾ ഇതിൽ എവിടെയാണ് എന്ത് മിസ്റ്റേക്സ്? 22 ബ്രാഞ്ചാണ്. ഞാൻ ഓരോ ബ്രാഞ്ച് ഹെഡിനോടും ചോദിക്കുകയാണ്. കാര്യം എന്താ വെച്ചാൽ മനുഷ്യന്മാരല്ലേ എൻഡ് ഓഫ് ദ ഡേ. നമ്മൾ ചക്കാന്ന് പറഞ്ഞാൽ ചക്കാന്ന് തന്നെ കേൾക്കണം, ചുക്കെന്നാണ് കേൾക്കണമെങ്കിലോ, എന്നിട്ട് ചുണ്ണാമ്പ് എന്നാണ് ചെയ്യണമെങ്കിൽ ഇതെല്ലാം ഇതിൻ്റെ അകത്തുണ്ട്. ഇത് നിർത്തിയപ്പോഴാണ് അറിഞ്ഞത്. മുമ്പ് മാർഗത്തെ ലക്ഷ്യം സാധൂകരിച്ചു എന്നുള്ളൊരു സംവിധാനം ഉണ്ട്. അതായത് ലക്ഷ്യം മാർഗത്തെ സാധൂകരിക്കും എന്ന് പറയും. കാര്യം എല്ലാം നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഇതൊന്നും അറിയില്ല. ഫണ്ടങ്ങ് സ്റ്റോപ്പ് ചെയ്തപ്പോഴാണ് ഇതിൻ്റെയൊക്കെ പലതിൻ്റെ റിയാലിറ്റി പുറത്തു വന്നത്. അവിടെ എന്തായിരുന്നു, ഇവിടെ എന്തായിരുന്നു എന്നൊക്കെ ഉള്ളൊരു സംവിധാനമുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ കാണിക്കുന്ന ഒരു പ്രിക്വേഷൻസ് ഉണ്ട്, ഓരോ ജാഗ്രതയുണ്ട്. അതങ്ങനെ അപ്പോൾ ഉടനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. അപ്പോൾ അതങ്ങനെ വിളിക്കുക. ഇവൻ ലേ ഓഫിൻ്റെ സംവിധാനം പോയത് എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ, അത് ഇനി നിങ്ങളുടെ കമ്പനിയിൽ പൊസിഷൻസ് ഒന്നും ഇല്ല എന്ന് പറഞ്ഞിട്ടാണ്. ഇങ്ങനെ പറഞ്ഞവരുണ്ട്. നമ്മളെന്താ പറഞ്ഞത്, ഇനി ഒരു 6 മാസം സ്ട്രഗിൾ ആയിരിക്കും, അവരെ ബുദ്ധിമുട്ടിക്കരുത്, അവരെന്തായിട്ടുണ്ട് അവരോട് പറഞ്ഞ് നിൽക്കണം, എന്നെ അവർ നിൽക്കണമെങ്കിൽ നിൽക്കട്ടെ. എത്രയും പൊളൈറ്റായിട്ട് നമ്മൾ പറഞ്ഞ സാധനം അവിടെ എക്സിക്യൂഷനിൽ പോയി നേരെ തലതിരിച്ചിട്ടാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് അവിടെ നിന്ന് പ്രോബ്ലം ഉണ്ടാകും. ഇപ്പം ഒരാളെടുത്ത് നീ കൊള്ളൂല, നീ പൊയ്ക്കോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ കമ്പനിയെ സ്നേഹിക്കുമോ? അവന് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അത് മൊത്തം ചെയ്യും, അവൾ എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്യും. അപ്പോൾ അത് അനുഭവിച്ചോ. നമ്മൾ എന്ത് ചെയ്യണം, പൊളൈറ്റായിട്ട് പറയണം. നമ്മൾ ഒരാളെ ട്രിഗർ ചെയ്തിട്ട് അവരെ ആക്രമിച്ചിട്ട് നമ്മൾ പറയുന്നതിൽ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. ട്രിഗർ ചെയ്ത് ആക്രമിക്കുക, ഇതൊരു കോൺസെപ്റ്റാണ്. അത് ഒരു ഫിലോസഫിയാണ് ആ സംവിധാനം. ട്രിഗർ ചെയ്യാതിരിക്കുക എന്നുള്ളതാണ്. മാക്സിമം പൊളൈറ്റായിട്ട് പറയുക. നമുക്ക് പറ്റിപ്പോയി മിസ്റ്റേക്സ് പറയാം. മനുഷ്യന്മാരല്ലേ, ചെയ്യുന്ന സാധനം എല്ലാം പെർഫെക്റ്റ് ആവും. എല്ലാം പെർഫെക്റ്റ് ആവാൻ എന്ത് ചെയ്യുക, നമ്മൾ എവിടെയും പോയിട്ടില്ലല്ലോ, ഇതിന്മേ തന്നെ ഉണ്ടല്ലോ എന്ന് നിങ്ങൾ അവിടുത്തെ പറയുക. നമ്മൾ രാവും പകലില്ലാണ്ട് ഇതിന്മേ തന്നെ ഉണ്ട്, നമ്മളത് ഫിക്സ് ചെയ്ത് തരാം, നിങ്ങളൊന്ന് സമാധാനമായിട്ടിരിക്കുക നമ്മൾ പറയുക, ഓപ്പണായിട്ട് പറയുക. ഇത്രയും നമുക്ക് ചെയ്യാനുള്ളൂ. ബാക്കി കുറേ ആളുകൾ ആക്രമിക്കും, കൊള്ളുക. ഈ ബ്രാൻഡ് സംവിധാനം എന്ന് പറഞ്ഞാൽ ആരും എന്നെ ആക്രമിക്കരുത്, എന്നെ ഒന്നും പറയരുതെന്നല്ല. കുറേ അടിയൊക്കെ കൊള്ളുക, കുറേ എന്തായിട്ടുണ്ട് ഹിറ്റ്സ് വരും, അതൊക്കെ നേരിടുക, എന്നിട്ട് ലക്ഷ്യത്തിലേക്ക് പോവുക. ആരും എന്നെ ഒന്നും പറയാതെ തന്നെ ലക്ഷ്യത്തിൽ പോകണമെന്ന് നമ്മൾ ആഗ്രഹിച്ചിട്ട് കാര്യമില്ല. കാര്യം മനുഷ്യന്മാരാണ്, പല പല സ്വഭാവങ്ങളുണ്ട്. എന്നാലോ ഒരു നല്ല രീതിക്ക് നമ്മളൊരു കാര്യം ഇങ്ങനെയാണ് പറ്റിപ്പോയി, കാരണം നമ്മൾ പറഞ്ഞ ഡേറ്റിൽ നമുക്ക് പറ്റിയിട്ടില്ല, ഇന്ന ഡേറ്റ് ചെയ്യാൻ കിട്ടുമെന്ന് പറഞ്ഞാൽ ഇതാണ്. അല്ലാണ്ട് അവരെ മൂപ്പിച്ചിട്ട് ഇങ്ങനെയൊക്കെ തന്നെ ബിസിനസ്, അത് നിങ്ങൾ കഷ്ടപ്പെട്ടായിരുന്നു, അല്ലാണ്ട് പിന്നെ എന്തിനാ കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്തത്, നിങ്ങൾക്ക് വല്ല ബാങ്കിലും പലിശ കിട്ടാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അയാൾ മിണ്ടായിരിക്കുമോ? അയാൾ പറ്റണയൊക്കെ പണി അയാളും ചെയ്യും, അത് കൊള്ളണം. അപ്പോൾ ഒന്നുകിൽ നമ്മൾ ഹൈലി പൊളൈറ്റായിട്ട് റിക്വസ്റ്റ് ബേസ്ഡ് പറയുക, ഇങ്ങനെയാണെന്ന് പറയുക, അല്ലെങ്കിൽ നമ്മളായിട്ട് ട്രിഗർ ചെയ്ത് അതിൻ്റെ അടി വാങ്ങിക്കുക. അപ്പം ഭയന്നിരിക്കുക എന്നുള്ളതിനേക്കാളും ഇറങ്ങി നിന്ന് പണിയെടുക്കുക എന്നുള്ളൊരു പോളിസിയിലാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം. നമ്മളറിയാവുന്നവർക്കറിയാം എവിടെ നിന്നാണ് ഇത് തുടങ്ങിയത്. ഒരൊറ്റ മുറിയിൽ നിന്നല്ലേ ഇതെല്ലാം തുടങ്ങി വന്നത്, ഒരൊറ്റ ആശയത്തിൽ നിന്നല്ലേ ഇത് വന്നത്. ഇത്രയും ചെയ്യാൻ നമുക്ക് കപ്പാസിറ്റി ഉണ്ട്. 100 കണക്കിന് എറേഴ്സ് പറയുമ്പോഴും കുറേ റിസൾട്ട്സ് ഇപ്പുറത്തുണ്ടല്ലോ, കുറേ സംവിധാനങ്ങളുണ്ടല്ലോ, കുറേ ആക്സസ് ഉണ്ടല്ലോ, ചെയ്യാൻ പറ്റുന്ന സാഹചര്യങ്ങളുണ്ടല്ലോ. ആ സാഹചര്യങ്ങളെ ബേസ് ചെയ്തിട്ട് അങ്ങ് ചെയ്യുക. ബാക്കി വരുന്നിടത്ത് വെച്ച് കാണുന്നത് എന്ത് വന്നാലും ഈ ആകാശത്തിന് താഴെ തന്നെയല്ലേ വരുള്ളൂ, ഈ ഭൂമിക്ക് മുകളിൽ തന്നെയല്ലേ വരുള്ളൂ. അപ്പോൾ എന്ന് പറയാം അതിൻ്റെയൊക്കെ പോയിട്ട് ജയിലിൽ പോയി, അവനെ ഗാന്ധിജിയൊക്കെ ജയിലിൽ കിടന്നിട്ടുള്ളല്ലേ, ഞാനും അങ്ങനെ കണ്ടോളാം. മനസ്സിലല്ലേ? വേറെ ത്രെട്ടുകളുണ്ടാവും, ചില ആളുകൾ ഭീഷണിയുണ്ട്, അതിനെ പൂട്ടിച്ചിട്ട് അടങ്ങുള്ള എന്ന് പറഞ്ഞിട്ട് നിൽക്കുന്നുണ്ടാവും, നിന്നെയൊക്കെ പിടിച്ച് അകത്തിടിച്ചിട്ട് തരാടാ എന്ന് പറഞ്ഞവരുണ്ട്. എല്ലാം ഉണ്ടാവും. ഇതൊക്കെ നമ്മൾ കേൾക്കണം. ഇപ്പോൾ സംവിധാനം ഒരു ലീഗൽ കേസ് വന്ന് നമ്മൾ ലീഗലി തന്നെ നോക്കണം, എന്താ അതിൻ്റെ മെരിറ്റ്സ് എന്താണെന്ന് നോക്കുക. കള്ള കേസാണോ നല്ല കേസാണോ? ഇതൊരു കേസും വന്നിട്ടില്ല എന്ന് എഴുതിയിട്ട് ഞാൻ എപ്പോഴും പറയാറുണ്ട് സാധനം, ഒരു കേസും ഇല്ല എന്നുള്ളത് ഒരു അഡ്വാൻറ്റേജ് എന്നല്ല, നിങ്ങൾക്ക് ലീഗൽ ഡിപ്പാർട്ട്മെൻറ്റ് സ്ട്രോങ് അല്ല എന്നുള്ളതാണ്. ഒരു കേസും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് കേസ് എന്നാൽ അഡ്വക്കേറ്റ് അറിയില്ല, ലീഗൽ അറിയില്ല, ഈ സംവിധാനങ്ങൾ അറിയില്ല, കേസൊക്കെ വരും, അതിൻ്റെ അകത്ത് പോവുക, ആ സംവിധാനങ്ങൾ ഹാൻഡിൽ ചെയ്യുക. പക്ഷെ നശിച്ചു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഇമോഷൻസ് കൊണ്ടാവരുത്. സിമ്പിളായിട്ട് പറഞ്ഞാൽ സോൾവ് ചെയ്യാൻ പറ്റുന്നൊരു വിഷയം നമ്മളായിട്ട് കോംപ്ലിക്കേറ്റഡ് ആയിട്ട് അടിപിടിയാക്കി കൊണ്ടുവയ്ക്കരുത്. അതൊരു ഇമോഷണൽ കോഷ്യൻസ്, ഈക്യു ഇല്ലാത്ത പണി കാണിക്കരുതെന്നാണ്. ഐക്യു മാത്രം വെച്ചിട്ട് കാര്യമില്ല, ഈക്യുവും കൂടി വേണം. അപ്പോൾ മാക്സിമം ഇറങ്ങി പറയും. അപ്പോൾ എനിക്ക് പറയാൻ പറ്റുന്ന എല്ലാ സ്റ്റേജുകളിലും ഞാൻ എല്ലായിടത്തും പറയും, ഇങ്ങനെ മിസ്റ്റേക്സ് ഉണ്ട്, നമ്മുടെ പ്രശ്നം ഇങ്ങനെ സംവിധാനങ്ങളുണ്ട്, നിങ്ങളൊന്ന് അഡ്ജസ്റ്റ് ചെയ്യണം കേട്ടോ എന്ന് പറയും. ഇത് ഞാൻ എൻ്റെ ടീമിൻ്റെ അടുത്തും പറയും, ഇങ്ങനെ തന്നെ പറയണം കേട്ടോ. ദേഷ്യം വരും, ആരെങ്കിലുമൊക്കെ വിളിച്ച് തെറി വിളിക്കുന്നത് നിങ്ങൾ തിരിച്ച് തെറി വിളിക്കാൻ നിൽക്കരുത്. ആരെങ്കിലുമൊക്കെ ദേഷ്യപ്പെടുന്നു, ഒന്ന് കമ്മ്യൂണിക്കേഷൻ ചാനൽ എനാബിൾ ചെയ്യുക. അതുകൊണ്ടാണ് ഇപ്പോൾ നമ്മൾ IVR കൊണ്ടുവരുന്നതിന് ഏറ്റവും വലിയ സംവിധാനം ഇതാണ്. കാര്യം എന്താണ്, ഇവർക്ക് 10-30 കോൾസൊക്കെ വരുമ്പോൾ ഇവർ മീറ്റിങ്ങിലായിരിക്കുമല്ലോ, ഇറങ്ങിയിട്ട് തിരിച്ച് 5 പേരെ വിളിക്കും, ബാക്കി 25 പേര് അവിടെ കിടക്കും. അപ്പോൾ ഇവർ എന്താണ്, നിങ്ങളെ വിളിച്ചാൽ പോലും കിട്ടില്ല എന്ന് പറയും. അപ്പോൾ ഇതെല്ലാം ഒഴിവാക്കണമെങ്കിൽ സെൻട്രലൈസ്ഡ് IVR ഇൻറ്റഗ്രേറ്റ് ചെയ്ത് ഒറ്റ നമ്പറിൽ മൊത്തം ഇപ്പോൾ എല്ലാ ഇൻവെസ്റ്റേഴ്സും നോട്ടിഫിക്കേഷൻ ഒറ്റ നമ്പറിൽ വിളിച്ചാൽ മതി, എപ്പോഴായാലും കിട്ടിക്കോളും. അവർക്ക് ഓഫീസ് ടൈം എപ്പോഴും വിളിച്ചു കഴിഞ്ഞാലും അത് കിട്ടുന്ന അവസ്ഥയിലേക്ക് നമുക്ക് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ ഇറങ്ങി അങ്ങ് നിൽക്കുക, ഇറങ്ങി നിന്നിട്ട് അങ്ങ് ചെയ്യുക. അതല്ല ഭയപ്പെടാനങ്ങ് തീരുമാനിച്ചു നോക്കിയേ, ഒരു ഭയമൊന്നും ഉള്ളിൽ വന്നു നോക്കിക്കേ,
പിന്നെ ചുറ്റും നിന്ന ആളുകൾ ഇങ്ങനെ ഭയപ്പെടുത്തിക്കൊണ്ടിരിക്കും. നമ്മളൊന്ന് തോൽക്കാനൊന്ന് തീരുമാനിച്ചു നോക്കിയേ, മനസ്സിലൊന്ന് തീരുമാനിച്ചു നോക്കിയേ, പിന്നെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ട് ആളുകൾ ഇങ്ങനെ നിൽക്കും. ഇത് രണ്ടും ഭയക്കൂലാന്ന് തീരുമാനിച്ചാൽ ഒരുത്തനും അല്ലെങ്കിൽ ആരെന്ത് ചെയ്താലും ഒരു ഭയവും നമുക്ക് വരില്ല. രണ്ടാമത്തെ സംവിധാനം, നമ്മൾ തോൽക്കില്ല എന്ന് തീരുമാനം നമ്മുടെ തീരുമാനമായിരിക്കണം. കാര്യം എന്താണ്, എന്തൊക്കെ പ്രോബ്ലംസ് വന്നാലും ഞാനിത് അതിജീവിക്കുമെന്നൊരു കോൺഫിഡൻസ് നമുക്ക് വേണം. കാര്യം നമുക്കുള്ള കമ്മിറ്റ്മെൻറ്റ്സ് എത്രയാണ്, ഇത്രയും പേരുടെ ലൈഫ് നമ്മുടെ കയ്യിൽ നിൽക്കുന്നുണ്ട്, ഇത്രയും പേരുടെ ക്യാപിറ്റൽ നമ്മുടെ നിൽക്കുന്നത്. അപ്പോൾ നമ്മൾ തോക്കാൻ പാടണ്ട, നമ്മൾ ഒരിക്കലും തോക്കാൻ പാടില്ല. നമ്മൾ ജയിച്ചേ പറ്റൂ എന്നൊരു സംവിധാനം ഉണ്ടായിരിക്കണം. ആ തീരുമാനമാണ് സത്യത്തിൽ നമ്മളെ സക്സസ് ആക്കുന്നത്. അപ്പം വെറുതെ നിന്ന് ഡയലോഗുകൾ പറയുന്നതിനപ്പുറത്തേക്ക് ഇറങ്ങി നിന്ന് പ്രവർത്തിക്കുക. എങ്ങനെയാണ് 250 കോടി എക്കോസിസ്റ്റം ഉണ്ടാക്കിയത്, അതേപോലെ 2500 കോടി റിയൽ എസ്റ്റേറ്റ് ചെയ്യുന്നത് അവർ കാണിച്ചു കൊടുക്കുക. എന്നിട്ട് അതിൽ നിന്ന് 25,000 കോടി പ്രൈവറ്റ് ഇക്വിറ്റിയിലേക്ക് പോവുക. എന്നിട്ട് നമ്മുടെ സ്വപ്നമൊക്കെ ആയിട്ടുള്ള നമ്മുടെ കണ്ണില്ലാത്ത മനുഷ്യന് കണ്ണുണ്ടാക്കുന്ന ലെവലിലേക്ക് കാണുക. അന്നൊക്കെ നമ്മൾ സക്സസ് ആക്കുന്ന സമയത്ത് ആളുകൾ നമ്മളെ അക്സെപ്റ്റ് ചെയ്യും. അല്ലെങ്കിൽ അന്ന് അവർ നമ്മൾ എന്തിട്ടുണ്ട്, ഓക്കെ അങ്ങനെയൊക്കെ ആകണമെന്ന് ആഗ്രഹിക്കും. ഒരു കാര്യം എല്ലാവരും ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഇലോൺ മസ്ക് സാധാരണ ഒരു കുടുംബത്തിൽ ജനിച്ചു വളർന്ന പയ്യനല്ലേ ആഫ്രിക്കയിൽ. അവൻ എങ്ങനെ അവിടെ ആയത്, ഒരു സുപ്രഭാതത്തിൽ സ്വിച്ച് ഇട്ടണക്ക് എങ്ങനെ ആയത്? ഇല്ല, ഒരു ജേണി ഉണ്ട്. അത് നമ്മൾ കാണുക, സ്വപ്നം കാണുക, എന്നിട്ട് അതിനുവേണ്ടി പണിയെടുക്കുക. അതല്ല ഒരു പ്രശ്നവും ഇല്ലാതെ ആവണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വല്ല നടക്കുമോ? ഇല്ല, പ്രശ്നങ്ങൾ വരും. പക്ഷെ അതിൽ ഭയപ്പെട്ട് നിൽക്കുക എന്നുള്ളതല്ലല്ലോ. നമ്മൾ എന്തിനാ ഇതൊക്കെ തുടങ്ങിയെന്ന് ഇടയ്ക്കിടയ്ക്ക് ആലോചിക്കണം. എന്നിട്ട് എവിടെ നിന്നാണ് ഇതൊക്കെ തുടങ്ങിയെന്ന് ആലോചിക്കണം. അവിടെ നിന്ന് ഇവിടെ നിന്ന് എത്താൻ വേണ്ടി നീ അനുഭവിച്ച സ്ട്രഗിൾ ഒന്ന് ആലോചിക്കുക സഫീറെ എന്ന് സ്വയം ചോദിക്കണം. എന്നിട്ട് ആലോചിക്കുക ഇനി നീ എത്ര ഈസിയാണ് നിനക്ക് അവിടെ പോകാൻ ആലോചിക്കുക. അപ്പോൾ നിൻ്റെ ഇത്രയും കമ്മിറ്റ്മെൻറ്റ്സ് ഉണ്ട്. നീ വീണുപോയാൽ ഒരുപാട് ആളുകൾ വീണുപോകും. അതുകൊണ്ട് നീ വീഴരുത്. നീ വെറുതെ കിടന്ന് ഉറങ്ങരുത്, വെറുതെ കിടന്ന് മടിയനെ കണക്ക് ഇരിക്കരുത്, വെറുതെ ആവശ്യമില്ലാത്ത ചവറുകൾ പോലെ. ഇപ്പോൾ ഞാൻ ഈ ട്രാൻസിഷൻ ചെയ്തപ്പോൾ എന്താ ചെയ്തു, ഞാൻ സോഷ്യൽ മീഡിയ മൊത്തം ഡിസ്കണക്ട് ചെയ്തു. കാര്യം എനിക്ക് ലോകത്ത് എന്താണ് നടക്കണമെന്ന് ഇപ്പോൾ ഒരു ഐഡിയ ഇല്ല. മനസ്സിലായി, ഒരു ഐഡിയ ഇല്ല. കാര്യം എനിക്ക് ഒരു സോഷ്യൽ മീഡിയ ഇല്ല, ഒരു പത്രം ഇല്ല, ഒരു ന്യൂസ് ഇല്ല, ലോകത്തിൻ്റെ ഒരു സംവിധാനവും ഇല്ലാതെ ഞാൻ അത്രമേൽ ഫോക്കസ്ഡ് ആണ്. ഈ 2 മാസം എൻ്റെ വൈഫ് പറഞ്ഞൊരു സമയം, ഒരു നേരം ഒന്ന് മുഖത്ത് നോക്കി ഒന്ന് ചിരിച്ച് സംസാരിക്കെങ്കിലും ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ അത്രമേൽ ഫോക്കസ്ഡ് ആയിരുന്നു. അത്രമേൽ ഫോക്കസ്ഡ് ആയിട്ട് നിന്നിട്ട് ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, മെനിഞ്ഞാന്നാണ് രാത്രി ആദ്യമായിട്ട് എന്ത് ചെയ്തത്, ഡിസൈൻ എല്ലാം കഴിഞ്ഞ് അപ്രൂവലിൻ്റെ സാധനവും കൊടുത്തിട്ട് ഞാൻ ഇങ്ങനെ വെയിറ്റ് ചെയ്യുന്നത്. റിലാക്സ്ഡ് ആയിട്ടുള്ള സംവിധാനമാണ്. എൻ്റെ അടുത്തേക്ക് എന്താ ആളുകൾ ചോദിക്കും, നിങ്ങൾ കണ്ടിന്യൂസ്ലി സോഷ്യൽ മീഡിയയിൽ എഴുതിക്കൊണ്ടിരുന്നില്ലേ, എവിടെ സോഷ്യൽ മീഡിയ? എഴുതാനെന്ന് പറഞ്ഞാൽ നമുക്ക് സമയമില്ല. കാര്യം നമ്മളൊരു അൽഗോരിതത്തിൻ്റെ പുറത്താണ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മനസ്സിലായി, ഒരു വീഡിയോ ഇടാൻ വീഡിയോ ഇടാൻ സമയമില്ല. നമുക്ക് വേറൊരാൾക്ക് ഡിസ്കസ് ചെയ്യാൻ സമയമില്ല, ഒരു കോളിന് സമയമില്ല, ഒന്നിനും ടൈമില്ല. 24/7 നമ്മൾ ഫോക്കസ് ചെയ്ത് നമ്മുടെ ട്രാൻസിഷൻ്റെ എല്ലാ അൽഗോരിതംസും കറക്റ്റ് ചെയ്തു. ഇനി അത് ഫീൽഡിൽ എക്സിക്യൂട്ട് ചെയ്യുന്ന ഒരു ടൈം മാത്രം. ഒക്ടോബർ 1 എന്ന് പറഞ്ഞൊരു സംഭവം, ഒക്ടോബർ 31 ആനിവേഴ്സറിക്ക് ഒരു ബ്യൂട്ടിഫുൾ ആയിട്ട് നമ്മൾ എന്താണ് ചെയ്തിരുന്നതെന്ന് ആളുകൾ കാണും. സത്യസന്ധമായി പറഞ്ഞ് വർക്ക് ക്രൈസിസ് ഇല്ലായിരുന്നെങ്കിൽ ഇതിൽ പലതും ആളുകൾ അറിയ പോലും ഇല്ലായിരുന്നു എന്നുള്ളൊരു വസ്തുത. എന്തായാലും അറിഞ്ഞതുകൊണ്ട് തന്നെ എന്തായിട്ടുണ്ട്, കുറച്ചും കൂടി നമ്മൾ സ്ട്രോങ് ആവും. പലരും എൻ്റെ അടുത്ത് ചോദിക്കും, ഈ നെഗറ്റീവ് ക്യാമ്പയിനൊക്കെ നിങ്ങൾ ചെയ്തല്ലേ? ഞാൻ പറയാം, ഞാൻ ചെയ്തതല്ല. ഈ നെഗറ്റീവ് ക്യാമ്പയിന് ഞാൻ നന്നായിട്ട് ഉപയോഗിച്ചു. കാര്യം എനിക്ക് ട്രാൻസിഷൻ, ഈ ബ്രാൻഡ് ഒബ്സഷൻ കട്ട് ചെയ്യാൻ പറ്റി. കുറേ ടാൽഡ്രോപ്പിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന സംവിധാനം പോയി. ടാൽഡ്രോപ്പ് എന്ന് പറയുമ്പോൾ ഒരു ചെറിയ പേടിയൊക്കെ വന്നതുകൊണ്ട് തന്നെ ബ്രാൻഡ് ഒബ്സഷൻ എനിക്ക് മാറ്റണം. കാര്യം ഇത് മുറിച്ച് വേറെ ആക്കണമല്ലോ. ടാൽഡ്രോപ്പിൻ്റെ വൺ ഓഫ് ദ സംവിധാനമല്ലേ, എല്ലാം ടാൽഡ്രോപ്പ് ആവാൻ പാടില്ല അല്ലേ. അപ്പോൾ ഞാനതിനെ നല്ല രീതിക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. നെഗറ്റീവ് ക്യാമ്പയിൻസിനൊക്കെ നമ്മൾ നല്ല രീതിക്ക് നമ്മുടെ ട്രാൻസിഷൻ സ്പീഡാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നല്ല രീതിക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. എന്തായാലും ഭയങ്കര ഒരു പോസിറ്റിവിറ്റി നമുക്ക് ഒരു ഫീലുണ്ട്. എന്താണ് നമ്മൾ ചെയ്യണമെന്നൊരു സംവിധാനമുണ്ട്. ട്രാൻസിഷൻ ക്രൈസിസ് ഒക്കെ ഉണ്ട്, ഓഫ് കോഴ്സ് അത് ഫിക്സ് ചെയ്യാൻ പറ്റുന്നതാണ്. അതുകൊണ്ട് ഭയക്കേണ്ടതില്ല എന്നുള്ളതാണ് തീരുമാനം. നമ്മൾ ഓരോ ട്രാൻസിഷനും കഴിഞ്ഞ് വരുമ്പോൾ നമ്മൾ എല്ലാ കമ്മിറ്റ്മെൻറ്റ്സും ഫുൾഫിൽ ചെയ്ത്, അല്ലെങ്കിൽ നമ്മൾ എന്താണോ വിഷനായിട്ട് വെച്ചത് അതെല്ലാം അതിൻ്റെ ഏറ്റവും ബെറ്റർ വേർഷനിലേക്ക് വന്ന് ഏറ്റവും സ്ട്രോങ്ങർ ആയിട്ടാണ് ഓരോ വേർഷനിലായിട്ട് നമ്മൾ വന്നിട്ടുള്ളത്. അപ്പോൾ അതേപോലെ തന്നെ ഈ ഒക്ടോബറിൽ നമ്മുടെ 7.0 വേർഷൻ, നമ്മുടെ ഇതുവരെയുള്ള ഏറ്റവും പവർഫുൾ വേർഷനായിട്ട് വരും എന്നുള്ള എല്ലാ ശുഭാപ്തി വിശ്വാസത്തോടെ നമുക്ക് ഈ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യാം. താങ്ക് യു.